ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. എബിഡി സാറാണ്. മക്കളെല്ലാവരും ഓഡിയബിൾ ആണോ വിസിബിൾ ആണോ എന്ന് പെട്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യടാ. സാർ പറയുന്നത് കേൾക്കുന്നുണ്ടോ, സാറ് കാണുന്നുണ്ടോ എന്ന് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാ. രണ്ട് സൈഡിലൊന്നുണ്ട് മക്കൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ അധികം മക്കൾ എവിടെ ഉണ്ടടാ? യെസ്, യൂട്യൂബിലും ക്ലാസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലും മക്കൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് വെൽക്കം. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഹിസ്റ്ററിയിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ആണ്. 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒറ്റ ലൈവിൽ എന്ത് ചെയ്യാൻ പോകുന്നതാ, സെറ്റ് ആക്കി തരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, യെസ്, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നമ്മുടെ ലൈവിന്റെ ലിങ്ക്. എല്ലാവരും ഒറ്റ ലൈവിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യട്ടെ, ഫുൾ ചാപ്റ്റേഴ്സ് പഠിക്കട്ടെ. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോട്ട് കേട്ടോ. ഓക്കെ, യെസ്. ഇതൊന്നും പോരെ, ഇതൊന്നുമല്ല നമ്മുടെ CBSE മക്കളുടെ പവർ എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാനുണ്ട്, നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് ഇന്നത്തെ ലൈവില് സെറ്റ് ആക്കാനുണ്ട്. 5 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ് നമ്മുടെ 5 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? യെസ്, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റും സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് അല്ലെ, ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസവും പാസ്റ്റോറലിസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒറ്റ ലൈവിൽ എന്ത് ചെയ്യാനുള്ളത്, സെറ്റ് ആക്കാനുള്ളത്. ഓക്കെ, എന്റെ പേര് അബ്ദുള്ള ബക്കർ എന്നാണ്, മക്കൾക്ക് ABD എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇതൊന്നും പോരെ, ഇതൊന്നല്ല നമ്മുടെ പവർ എന്ന് പറയുന്നത്. മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലൈവ് തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ലൈവിന്റെ ലിങ്ക് മക്കൾ എത്തിക്കട്ടെ. ഇതാണ് നമ്മുടെ 9 CBSEയുടെ പവർ അല്ലല്ലേ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, വന്ന മക്കളൊക്കെ ഉടനെ തന്നെ ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. യെസ്, ഹായ് സാർ ഫ്രം 10 CBSE. അവിടെ ഞാൻ കുറച്ച് നേരത്തെ 10 CBSEയിൽ കണ്ടല്ലോ. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അവിടെ ജിയോഗ്രഫിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈസൽ സാറിന്റെ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോയിക്കോ കേട്ടോ. യെസ്, അപ്പൊ 10th എക്സാം നടത്തിരിക്കണം. അപ്പോഴാണ് 9th വന്നിട്ട് സാറേ ഞാൻ 10th CBSE ആണ്. പോടാ തിരിച്ചു പോടാ. ഓക്കെ, നമുക്ക് അടിപൊളി ക്ലാസ്സസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു ഓടിക്കോ, വന്ന വഴി തിരിച്ചു ഓടിക്കോ. യെസ്, ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ നമുക്ക് ഡിലേ ആക്കേണ്ട, തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ മുതൽ എന്ത് ചെയ്യാം, നമുക്ക് എടുത്തു പോവാം, കംപ്ലീറ്റ് ചെയ്യാം. യെസ്. അപ്പൊ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മക്കളെല്ലാവരും 3+ ഹവർ എന്തായാലും ഉണ്ടാവും നമ്മുടെ ലൈവിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്ന ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സും നമ്മൾ 1+1 ഹവർ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്താൽ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു 3 ഹവർ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ഒരു ലിറ്റിൽ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, വളരെ ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ 3+ മക്കൾ എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. വാട്ട് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ക്ലാസ് എന്നൊക്കെ ചോദിച്ചുള്ള കമന്റ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടാ. ഓക്കെ, യെസ്. അദ്വൈത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നടാ. അദ്വൈതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളോട് പറഞ്ഞത്, സാറേ ഈ ടൈം ലൈൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ടൈം ലൈൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഒരു 2 വീഡിയോസ് കൂടി വരാനുണ്ട്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ഡേയ്സിൽ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അദ്വൈതാണ് ഡിമാൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അദ്വൈത് തന്നെയാണ് പറഞ്ഞത് അല്ലേ, സാറേ നമുക്ക് ടൈം ലൈൻ വേണം, ചാപ്റ്റർ വൈസ് ടൈം ലൈൻ്റെ വീഡിയോ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ബാച്ചിൽ അദ്വൈത് എന്നുള്ള സ്റ്റുഡൻറ്റ് ഡിമാൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഇയേഴ്സും ഒറ്റ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ദ ഫ്രഞ്ച് റവല്യൂഷൻ ആണ് നമുക്ക് ഫസ്റ്റ് എടുക്കാനുള്ളത്. ഒരു കിടുക്കാച്ചി റവല്യൂഷൻ ആണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ, ദ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ആപ്പിൽ ക്ലാസ് കിട്ടുന്നില്ല, ആപ്പിലെ കമന്റ്സ് ആണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അദ്വൈതിന്റെ കമന്റ് ഒക്കെ ആപ്പിലെ കമന്റ്സ് ആടാ. യെസ്, കിട്ടുന്നില്ലടാ ക്ലാസ്. ഓക്കെ, യാ, ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാൻ ശ്രമിക്കും. നമുക്ക് കാണാൻ പറ്റൂടാ, ദ ടേംസ് ലൈക്ക് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ആർ കോമൺ ഇൻ ദ കണ്ടംപററി വേൾഡ്. നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾക്കിപ്പോൾ ലിബർട്ടി ആണെങ്കിലും ഇക്വാലിറ്റി ആണെങ്കിലും ഫ്രറ്റേണിറ്റി ആണെങ്കിലും ഈ ടേംസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആണ്, ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ലിബർട്ടി അല്ലെങ്കിൽ ഫ്രീഡത്തെ കുറിച്ചൊന്നും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല, തിങ്ക് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല, ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. അന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന റൂളേഴ്സ് എന്താണോ പറയുന്നത് അത് ഒബേ ചെയ്ത് പോവേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്,
യൂറോപ്പിലൊക്കെ, എസ്പെഷ്യലി യൂറോപ്പ് എൻ്റെ വേൾഡിൽ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ എവിടെ പോവാണെങ്കിലടാ യൂറോപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്ത് ഒബേ ചെയ്യുന്ന ആളുകളാണ്. യെസ്, എന്താണ് റൂളേഴ്സ് പറയുന്നത്, റൂളേഴ്സിന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, എതിർത്ത് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ പറയുന്ന കിങ് ആണെങ്കിലും അല്ലെങ്കിൽ മൊണാക്സ് ആണെങ്കിലും അവരനുസരിക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു? ജനങ്ങളുടെ, പബ്ലിക്കിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒബേ ചെയ്തു പോയിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു ഓൾഡ് ഇറ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഏർലിയർ സെഞ്ചുറിയിലൊക്കെ എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ വേൾഡിൽ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിന് ഒരു വീഡിയോ സാർ ചെയ്തിരുന്നത് നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ദ ലൈവ് സെഷൻ മക്കൾ പോയി കാണുക. അത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിനെയാണ്. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ചെയ്ത് വെച്ചിട്ടുണ്ട്, വരുന്ന ഡേയ്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി are the common in the contemporary world, although there was a time when people could not even think of getting such basic rights. People too had to obey order of autocratic monarchs and face hardship due to lack of basic amenities. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഓട്ടോക്രാറ്റിക് മൊണാക്സിനെ ഒബേ ചെയ്യുക, അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിക്കുക എന്നത് മാത്രമായിരുന്നു ആദ്യകാലത്ത് ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള പീപ്പിൾസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കടാ, പണ്ടത്തെ ആളുകൾക്ക് അവർക്ക് റൈറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ലിബേർട്ടിയോ സ്വാതന്ത്ര്യം ഉണ്ടെന്നോ ഒന്നും അവർക്ക് അറിയില്ല. കാരണം അതിനൊന്നും അവർക്ക് എന്തിനായിരുന്നില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളെ കാലത്താണെങ്കിൽ അത് പോസിബിൾ ആണോടാ? ഇപ്പൊ നമ്മുടെ കാലത്ത് അത് പോസിബിൾ ആണോ? അല്ലല്ലേ. ഇപ്പൊ നമ്മുടെ കാലത്താണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടും എന്ത് കിട്ടണം? യെസ്, നമുക്ക് ഫ്രീഡം കിട്ടണം. നമ്മുടെ കാലത്ത് വിതൗട്ട് ഫ്രീഡം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. വിതൗട്ട് ഫ്രീഡം നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ പറയുന്ന മൊണാക്സിനൊക്കെ ഓവർത്രോ ചെയ്തുകൊണ്ട് ഡിവൈൻ റൈറ്റ്സ് ഓഫ് കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? മുമ്പോട്ട് വരുന്നത്. ആളുകൾ പറയാണ് എസ്, കിങ്ങിന് എങ്ങനെ പവർ കിട്ടി, കിങ്ങിന് ആര് പവർ തന്നു എന്നൊക്കെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏർലിയസ്റ്റ് ടൈമിലൊന്നും ഇല്ല, ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾ ചോദിക്കൂല. കാരണം എന്താണ്? കിങ്ങിനെ ഒബേ ചെയ്തില്ലെങ്കിൽ അത് ഗോഡിനെ എന്താണ് അനുസരിക്കാത്തത് പോലെയാണ്. ബിക്കോസ് കിങ്ങിന് പവർ കൊടുത്തത് ഗോഡാണ്, ഗോഡിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് കിങ്. ഇങ്ങനെയുള്ള കുറേ അധികം എന്തായിരുന്നു, ഇങ്ങനെയുള്ള കുറേ അധികം ചിന്തകളായിരുന്നു അന്നുണ്ടായിരുന്നത്, ഇങ്ങനെ കുറേ അധികം ബിലീവ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ആളുകൾക്ക് കിങ്ങിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ കിങ് ഇങ്ങനെ നിൽക്കും, ഐ ആം ദ കിങ് ഓഫ് ദിസ് ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് കിങ് ഇങ്ങനെ നിൽക്കും. കിങ് പവർഫുൾ ആണ്, കിങ്ങിനെ ഒരാളും ക്വസ്റ്റ്യൻ ചെയ്യില്ല, കിങ്ങിനെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞെടുത്തു. അതിനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നത്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷൻ വരുന്നത്. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി ഡ്യൂറിങ് ദ ലേറ്റ് 18th സെഞ്ചുറി, നമ്മൾ ടോട്ടൽ 150 സ്ലൈഡ്സ് ആണ്. ദാറ്റ് മീൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എല്ലാ ചാപ്റ്റേഴ്സിനും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ബാച്ചിൽ ഓൾമോസ്റ്റ് ഈച്ച് ആൻഡ് എവറി ചാപ്റ്റേഴ്സ്, നമ്മൾ ഏർലിയസ്റ്റ് ചാപ്റ്റേഴ്സ് എസ്പെഷ്യലി നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ അലോൺ നമ്മൾ എടുത്തിട്ടുണ്ട് 100+ സ്ലൈഡ്സ്. ഓക്കെ, നമ്മളെ സെക്കൻഡ് ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ എന്തുണ്ടായിരുന്നു? സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. തേർഡ് ചാപ്റ്റർ ആണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് സ്ലൈഡ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 500+ സ്ലൈഡ്സിൽ എടുത്തിരുന്ന 5 ചാപ്റ്റേഴ്സ് ആണ് 150 സ്ലൈഡ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഷോർട്ട് ആക്കിയുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ആൾക്കുള്ള റിപ്ലൈ ആണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? നമ്മുടെ സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമാണ് ഇന്നത്തെ സ്ലൈഡ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ടും ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ടും ക്ലാസ് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. ഇത് കൃത്യമായിട്ടും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. 1774 ലൂയിസ് 16 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഫ്രഞ്ചിലെ റൂളർ നമുക്ക് കാണാൻ പറ്റും. ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു ആര് റെപ്രസെന്റ് ചെയ്തിരുന്നത്? ലൂയിസ് 16 റെപ്രസെന്റ് ചെയ്തിരുന്നത് ആരാടാ? ബോർബൺ ഡൈനാസ്റ്റി. ബോർബൺ ഡൈനാസ്റ്റി ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? യെസ്, നമ്മുടെ ഫ്രാൻസിൽ റൂൾ ചെയ്തിരുന്ന റൂളിംഗ് ഡൈനാസ്റ്റിയാണ് ബോർബൺ ഡൈനാസ്റ്റി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു മേരി അന്റോയിനറ്റ്. ഓക്കെ, ഓസ്ട്രിയൻ പ്രിൻസസ് ആയിട്ടുള്ള മേരി അന്റോയിനറ്റ് ആയിരുന്നു ആരുടെ വൈഫടാ? യെസ്, നമ്മുടെ ലൂയി 16 വൈഫ് എന്ന് പറയുന്നത് മേരി അന്റോയിനറ്റ് ആയിരുന്നു. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലൂയി 16 ടൈമിൽ അവരുടെ ട്രഷറി എന്ന് പറയുന്നത് എംപ്റ്റി ആയിരുന്നു. ലൂയി 16 ഇങ്ങനെ പാട്ടൊക്കെ പാടി നടന്നു. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നെഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ബിക്കോസ് അത്രയും എംപ്റ്റി ആയിരുന്നു ആരുടെ ട്രഷറി? നമ്മുടെ ലൂയി 16 ട്രഷറി. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് വളരെ വലിയൊരു ഇക്കണോമിക് ക്രൈസിസിലൂടെയാണ് ആര് പോയിരുന്നത്? ഫ്രാൻസും പോയിരുന്നത്. ഈ സമയത്താണ് ഈ ഒരു ഇക്കണോമിക് ക്രൈസിസ് ഓവർകം ചെയ്യാൻ വേണ്ടി
ടാക്സ് ഇൻക്രീസ് ചെയ്യുക, ന്യൂ കൈൻഡ് ഓഫ് ടാക്സസ് ഇമ്പോസ് ചെയ്യുക എന്ന് ആര് ഡിസൈഡ് ചെയ്യുന്നത്? ലൂയിസ് 16 ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിലെ മൊണാക്സ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ കോമൺ പീപ്പിൾസ് എന്നറിയപ്പെടുന്ന തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റ് ചെയ്യുന്നതും റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഫ്രാൻസിന് ഉണ്ടായിട്ടുള്ള ഇക്കണോമിക്കലി ഉണ്ടായിട്ടുള്ള കണ്ടീഷൻ, ആ സോഷ്യലി ഉണ്ടായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, തിങ്കേഴ്സിന്റെ ഐഡിയോളജി, ഇതൊക്കെയാണ് ദ മേജർ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മേജർ കോസസ് ഈ പറയുന്ന റെവല്യൂഷൻ ബിഹൈൻഡ് ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൽ റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ സോഷ്യൽ കോസസ് ഉണ്ട്, ഇക്കണോമിക് കോസസ് ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിൽ നമ്മൾ സോഷ്യൽ കണ്ടീഷൻ ഡ്യൂറിങ് ദ ഫ്രാൻസ് ഡ്യൂറിങ് ദ ഓൾഡ് റെജിം എന്ന് പറയുമ്പോൾ ബിഫോർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഫ്രാൻസ് ഉണ്ടായിട്ടുള്ള ഫ്രഞ്ച് സൊസൈറ്റിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓൾഡ് റെജിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു സമയത്ത് ഫ്രാൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. There was a system of estate in French society. ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഒരു എസ്റ്റേറ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിരുന്നു. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ക്ലർജി ആയിരുന്നു, പുരോഹിതന്മാരായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ആരായിരുന്നു? ആ നോബിൾസ് ആയിരുന്നു, നോബിലിറ്റി ആയിരുന്നു. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് കോമൺ പീപ്പിൾസ് ആയിരുന്നു. തേർഡ് എസ്റ്റേറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എന്താണ് ഈ പറയുന്ന രീതിയിൽ ടീച്ചേഴ്സ് ആവട്ടെ, ലോയേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഫാമേഴ്സ് ആവട്ടെ, ആർട്ടിസാൻസ് ആവട്ടെ, എല്ലാ കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉള്ളതായിരുന്നു എന്ത് തേർഡ് എസ്റ്റേറ്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ തേർഡ് എസ്റ്റേറ്റിലായിരുന്നു മെജോറിറ്റി പോപ്പുലേഷനും. ബിക്കോസ് ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, നമ്മുടെ പുരോഹിതന്മാർ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നോബിൾസ്, ലാൻഡ് ലോഡ്സ് ഒക്കെയാണ്. തേർഡ് എസ്റ്റേറ്റ് ആണ് കോമൺ പീപ്പിൾസ്. അതിൽ മെജോറിറ്റി പോപ്പുലേഷനും തേർഡ് എസ്റ്റേറ്റിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഭാഗമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു ടാക്സ് പേയേഴ്സ്. തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നതാ? ടാക്സ് ഒക്കെ പേ ചെയ്യേണ്ടി വന്നിരുന്നത്. ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ് എൻജോയ്ഡ് ഫ്യൂഡൽ പ്രിവിലേജസ്. അവർ കുറേ അധികം ലാൻഡും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്തു. അവർക്ക് നല്ല പ്രിവിലേജസ് ഉണ്ടായിരുന്നു. ഓൺ ബേർത്തിലൂടെയുള്ള ലോട്ട്സ് ഓഫ് പ്രിവിലേജസ് എൻജോയ് ചെയ്തിരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരുന്നു ഫസ്റ്റ് 2 എസ്റ്റേറ്റ്സ്. പക്ഷേ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ. പക്ഷെ അവർക്കൊന്നുമില്ല, ഒരു റൈറ്റും ഇല്ല. പക്ഷെ അവരാണ് ടാക്സ് അടക്കേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കുറേ ആൾക്കാരെന്ന് വിചാരിക്കുക, നമ്മളൊരു 10 ആളുണ്ട്. ഓക്കെ, നമ്മുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 10-50 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ചില സ്റ്റുഡൻസിന് ബേസ്ഡ് ഓൺ പ്രിവിലേജ് ചില ആളുകൾക്ക് എന്ത് കൊടുക്കാണ്? ചില ആളുകൾക്ക് ചില ഹയർ പൊസിഷൻ കൊടുക്കാണ്. പക്ഷെ വർക്ക് മൊത്തം ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്, അതിലൊരു 5-6 ആളുകൾക്ക് വലിയ ഹൈ പൊസിഷനും കാര്യങ്ങളൊക്കെ, പക്ഷെ വർക്ക് ചെയ്യേണ്ടത് ബാക്കിയുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ ആ 5 അല്ലെങ്കിൽ ഹൈ പൊസിഷനിലുള്ള 4-5 ആൾക്കാരോട് ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നൂടാ? ഒരു അസൂയ തോന്നും, ഒരു ദേഷ്യം തോന്നും. നിങ്ങൾക്ക് തോന്നൂടാ? തോന്നും. അപ്പൊ ഇത് തന്നെയാണ് എവിടെയും സംഭവിച്ചത്, ഫ്രാൻസിലും സംഭവിച്ചത്. ബിക്കോസ് ഇവിടെ ഫ്രാൻസിലെ മെജോറിറ്റി പോപ്പുലേഷനും വർക്കിംഗ് ക്ലാസ് പീപ്പിൾസ് അവർ ഹ്യൂജ് എമൗണ്ട് ടാക്സ് പേ ചെയ്യണം. ടാക്സിന്റെ മൊത്തം ബേർഡൻ ആർക്കായിരുന്നു? തേർഡ് എസ്റ്റേറ്റിനായിരുന്നു. പക്ഷെ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് ഒരു കൈൻഡ് ഓഫ് ടാക്സും പേ ചെയ്യേണ്ട. അവരുടെ കുറെ അധികം പ്രിവിലേജസ്, കുറെ അധികം ലക്ഷറസ് ആയിട്ടുള്ള ലൈഫ്, അതുപോലെ തന്നെ മിലിറ്ററി സർവീസ്, വാസ്റ്റ് ആയിട്ടുള്ള ലാൻഡ്, ഇങ്ങനെ കുറെ അധികം പ്രിവിലേജ് ആയിരുന്നു ആര് എൻജോയ് ചെയ്തിരുന്നത്? ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് എൻജോയ് ചെയ്തിരുന്നെങ്കിൽ തേർഡ് എസ്റ്റേറ്റിന് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, റൈറ്റ്സ് ഇല്ല. ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിന് കുറെ അധികം പ്രിവിലേജസ്, റൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ തേർഡ് എസ്റ്റേറ്റിന് എന്താടാ? ഡ്യൂട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടാക്സസ് പേ ചെയ്യണം. അതിൽ നമ്മൾ 1-2 ടാക്സസ് പറയുന്നുണ്ട്. തിദേസ് ടു ദ തേർഡ് എസ്റ്റേറ്റ് പേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. തിദേസ് ടു ദ ചർച്ച് ആൻഡ് തൈലേസ് ടു ദ സ്റ്റേറ്റ്. ബട്ട് ക്ലർജി ആൻഡ് നോബിലിറ്റി ഹാഡ് എക്സംഷൻ ഫ്രം എനി സച്ച് ടാക്സസ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് പേ ചെയ്തിരുന്ന 2 ടാക്സസ് ആണ് നമുക്ക് MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ചോദിക്കാറുള്ള 2 ടാക്സസ് ആണ് തിദെ ആൻഡ് തൈലെ. ഓക്കെ, എന്തൊക്കെയാണ് തിദെ എന്ന് പറയുന്നത്? ചർച്ച് തേർഡ് എസ്റ്റേറ്റിൽ നിന്നും കളക്ട് ചെയ്തിരുന്ന ടാക്സ് ആണ് തിദെ. ഓക്കെ, തിദെ എന്നൊക്കെ പറയുമ്പോൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? പക്ഷെ ഇത് ഫ്രാൻസിലെ ടേം കേട്ടാ. ഓക്കെ, തിദെ എന്ന് പറയുന്നത് ആരിൽ നിന്നും കളക്ട് ചെയ്തിരുന്നതാണ്? ചർച്ച് ഈ പറയുന്ന രീതിയിൽ കളക്ട് ചെയ്തിരുന്ന ടാക്സ് ആണ് തിദെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൈല എന്ന് പറയുന്നത് ഗവൺമെന്റിന്, സ്റ്റേറ്റിന് ആര് കൊടുക്കേണ്ടതാണ്? പീപ്പിൾസ് കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു, ഫാമേഴ്സ് കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു തൈല എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ കൈൻഡ് ഓഫ് ടാക്സസും ആര് എക്സെപ്റ്റഡ് ആയിരുന്നു? ആര് കൊടുക്കേണ്ടിയിരുന്നില്ല? ഈ പറയുന്ന ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റ് കൊടുക്കേണ്ടിയിരുന്നില്ല. ഇതായിരുന്നു ഫ്രാൻസിലെ സോഷ്യൽ സിറ്റുവേഷൻ. അപ്പോൾ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡ് ഇൻ ടു 3 എസ്റ്റേറ്റ് സിസ്റ്റം ആയിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ് ഇസ് കോമൺ പീപ്പിൾസ്. എങ്ങനെയായിരുന്നു ഫ്രഞ്ച് സൊസൈറ്റി ഉണ്ടായിരുന്നത്? ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റ് എല്ലാ കൈൻഡ് ഓഫ് ടാക്സസും എക്സെപ്റ്റ് ആയ സമയത്ത് തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു ടാക്സ് പേയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പേജിൽ പഠിച്ചിട്ടുള്ളത്. ദെൻ ഇക്കണോമിക് കണ്ടീഷൻ ഇൻ ഫ്രാൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫ്രാൻസിലെ ഇക്കണോമിക് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ക്രൈസിസ് ആയിരുന്നു.
ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. Old regime, people faced subsistence crisis and struggled to survive. Population France rose from 23 million in 1713 to 28 million in 1789. The rate of population growth exceeded the production of grains. Thus, this led to price rise and unemployment. Population grow ചെയ്തു between 1713 to 1789. നമ്മൾ നോക്കുകയാണെങ്കിൽ 23 to 28 മില്യണിലേക്ക് എന്ത് ചെയ്യാണ് പോപ്പുലേഷൻ ഗ്രോ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, എസെൻഷ്യൽ കമോഡിറ്റീസിന്റെ ഡിമാൻഡ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് ഗ്രെയിൻസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് ഗ്രെയിൻസിന്റെ പ്രൈസ് കൂടും. അങ്ങനെ ആ ഗ്രെയിൻസിന്റെ എസെൻഷ്യൽ കമോഡിറ്റീസിന്റെ പ്രൈസ് കൂടുന്നു. അങ്ങനെ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതുകൂടാതെ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അൾട്ടർനേറ്റീവ് ആയിട്ട് എന്തും കൂടി, അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷനും കൂടി. അങ്ങനെ ടോട്ടലി എന്താ പറയുക, വേജ് റൈറ്റ്സ് വെരി ലോ. അതുപോലെ നമുക്ക് കാണാൻ പറ്റും വളരെ എന്താ പറയുക ബാഡ് ഹാർവസ്റ്റ് ആയിരുന്നു. അങ്ങനെ എക്സ്ട്രീം ലെവൽ ഓഫ് പോവർട്ടിയിലേക്ക് എന്ത് പോവാണ്, ഫ്രഞ്ച് പോവാണ്. ഇതാണ് ഇക്കണോമിക് കണ്ടീഷൻ ഓഫ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്യൂറിംഗ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ബിഫോർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുണ്ടായിരുന്ന റീസണിലേക്ക് നമ്മൾ പറയുമ്പോൾ ഇക്കണോമിക് കണ്ടീഷൻ എക്സ്ട്രീം എന്തായിരുന്നു, പോവർട്ടി സിറ്റുവേഷനിലായിരുന്നു. ആരുണ്ടായിരുന്നത്, ഫ്രഞ്ച് സൊസൈറ്റി ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി പൊളിറ്റിക്കൽ കണ്ടീഷനിലേക്ക് നമ്മൾ വരുമ്പോൾ പൊളിറ്റിക്കൽ കണ്ടീഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് Louis XVI, when he came into power, found his treasury chamber empty due to long year of war. വലിയ യുദ്ധങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്, അമേരിക്കൻ കോളനീസിനൊക്കെ ഹെൽപ്പ് ചെയ്തതിനൊക്കെ ഭാഗമായിട്ട് എന്തുണ്ടായി, വലിയ എക്സ്ട്രീം ലെവൽ ഓഫ് ട്രഷറി എംറ്റി ആവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഞാൻ പാടിയ പാട്ടുണ്ടല്ലേ, നയാ പൈസ ഇല്ല കയ്യിൽ ഒരു നയാ പൈസ ഇല്ല എന്നാണ് ആര് പാടേണ്ടി വന്നിരുന്നത്, ലൂയിസ് XVI പാടേണ്ടി വന്നിരുന്നത്. ആസ് എ റിസൾട്ട് he became liable to pay back to debt and approximately 2 billion livres with a 10% interest. Moreover, in order to meet regular expenses such as the cost of maintaining army, the court, running government offices or universities, and the state increased taxes. ഇവിടെ നമുക്ക് അറിയുന്നത് എന്ത് ചെയ്യണം, അപ്പോൾ എല്ലാം മീറ്റ് ചെയ്യണം, എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, എസ്പെഷ്യലി വലിയ ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഓൾമോസ്റ്റ് 2 ബില്യൺ ലിവ്ര അന്നത്തെ കറൻസി ആയിരുന്നു. 2 ബില്യൺ ലിവ്രേഴ്സ് ഒക്കെ എന്തുണ്ടായി, ഈ പറയുന്ന രീതിയിൽ എന്താ പറയുക കടവും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ടാക്സ് ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ മിലിറ്ററി റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, ഗവൺമെന്റ് ഓഫീസസ് റൺ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റില്ല, യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, റൺ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, പൈസ വേണം. അപ്പോൾ അങ്ങനെ ടാക്സ് ഇൻക്രീസ് ചെയ്യാമെന്ന് ആര് ഡിസൈഡ് ചെയ്തു, ലൂയിസ് XVI ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഡിഫറെന്റ് കേസസ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോഷ്യൽ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഇക്കണോമിക് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു. ഈ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ക്ലിയർ ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ ഒന്നല്ല നമ്മുടെ പവർ, ഇതല്ല നമ്മുടെ 9 CBSE പവർ എന്നാലും സ്റ്റിൽ വന്ന മക്കൾ എല്ലാവർക്കും വെൽക്കം പറയാണ് സാറേ. അതുപോലെ തന്നെ വന്ന മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടൺ നെക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ പാരലായിട്ട് നമ്മുടെ 9 CBSEന്റെയും മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 CBSE മാരത്തോൺ നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താണ്. സാർ ഉണ്ടായിരുന്നു, ജെസി സാർ ഉണ്ടായിരുന്നു, MFK ഉണ്ടായിരുന്നു. നമ്മളവിടെ ജിയോഗ്രഫിയാണ് ചാപ്റ്റേഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സസിലെയും എന്ത് മാരത്തോൺ സെഷൻസ് ആണെങ്കിലും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മക്കളുടെ ഒരു പവർ കാണിക്കണം. നമ്മൾ 9 CBSE മക്കളെ പവർ എന്ത് ചെയ്യണം, മക്കൾ കാണിക്കണം. ഇതൊന്നല്ല നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റാണ്, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ ഒരു ഫയർ അങ്ങോട്ട് കമന്റ് ബോക്സിൽ ഇടുക. സ്റ്റിൽ ലൈക്ക് അടിക്കാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ലൈക്കും കൂടി അടിക്കട്ടോ. ഇതാണോടാ നമ്മുടെ 9 CBSE പവർ? അല്ല, ഇതിനും കൂടുതൽ മക്കൾ വരാനുണ്ട് അല്ലേ? യെസ്. അപ്പോൾ വന്ന മക്കളൊക്കെ എന്ത് ചെയ്യുക, ഒരു ഫയർ അങ്ങോട്ട് ഇടാൻ. നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. സെറ്റാണോ, ഓക്കെ ആണ്, റെഡി ആണെങ്കിൽ ഒരു ഫയർ അങ്ങോട്ട് കമന്റ് ബോക്സിൽ ഇടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, കത്തുന്ന കമന്റ് ബോക്സുമായി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. എ ഗ്രോയിങ് മിഡിൽ ക്ലാസ് ഇൻ വിസേഴ്സ് ആൻഡ് end to privileges ആണ് നമുക്ക് എടുക്കാനുള്ളത്. Earlier, peasants and workers revolted against increasing tax and food scarcity. However, they did not get much success due to lack of means and programs for bringing change the social and economic order. In the late 18th century, a new social groups, lawyers, administrative officials, philosophers, merchants were all termed as the middle class. They were educated and did not believe in the privileges based on births. അവരെന്ത് ചെയ്തു, അവർ വെൽത്തി ആണ്. എങ്ങനെയാണ്, മാനുഫാക്ചേഴ്സിലൂടെയും ട്രേഡിലൂടെയൊക്കെ വെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂ മിഡിൽ ക്ലാസ് എവിടെ എമേർജ് ചെയ്തിരുന്നു, യൂറോപ്പിൽ എമേർജ് ചെയ്തിരുന്നു, ഫ്രാൻസിൽ എമേർജ് ചെയ്തിരുന്നു. അവർ ഈ ആദ്യം ഏർലിയസ്റ്റ് ടൈമിലൊക്കെ പെസൻസും വർക്കേഴ്സൊക്കെ ഈ പറയുന്ന സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് റിവോൾട്ടൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഫെയിലിയർ ആയിരുന്നു.
ഓക്കെ, എല്ലാം ഫെയിലിയർ ആയിരുന്നു, ഒന്നും സക്സസ് ആയിരുന്നില്ല. പക്ഷെ ഈ ന്യൂ എമേർജ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ്, ഇതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് ചാപ്റ്ററിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ 10 CBSEയിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ വെച്ചുകൊണ്ടാണ്. നമ്മൾ 10 CBSEയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പ് എന്നുള്ള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് അവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ചാപ്റ്റർ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്, നോട്ട് ഓൺലി ഫോർ യുവർ എക്സാമിനേഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന 9th എക്സാമിനേഷന് മാത്രമല്ല ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി, യൂസ്ഫുൾ ആവുക. ഇൻ ഫ്യൂച്ചർ 10th CBSE നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഏർലിയസ്റ്റ് ടൈമിൽ വർക്കേഴ്സും പെസൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര വലിയൊരു പ്രോഗ്രാംസോ കാര്യങ്ങളോ കണ്ടക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിരുന്നില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊക്കെ ഫെയിലിയർ ആയി. പക്ഷേ 18th സെഞ്ചുറിയോട് കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ട്രേഡിലൂടെയും അതുപോലെ തന്നെ മെർച്ചൻസ് ആയിട്ടും ഒക്കെ എന്താ പറയുക, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിലൂടെ ഒക്കെ കുറച്ചും കൂടി വെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂ മിഡിൽ ക്ലാസ് കൂടി എമേർജ് ചെയ്യുന്നു. അവർ പറയുന്നു ബേസ്ഡ് ഓൺ ബർത്ത് ഉള്ള ഒരു പ്രിവിലേജസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യാൻ പറ്റില്ല. അതായത് ബേസ്ഡ് ഓൺ ബർത്ത് പ്രിവിലേജസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കിങ്ങിന്റെ മോനായതുകൊണ്ട് കിങ് ആകുന്നു, അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിന്റെ മക്കളായതുകൊണ്ട് ലാൻഡ് ലോഡ്സ് ആവുന്നു. അങ്ങനെ അവർക്ക് പവർ കിട്ടുന്നു. അങ്ങനെയുള്ള പവേഴ്സ് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഈ പറയുന്ന ഏൺ ചെയ്ത വെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ന്യൂലി എമേർജ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ് എന്തിനാ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നു. ഈ മൊണാക്സിനെ, ഈ പറയുന്ന സെർട്ടൈൻ ഗ്രൂപ്പ്സിന് മാത്രം പവേഴ്സ്, അല്ലെങ്കിൽ സെർട്ടൈൻ ഗ്രൂപ്പ്സിന് മാത്രം ടാക്സസ് ഫ്രീ ആക്കുന്ന ഈ സിസ്റ്റത്തെ അവർ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, oppose ചെയ്യുന്നു. Then they earned wealth through overseas trade and manufacture of goods such as woolen and silk textile. These groups put forward the idea like freedom and equal laws and opportunities for all. For example, philosophers like John Locke, Jean-Jacques Rousseau and Montesquieu contributed to that through their writings. ഇവിടെ നമ്മൾ പറയുന്നത് അപ്പോൾ ന്യൂലി എമേർജ് ചെയ്തിട്ടുള്ള മിഡിൽ ക്ലാസ് അവരെന്ത് ചെയ്യാണ്, അവർ പറയുന്നു ഫ്രീഡം വേണം, എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യണം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് മാത്രം മോർ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, യെസ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ ചില ആളുകൾക്ക് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ചില ആളുകൾക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല, ഒരു റൈറ്റും കൊടുക്കുന്നില്ല, ഒരു പവറും കൊടുക്കുന്നില്ല. ഈ സിസ്റ്റത്തെ സ്ട്രോങ് ആയിട്ട് തന്നെ ആരും ഒപ്പോസ് ചെയ്യുന്നു, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂ എമേർജിങ് മിഡിൽ ക്ലാസ് പീപ്പിൾസ് സ്ട്രോങ് ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്യുന്നു. അങ്ങനെ അവരെന്ത് ഡിമാൻഡ് ചെയ്യുന്നു, എല്ലാ ആളുകൾക്കും ഫ്രീഡം അലോ ചെയ്യുന്ന, എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന ഒരു ലോസ് ഉള്ള, എല്ലാ ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് വരേണ്ടത് എന്നവർ ഡിമാൻഡ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫിലോസഫേഴ്സ് ലൈക്ക് ജോൺ ലോക്ക്, അതുപോലെ തന്നെ തോമസ് പെയിൻ നമുക്ക് കാണാൻ പറ്റും, ജീൻ ജാക്ക് റൂസോ നമുക്ക് കാണാൻ പറ്റും, മോണ്ടസ്ക്യൂ കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഫിലോസഫേഴ്സ് എന്തും കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ജീൻ ജാക്ക് റൂസോ, ദ പ്രൊഫറ്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രവാചകൻ എന്നാണ് ആരറിയപ്പെടുന്നത്, റൂസോ അറിയപ്പെടുന്നത്. റൂസോ പറയാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹി ഈസ് ഇൻ ചെയിൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലൂടെ ഫ്രീഡത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് കൃത്യമായിട്ടും ആര് അഡ്രസ് ചെയ്യുന്നു, റൂസോ അഡ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിങ്കേഴ്സിന്റെ ഐഡിയാസ് വലിയ രീതിയിൽ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, പബ്ലിക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നു, അതായത് ആദ്യം അവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, ഫ്രീഡത്തിന്റെ വാല്യൂയോ അല്ലെങ്കിൽ എന്താണ് ഇക്വാലിറ്റി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇതിനെക്കുറിച്ച് നോളജ് കിട്ടുമ്പോഴാണ് അവർ എന്ത് ചെയ്യുക, ഇത് നമുക്കും കിട്ടണം. അല്ല, ചില നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ തീരെ യൂസ്ഡ് ആവുന്ന ഒരു കാര്യം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചു, നിങ്ങൾ 9th CBSEയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. റൈറ്റ് ടു ഇക്വാലിറ്റി, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ് ഒക്കെ 6 ഫണ്ടമെന്റൽ റൈറ്റ് പഠിച്ചു മക്കൾ. ഇനി ഇത് ഡിനൈ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യും. ബിക്കോസ് നിങ്ങൾ എന്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് ആരെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾക്കിത് അലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് ഡിനൈ ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യും, വോയിസ് റൈസ് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. അതേപോലെ തന്നെ ഫ്രീഡത്തിന്റെ വാല്യൂ ഒക്കെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ എന്ത് ചെയ്തു, യെസ് we are going to fight against this system, അല്ലെങ്കിൽ we are willing to fight against this system, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ വില്ലിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആര് രംഗത്ത് വന്നു, നമ്മുടെ ബാക്കി ജനങ്ങൾ കൂടി ഈ തിങ്കേഴ്സിന്റെ ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്തു, മുമ്പോട്ട് വന്നു. അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു സ്റ്റോറി പോലെ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആയിട്ട് സാറേ, ഇത് വലിയൊരു ചാപ്റ്റർ ഉള്ളൂ സാറേ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടാവും മക്കൾ. ഒരു കുഞ്ഞു കഥ പോലൊക്കെ പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത്. യെസ്, ഷാദിലിക്ക എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഷാദിലിക്കൊക്കെ എന്തു പറ്റി? യെസ്, ഐ എം ഫ്രം മലപ്പുറം എന്നൊക്കെ പറയുന്നുണ്ട് മക്കളൊക്കെ, സ്ഥലപ്പേരൊക്കെ പറഞ്ഞു കളിക്കുന്നുണ്ട്. നമ്മുടെ ബാച്ചിലെ മക്കൾ എന്താ പറയുന്നത്, ബാച്ചിലും ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ ഞാൻ ചോദിക്കുന്നത്. യെസ് സാർ കമന്റിൽ നോക്കുന്നില്ല എന്നാണ് സുൽത്താൻ ആഷ്റഫ് പറയുന്നത്. സാർ കമന്റിൽ നോക്കിയടാ, കമന്റിൽ മൊത്തം എന്താണ്, അവരുണ്ടോ ഇവരുണ്ടോ എൻ്റെ വീട് ഇവിടെയാണെന്നൊക്കെയാണ് പറയുന്നത്. ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് കുറവാടാ. യെസ്,
അപ്പോൾ ഔട്ട് ബ്രേക്ക് ഓഫ് ദ റെവല്യൂഷൻ ആണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഔട്ട് ബ്രേക്ക് ഓഫ് ദ റെവല്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്തടാ അടുത്ത മാത്സ് ക്ലാസ് ഇൻഫോം ചെയ്യും കേട്ടോ. അടുത്ത മാത്സ് ക്ലാസ് ഇൻഫോം ചെയ്യും. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കോസസ് forced Louis XVI to increase taxes. However, according to the old regime, the monarch could not impose taxes on his will alone. Thus, he called a meeting of the Estates General to pass proposal for new taxes. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓൾഡ് റെജിമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റ് കിങ്ങിന് ഒറ്റയ്ക്ക് എന്ത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റൂല. ഓക്കെ, കിങ്ങിന് സാർ ഐ എം യെസ്. അപ്പോൾ കിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, ടാക്സ് ഇൻക്രീസ് ചെയ്യാം. കിങ്ങിന് തോന്നാണ് രാവിലെ അഞ്ചൊരു ചായ കുടിച്ച് കിങ് പറയാണ് ഇന്ന് മുതൽ ടാക്സ് കൂട്ടിയാലോ, ഇന്ന് മുതൽ വിട്ടുപോയിട്ട് എന്ത് ചെയ്യാം, യെസ് ടാക്സ് കൂട്ടാം എന്നൊക്കെ ഇങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ ഒരു എസ്റ്റേറ്റ് ജനറൽ ഉണ്ട്. എസ്റ്റേറ്റ് ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ ആളുകളുള്ള മീറ്റിംഗ് ആണ്. ഓക്കെ, യെസ്, എല്ലാ ആളുകളുടെ മീറ്റിംഗ് ആണ് എസ്റ്റേറ്റ് ജനറലുള്ളത്. എല്ലാ ആളുകളുടെ മീറ്റിംഗിൽ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, യെസ് എല്ലാ ആളുകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ആ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയണം. അപ്പോൾ ന്യൂ ടാക്സ് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഓൺ May 5th 1789 എന്ത് ചെയ്തു, ഓൾ 3 എസ്റ്റേറ്റ് എന്താ പറയുക എല്ലാ ആളുകളും ചേർന്നിട്ട് എന്ത് ചെയ്തു, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ ഏർലിയസ്റ്റ് ടൈമിൽ എന്താണ് പറയുക, ഓൾമോസ്റ്റ് 1614 അതായത് 1789 മുമ്പ് 1614 എന്തുണ്ടായിരുന്നത്, ഈ ഒരു എസ്റ്റേറ്റ് ജനറൽ കൂട്ടിയത്. അതായത് ഇപ്പോൾ നിലവിലുള്ള മെമ്പേഴ്സിൽ പല ആളുകളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. അത്രയും അവരെ മുത്തച്ഛന്മാരൊക്കെയാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അത്രയും പണ്ടാണ് ഇതിനു മുമ്പ് എസ്റ്റേറ്റ് ജനറൽ കൂട്ടിയിരുന്നത്. അപ്പോൾ അത്രയും ഡെമോക്രാറ്റിക്കലൊന്നും ആയിരുന്നില്ല. അപ്പോൾ മക്കൾ ഒരു എസ്റ്റേറ്റ് ജനറലൊക്കെ ഉണ്ടായിരുന്നോ, ഡിസിഷനൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തിരുന്നോ, കിങ് മീറ്റിംഗ് ഒക്കെ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അത് എപ്പോഴെങ്കിലും കൂടുള്ളൂ. ഹൗ ഓൾഡ് ആർ യു സാർ എന്ന് ചോദിക്കുന്നുണ്ട്. 32 കഴിഞ്ഞിട്ട് എന്ത് പറ്റി, എസ് സാർ തൊണ്ടനും പോപ്പി ആയി എന്നൊക്കെ നോക്കുക അല്ലേ. എസ് സാറ് നല്ല വയസ്സുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സാറെ കണ്ട ഒരു 40 തോന്നുന്നൊക്കെ ഇപ്പോൾ പറയും. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കടാ. യെസ്, അവിടെ നമ്മൾ പറയുന്നത് അത്രയും പണ്ടായിരുന്നു എസ്റ്റേറ്റ് ജനറലൊക്കെ വിളിച്ചു കൂട്ടി. അങ്ങനെ കിങ് എന്ത് ഡിസൈഡ് ചെയ്തു, ഇനി ടാക്സ് ഇൻക്രീസ് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തു. ഓക്കെ, ടാക്സ് ഇൻക്രീസ് ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലേർജിയാണ്. അവിടെ നമ്മൾ പറയുന്നത് പ്രീസ്റ്റ് എന്ന് പറയാൻ റെപ്രസെന്റ് ചെയ്ത ഫസ്റ്റ് എസ്റ്റേറ്റ് ഓൾമോസ്റ്റ് 300 റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റിൽ. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരായിരുന്നടാ, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ് ആയിരുന്നു. ഓൾമോസ്റ്റ് 300 പീപ്പിൾസ് ആയിരുന്നു സെക്കൻഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നു. അരിസ്റ്റോക്രാറ്റ്സ് ആയിരുന്നു അതിൽ റെപ്രസെന്റ് ചെയ്തിരുന്നത്. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 600 പീപ്പിൾസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈച്ച് എസ്റ്റേറ്റ് ഹാവ് 1 വോട്ട് ആയിരുന്നു. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റിന് 1 വോട്ട്. നമ്മളെ എയ്ത്ത് മാറ്റണം അല്ലെ, എയ്ത്ത് നമ്മൾ വൈറ്റും പിടിച്ചിട്ട് ബ്ലാക്ക്. ഫസ്റ്റ് എസ്റ്റേറ്റിന് 1 വോട്ട്, സെക്കൻഡ് എസ്റ്റേറ്റിന് 1 വോട്ട്, തേർഡ് എസ്റ്റേറ്റിന് 1 വോട്ട്. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റ് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഡിസിഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, അത് അപ്രൂവ് ചെയ്യും. അപ്പോൾ 2 വോട്ട് കിട്ടി. ടോട്ടൽ 3 വോട്ടേ ഉള്ളൂ. അതിൽ 2 വോട്ട് കിട്ടിയാൽ എന്ത് ചെയ്യാം, ഇങ്ങനെ എന്ത് ഡിസൈഡ് ചെയ്യാം, ടാക്സ് ഇൻക്രീസ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും കൂടുതൽ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേയേഴ്സ് അല്ല. അവിടെ തന്നെ ടാക്സ് ഇൻക്രീസ് ചെയ്തോ, നമുക്ക് എന്താ ടാക്സ് ഇൻക്രീസ് ചെയ്തോ, സപ്പോർട്ട് ചെയ്യും. യെസ് നല്ലതല്ലേ, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, നമുക്കത് ബെനിഫിറ്റ് അല്ലേ എന്നാരും വിചാരിക്കും, ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റ് വിചാരിക്കും. അപ്പോൾ ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിലായിരുന്നു എന്തുണ്ടായിരുന്നത്, പെസൻസ് ആണെങ്കിലും അഡ്സാൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വിമൻസിന് എൻട്രി ഉണ്ടായിരുന്നില്ല നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ ഉണ്ടായിരുന്നത് തേർഡ് എസ്റ്റേറ്റിലായിരുന്നു. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു, ഫസ്റ്റ് ടൈം ഇഗ്നോർ ചെയ്തു, ഡിനൈ ചെയ്തു. ഞങ്ങൾ എന്ത് ചെയ്യില്ല, ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഡിസിഷൻ അവർ ഒപ്പോസ് ചെയ്യുന്നു. അവരൊരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നു. എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഈച്ച് എസ്റ്റേറ്റ് ഹാവ് 1 വോട്ട് എന്നുള്ളതിന് പകരം ഈച്ച് മെമ്പേഴ്സ് എന്ത് കൊടുക്കണം, അലോ ടു 1 വോട്ട് എന്ന് കൊടുക്കണം. അപ്പോൾ തേർഡ് എസ്റ്റേറ്റിൽ അലോൺ 600 വോട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, യെസ് അപ്പോൾ സ്വാഭാവികമായിട്ടും ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ള ഡിസിഷൻ വരുന്ന സമയത്ത് 600 വോട്ടിൽ ആര് തേർഡ് എസ്റ്റേറ്റ് ഒപ്പോസ് ചെയ്യും. ദെൻ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും സം പീപ്പിൾസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന തേർഡ് എസ്റ്റേറ്റിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തേർഡ് എസ്റ്റേറ്റ് ആയിരിക്കും അവിടെ മെജോറിറ്റി വരാം. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് എന്ത് ഡിമാൻഡ് ചെയ്തു, യെസ് 1 മെമ്പർ 1 വോട്ട് എന്തല്ല, ഈച്ച് എസ്റ്റേറ്റ് ഹാവ് 1 വോട്ട് മാറ്റിയിട്ട് എന്ത് കൊണ്ടുവരണം, ഈച്ച് മെമ്പർ ഹാവ് 1 വോട്ട് എന്ന് കൊണ്ടുവരണം. എല്ലാ മെമ്പേഴ്സിനും ഓരോ വോട്ട് കൊടുത്താൽ അവിടെ മെജോറിറ്റി ആരാണ്, 600 ഉള്ള തേർഡ് എസ്റ്റേറ്റ് ആണ്. ഈ ഒരു ഡിമാൻഡ് തേർഡ് എസ്റ്റേറ്റ് മുമ്പോട്ട് വെക്കുന്നു. But when king rejected the demand, all the members of the third estate walked out the assembly protest.
On 20th June, representative of Third Estate assembled in the hall of indoor tennis court in the grounds of Versailles. They declared themselves as a national assembly and swore not to disperse till they had drafted a constitution for France that would limit the powers of the monarchs. ഇവിടെ നമ്മൾ പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന ഈ ഒരു ഡിസിഷനെ ഒപ്പോസ് ചെയ്തു അവർ ഇറങ്ങിപ്പോയി. ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഒരിക്കലും ഈ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു. ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ ഞങ്ങൾ അലോ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോയി, വർക്ക്ഔട്ട് ചെയ്തു. ദെൻ അവർ ഡിക്ലെയർ ചെയ്തു വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന് തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യാൻ ഡിക്ലെയർ ചെയ്യണം. ബിക്കോസ് അവരാണ് മെജോറിറ്റി. ഓക്കെ, അവർക്ക് അതിന്റെ ഡിക്ലെയർ ചെയ്യാനുള്ള വോയിസ് ഉണ്ട്. ബിക്കോസ് അവരാണ് മെജോറിറ്റി, അവർ കോമൺ പീപ്പിൾസ് ആണ്. പക്ഷെ ഫ്രാൻസിലെ മേജർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ആണ്. അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തു യെസ് വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്, ദംസെൽഫ് ആസ് നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. കൂടാതെ ഒരു ഡിസിഷൻ കൂടി അവരെടുത്തു. യെസ്, അവരെന്താണ് ഫ്രാൻസിന് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതിനു ശേഷം മാത്രമേ അവിടുന്ന് ഡിസ്പേഴ്സ്ഡ് ആവുള്ളൂ, അവിടുന്ന് പിരിഞ്ഞു പോവുള്ളൂ എന്നൊരു ഡിസിഷൻ എടുത്തു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാക്സിന്റെ കിങ്ങിന്റെ പവർ കൺട്രോൾ ചെയ്യുന്ന, കിങ്ങിന്റെ പവർ ലിമിറ്റ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രാൻസിന് വേണ്ടി ഫ്രെയിം ചെയ്തതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്പേഴ്സ്ഡ് ആവൂ എന്ന് ആര് ഡിക്ലെയർ ചെയ്തു? തേർഡ് എസ്റ്റേറ്റിലെ പീപ്പിൾസ് ഡിക്ലെയർ ചെയ്തു. ഇത് അറിയപ്പെടുന്നത് ടെന്നീസ് കോട്ട് ഓത്ത് എന്ന പേരിലാണ്. ഓക്കെ, നിയർ ബൈ ടെന്നീസ് കോട്ട് ആയിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു ഓത്ത് എടുത്തിരുന്നത്, ഈ ഒരു സോർ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഇവന്റ് ഈസ് നോൺ ആസ് ടെന്നീസ് കോട്ട് ഓത്ത്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ടെന്നീസ് കോട്ട് ഓത്ത് എന്ന പേരിലാണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന്റെ ബിഗിനിങ് സ്റ്റേജ് ആയിട്ടുള്ള ഈ പറയുന്ന ഇവന്റ് അറിയപ്പെടുന്നത് ടെന്നീസ് കോട്ട് ഓത്ത് എന്ന പേരിലാണ്. ഓക്കെ, യെസ്. Then Mirabeau, a noble, and Abbesier, a priest, led to the third estate. And let us, ഞാൻ നേരത്തെ പറഞ്ഞു തേർഡ് എസ്റ്റേറ്റിന് ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലെ സം പീപ്പിൾസ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിൽ 2 പീപ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, യെസ്, ഇത് ഉണ്ടാവും യൂട്യൂബിൽ ഉണ്ടാവും, ആഫ്റ്റർ ദ ലൈവ് സെഷൻ യൂട്യൂബിൽ ഉണ്ടാവും. അതിന് 2 പ്രധാനപ്പെട്ട പേഴ്സൺസ് ആണ് നമ്മൾ പറയുന്നത്. അബ്ബേസിയെ നമ്മുടെ നോബൽസിലുള്ളതും അതുപോലെ തന്നെ തേർഡ് എസ്റ്റേറ്റ് പ്രീസ്റ്റുള്ള എന്താ പറയാ മിരാബയെ നോബൽസിലുള്ളതും അതുപോലെ തന്നെ അബ്ബേസിയെ പ്രീസ്റ്റുള്ള 2 ആളുകൾ നമ്മുടെ ഫസ്റ്റും സെക്കൻഡും എസ്റ്റേറ്റിലുള്ള ആളുകൾ ആരെ സപ്പോർട്ട് ചെയ്തു? തേർഡ് എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്ത അവരും. അതായത് നമ്മൾ പറയില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ പറയും വൈറ്റ് പീപ്പിൾസ് ബ്ലാക്ക് പീപ്പിൾസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്ത് ചെയ്തു ടോർച്ചർ ചെയ്തു പറയുമ്പോൾ എൻ്റെ വൈറ്റ് പീപ്പിൾസ് ബ്ലാക്ക് പീപ്പിൾസിനെ ടോർച്ചർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്സിനെ എന്ത് ചെയ്തു എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് എസ്റ്റേറ്റിലും സെക്കൻഡ് എസ്റ്റേറ്റിലും തേർഡ് എസ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? ലീഡർഷിപ്പ് ഏറ്റെടുത്തു. Then when Mirabeau delivered a powerful speech, Abbesius wrote influential pamphlet called What is the Third Estate? While the National Assembly was busy at Versailles drafting a constitution, the rest of France was in state of turmoil. അപ്പോൾ ഫ്രാൻസിൽ തേർഡ് എസ്റ്റേറ്റ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തു വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ദെൻ അബ്ബേസിയെ അതുപോലെ തന്നെ മിരാബെ ഒക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്തു? തേർഡ് എസ്റ്റേറ്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അബ്ബേസിയുടെ പാംലെറ്റിൽ എന്തിനെ കുറിച്ചാണ് വാട്ട് ഇസ് തേർഡ് എസ്റ്റേറ്റ് എന്ന് കൃത്യമായിട്ടും അഡ്രസ് ചെയ്യുന്നു. ഈ സമയത്ത് നാഷണൽ അസംബ്ലി, അതായത് എന്താണ് നാഷണൽ അസംബ്ലി? തേർഡ് എസ്റ്റേറ്റ് മീറ്റിങ്ങിനെ എന്ത് ചെയ്തു? മീറ്റിംഗിൽ നിന്നും റിജക്ട് ചെയ്തു പോയി. അതായത് കിങ്ങിന്റെ ഡിമാൻഡ് റിജക്ട് ചെയ്തു പോയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആണ് തേർഡ് എസ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ തേർഡ് എസ്റ്റേറ്റ് നാഷണൽ അസംബ്ലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ നാഷണൽ അസംബ്ലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? റെസ്റ്റ് ഓഫ് ഫ്രാൻസിൽ ഫുള്ളും കലാപങ്ങളാണ് സംഭവിക്കുന്നത്. ആ കാര്യത്തെ കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഓക്കെ, ഇതുവരെ അടുത്ത കാര്യങ്ങൾ സെറ്റ് ആണോ ഓക്കെ ആണെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് കുറച്ചും കൂടി സ്പീഡ് കൂട്ടാനുണ്ട്. എനിവേ സെറ്റ് ആണോ ഓക്കെ ആണെന്ന് മക്കളൊന്ന് കമന്റ് ചെയ്താൽ നമുക്ക് സ്പീഡ് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. യെസ്, 2 മക്കളും പറയണേ. നമ്മുടെ ബാച്ചിലുള്ള മക്കളുണ്ട്, ബാച്ചിലുള്ള മക്കളും എന്താ പറയാ യെസ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള മക്കളും കമന്റ് ചെയ്യുക. നമ്മൾ എന്താണ് നമ്മുടെ ഒരു റിവിഷൻ സെഷൻ ആട്ടാ. സർ പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, ഇക്കണോമിക്സ് എന്നായിരിക്കും ലൈവ്. ജിയോഗ്രഫിയുമായിട്ട് നാളെ ഞാനും അതുപോലെ തന്നെ ഫൈസൽ സാറും വരുന്നുണ്ട് കേട്ടോ. യെസ്, നാളെ ഉണ്ടാവും ജിയോഗ്രഫി. വെരി നെക്സ്റ്റ് ഡേ മറ്റന്നാൾ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടാവും, ഇക്കണോമിക്സ് ആഫ്റ്റർ ദാറ്റ് ഉണ്ടാവും കേട്ടോ. യെസ്, കേരളമായിട്ട് നമ്മുടെ 10 CBSEയും മാരത്തോൺസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യാ യെസ്, ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്ക് പോകട്ടോ. ഓക്കെ അല്ലടാ? യെസ്, നല്ല മക്കളാണ്. കുറച്ച് മക്കളാണ് വന്നിട്ടില്ലെങ്കിലും എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്ത മക്കളാണ്. സന്തോഷം കേട്ടോ, നല്ല മുത്തുപണികളെ. അപ്പൊ നമുക്ക് നോക്കാം why the rest of France was agitated. ബാക്കി നമ്മൾ പറഞ്ഞു തേർഡ് നാഷണൽ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫ്രെയിം ചെയ്യായിരുന്നു. ബാക്കി മൊത്തം ടെർമോയിൽ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ കലാപങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അജിറ്റേഷൻസ് ഉണ്ടായത്? അതാണ് നമുക്കിനി നോക്കാനുള്ളത്. എപ്പോഴും തീരുമെന്ന് വയ്ക്കുന്നുണ്ട്. ഒരു 10:30 മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഓക്കെ ഓക്കെ അല്ലേ?
ഒന്ന് ട്രീറ്റി ഓഫ് വേഴ്സാലിസിന്റെ ഡെഫിനിഷൻ പറയാം. ട്രീറ്റി ഓഫ് വേഴ്സാലിസ് പറയുന്നത് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ജർമ്മനിയെ ഗിൽട്ടായിട്ട് ഇമ്പോസ് ചെയ്തുകൊണ്ട് വിക്ടോറിയസ് പവേഴ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ള ട്രീറ്റി ഓഫ് വേഴ്സാലിസ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ജർമ്മനി, ഇറ്റലിയെ പോലുള്ള നേഷൻസിനെ എന്താണ് ഈ പറയുന്ന വാർ ഗിൽട്ട് ഇമ്പോസ് ചെയ്യാണ് ചെയ്തത്. ആക്ച്വലി ട്രീറ്റി ഓഫ് വേഴ്സാലിസ് പറയുന്നത് പീസ് ട്രീറ്റി ആണ്, വേൾഡ് വാർ എൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കോൺസിക്വൻസസ് അപ്പോസ് ചെയ്യേണ്ടി വന്നിരുന്നത് ജർമ്മൻ പീപ്പിൾസ് ആണെന്ന് പറയാൻ പറ്റും. കാരണം ജർമ്മനിയെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സാലിസിൽ കൂടുതൽ കാര്യങ്ങൾ ജർമ്മനിയുടെ മൈൻ ഏരിയാസ് പിടിച്ചെടുക്കുന്നു. അതൊക്കെ നമ്മൾ പറയട്ടോ, അടുത്ത ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആരോ ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അവിടെ നമുക്ക് നോക്കാം. Why the rest of France was agitated നമ്മൾ നോക്കാം. Increase in food prices, severe in winter destroyed the food crops, which led to the rise of price in bread price. ഫുഡിന്റെ പ്രൈസ് കൂടി. ഓക്കെ, ഈ പറയുന്ന സിവിയർ ആയിട്ടുള്ള വിന്റർ കാരണം എന്ത് ചെയ്തു, ഫുഡ് ക്രോപ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഫുഡിന്റെ പ്രൈസ് കൂടി. അങ്ങനെ ആളുകൾക്ക് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക, നമുക്ക് വേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് അല്ലെ? ഫുഡ്. ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മളെന്താണ് മേബാഷഹാൻ എന്താ പറ്റിയടാ? യെസ്, നമ്മളെല്ലാവരും ജീവിക്കുന്നതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം ചോദിക്കുകയാണെങ്കിൽ, സാർ ഇപ്പൊ ക്ലാസ് എടുക്കുന്നു, ഇവിടുന്ന് സാലറി വാങ്ങുന്നു, ഫുഡ് അടിക്കുന്നു, വയറ് നിറക്കുന്നു. യെസ്, നിങ്ങൾ പഠിക്കുന്നു, നല്ലൊരു ജോലി വാങ്ങുന്നു, ഫുഡ് അടിക്കുന്നു, വയറ് നിറക്കുന്നു. നമ്മളൊക്കെ ഒരു അൾട്ടിമേറ്റ് അല്ലേ, നമ്മുടെയൊക്കെ ലൈഫിന്റെ ഒരു എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നല്ല ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഫ്രാൻസിൽ നമുക്ക് കാണാൻ പറ്റും, ഫുഡിനൊക്കെ പ്രൈസ് കൂടിയിട്ട് അവിടെ ആളുകൾക്ക് എന്തില്ല, ഫുഡ് വാങ്ങാനുള്ള പൈസ ഇല്ലാത്ത ഒരവസ്ഥ, സങ്കടകരമായിട്ടുള്ള അവസ്ഥ അല്ലെ. അപ്പൊ അതിന് ഗവൺമെന്റിനെതിരായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നു, വോയിസ് റൈസ് ചെയ്യുന്നു. പിന്നെ hoarding of bread supplies. Bakers often hoard supplies. This resulted in shortage of food in the real economy. As a consequence, this crowd of angry women who spent long hours in standing in a queue stormed into the shops. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്ത് വെക്കുന്നു, ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. എസ്പെഷ്യലി വില കൂട്ടി വിൽക്കാൻ വേണ്ടിയാണ് ഹോൾഡ് ചെയ്ത് വെക്കുക. സാധനം ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയും അതിനുശേഷം എത്ര പൈസ വന്നാലും ആൾക്കാർ സാധനം വാങ്ങുകയും ചെയ്യാൻ വേണ്ടിയാണ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ചെയ്തു വെക്കുന്നതിന് ഭാഗമായിട്ട് ആൾക്കാർക്ക് ദേഷ്യം വരുന്നു, സാധനം ഒന്നും ഇല്ല, പൈസ കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ആങ്കർ ആയിട്ടുള്ള വിമൻസ് എന്ത് ചെയ്യുന്നു, ആ ഷോപ്പൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് റൊട്ടി വേണമെന്നൊക്കെ പറഞ്ഞ് ഷോപ്പൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. Then rumors in Paris and countryside. At the same time, the king ordered troops to move into Paris and to control uprising. But rumors spread that king would soon order to the army to open fire upon the citizens. Thus, on 14th July, the agitated crowd stormed and destroyed the Bastille. In the countryside also, the rumors spread that the king has sent to lords of manors destroy the crops. അപ്പോൾ അതിനിടയിൽ ഒരു റൂമർ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരത്തിൽ സ്പ്രെഡ് ആവുന്നു. റൂമർ സ്പ്രെഡ് ആവുന്നത് കിങ് നമ്മളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, മിലിറ്ററി ഏൽപ്പിച്ചിട്ടുണ്ട്, ആർമി ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമറും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരുന്നു, കിങ്ങിന് ഇത്തിരി നമ്മളോട് എന്താ പറയാ, നമ്മളെ വെടിവെച്ച് കൊല്ലാനൊക്കെ കിങ്ങിന് ഇത്രയും ധൈര്യമോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്യുന്നു, രംഗത്തിറങ്ങുന്നു. അതേപോലെ തന്നെ ക്രോപ്പൊക്കെ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ട്രൂപ്പൊക്കെ കൺട്രി സൈഡിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുന്നു, റൂമേഴ്സ് സ്പ്രെഡ് ആവുന്നു. അപ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു, അവിടെ എന്താ പറയുക, കിങ്ങിന്റെ പാലസും അതുപോലെ തന്നെ ലോർഡ്സിന്റെ നോബിൾസിന്റെ വീടുകളും ഒക്കെ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ബാസ്റ്റിൽ എന്ന് പറയുന്ന ഇറ്റ്സ് എ ഫോർട്രസ് പ്രിസൺ ആണ്. ബാസ്റ്റിൽ എന്ന് പറയുന്നത് ബർബൺ ഡൈനാസ്റ്റിയുടെ ഒരു സിംബലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബാസ്റ്റിൽ അറിയപ്പെടുന്നത്. ബാസ്റ്റിൽ ആര് അറ്റാക്ക് ചെയ്യുന്നു? യെസ്, ഈ പറയുന്ന റവല്യൂഷണറീസ് അല്ലെങ്കിൽ ഈ പറയുന്ന കോമൺ പീപ്പിൾസ് റിവോൾട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ബാസ്റ്റിൽ പ്രിസൺ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഇവന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ദ ബിഗിനിങ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഇവന്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ബാസ്റ്റിൽ ഫോർട്രസ് പ്രിസൺ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ സംഭവങ്ങൾ കുറച്ച് കൈവിട്ടു പോകുന്നു, ആ സംഭവങ്ങൾ കയ്യിൽ നിന്ന് പോകുന്നു. അതായത് എന്താണ്, കിങ് ഇങ്ങനെ ട്രൂപ്പിനെ അയച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രൂപ്പിനെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ വിട്ടാ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, റിയാക്ട് ചെയ്യുന്നു, അവർ റെസിസ്റ്റ് ചെയ്യുന്നു, അവർ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, റിവോൾട്ട് അങ്ങോട്ട് കണ്ടക്ട് ചെയ്യുന്നു. Recognition of National Assembly. Finally, after facing the revolts from the subjects, Louis XVI gave recognition to the National Assembly and accepted the principle that his powers would be unchecked by the Constitution. Finally, King decide ചെയ്യുന്നു. കിങ് എന്ത് തിരിച്ചറിഞ്ഞു, ജനങ്ങളൊക്കെ കുറച്ച് വയലന്റാ, അപ്പോൾ ജനങ്ങളൊക്കെ വയലന്റ്. അപ്പം എന്ത് ചെയ്യണം, ജീവിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നാഷണൽ അസംബ്ലിയുടെ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യുക, നാഷണൽ അസംബ്ലി റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി ഫ്രെയിം ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ അക്സെപ്റ്റ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന പോലെ തന്നെ അതിൻ്റെ പവേഴ്സ് കുറച്ച് എന്ത് ചെയ്യുക, റിഡ്യൂസ് ചെയ്യുക എന്നൊക്കെ ആര് ഡിസൈഡ് ചെയ്യുന്നു, കിങ് ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ കിങ് എന്ത് റെക്കഗ്നൈസ് ചെയ്യുന്നു, നാഷണൽ അസംബ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നു. ദാൻ
കേൾക്കുന്നില്ലടാ, കാണുന്നില്ലടാ? യെസ് യെസ്. ജിൻവു, വാട്ട് ഹാപ്പൻഡ് ഡാ? ജിൻവുവിന്റെ കമന്റ് ഒന്നും ഞാൻ വായിച്ചിട്ടേ ഇല്ല. യെസ് ജിൻവു, ജിൻവു, വാട്ട് ഹാപ്പൻഡ്? സ്നോയി, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, നമ്മുടെ ബാച്ചിലുള്ള കുറച്ച് സ്റ്റുഡൻസ് ആട്ടത്. ഓക്കെ, സബ്സിസ്റ്റൻസ് ക്രൈസിസ് എന്ന് പറയുന്നത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കാതെ, ഇത് എക്സിസ്റ്റൻസ് എന്താ പറയുക, എക്സ്ട്രീം ലെവൽ ഓഫ് പോവർട്ടി സിറ്റുവേഷൻ കേട്ടോ. അത് വേജ് കുറയുന്നു, പ്രോഡക്ട്സിന്റെ പ്രൈസ് എക്സ്ട്രീം ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് പോലും കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, മാറുന്നു കേട്ടോ. യെസ്, കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ബാച്ചിലെ ഫെയിം ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യാണ്, ജിൻ ഹാപ്പിയാണ് സാർ, ജിംബോ പോപ്പുലർ വോയിസ് സാർ എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് പറ്റി ജിംബോ? ഓക്കെ ഏഞ്ചൽ, യെസ്, വെൽക്കം ടു 10th ക്ലാസ്. യെസ്, നമ്മൾ 10th ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്ഡേഷനൊക്കെ തരും മക്കൾക്ക്. യെസ്, ഓക്കെ, യെസ് സാർ എല്ലാം സെറ്റ് ആണെന്ന് ജിം പറഞ്ഞിട്ട് ഇതിനു മുമ്പ് അങ്ങനെ നല്ലടാ പറഞ്ഞത്. ഓക്കെ, എന്താവട്ടെ, ദ സ്റ്റോമിംഗ് ഓഫ് ബാസ്റ്റിലാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ബാസ്റ്റിലിന്റെ സ്റ്റോമിംഗ് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നാസി പറയൂടാ, ഇത് കഴിഞ്ഞ ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് നാസിയിലേക്ക് പോകും കേട്ടോ. ഓക്കെ, യെസ്. People in Paris attacked in Basel fortress. They broke into take weapons and gunpowder. The crowd killed the commanders and freed 7 prisoners. They pulled down Basel brick by brick. Then they saw Basel as a symbol of tyranny. Moreover, they people took piece of Basel as souvenirs. Then this act showed anger against the king's rule. Then this event started the French Revolution. Not famous slogan, French Revolution was liberty, equality, fraternity. Now France liberated 14th July as Bastille Day. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബാസിൽ പ്രിസൺ അറ്റാക്ക് ചെയ്യുന്നു. ബാസിൽ പ്രിസൺ അറ്റാക്ക് ചെയ്യുമ്പോൾ പീപ്പിൾസിനെ ബാസിൽ പ്രിസൺ അറ്റാക്ക് ചെയ്യുന്നു. അവിടെയുള്ള ബ്രിക്സും കാര്യങ്ങളൊക്കെ നിന്നു എടുത്തു കൊണ്ടുപോകുന്നു, കളയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിയിടുന്നു. അതിനിടയിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം, 7 പ്രിസണേഴ്സിനെ അവർ എന്ത് ചെയ്യുന്നു, റിലീസ് ആക്കുന്നു. കമാൻഡേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നു, 7 പ്രിസണേഴ്സിനെ അവർ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഈ പറയുന്ന ബർബൺ ഡൈനാസ്റ്റിയുടെ ഒരു ടിറണിയുടെ ഒക്കെ ഒരു എന്താ പറയുക സിമ്പിൾ ആയിട്ടാണ് ബാസിൽ പ്രിസൺ കണ്ടത്. കാരണം ഈ ഒരു പ്രിസണിലാണ് അവരെന്ത് ചെയ്യുക, ആരെങ്കിലേക്ക് എതിർത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, പാർപ്പിക്കുന്നൊക്കെ ഈ ഒരു പ്രിസണിലാണ്. അപ്പോൾ ആ ഒരു ടിറണിയുടെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടായിരുന്നു ബാസിൽ പ്രിസൺ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നടാ, അവര് ഈ ബാസിൽ പ്രിസൺ അറ്റാക്ക് ചെയ്ത് അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഇമോഷണലി അവർ കിങ്ങിനെ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ്. അവർക്ക് എന്ത് ചെയ്യുന്നത്, അവർക്ക് തോന്നുന്നത് ബാസിൽ പ്രിസൺ കിങ്ങിന്റെ ഒരു എന്താ പറയുക എത്രത്തോളം എക്സ്ട്രീം ലെവൽ ഓഫ് കിങ്ങിന്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ഓട്ടോക്രാറ്റിക് റൂളിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് അവർ എന്ത് കാണുന്നത്, ബാസിൽ പ്രിസണിനെ കാണുന്നത്. അവിടെ അവർ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു ബിഗിനിങ് അല്ലെങ്കിൽ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് നമുക്ക് കാണാൻ പറ്റും. Then changes brought by the National Assembly in 1789. On 4th August 1789, Assembly abolished the feudal system of obligation and taxes. Members of the clergy were also forced to give up their privileges. Assembly abolished the tithes and confiscated the lands owned by the church. ഇവിടെ നോക്കണടാ, നാഷണൽ അസംബ്ലി എന്തൊക്കെ ചെയ്തത്? യെസ്, നാഷണൽ അസംബ്ലി സ്റ്റോമിംഗ് ഓഫ് ബാസിൽ മനസ്സിലായില്ല. ബാസിലിന്റെ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ബാസിൽ എന്ന് പറയുന്നത് ഫോർട്ടസ് ആയിട്ടുള്ള ഒരു പ്രിസൺ ആണ്. ഓക്കെ, കോട്ടയോട് ചേർന്നിട്ടുള്ള ഒരു ജയിലാണെന്ത് ബാസ്റ്റിൽ എന്ന് പറയുന്നത്. ഈ ബാസ്റ്റിൽ പ്രിസണ് ഈ പറയുന്ന അത്രയും ക്രൂവലായിട്ടാണ് ആരെ ട്രീറ്റ് ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നത്. ആരാണോ കിങ്ങിനെ ഒപ്പോസ് ചെയ്യുന്നവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നവർ, അങ്ങനെ അത്ര ക്രൂവലായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടിറണിയുടെ ഒരു സിമ്പിളായിട്ടൊക്കെയാണ് ഈ പറയുന്ന ബോബൺ ഡൈനാസ്റ്റിയുടെ അവരുടെ ഭരണത്തിന്റെ ഒരു എത്രത്തോളം ക്രൂരതൊക്കെ ഒരു ഫേസ് ആയിട്ടാണ് എന്ത് കണ്ടിരുന്നത്, ഈ ഒരു ബാസിൽ പ്രിസണിനെ കണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനങ്ങൾ എന്താ ചെയ്യുന്നത്, ബാസിൽ പ്രിസൺ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിട്ടുള്ള കമാൻഡേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് 7 പ്രിസണേഴ്സിനെ ജയിലുണ്ടായിട്ടുള്ള 7 ആളുകൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ആക്കുന്നു, റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സ്റ്റോംഡ് ഓഫ് ബാസിൽ പ്രിസൺ കേട്ടോ. ഓക്കെ, യെസ്. ഇതിനോട് നമ്മൾ പറയുന്നത് 1789 ആയപ്പോൾ ഈ ഒരു നാഷണൽ അസംബ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ അബോളിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്യൂഡൽ ടാക്സസ്, ഈ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടാക്സസ് എന്ത് ചെയ്യുന്നു, അബോളിഷ് ചെയ്യുന്നു. ഇടയ്ക്ക്
ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടാക്സസ് എന്ത് ചെയ്യുന്നു, അബോളിഷ് ചെയ്യുന്നു. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ചേർച്ചിൻ്റെ കയ്യിലുണ്ടായ ചേർച്ചിൻ്റെ പ്രിവിലേജസ് എടുത്ത് കളയുന്നു, ക്ലർജിക്കുണ്ടായിട്ടുള്ള പ്രിവിലേജസ് എടുത്ത് കളയുന്നു. ചർച്ചിൻ്റെ കയ്യിലുണ്ടായിട്ടുള്ള എന്താ പറയുക ലാൻഡൊക്കെ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് തിരിച്ചു പിടിക്കുന്നു, നാഷണൽ അസംബ്ലി തിരിച്ചു പിടിക്കുന്നു. അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി നമുക്ക് കാണാൻ പറ്റും, തിതെ അബോളിഷ് ചെയ്യുന്നു. തിതെ എന്ന് പറയുന്ന ഒരു ടാക്സ് സിസ്റ്റം ആയിരുന്നല്ലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞു MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടാക്സ് സിസ്റ്റമാണിത് തിതെ. ഓക്കെ, അപ്പൊ തിതെ എന്ന് പറയുന്ന ടാക്സ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, അബോളിഷ് ചെയ്യുന്നു. അങ്ങനെ ഫ്രാൻസ് എന്തായി മാറുന്നു, ഫ്രാൻസ് ബിക്കംസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. ഫ്രാൻസ് എന്തായി മാറുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് ആര് മാറുന്നു, ഫ്രാൻസ് മാറുന്നു. The National Assembly completed the draft of the Constitution in 1791. Then it had two main objectives. National Assembly Constitution complete ചെയ്യുന്നു എപ്പോഴാണ്, 1791 കൂടി. അതിന് 2 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് മൊണാക്സ്, മൊണാക്സിന്റെ പവേഴ്സ് എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവർ എമംഗ് ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഓർഗൻസിലൂടെ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത് രണ്ടുമായിരുന്നു നാഷണൽ അസംബ്ലി ഫ്രെയിം ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ മേജർ ആയിട്ടുള്ള എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുകൂടാതെ കിങ്ങിന്റെ പവർ ലിമിറ്റ് ചെയ്യുക എന്നുള്ള ഈ 2 ലക്ഷ്യങ്ങളായിരുന്നു ആർക്കുണ്ടായിരുന്നത്, നാഷണൽ അസംബ്ലിക്ക് ഉണ്ടായിരുന്നതാ. Change in the Constitution of 1789. Constitution began with the Declaration of the Rights of Man and Citizen. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത് എന്ത് പറഞ്ഞടാ, റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. നാച്ചുറൽ ആൻഡ് ഇൻഅലിയനബിൾ റൈറ്റ്സ് വെയർ ഗിവൻ ടു എവറി സിറ്റിസൺ. എല്ലാ സിറ്റിസൺസിനും എന്ത് കൊടുക്കുന്നു, നാച്ചുറൽ ആൻഡ് ഇൻഅലിയനബിൾ റൈറ്റ്സ് കൊടുക്കുന്നു. അതായത് ഒരു കാരണവശാലും ഡിനൈ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ബേസിക് റൈറ്റ്സ് അലോ ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ, ഇക്വാലിറ്റി ബിഫോർ ലോ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഫ്രാൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫസ്റ്റ് ടൈമിൽ. Then state became responsible for protecting natural rights of citizens. Revolutionary journalist during the French Revolution, Jean-Paul Marat, influenced by people through this newspaper, du people. In his work, he raised a voice for poor citizens. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഫ്രഞ്ച് വേർഡ് കേട്ടാ. റൈറ്റ്സ് ഓഫ് വിമൺ പഠിക്കണം എന്ന് നിൽക്കുന്നുണ്ട്. വിമൻസിന്റെ വോട്ടിംഗ് റൈറ്റ്സ് ആ ഏരിയയൊക്കെ പഠിക്കണം കേട്ടോ. റോളും പഠിക്കണം കേട്ടോ. ഓക്കെ, എക്സാമിൻ്റെ നമ്മളിനി കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ടടാ വരും ഡേയ്സിൽ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വളരെ വെരി നെക്സ്റ്റ് ഡേയ്സിൽ വരും കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. Then France abolished monarchy and became a republic. Then ഫ്രാൻസിൽ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്ക് വന്നു. ദെൻ അത് അബോളിഷ് ചെയ്തുകൊണ്ട് ഒരു റിപ്പബ്ലിക് ആവുന്നു. അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. Although Louis XVI had signed in the constitution, he entered to a secret negotiation with the king of Prussia. ഈ നമ്മുടെ ലൂയിസ് 16 ഒരു വളവത്രം കാണിച്ചു. എന്താ ചെയ്യുന്നത്, സൈനൊക്കെ ചെയ്തു. ഞാൻ ഇനി എന്ത് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യുന്ന ഒരു മൊണാർക്ക് ആയിക്കോളാം നമുക്ക് ആര് ഡിസൈഡ് ചെയ്തു, നമ്മുടെ ലൂയിസ് 16 ഡിസൈഡ് ചെയ്തു. പക്ഷേ അതിനിടയിൽ പ്രഷ്യയിലെ കിങ്ങുമായിട്ട് എന്ത് ചെയ്തു, നെഗോഷിയേഷൻസ് ഒക്കെ നടത്തി. എന്താണ്, നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ അസംബ്ലി ഓവർത്രോ ചെയ്യാം, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, മൊണാക്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വളരെ ഗൂഢാലോചനക്കാരുമായിട്ട് നടത്തി. പ്രഷ്യയുമായിട്ട് ആരും നടത്തിയിടാം, നമ്മുടെ ലൂയിസ് 16 നടത്തി. ഇതിനിടയിൽ റൂളേഴ്സ് ഓഫ് അതർ നെയ്ബറിംഗ് കൺട്രീസ് മേഡ് എ പ്ലാൻ ടു സെൻഡ് ട്രൂപ്സ് പുട്ട് ഡൗൺ ദ ഇവന്റ്സ്. ബിഫോർ ദിസ് കുഡ് ഹാപ്പൻ, നാഷണൽ അസംബ്ലി വോട്ടഡ് ഇൻ ഏപ്രിൽ 1792 ടു ഡിക്ലെയർ വാർ അഗെയിൻസ്റ്റ് പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ. അതുപോലെ തന്നെ നെയ്ബറിംഗ് കൺട്രീസ് ഒക്കെ ഈ പറയുന്ന നാഷണൽ അസംബ്ലി ഓവർത്രോ ചെയ്തുകൊണ്ട് വീണ്ടും മൊണാക്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നൊക്കെ തീരുമാനിക്കുന്ന ഇടയിലാണ് നമ്മുടെ നാഷണൽ അസംബ്ലി ഒരു ഇലക്ഷൻ നടത്തുന്നതും. അതുകൊണ്ട് തന്നെ ആർക്ക് അഗെയിൻസ്റ്റ്, ഈ പറയുന്ന പ്രഷ്യക്കും ഓസ്ട്രിയക്കും അഗെയിൻസ്റ്റ് വാർ ഡിക്ലെയർ ചെയ്യുന്നു. കാരണം ലൂയിസ് 16 ഇങ്ങനെ നെഗോഷിയേഷൻസ് ഒക്കെ നടത്തിയത് ആരറിഞ്ഞു, ഈ നമ്മുടെ നാഷണൽ അസംബ്ലി അറിഞ്ഞു. അങ്ങനെ പ്രഷ്യക്കും അതുപോലെ തന്നെ ഓസ്ട്രിയക്കും എതിരായിട്ട് എന്ത് ഡിക്ലെയർ ചെയ്തു, വാർ ഡിക്ലെയർ ചെയ്തായിരുന്നു നമുക്ക് കാണാൻ പറ്റും. തൗസൻഡ്സ് ഓഫ് വോളണ്ടിയേഴ്സ് thronged from the provinces to join army. Then people saw this was the war of the people against all the king and the aristocracies in Europe. Volunteers of Marseille sang the patriotic song Marseillaise. Then during their march towards Paris, it was composed by the poet Roger then the Socialist in now national anthem of France. Socialism എന്ന് പറയുന്നത് ഫ്രാൻസിൽ നാഷണൽ ആന്തം ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പാട്രിയോട്ടിക് സോങ് ആയിരുന്നു അത് നമ്മുടെ റോജറ്റാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് ഈ ഒരു
പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുറേ ആളുകൾ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആരാണ്? വൺസ് പ്രഷ്യ ഈസ് പാർട്ട് ഓഫ് ജർമ്മനി ആണ് മക്കളെ. ജർമ്മൻ സ്റ്റേറ്റ് ആണ് പ്രഷ്യ. ആക്ച്വലി ഇപ്പോൾ ജർമ്മൻ യൂണിഫിക്കേഷനിൽ ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു എന്താ പറയുക ജർമ്മൻ സ്റ്റേറ്റ് ആണ് പ്രഷ്യ. നമ്മളത് പ്രഷ്യയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കാനുണ്ട്, നമുക്ക് 10th പഠിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് എവിടെ വരുന്നുണ്ട്? നമ്മുടെ നെക്സ്റ്റ് ഇയർ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ 10th CBSE ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. ദെൻ പല ആളുകളും എന്തിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ? പല ആളുകളും എന്തിലേക്ക് ജോയിൻ ചെയ്യുന്നു? ഈ പറയുന്ന ആർമിയിലേക്ക് ജോയിൻ ചെയ്യുന്നു. ബിക്കോസ് അവർ കാണുന്നത് എന്താ അറിയോ, ഈ റെവല്യൂഷൻ ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? ഈ ഒരു വാർ ആർക്ക് എഗെയിൻസ്റ്റ് ആണ്? എല്ലാ കിങ്സിനും എഗെയിൻസ്റ്റ് ആണ്. കോമൺ പീപ്പിൾ വേഴ്സസ് കിങ് എന്നാണ് ആളുകൾ ഡിക്ലെയർ ചെയ്യുന്നത്. അതിന് ഭാഗം പറ്റി എല്ലാ ആളുകളും ഈ പറയുന്ന ആർമിയിലേക്ക് ജോയിൻ ചെയ്ത് ആര് അറ്റാക്ക് ചെയ്യുന്നു? റൂളേഴ്സിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണോടാ? റെഡി ആണോടാ? ഓക്കെ ആണോടാ? ഒന്ന് പറയടാ. ഒന്ന് പറയണം മക്കളെ, സെറ്റാണോ ഓക്കെ ആണോ എന്നൊന്ന് പറഞ്ഞേ. യെസ്, ഒന്ന് പറയൂ മക്കളെ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. എല്ലാവരും ഒന്ന് പറഞ്ഞേടാ. റഷ്യൻ റവല്യൂഷൻ ഒക്കെ ഉണ്ട്. യെസ്, ട്രോഞ്ചഡ് മീൻസ് എല്ലാ ആളുകളും ഒത്തുകൂടുന്നു, തടിച്ചു കൂടുന്നു ഒക്കെയാണ് കേട്ടോ. ഈ പറയുന്ന ആർമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എല്ലാ ആളുകളും ഒത്തുകൂടുന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. Then impact of revolutionary was in 1792. Economic losses due to war, people faced economic difficulties. Unfortunately, ഈ വാറിന് ശേഷം again എന്ത് വന്നോടാ? വലിയ ഇക്കണോമിക് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫ്രാൻസിൽ വന്നു. Then women's dual responsibilities. While the men were fighting for the French at the front, women were left to cope with the task of earning a living and looking after their families. വിമൻസിന് ഡബിൾ ഡ്യൂട്ടി വന്നു. എന്താണ്? ആണുങ്ങളൊക്കെ എങ്ങോട്ടേക്ക് പോയി? മിലിറ്ററിയിലേക്ക് പോയി, ആർമിയിലേക്ക് പോയി, വാറിലേക്ക് പോയി. പക്ഷെ വിമൻസിന് എന്ത് ചെയ്യേണ്ടി വന്നു? വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. അതേപോലെ തന്നെ എന്ത് നോക്കേണ്ടി വന്നടാ? വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നു. അഡീഷണൽ ആയിട്ട് അവർക്ക് ഈ പറയുന്ന വർക്ക് ചെയ്തിട്ട് ഏർണിങ്സും വേണം അല്ലെ, പൈസ വേണ്ട എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങണമെങ്കിൽ. അപ്പോൾ വിമൻസിന്റെ ഡബിൾ വർക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ ഇൻഈക്വാലിറ്റി. The Constitution of 1781 gave political rights only to the richest section of the society. Then എന്താണ്? richest section of the societyക്ക് മാത്രമേ പൊളിറ്റിക്കൽ റൈറ്റ്സ് കൊടുക്കുന്നുള്ളൂ. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് സിറ്റിസൺ, പാസീവ് സിറ്റിസൺസ് എന്നൊക്കെ പറഞ്ഞ സിറ്റിസൺസിനെ ഡിവൈഡ് ചെയ്തിരുന്നു. ആരോ ചോദിക്കുന്നുണ്ട് സാർ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇല്ലേ? ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂടാ, രണ്ട് കൈൻഡ് ഓഫ് സിറ്റിസൺസ് ഉണ്ടായിരുന്നടാ. അതായത് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്ന സിറ്റിസൺസിനെ നമ്മൾ ആക്റ്റീവ് സിറ്റിസൺസ് എന്നും വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത സിറ്റിസൺസിനെ നമ്മൾ പാസീവ് സിറ്റിസൺസ് എന്നുമാണ് നമ്മൾ കണ്ടിരുന്നത്. എന്താടാ? ആക്റ്റീവ് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നതാണ്. പാസീവ് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ഇല്ലാത്ത സിറ്റിസൺസ് ആയിരുന്നു. പാസീവ് സിറ്റിസൺസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് സിറ്റിസൺസ് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി പാസീവ് സിറ്റിസൺസിൽ 21 yearsന് ബിലോ ഉള്ള ഈ പറയുന്ന എന്താണ് മെന്നും അതുപോലെ തന്നെ ഓൾ വിമണും അതുപോലെ തന്നെ ടാക്സ് പേയേഴ്സ് അല്ലാത്ത ലൈക്ക് 3 day വേജസ് ടാക്സ് പേയേഴ്സ് അല്ലാത്ത ആളുകളൊക്കെ എന്തായിരുന്നു? പാസീവ് സിറ്റിസൺസ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻഈക്വാലിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിച്ചർ സെക്ഷൻസിന് മാത്രം പ്രിവിലേജസ് കൊടുക്കുന്ന ഈ ഒരു 1781 ഗവൺമെന്റിന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും എഗെയിൻസ്റ്റ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്തു? വോയിസ് റൈസ് ചെയ്യാൻ തുടങ്ങി. Then 1791, okay, then formation of political clubs. Circumstances were such that people began to establishing political clubs. The most successful of these clubs was the jacobin. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് റിച്ചർ സെക്ഷൻസിന് മാത്രം എന്ന് പറയാ റൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? കുറെ അധികം ക്ലബ്സ് ഫോം ചെയ്തു. അതിലുള്ള പൊളിറ്റിക്കൽ ക്ലബിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ക്ലബ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ്? ജാക്കോബിനടാ. ജാക്കോബിൻ ക്ലബ്ബാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഞാൻ പോയത് യെസ്, ജാക്കോബിൻ ക്ലബ് ആയിരുന്നു ഇതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലബ്ബ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സെറ്റല്ലടാ? പൊളിറ്റിക്കൽ ക്ലബിന്റെ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, പൊളിറ്റിക്കൽ ക്ലബ്സിന്റെ ഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്ലബ് ആയിരുന്നു ജാക്കോബിൻ ക്ലബ്. അപ്പോൾ നമുക്ക് ജാക്കോബിൻ ക്ലബിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ജാക്കോബിൻ ക്ലബ് എന്ന് പറയുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് അതിന്റെ ലീഡറാണ് അല്ലേ? യെസ്, ആരായിരുന്നു ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ? എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്ത്, എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്ത്. ആരായിരുന്നു ലീഡർ ഓഫ് ദി ജാക്കോബിൻ ക്ലബ്? ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ എന്നറിയപ്പെടുന്ന ആരായിരുന്നു? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തരാ. നമ്മുടെ പവറൊന്നും പോരാ, നമ്മുടെ 9th CBSE മക്കൾ ഇതൊന്നും അല്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയുന്നില്ല.
എന്നാലും ജാക്കോബിൻ ക്ലബിന്റെ ലീഡറിന്റെ പേര് എല്ലാ മക്കളും ഒന്ന് കമന്റ് ചെയ്തേ. സോഷ്യലിസം, യൂറോപ്പ് ആൻഡ് റഷ്യൻ റവല്യൂഷൻ ഉണ്ട്, ഇനാസം ആൻഡ് റൈസ് ഓഫ് ഹിറ്റ്ലർ ഉണ്ട്, ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം ഉണ്ട്, പാസ്റ്ററലിസം ഉണ്ട്, മോഡേൺ ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. ഓക്കെ, ആരായിരുന്നു ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ? വൺ ആൻഡ് ഓൺലി ദ റൈൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്ന പീരീഡുള്ള മാക്സിമിലിയൻ റോബേസ്പിയർ അല്ലെ. റോബേസ്പിയറിന്റെ ഒരു പീരീഡ് ആയിരുന്നു, ജാക്കോബിൻ ക്ലബിന്റെ ഒരു പീരീഡ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. നമുക്ക് നോക്കാം. The members of the Jacobin club belong to mainly to the less prosperous section of the society, such as small shopkeepers, servants, artisans, daily wage workers. Jacobin club മെമ്പേഴ്സ് ഒക്കെ പാവങ്ങളായിരുന്നു. ഷോപ്പ് കീപ്പേഴ്സ്, അല്ലെങ്കിൽ പറഞ്ഞ എന്താ പറയുക സെർവൻസ്, ആർട്ടിസൻസ്, ഡെയിലി വേജിന് വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയിരുന്നു. നമ്മളെ പോലുള്ള സാധാരണക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് എന്താണ്, എന്തിനു വേണ്ടിയാണ്? അവരുടെ റൈറ്റ്സിന് വേണ്ടി കൂടിയാണ് ഫൈറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. Their leader was Maximilian Robespierre. മാക്സിമിലിയൻ റോബസ്പിയറുടെ പീരീഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? The period of Maximilian Robespierre is known as എന്ത് പേരിലായിരുന്നു അറിയപ്പെടുന്നത്? മാക്സിമിലിയൻ റോബസ്പിയറുടെ പീരീഡ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. കമന്റ് ചെയ്യൂ മക്കളെ, കമന്റ് ചെയ്യൂ. മാക്സിമിലിയൻ റോബസ്പിയറുടെ പീരീഡ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലായിരുന്നു? This period is known as, ആരും കമന്റ് ചെയ്തില്ലല്ലോ, ഞാൻ ഇൻട്രോ കൊടുത്ത്. The reign of terror. ആരുടെ കമന്റ് ചെയ്തത്? ഖദീജ. ഫുള്ള് പേര് കിട്ടുന്നില്ല. The reign of terror is Roshan. Right. ഓക്കെ, കുറേ മക്കളെ കമന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ലുക്ക് ഡിഫറെന്റ്. They started wearing long striped trousers and red cap. ലിബർട്ടി സിമ്പിൾ ആയിട്ട് റെഡ് ക്യാപ്പ്, ലോങ് സ്ട്രിപ്ഡ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഒക്കെ ആയിരുന്നു അവർ ധരിച്ചിരുന്നത്, നമ്മുടെ ജാക്കോബിൻ ക്ലബിന്റെ മെമ്പേഴ്സ് ധരിച്ചിരുന്നത്. Then this Jacobin comes to be known as Sans-Culottes, literally meaning those without knee breeches എന്നാണ് അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. Sans-Culottes എന്നായിരുന്നു ആരറിയപ്പെടുന്നത്? ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ദ റെയിൻ ഓഫ് ടെററിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഫ്രാൻസ് ബിക്കംസ് റിപ്പബ്ലിക് എന്നുള്ള ഏരിയസിലേക്ക് നമ്മൾ പോകുമ്പോൾ, on 10th August 1792 Jacobins stormed inside the palace of Tuileries and massacred the king and king guards and kept the king for several hours. Later the assembly voted imprisonment of the royal family. Elections were held and a newly elected assembly was called convention എന്ന് പറയുന്ന ഒരു ന്യൂലി ഇലക്റ്റഡ് അസംബ്ലി എന്ത് ചെയ്തു? അവിടെ വന്നു, നിലവിലുണ്ടായിരുന്ന ഗവൺമെന്റ് ഓവർത്രോ ചെയ്തു. Then now all men above 21 years and above, all men of 21 years and above, regardless of wealth, government got voting rights. Then on September 21st 1792 it abolished the monarchy and declared France as a republic. എല്ലാ മെന്നിനും 21 years ആയിട്ടുള്ള എബോ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്തെടുത്തു? എല്ലാ മെന്നും. അവിടെയും നമ്മൾ പറയുന്ന വുമൻസ് ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഫേസ് ചെയ്തു വന്നിട്ടുണ്ട്. എല്ലാ മെന്നിനും എന്ത് കൊടുത്തു? റൈറ്റ് വോട്ട് അലോ ചെയ്തു. ഓക്കെ, റൈറ്റ് വോട്ട് അലോ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ആളുകൾക്കും കൊടുത്തിട്ട് എല്ലാ ആളുകൾക്കും എന്ത് കൊടുത്തു? റൈറ്റ് വോട്ട് അലോ ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ ആളുകളും 21 years ആൻഡ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും എന്ത് കൊടുത്തു? റൈറ്റ് വോട്ട് അലോ ചെയ്തു. തുലേരിയസ് എന്ന് പറയുന്നത് പാലസ് ആയിരുന്നു, അത് അറ്റാക്ക് ചെയ്തു. തുലേരിയസിലുള്ള പാലസ് അറ്റാക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then on 21st January 1793 Louis XVI in the case of treason was executed publicly at the place of ലാക്കോണ്ടർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു? നമ്മുടെ ലൂയിസ് 16 എന്ത് ചെയ്തു? 1793 എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു. ഈ എക്സിക്യൂട്ട് ചെയ്ത പ്രോസസ്സ് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. എന്ത് പ്രോസസ്സിലൂടെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? തല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു അല്ലെ, ഗില്ലറ്റിൻ. അത്രയും എന്താ പറയാ, നമ്മള് ഗില്ലറ്റിൻ പറയുന്നടാ വളരെ പെട്ടെന്ന്, വളരെ ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യണം? അവരുടെ ഡെത്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കാണുന്ന സമയത്ത് അത്രയും ക്രൂവലാണ് ആ ഒരു പ്രോസസ്സ് അല്ലേ. ട്രിസൺ എന്ന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റം, നമ്മുടെ എന്താ പറയുക, ബിട്രയൽ ഓഫ് ഓൺ നേഷൻസ് എന്നുള്ളതാണ് നമ്മൾ ട്രിസൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ക്രൂവാലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ടൊക്കെയാണ് എന്ത് കാണാം? ഈ ഒരു പ്രോസസ്സിനെ കാണാം. ബിക്കോസ് ഹെഡ് എന്ത് ചെയ്യാണ്? ഹെഡ് കട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, അക്സെപ്റ്റബിൾ അല്ല ഗില്ലറ്റിൻ പ്രോസസ്സ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് വളരെ ക്വിക്കായിട്ട് ഡെത്താണ് അതിലൂടെ എൻഷൂർ ചെയ്യുന്നത്. അവരുടെ ലോങ് ടൈം എന്താ പറയുക, പെയിനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗില്ലറ്റിൻ്റെ വേറൊരു ഹിസ്റ്ററിയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഏറ്റവും ക്രൂവലിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഗില്ലറ്റിൻ കാണുക. അപ്പോൾ ഗില്ലറ്റിനാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ ലൂയിസ് 16 ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ദ റൈൻ ഓഫ് ടെറർ
യെസ്, ദ റെയിൻ ഓഫ് ടെറർ 1793 to 94. ദ റെയിൻ ഓഫ് ടെറർ എന്ന പേര് എന്താ പറയുക, അതിൻ്റെ അർത്ഥം ഭീകരതയുടെ കാലഘട്ടം എന്നാണ്. ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറഞ്ഞാൽ ഭീകരതയുടെ കാലഘട്ടം. മാക്സിമിലിയൻ റോബസ്പിയർ ഫോളോഡ് ദ പോളിസി ഓഫ് സിവിയർ കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ്. He punished and guillotined all those he was suspicious and of disloyalty to the government. ഗവൺമെന്റ് എന്താ പറയുക, ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഗില്ലറ്റിൻ ചെയ്യുക, പണിഷ് ചെയ്യുക, ഗില്ലറ്റിൻ ചെയ്യുന്ന പ്രോസസ് ആയിരുന്നു ആര് ഫോളോ ചെയ്തിരുന്നത്, മാക്സിമിലിയൻ റോബസ്പിയർ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡ് എന്ത് പേരിൽ പറയണം, ദ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ പറയണം അല്ലേ. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭീകരതയുടെ കാലഘട്ടമായിരുന്നു. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗവൺമെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന, ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ ഗില്ലറ്റിൻ ചെയ്യാണ് ചെയ്തിരുന്നത്. ആ പടച്ചോനെ കാത്തോറി. Such as ex-nobles, clergy, members of other political parties, and even members of his own party who disagreed with these methods. ക്ലർജിയെ, നോബിൾസിനെ, അതർ പൊളിറ്റിക്കൽ പാർട്ടീസിന് മെമ്പേഴ്സിനെ, ഈവൻ അവരുടെ ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസിന് മെമ്പേഴ്സ് അടക്കം മാക്സിമിലിയൻ റോബസ്പിയറിന്റെ പോളിസീസിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അടക്കം എന്ത് ചെയ്തിരുന്നു, ഗില്ലറ്റിൻ ചെയ്തിരുന്നു. വാവ്, എന്തൊരു സിസ്റ്റം ആയിരുന്നു അല്ലേ. യെസ്. Then Robespierre government introduced the laws for placing maximum ceiling on wages and prices. However, these policies were so persistent that even his supporters began to demand moderation. Finally, the reign of terror ended when the Robespierre was convicted by the court in 1974. He was arrested and on the next day sent to the guillotine. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചധികം എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് റോബസ്പിയറിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ എന്താണ് മാക്സിമം സീലിംഗ് ഓൺ വേജസ് ആൻഡ് പ്രൈസസ് പോലുള്ള കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും എന്ത് എൻഷൂർ ചെയ്യുക, ഈക്വലി ആക്സസിബിൾ ആക്കുക, ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ റോബസ്പിയർ കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഓൺ മെമ്പേഴ്സ് പോലും റോബസ്പിയർ ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. കാരണം അത്രയും സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു റോബസ്പിയറുടെ പോളിസി. എസ്പെഷ്യലി റോബസ്പിയർ എന്ന് പറയുന്ന ലീഡറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. എന്താ പറയുക, നമ്മുടെ ജാക്കോബിൻ ക്ലബ്ബ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫൈനലി 1794 ആയപ്പോൾ റോബസ്പിയർ എന്ത് ചെയ്തു, കോടതിയിൽ എന്ത് ചെയ്തു, കുറ്റക്കാരനാണെന്ന് പ്രൂവ് ചെയ്യുകയും ഫൈനലി ഗില്ലറ്റിൻ പ്രോസസ്സിന് ആരും ഇരയായി, റോബസ്പിയറും ഇരയായി. ഓക്കെ, 1794 1974 എഴുതിയിട്ടുണ്ടോ, ഇല്ല 1794. ആരുടെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. യെസ്, നമ്മളൊരു ടോയ്സ് ഒക്കെ അത് വായിക്കുന്ന സമയത്ത് അങ്ങനെ മാറും കേട്ടോ. ഓക്കെ, അപ്പോൾ റോബസ്പിയറുടെ പീരീഡാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ദ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ദ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് എ ഡയറക്ടറി റൂളാണ്. ആഫ്റ്റർ റോബസ്പിയർ ഒരു ഡയറക്ടറി റൂളാണ് ഫ്രാൻസിൽ വരുന്നത്. ഈ പറയുന്ന അഗെയിൻ വെൽത്തിയർ മിഡിൽ ക്ലാസ് ടു ഓവർ ദ പവർ. വീണ്ടും വെൽത്തിയർ ആയിട്ടുള്ള മിഡിൽ ക്ലാസ്സിന് തന്നെ പവർ കിട്ടി. ദെൻ they introduced the new constitution in which non-propertied men could not vote. Then again എന്ത് ചെയ്തു, നോൺ പ്രോപ്പർട്ടിയുടെ മെന്നിന് വോട്ട് അലോ ചെയ്യാത്ത ആദ്യത്തെ തന്നെ റിച്ച് ആയിട്ടുള്ള പീപ്പിൾസിന് മാത്രം വോട്ട് അലോ ചെയ്യുന്ന സിസ്റ്റം ഒക്കെ അവർ കൊണ്ടുവന്നു. ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഫോർ 2 elected legislative councils. 2 elected legislative councils എവിടെ ഉണ്ടായിരുന്നു, ന്യൂ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്ടറി ഗവൺമെന്റിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾസോ ദേ അപ്പോയിന്റഡ് എ ഡയറക്ടർ ആൻഡ് എക്സിക്യൂട്ടീവ് മെയ്ഡ് 5 members. 5 members ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു, ഒരു ഡയറക്ടർ അതിന്റെ ഹെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ദേ ഡിഡ് നോട്ട് want to concentration of power in one man executive as was under the Jacobins. ഇവിടെ നമ്മൾ പറയുന്നത് ഒരാളിൽ മാത്രം പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ പറയുന്ന ഡയറക്ടറി റോളും സപ്പോർട്ട് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 members ഉള്ള ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. പക്ഷെ മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തുണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഒക്കെ കാരണം എന്ത് ചെയ്തു, യെസ്, ഈ ഒരു ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് ഡൗൺഫാൾ ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റാബിലിറ്റി ഓഫ് ഡയറക്ടറി. ദ ഡയറക്ടേഴ്സ് ഓഫ്റ്റൻ ക്ലാഷ്ഡ് വിത്ത് ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഹൂ ദെൻ sought to dismiss them. Rise of military dictator. The above reason paved the way for the rise of a military dictator, Napoleon Bonaparte. അപ്പോൾ ഈ പറയുന്ന ഡയറക്ടറി ഫോം ഓഫ് ഗവൺമെന്റ് എന്തുണ്ടായിരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസോ കാര്യങ്ങളുണ്ടായിരുന്നില്ല, ഇൻസ്റ്റേബിൾ ആയിരുന്നുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്തു, ഫെയിലിയർ ആയി. ഈ സമയത്താണ് വൺ ആൻഡ് ഓൺലി നെപ്പോളിയൻ. ഫ്രഞ്ച് റവല്യൂഷനെ പറയുമ്പോൾ, ഫ്രാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ നമ്മൾ പേര് എടുത്തു പറയുന്ന ഒരു പേഴ്സൺ ആണ് നെപ്പോളിയൻ അല്ലെ, നെപ്പോളിയൻ ബൊണാപ്പാർട്ട്. നമ്മൾ നെക്സ്റ്റ് ഇയർ 10th CBSE നമ്മൾ പഠിക്കാനുള്ള ഒരു ഫസ്റ്റ് പേരാണ് നെപ്പോളിയൻ ബൊണാപ്പാർട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്ന ആരാണ്, നമ്മുടെ നെപ്പോളിയൻ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നെപ്പോളിയൻ ആണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നെപ്പോളിയനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നില്ല, ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ സാർ കൊടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, യെസ്, ഒരു ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ കൊടുത്തേ ഉള്ളൂ. സാറേ എവിടെ നെപ്പോളിയനെ കുറിച്ച് പഠിക്കും, നെപ്പോളിയൻ നമ്മൾ ഇവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലാണ്. ദാറ്റ് മീൻസ് നമ്മൾ പറയില്ലേ, ഒരു സിനിമയിലൊക്കെ ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഹീറോണൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ അടുത്ത പാർട്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഹീറോ വരുന്നതെന്നൊക്കെ പറയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെപ്പോളിയൻ ഹീറോ ആണോ വില്ലൻ ആണോ എന്താണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യെസ്, നെക്സ്റ്റ് ഇയർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇയർ പറയും. യെസ്,
അപ്പോൾ നമുക്ക് പോവാം. ഡിഡ് വിമൻ ഹാവ് എ റെവല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത്. ഫ്രം ദ വെരി ബിഗിനിങ് വിമൻ വെർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഇവന്റ്സ്. ഫോർ എക്സാമ്പിൾ ഒളിമ്പ്യാഡ് ഇൻ ഗോജസ് ഹു വാസ് പൊളിറ്റിക്കലി ആക്റ്റീവ് lady protested against the biased constitution. She wrote Declaration of Rights of Women and Citizen. Also, she criticized the Jacobin government for the forcibly closing down women's club. They brought many changes in French society. ഇവിടെ നമ്മൾ പറയുന്നത് വിമൻസ് ആക്റ്റീവ്ലി തന്നെ ഏർലിയസ്റ്റ് ടൈം മുതൽ തന്നെ എവിടെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ അവരുടെ റോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നിവിടെ നമ്മൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് സിറ്റിസൺ എന്ന് പറയുന്ന നമ്മുടെ ഒളിമ്പ്യ ഡി ഗോജസ് എന്ന് പറയുന്ന ലേഡി എന്ത് ചെയ്തിട്ടുണ്ട്, പൊളിറ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അവരുടെ റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ നമ്മളിവിടെ പറയുന്നത് ജാക്കോബിൻ ക്ലബ്ബ് ടൈമിൽ വിമൻസിന്റെ ക്ലബ്സും കാര്യങ്ങളൊക്കെ ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്തിരുന്നു, അവർ എന്താ പറയുക ബാൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് വോയിസ് റൈറ്റ്സ് ചെയ്തിട്ടുള്ള കുറേയധികം വിമൻസ് ഉണ്ടായിരുന്നു. ദെൻ റെവല്യൂഷണറി വിമൻ ഡിമാൻഡഡ് ദ സെയിം പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് ഫോംഡ് their own political groups. In order to access in the education system, they asked to make schooling compulsory for girls. Moreover, they led the demand for no marriage against will. Then they worked towards changing the system of marriage and divorce. As a result, marriage became the contract based on divorce became illegal, which could be filed by both women and men. Although women got voting rights in 1946. നമ്മൾ നോക്കണം വിമൻസിന്റെ മാരേജും അവരുടെ സമ്മതമില്ലാത്ത മാരേജ്, അതുപോലെ തന്നെ ഡൈവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഡൈവേഴ്സിനുള്ള പെർമിഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വുമൻസ് എന്ത് ചെയ്തു, വുമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി എന്ത് ചെയ്തു, ഡൈവേഴ്സ് ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാക്കിയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ വിമൻസിന് റൈറ്റ് വോട്ട് കിട്ടുന്ന വളരെ ലേറ്റ് ആയിട്ടാണ്, ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. 1946 മാത്രമാണ് വുമൻസിന് എന്ത് കിട്ടുന്നത്, റൈറ്റ് വോട്ട് കിട്ടുന്നത്. ഓക്കെ, ഗില്ലറ്റ് എന്ന് പറയുന്ന ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെന്റ് ആണ്. അത് പറയുന്ന എന്താ പറയുക, ബിഹെഡഡ് നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഇങ്ങനെ കിടന്നതിന് ശേഷം കഴുത്ത് വെക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ആ ഒരു ബ്ലേഡ് വരുന്ന സമയത്ത് ഹെഡ് കട്ടായി പോകുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതോടുകൂടി സ്പോട്ട് ഡെത്ത് ആണ്, സ്പോട്ട് ഡെത്ത് ആണ് അവിടെ എന്തില്ല, അവിടെ ഒരു അത് നീണ്ടുപോകുന്നില്ല, സ്പോട്ട് ഡെത്ത് ആണ്. അപ്പം തന്നെ എന്ത് ചെയ്യും, മരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ തന്നെയാണ് വളരെ ക്യുക്കായിട്ട് തന്നെ, ഒരു പെയിനും ഇല്ലാതെ വളരെ ക്യുക്കായിട്ട് തന്നെ. പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടെൻസ്ഡ് ആവും എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റ് കാണുമ്പോൾ അല്ലെ, ആ ഒരു ഇൻസ്ട്രുമെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ, അത് കാണുന്ന സമയത്ത് തന്നെ. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത ആളുകൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ ദ അബോളിഷൻ ഓഫ് സ്ലേവറി ആണ് നമ്മൾ പറയുന്നത്. Atlantic triangular slave trade. It was a triangular pattern trading system in which slaves were sent overseas to work in plantations. It operated between Europe, Africa and America. The colonies of Caribbean, then Martinique, അതുപോലെ തന്നെ Guadeloupe and San Domingo were important suppliers of commodities such as tobacco, indigo, sugar and coffee. ഇവിടെ ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു സ്ലേവറി സിസ്റ്റം എവിടെ, സ്ലേവ്സ് ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു, വേൾഡിലുണ്ടായിരുന്നു. ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക, ഇങ്ങനെ 3 നേഷൻസിലേക്കും സ്ലേവ്സിന് എന്താണ് ഇങ്ങനെ ഒരു നേഷൻ മറ്റൊരു നേഷനിലേക്ക് സ്ലേവിനെ എത്തിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി പ്ലാന്റേഷൻ ഏരിയാസിലേക്കായിരുന്നു ആരെ കൊണ്ടുവന്നിരുന്നത്. അൺവാണ്ടഡ് കോമൻസ് ഇടുമ്പോൾ മക്കളോട് എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ക്ലാസ്സിന് എന്താ പറയുക അക്സെപ്റ്റബിൾ അല്ലാത്ത, എസ്പെഷ്യലി നമ്മുടെ 9th CBSE മക്കളല്ലാത്ത ആളുകളായിരിക്കും അങ്ങനെയുള്ള കമൻസ് ഇടുന്നത്. ഓക്കെ, നമ്മുടെ 9th CBSE മക്കളെല്ലാവരും ഇപ്പോൾ 7 o'clock തുടങ്ങിയ ക്ലാസ് ഓൾമോസ്റ്റ് 10:30 11 o'clock വരെ ക്ലാസ് എന്ത് ചെയ്യും, നീണ്ടുപോകും, ഉറപ്പാണ്. അത്ര സമയം ക്ലാസ് കാണാൻ വില്ലിങ് ആവുന്നു, പഠിക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ്. ഇതിപ്പോൾ ബോത്ത് ബാച്ചിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മക്കൾ ക്ലാസ് കാണുന്നത് പഠിക്കാനുള്ള ഒറ്റ എയിമോട് കൂടിയാണ്. അതിനിടയിൽ വന്ന് യൂട്യൂബിൽ ഒരു ക്ലാസ് കണ്ടതിൻ്റെ പേരിൽ വന്ന് ജസ്റ്റ് നോക്കാൻ വരുന്ന ആൾക്കാരാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെയുള്ള കോമൻസ് ഒക്കെ വരും മക്കൾ അപ്പം എന്ത് ചെയ്യുക, ഫയർ ഇട്ട് ഒഴിവാക്കുക. ഓക്കെ, അത്രയും കമൻസ് ആരും കാണരുത്, വായിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. അപ്പോൾ അത്രയും അൺവാണ്ടഡ് ആയിട്ടുള്ള ബാഡ് വേർഡ്സ് ഒക്കെ വരുമ്പോൾ ഫയർ ഇട്ട് എന്ത് ചെയ്യുക, ഒഴിവാക്കട്ടെ മക്കളെ. യെസ്, ഓക്കെ, നമ്മുടെ ക്ലാസ് ഇത്രയും മക്കളൊക്കെ എന്താ പറയുക അടിപൊളിയായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, അതിനിടയിൽ വന്ന് 1-2 ആളുകൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കമൻസ് ഇടുമ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഫയർ ഇട്ട് മക്കൾ ഒഴിവാക്കട്ടെ. സാറിനെ സപ്പോർട്ട് ചെയ്യില്ലേ? യെസ്, സാറ് പറഞ്ഞ ലാസ്റ്റ് ഞാൻ എന്താ പറയുക, സാർ ഒറ്റയ്ക്കാവോ?
യെസ്. അപ്പോൾ അബോളിഷൻ ഓഫ് സ്ലേവറി ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ട്രയാംഗുലർ സ്ലേവ് ട്രേഡ് എവിടെ ഉണ്ടായിരുന്നു, എക്സിസ്റ്റ് ചെയ്തിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. However, there was a shortage of willing laborers from Europe, so the trading of slaves from Africa colonies became common. ഇവിടെ നമ്മൾ പറയുന്നത് യൂറോപ്പിലൊക്കെ എന്താണ് പറയുക, ആൾക്കാർ ലേബേഴ്സ് ആവാനൊക്കെ വില്ലിങ് ആവാൻ, ലോ വേജിനൊക്കെ ലേബേഴ്സ് ആവാനൊക്കെ വില്ലിങ് ആവുന്ന സിറ്റുവേഷനിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ സ്ലേവ്സിനെ എത്തിച്ചിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ പറയുന്നത് കൺവെൻഷൻ ഓഫ് 1794. In 1794, Jacobin government brought some changes and abolition of slavery was one of them. Although soon after the invasion of Napoleon, the system changed. The slaves in the French colonies became free from slavery in 1848. അതായത് നമ്മൾ പറയുന്നത് ആരുടെ പീരീഡ് ആണ്, നമ്മുടെ ജാക്കോബിൻ ക്ലബിന്റെ പീരീഡ് സ്ലേവറി സിസ്റ്റം അബോളിഷ് ചെയ്യാനുള്ള എന്താ പറയുക ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നെപ്പോളിയൻ വന്ന സമയത്ത് വീണ്ടും അത് മാറ്റം വന്നു, അബോളിഷ് ഒന്നും ചെയ്തില്ല. പിന്നീട് 1848 കംപ്ലീറ്റ് ആയിട്ടും സ്ലേവറി സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, അബോളിഷ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ചാപ്റ്റർ കയ്യാറായിട്ടുണ്ട്. സാറിന് എനർജിയും കുറച്ച് ഡൗൺ ആവുന്നുണ്ടോ? ഇല്ല, എനർജി ഡൗൺ ആവുന്നില്ലടാ. യെസ്, ദ റവല്യൂഷൻ ആൻഡ് എവറിഡേ ലൈഫാണ് നമുക്ക് നോക്കാനുള്ളത്. After the revolution of 1781, many changes came into the lives of people. Two most important changes നമ്മൾ നോക്കുകയാണെങ്കിൽ abolition of censorship, freedom of speech and expression. Censorship abolish ചെയ്തു എന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് വൺ. പൊളിറ്റിക്കൽ സയൻസിന്റെ മാരത്തോൺ നമുക്ക് ഡേ ആഫ്റ്റർ ടുമോറോ ആണ്. നാളെ നമുക്ക് ജിയോഗ്രഫിയാണ്, ഡേ ആഫ്റ്റർ ടുമോറോ പൊളിറ്റിക്കൽ സയൻസ് ആണ്. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സെൻസർഷിപ്പ് അബോളിഷ് ചെയ്തു. ഗവൺമെന്റ് അല്ലെങ്കിൽ പറയുന്ന ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അലോ ചെയ്തു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ റവല്യൂഷന്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ഗവൺമെന്റ് എന്താ പറയുക, ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തു എന്നുള്ളതാണ് ഫ്രഞ്ച് റവല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്ന. എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ ഓവർത്രോ ചെയ്യാണ് ഫ്രഞ്ച് റവല്യൂഷൻ കൊണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നെപ്പോളിയൻ നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്ഥിതിക്ക് നെപ്പോളിയൻ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ആകുന്നില്ല, ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ വാസ് എ പവർഫുൾ ഫ്രഞ്ച് മിലിറ്ററി ലീഡർ ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. Okay, he led a series of military campaigns. In 1804, he crowned himself Emperor of France. He introduced the administrative reforms, civic code, to bring uniform laws in France. He also started a decimal system for weight and measures. Then, moreover, he fought wars to control many European countries and removed all rulers. People first saw him as a liberator, but later as an invader. In 1815, the armies of United Kingdoms and Prussia defeated Napoleon at Waterloo. Austria and Russia were also part of the coalition against him. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നെപ്പോളിയൻ എന്ന് പറഞ്ഞ പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററി റൂളർ ആയിരുന്നു, മിലിറ്ററി ലീഡർ ആയിരുന്നു. സീരീസ് ഓഫ് എന്താണ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. 1804 ഫ്രാൻസിന്റെ എംബർ ആയിട്ട് ആര് ഡിക്ലെയർ ചെയ്യുന്നു, നെപ്പോളിയൻ ഡിക്ലെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാൻഡി ഇല്ലടാ, ലേറ്റ് ആയിട്ടില്ല, ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ളൂ. യെസ്, then നമുക്കിവിടെ കാണാൻ പറ്റുന്നത് യൂണിഫോമിറ്റി ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു സിവിൽ കോഡ് കൊണ്ടുവരുന്നു, എക്സിസ്റ്റിംഗ് ലോസിനൊക്കെ കോഡിഫൈ ചെയ്തുകൊണ്ട് ഒരു ന്യൂ സിവിൽ കോഡ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നെപ്പോളിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഫൈനലി നെപ്പോളിയൻ ആദ്യം ഒരു ലിബറേറ്റർ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, ആദ്യം ഒരു ഫ്രീഡത്തിനൊക്കെ വക്താവായിട്ട് കാണുന്നു. പിന്നീട് നെപ്പോളിയൻ ബാക്കി റീജിയൻസിനൊക്കെ കോൺഗോ ചെയ്യുന്നതോടുകൂടി യൂറോപ്യൻസ് നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്യുന്നു. ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ വെച്ചിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം, അതുപോലെ തന്നെ പ്രഷ്യ, റഷ്യ, ഓസ്ട്രിയ ചേർന്നിട്ടാണ് ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ 1815 ആര് ഡിഫീറ്റ് ചെയ്യുന്നത്, നെപ്പോളിയനെ ഡിഫീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ നിങ്ങൾക്കൊരു MCQ ക്വസ്റ്റ്യൻ, നമ്മുടെ 10th CBSE ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് ഈ ലാസ്റ്റ് ഈ 2 ലൈൻ. മോസ്റ്റ് റിപ്പീറ്റഡ് MCQ ക്വസ്റ്റ്യൻ ഫ്രം ദ 10th CBSE. 10th CBSE മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ 9th CBSE ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ലാസ്റ്റ് ലൈൻ. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, അപ്പോൾ ഈ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ യുവർ 10th CBSE നോക്കുക, എന്ത് ചെയ്യുക, ആലോചിക്കാം. ഓക്കെ, സെറ്റിൽഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ക്ലാസ്? ജസ്റ്റ് നമ്മളെല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, സൈക്കോശ്രീ ഹായ് ഡാ. യെസ്, വളരെ വെറൈറ്റി ആയിട്ടുള്ള പേര് കിട്ടി സാർ, ഹായ് തരാമെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മളിവിടെ ഫിനിഷ് ചെയ്യുന്നു. അല്ല, പ്രഷ്യ പാർട്ട് ഓഫ് ജർമ്മനി ആണ്, റഷ്യ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട. പ്രഷ്യ ഇസ് പാർട്ട് ഓഫ് ജർമ്മൻ, ജർമ്മനിയുടെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു പ്രഷ്യ. ഓക്കെ, yes. Then we are going to our next chapter. Socialism in Europe and the Russian Revolution. One of the most important ആയിട്ടുള്ള ഫ്രഞ്ച് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്ത റവല്യൂഷനിലേക്ക് പോവാണ്, റഷ്യൻ റവല്യൂഷനിലേക്ക് പോവാണ്. ഓക്കെ, യെസ്, അത് നമുക്ക് നേരെ റഷ്യൻ റവല്യൂഷൻ കൂടി സെറ്റ് ആക്കലടാ. യെസ്, ഇപ്പം നമ്മൾ വളരെ എന്താ പറയുക, ഇപ്പം നമ്മൾ 1 hour 30 slides ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് ഇനി ഒരു ഓൾമോസ്റ്റ് 120 slides are here waiting for you.
ദെൻ മക്കൾ അതിനനുസരിച്ച് ടൈമും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി സ്പീഡാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ഓക്കെ, വാട്ട്സ് മീനിങ് ഓഫ് സെൻസർഷിപ്പ്? അതായത് ഗവൺമെന്റ് ഈ പറഞ്ഞ ന്യൂസ് പേപ്പേഴ്സിനൊക്കെ എന്ത് ചെയ്തിരുന്നു? സെൻസർ ചെയ്തിരുന്നു. സെൻസർ ചെയ്യാൻ മീൻസ് എന്താ പറയുക, ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ന്യൂസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നൊക്കെ എന്താണ് ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിരുന്നു, റെസ്ട്രിക്ട് ചെയ്തിരുന്നു. അത് അബോളിഷ് ചെയ്തു, അത് നിർത്തലാക്കി, സെൻസർഷിപ്പ് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അതോടുകൂടി ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഒപ്പീനിയൻസ് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോഷ്യലിസം ഇൻ യൂറോപ്പ് ആൻഡ് ദ റഷ്യൻ റവല്യൂഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റഷ്യൻ റവല്യൂഷനിലേക്ക് ഫസ്റ്റ് നമ്മുടെ മക്കളാരോ കൺസർവേറ്റീവ്സ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പറയൂട്ടോ, ഇപ്പൊ പറയട്ടോ. ഓക്കെ, യെസ് സാർ എപ്പോഴാ തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ 7 o'clock തുടങ്ങിയതാ. പവർ പോരാ, എനിക്ക് സങ്കടമുണ്ട്. ഹായ്ഡാ, പേര് കിട്ടുന്നില്ലടാ. ഓക്കെ, സാർ സുഖമായിരിക്കുന്നുണ്ട്. ഓക്കെ, ലിബറൽസ്, റാഡിക്കൽ ആൻഡ് കൺസർവേറ്റീവ്സ്. ചില മക്കളൊക്കെ ഓൾറെഡി എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് പറയുന്നുണ്ട്, സാർ എക്സാമൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിരുന്നൊക്കെ പറഞ്ഞ് കുറേ അധികം മക്കളൊക്കെ വന്നിരുന്നു. സന്തോഷമാണ്. ചില മക്കളൊക്കെ പഠിക്കാൻ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. കുറേ അധികം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഞാൻ ഇപ്പം തന്നെ പറയാം കേട്ടോ. ഓക്കെ, ലിബറൽസ്, റാഡിക്കൽസ് ആൻഡ് കൺസർവേറ്റീവ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. In Europe, there were different views or ideas regarding a transformation of society. Some people favored radical changes, whereas some people wished to gradual shift. Among them, the three major groups were liberals, radicals and conservatives. യൂറോപ്പിൽ ഡിഫറെൻറ്റ് വ്യൂസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതായത് ചില ആളുകൾ എന്ത് ഡിമാൻഡ് ചെയ്തു? ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് ഡിമാൻഡ് ചെയ്തു. ചില ആളുകൾ ഗ്രാജുവലി സ്ലോ ആയിട്ടുള്ള ചേഞ്ചസ് ഡിമാൻഡ് ചെയ്തു. ചില ആളുകൾ ചേഞ്ചസ് ഒന്നും വേണ്ട എന്ന് ഡിസൈഡ് ചെയ്തു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂസ് ഉള്ള ആളുകൾ ഒബ്വിയസ്ലി നമുക്കിടയിലും ഉണ്ടാവും അല്ലേ? നമുക്കിടയിൽ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ വ്യൂസ് ഉള്ള ആൾക്കാരില്ലേ? അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക വ്യൂസ് ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, യൂറോപ്പിലും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി എന്താ പറയുക റാഡിക്കൽസ്, ലിബറൽസ്, കൺസർവേറ്റീവ്സ് ഉള്ള കോൺസെപ്റ്റാണ് നമുക്ക് കാണാൻ വരുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ലിബറൽസ് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ലിബറൽസ് വാണ്ടഡ് എ നാഷൻ വിച്ച് ടോളറേറ്റഡ് ഓൾ റിലീജിയൻ. എല്ലാ റിലീജിയനും ടോളറേറ്റ് ചെയ്യുന്ന, എല്ലാ റിലീജിയനെയും ഈക്വലി കാണുന്ന, ടോളറേറ്റ് ചെയ്യുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു നാഷനാണ് ലിബറൽസ് ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, പോസിറ്റീവ് സൈഡാണ്. ദേ ഓപ്പോസിഡ് ദ അൺകൺട്രോൾഡ് പവർ ഓഫ് ഡൈനാസ്റ്റിക് റൂളേഴ്സ്. ഡൈനാസ്റ്റിക് റൂളേഴ്സിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പവേഴ്സ്, ദാറ്റ് മീൻസ് ഈ പറയുന്ന നമ്മളെ മൊണാക്സിന്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള പവേഴ്സ്, എല്ലാ മൊണാക്സിനാണ് കംപ്ലീറ്റ് പവേഴ്സ് എന്നൊക്കെയുള്ള ഡിസിഷനെ, ആ ഒരു പോളിസിയെ, ആ ഒരു സിസ്റ്റത്തെ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിബറൽസ്. ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് സൈഡാണ്. അഗെയിൻ പോസിറ്റീവ് സൈഡ്, നല്ലതാണ്, നല്ല ആൾക്കാരാണ് ലിബറൽസ് അല്ലേ? അടുത്ത നോക്കാം. ഓൾസോ ദേ വാണ്ടഡ് ടു സേഫ് ഗാർഡ് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് അഗെയിൻസ്റ്റ് ഗവൺമെന്റ്. ഗവൺമെന്റിന് എന്താ പറയുക, ഗവൺമെന്റിൽ നിന്നും ഇൻഡിവിജ്വൽസിന് എന്ത് വേണം? റൈറ്റ്സ് വേണം. റൈറ്റ്സ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്നും ആര് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ലിബറൽസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതും പോസിറ്റീവാണ് സൈക്കോശ്രീ, അതും പോസിറ്റീവാണ്. ദെൻ മോറോവർ ദേ ആർഗ്യൂഡ് ഫോർ റെപ്രസെന്റേറ്റീവ് ഇലക്ടഡ് പാർലമെന്ററി ഗവൺമെന്റ് സബ്ജക്ട് ടു ലോ interpreted by well-trained judiciary that was independent of rulers and officials. അതുകൂടാതെ എന്ത് വേണ്ട? റെപ്രസെന്റേറ്റീവ്സ്, പബ്ലിക് അല്ലെങ്കിൽ ഈ പറയുന്ന പീപ്പിൾസിന്റെ സപ്പോർട്ടോടുകൂടി ഇലക്ടഡ് ആയിട്ടുള്ള ഒരു പാർലമെന്ററി ഗവൺമെന്റ് വേണം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറി സിസ്റ്റം വേണം എന്നൊക്കെ ആര് ആർഗ്യൂ ചെയ്യുന്നു? നമ്മുടെ ലിബറൽസ് ആർഗ്യൂ ചെയ്യുന്നു. പോസിറ്റീവിന്റെ അങ്ങേയറ്റം, എല്ലാം പോസിറ്റീവ് സൈഡ്സാണ്. However, like Democrats, they did not believe in universal adult franchise and denied voting right to non-propertied men and women. Unfortunately, last line മാത്രമേ ഒരു നെഗറ്റീവ് അല്ലേ? അവരെന്താ അലോ ചെയ്യുന്നില്ല? നോൺ പ്രോപ്പർട്ടീഡ് മെന്നിനും വിമണിനും വോട്ട് വേണം എന്നൊരു പോളിസി അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ പോസിറ്റീവ് ആയിരുന്നു, ലാസ്റ്റ് ഒന്ന് നെഗറ്റീവായി അല്ലേ? യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലിബറൽസിന്റെ ഫീച്ചേഴ്സ്. ഓക്കെ, ലിബറൽസ് എന്ത് ഡിമാൻഡ് ചെയ്തിട്ടാ? എല്ലാ റിലീജിയനും ടോളറേറ്റ് ചെയ്യണം. അതുകൂടാതെ ഒരു ഡൈനാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ മാത്രം പവർ കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇൻഡിവിജ്വൽസിന് ഫ്രീഡം അലോ ചെയ്യണം. ഒരു ഇലക്ടർ പാർലമെന്ററി സിസ്റ്റം വേണം. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ജുഡീഷ്യറി സിസ്റ്റം വേണം. ഓഫീസേഴ്സ് വേണം. അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷേ എല്ലാ ആളുകൾക്കും റൈറ്റ് ടു വോട്ട് അലോ ചെയ്യരുത്. എസ്പെഷ്യലി നോൺ പ്രോപ്പർട്ടീഡ് മെന്നിനും വിമണിനും എന്ത് അലോ ചെയ്യരുത്? റൈറ്റ് ടു വോട്ട് അലോ ചെയ്യരുത്. ഇതാണ് ലിബറൽസിന്റെ ഐഡിയോളജി. അപ്പൊ ലിബറൽസ് മക്കൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ലിബറൽസ് വാട്ട് ഈസ് നോൺ പ്രോപ്പർട്ടീഡ്? സ്വത്തൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുക്കരുത് കേട്ടോ. അതായത് കോമൺ പീപ്പിൾ ആയിട്ടുള്ള ആളുകൾക്ക് വോട്ടിംഗ് റൈറ്റ് കൊടുക്കരുത്. ഓക്കെ, ലിബറലിസം ഇസ് ആൻ ഐഡിയോളജി. നമുക്ക് അതിൽ ലിബറലിസ്റ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ലീഡേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന റാഡിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ആൻ ഐഡിയോളജി. ഓക്കെ, നമ്മളിപ്പോൾ ചില ആളുകൾ ബിലീവേഴ്സ് ആണ്, ചില ആളുകൾ അല്ല, ഈത്തിസ്റ്റ് ആണെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ലിബറലിസം ഇസ് ആൻ ഐഡിയോളജി. ഓക്കെ, വ്യൂസ് ആട്ടാ.
ലിബറലിസം ഫോളോ ചെയ്തിരുന്ന കുറേ അധികം ലീഡേഴ്സ് ഉണ്ടാവും, കൺസർവേറ്റീവ്സം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, റാഡിക്കലിസം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ റാഡിക്കൽസിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസർവേറ്റീവ് റെജിംസ് എന്താ പറയുക, കൺസർവേറ്റീവ്സിന് എക്സാമ്പിളൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് മെറ്റേണിക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി പഠിക്കാനുണ്ട്, ഇൻ ഫ്യൂച്ചർ പഠിക്കാനുണ്ട്. ഓക്കെ, Duke Metternich again. Then radicals wanted a nation in which government was based on the majority of a country populations. They favored democratic principles. അതായത് എന്താണ്, ഗവൺമെന്റ് ഫോം ചെയ്യേണ്ടത് മെജോറിറ്റിയുടെ സപ്പോർട്ട് കൂടിയുള്ള ഒരു ഗവൺമെന്റ് ആണ് ഫോം ചെയ്യേണ്ടത് എന്നൊരു ഡിമാൻഡും റാഡിക്കൽസും കൊടുക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക്കൽ ഗവൺമെന്റ് നല്ലൊരു പോസിറ്റീവ് തിങ് ആണ് റാഡിക്കൽസും കൊടുക്കുന്നത്. നെക്സ്റ്റോ also many supported women's suffrage movements. Women's suffrage movements means suffrage എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈക്വൽ റൈറ്റ് ടു വോട്ട് എന്നുള്ളതാണ് സഫ്രേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുമൻസിന്റെ സഫ്രേജ് മൂവ്മെന്റ്സിനെയും ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? റാഡിക്കൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റാഡിക്കൽസിന് ഒരു പോസിറ്റീവ് സൈഡ് കൊണ്ടുണ്ട് അല്ലേ, നമ്മുടെ ലിബറൽസിന് പോലെയല്ല, വിമൻസിന് വോട്ട് കൊടുക്കണം എന്നാണ് റാഡിക്കൽസ് മുമ്പോട്ട് വെക്കുന്നത്. Unlike liberals, they opposed the privileges of great landowners and wealthy factory owners. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലിബറൽസിനെ പോലെയല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഗ്രേറ്റ് ലാൻഡ് ഓണേഴ്സിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക വെൽത്തി ആയിട്ടുള്ള ഫാക്ടറി ഓണേഴ്സിൻ്റെയും പ്രിവിലേജസിനെ അവർ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. Then lastly, they dislike concentration of property in the hands of few. അതുപോലെ തന്നെ കുറച്ച് ആളുകളിൽ മാത്രം പ്രോപ്പർട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെ അവർ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടി എല്ലാ ആളുകൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, സോഷ്യലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് ആണ് റാഡിക്കൽസ് മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ റാഡിക്കൽസ് കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള പോളിസീസ് ആണ് റാഡിക്കൽസ് മുമ്പോട്ട് വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാപ്പ് മാർക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയട്ടെടാ, ഇപ്പം അല്ല, നമ്മൾ വരട്ടെ, ഒരു സെപ്പറേറ്റ് ക്ലാസ് വരടാ. ഇപ്പോൾ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ 1.5 hour അല്ലേ 1 hour and 10 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് പറയുമ്പോൾ ആ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 1 hour പ്ലസിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ 1 hour പ്ലസിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ എന്ത് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 ചാപ്റ്റേഴ്സിൽ നമ്മളൊരു 3 hour പ്ലസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമുക്ക് ഒരു 1 hour എന്ത് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 4 മണിക്കൂർ നമുക്ക് ടോട്ടൽ ഉണ്ടാവുള്ളൂ. ഒരു ടെൻഷൻ ആവണ്ട. യെസ്, അപ്പോൾ റാഡിക്കൽസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. റാഡിക്കൽസും നല്ല തങ്കം പോലത്തെ മനുഷ്യന്മാർ. ഇനി നമ്മുടെ കൺസർവേറ്റീവ് വാണ്ടഡ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി ത്രൂ എ സ്ലോ പ്രോസസ്. എവിടെ സാറേ ക്ലാസ് പോലെ സ്ലോ. യെസ്, അപ്പോൾ കൺസർവേറ്റീവ്സിന് എന്താ വേണ്ടത്? യെസ്, സൊസൈറ്റി സ്ലോ ചേഞ്ച് ആയാൽ മതി, ക്വിക്കായിട്ടൊന്നും ചേഞ്ച് ആവണ്ട, വളരെ സ്ലോ. ദെൻ ലിബറൽസിന് അതാ പറഞ്ഞ ലീഡേഴ്സ് ഇന്ന പെർട്ടിക്കുലർ ഐഡിയോളജിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞില്ല, കുറെ ആളുകൾ ഇത് ഫോളോ ചെയ്യുന്നു എന്നല്ലൂടാ. സൈക്കോശ്രീ സാർ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് നിതീഷ് നായർ, എന്ത് പറ്റിയടാ? യെസ്, ദെൻ ദേ ബിലീവ് ദാറ്റ് ദ പാസ്റ്റ് ഹാഡ് ടു ബി റെസ്പെക്റ്റഡ്. നമ്മുടെ കൺസർവേറ്റീവ്സ് പറയുന്നത് എന്താ പറയുക, പാസ്റ്റ് റെസ്പെക്ട് ചെയ്യണം, പണ്ടത്തെ കിങ്ങിനെ റെസ്പെക്ട് ചെയ്യണം, ട്രഡീഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്യണം, അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. സാർ ആർ ദ റാഡിക്കൽസ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് നമ്മുടെ ഓരോ ആളുകളുടെയും വ്യൂസ് അനുസരിച്ചാടാ. ഓക്കെ, യെസ്, ഓരോ ആളുകളുടെയും വ്യൂസ് അനുസരിച്ച്, ഓരോ ആളുകളുടെയും പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ്. ഇപ്പോൾ ചില ആളുകൾ കൺസർവേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യും, ബിക്കോസ് കൺസർവേറ്റീവ്സ് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ റെസ്പെക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആളുകളാണ്. ചില ആളുകൾ ലിബറൽസിനെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ റാഡിക്കൽസിനെ സപ്പോർട്ട് ചെയ്യും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ആളുകളുടെ വ്യൂസ് അനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ വേരിയേഷൻസ് വരും കേട്ടോ. ഓക്കെ, ചില ആളുകൾ കൺസർവേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ റാഡിക്കൽസിനെ സപ്പോർട്ട് ചെയ്യും, ചില ആളുകൾ ലിബറൽസിനെ സപ്പോർട്ട് ചെയ്യും. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഐഡിയാസ് ആയിരുന്നു, 3 വ്യൂസ് ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നതാ, നമുക്ക് യൂറോപ്പിൽ കാണാൻ പറ്റുന്നത്. സെറ്റാണോ നമ്മുടെ മക്കളെ? സെറ്റാണോ തങ്കമാന മക്കളെ? സെറ്റാണോ? റെഡിയാണോ? ഒന്ന് കമന്റ് ചെയ്യടാ. കമന്റ് ചെയ്യൂ. സെറ്റാണോ? ഓക്കെ ആണോ? 3 ഐഡിയാസും സെറ്റാണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, യെസ്, industrial society and social change. In 18th century, these political trends brought social and economic changes in Europe. New cities came up and new industrialized regions developed. Railway expanded and the industrial revolution occurred. However, the process of industrialization affected the workers badly. Industrialization brought men, women and children to factories. Work hours were often long and wages were poor. Moreover, unemployment was common, particularly during the times of low demand for industrial goods. Workers had to lack of housing and sanitation facility due to rapidly growing towns. So, നമ്മൾ പറയുന്നത് 18th centuryയിൽ ഒരു ഇക്കണോമിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടായി, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ചേഞ്ചസ് ഒക്കെ യൂറോപ്പിൽ ഉണ്ടായി. ഈ ഒരു സമയത്തടാ പുതിയ സിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ വരുന്നത്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, യെസ്, കുറേ അധികം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, കുറേ ആളുകൾക്ക് വർക്ക് കൊടുക്കും, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ട്. പക്ഷെ
ബാഡ്ലി ആണ് എഫക്ട് ചെയ്തത് വർക്കേഴ്സിനെ എഫക്ട് ചെയ്തത്. ബിക്കോസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോങ് ഹവർ വർക്ക് ചെയ്യണം, കുറേ നേരം പണിയെടുക്കണം, കുറച്ച് സാലറി. ലോങ് ഹവർ വർക്ക് അറ്റ് ദ സെയിം ടൈം വേജസ് പൂർ നമുക്ക് കാണാൻ പറ്റും. വളരെ കുറച്ച് പൈസക്ക് കുറേ സമയം പണിയെടുക്കണടാ, ഇതായിരുന്നു അവസ്ഥ. സങ്കടം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും വളരെ ട്രാജിക് ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു. അപ്പോൾ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് എങ്ങനെ ഉണ്ടാവും മക്കൾ ചോദിക്കും. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൺസർവേറ്റീവ്സ് ചേഞ്ച് വേണം എന്ന് പറഞ്ഞില്ലേ. കൺസർവേറ്റീവ്സ് ചേഞ്ച് വേണം, അതായത് അവർ പറയുന്നത് മൊണാക്സ് ഒക്കെ വേണം. അതായത് നമ്മൾ കൺസർവേറ്റീവിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു പോയിന്റ് പറഞ്ഞ ശേഷം ഞാൻ പറയട്ടെ, മക്കൾ ചോദിച്ച സ്ഥിതിക്ക് പറയാം, ഞാൻ ഇപ്പോൾ പറയാം. ഇവിടെ നമ്മൾ പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ കോമൺ ആയി. ബിക്കോസ് ചില പ്രോഡക്ട്സിന്റെ ഒക്കെ ഡിമാൻഡ് ചിലപ്പോൾ ഒരു സീസണൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കോമൺ ആയി. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും ഹൗസിംഗ് ഫെസിലിറ്റീസോ സാനിറ്റേഷൻ ഫെസിലിറ്റിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വർക്കേഴ്സും എന്ത് ചെയ്തു, ഒരു ട്രാജിക് കണ്ടീഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഒരു സമയത്ത് വിമൻസും ചിൽഡ്രൻസും മെന്നും ഒക്കെ എങ്ങോട്ടേക്കാണ് ഫാക്ടറി വർക്കേഴ്സ് ആയിട്ട് പോയിരുന്ന സിറ്റുവേഷനും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി മക്കളാരോ ചോദിച്ചു കൺസർവേറ്റീവ്സ് ചേഞ്ചസ് ഡിമാൻഡ് ചെയ്തിരുന്നില്ലേ. അതായത് കൺസർവേറ്റീവ്സ് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രിസർവ് ചെയ്യണം, പക്ഷെ ഒരു സ്ലോ പ്രോസസ് ഓഫ് ചേഞ്ചസ് അവർ അലോ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവാർഡ്സ് ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാ ആഫ്റ്റർ ദ ഫാൾ ഓഫ് നെപ്പോളിയൻ 1815 നെപ്പോളിയൻ ഡിഫീറ്റ് ആയതിനു ശേഷം എഗെയിൻ ഫ്രാൻസിൽ നമ്മൾ നെപ്പോളിയൻ ഡിഫീറ്റ് ആവുന്നവരെ മാത്രമേ നമ്മൾ 9th CBSE പഠിക്കുന്നുള്ളൂ. 10th നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആഫ്റ്റർ ദ ഫാൾ ഓഫ് നെപ്പോളിയൻ എഗെയിൻ കൺസർവേറ്റീവ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് UK അതുപോലെ തന്നെ റഷ്യയും പ്രഷ്യയും ഓസ്ട്രേലിയക്ക് ചേർന്നിട്ടാണ് നെപ്പോളിയൻ ഡിഫീറ്റ് ചെയ്യുന്ന ബാറ്റിൽ ഓഫ് വാട്ടർലൂടെ. അതിനുശേഷം എഗെയിൻ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, ബോർബൺ ഡൈനാസ്റ്റിക്ക് തന്നെ പവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബോർബൺ ഡൈനാസ്റ്റി ഓവർത്രോ ചെയ്തു, കിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 1815 ശേഷം ബോർബൺ ഡൈനാസ്റ്റിയെ തന്നെയാണ് കൺസർവേറ്റീവ്സ് എന്ത് ചെയ്യുന്നത്, എഗെയിൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൺസർവേറ്റീവ്സിന് കിങ് ഒക്കെ വേണം, മൊണാക്സ് ഒക്കെ വേണം, പക്ഷെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഓക്കെയാണ്. സ്ലോ പ്രോസസ്സിലൂടെയുള്ള ചെറിയ ചേഞ്ചസ് മാത്രമേ കൺസർവേറ്റീവ്സ് അലോ ചെയ്യുന്നുള്ളൂ, അല്ലാതെ ക്യുക്ക് ചേഞ്ചസ് ഒന്നും കൺസർവേറ്റീവ്സ് അലോ ചെയ്യുന്നില്ല. നമ്മൾ പഠിക്കുന്നത് നെപ്പോളിയൻ വരെ മാത്രമാണ്. നെപ്പോളിയൻ ശേഷം എന്ത് എന്നുള്ളതിന് ഉത്തരം നമുക്ക് 10th പഠിക്കാറുണ്ട് കേട്ടോ. നെപ്പോളിയൻ ശേഷം എഗെയിൻ ആരാ വരുന്നത്, കൺസർവേറ്റീവ്സ് തന്നെയാണ് വരുന്നത്. ഡ്യൂക്ക് മെറ്റേണിക് കൺസർവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. ഓസ്ട്രിയൻ ചാൻസലർ ആയിട്ടുള്ള ഡ്യൂക്ക് മെറ്റേണിക് കൺസർവേറ്റീവ്സിന് എക്സാമ്പിൾ ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര വർക്കിംഗ് കണ്ടീഷനൊക്കെ വളരെ ട്രാജിക് ആയ സമയത്ത് ലിബറൽസ് ആൻഡ് റാഡിക്കൽസ് സെർച്ച് ഫോർ സൊല്യൂഷൻ ടു ദിസ് ഇഷ്യൂ. ഓൾമോസ്റ്റ് ഓൾ ഇൻഡസ്ട്രീസ് were owned by individuals. Many liberals and radicals were also among these individuals who owned property and employed workers. They made their wealth through trade or industrial ventures. Thus, they felt that such efforts should be encouraged. They believed that they would be able to achieve benefits only with healthy workplace and educated citizens. In addition to that, they finally believed in the value of individual effort, labor, and enterprises. According to them, societies would develop only when poor would labor and capitalists would operate without restraint. Therefore, they rallied for such changes in early 19th century. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ലിബറൽസും റാഡിക്കൽസും ഒക്കെ ഇതിന് സൊല്യൂഷൻ വേണം, അല്ലെ? വർക്കിംഗ് കണ്ടീഷനൊക്കെ വളരെ ട്രാജിക് ആവുന്നു, അപ്പോൾ ഒരു സൊല്യൂഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി അവർ ട്രൈ ചെയ്തു. ഇതിൽ തന്നെ പല ലിബറൽസും റാഡിക്കൽസും എന്തുമാണ്, ഈ പറയുന്ന പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന ആളുകളാണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, എംപ്ലോയിഡ് വർക്കേഴ്സ് ഒക്കെയാണ് അവർ. ഓക്കെ, അപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഹെൽത്ത് ത്രൂ ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു എന്താ പറയുക, ഹെൽത്ത് മീൻസ് ഹെൽത്തി ആയിട്ട് ഒരു വർക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആവാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആയാൽ മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, പ്രോഗ്രസ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ റിസ്ട്രൈൻസ് ഇല്ലാതെ, റിസ്ട്രൈൻസ് മീൻസ് കൺട്രോൾ ഇല്ലാത്തൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ലേബേഴ്സിന് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എൻകറേജ് ചെയ്യാൻ പറ്റൂ എന്ന് ആരെ റിയലൈസ് ചെയ്യുന്നു, ഈ പറയുന്ന റാഡിക്കൽസും ലിബറൽസ് ഒക്കെ റിയലൈസ് ചെയ്യുന്നു. അങ്ങനെ അതിനുവേണ്ടി അവർ എന്ത് ചെയ്യുന്നു, കുറേ അധികം ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ 19th century നടത്തുന്നു. Okay, then revolutionaries versus conservatives ആണ് നമുക്ക് നോക്കാനുള്ളത്. The nationalists, liberals and radicals wanted revolutions to put to end the kind of government established in Europe in 1815. 1815 യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് ഗവൺമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസർവേറ്റീവ് റെജിംസ് ആയിരുന്നു ഈ പറയുന്ന 1815. ആഫ്റ്റർ 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂവിൽ നെപ്പോളിയൻ ഡിഫീറ്റ് ആയതിനു ശേഷം യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൺസർവേറ്റീവ് റെജിംസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യുക എന്നുള്ളതായിരുന്നു നാഷണലിസ്റ്റുകളും ലിബറൽസും റാഡിക്കൽസും ഒക്കെ മുമ്പോട്ട് വെച്ച ആശയം. മക്കൾ ചോദിക്കും, ഇതിനിടയിൽ എവിടുന്ന് വന്നു സാറേ നാഷണലിസ്റ്റ്? ഓക്കെ,
സാർ ഞാൻ 10th സാർ കുഞ്ഞില്ലേ ഇല്ലടാ. യെസ്. അപ്പോൾ മക്കൾ ചോദിക്കും ഇതിനിടയിൽ എവിടെ നിന്ന് വന്നു സാറേ നാഷണലിസ്റ്റ്? അപ്പോൾ നാഷണലിസ്റ്റുകളെ കുറിച്ച് നമുക്ക് 10th എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഓക്കെ, നാഷണലിസ്റ്റുകളെ കുറിച്ച് നമുക്ക് 10th പഠിക്കാൻ കേട്ടോ. അപ്പോൾ ലിബറൽസും നാഷണലിസ്റ്റുകളും റാഡിക്കൽസും ഒക്കെ എന്ത് ഡിമാൻഡ് ചെയ്തു? ഈ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസർവേറ്റീവ് റെജ്യൂംസ് ആഫ്റ്റർ 1815 എന്ത് ചെയ്തിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കൺസർവേറ്റീവ് റെജ്യൂംസ് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം എന്ന് നമ്മുടെ റാഡിക്കൽസും നാഷണലിസ്റ്റുകളും ലിബറൽസും ഡിമാൻഡ് ചെയ്തു. ഓക്കെ, in France, Italy, Germany, and Russia, revolutionaries began to plan secretly against monarchs. For example, after 1815, Giuseppe Mazzini, an Italian nationalist, secretly formed 2 secret societies. Nationalists too started revolution for creating a nation in which each citizens would get equal rights. അതുപോലെ നമുക്ക് കാണാൻ പറ്റും റവല്യൂഷണറി സൊസൈറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 10th CBSE നമുക്ക് നമ്മൾ മക്കൾ ചോദിക്കും സാർ ഇത് 10th പഠിക്കാണെന്ന് 9th എന്ന് പറയും. 10th എത്തുമ്പോൾ ചോദിക്കും സാർ ഇത് 9th പഠിപ്പിച്ചിട്ടേ ചോദിക്കും. ഇങ്ങനത്തെ എന്താണ് ട്രോളും കാര്യങ്ങളൊക്കെ സാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ സത്യമായിട്ട് പറഞ്ഞാണ് ഇതിലാരൊക്കെ 10th വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 10th വന്ന മക്കൾക്ക് അറിയാം ഇതൊക്കെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട്? യെസ്, 10th പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് ജൂസഫ് മസീനി എന്ന് പറയുന്നത് 2 റവല്യൂഷണറി സൊസൈറ്റി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ്. അവിടെ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി ലീഡർഷിപ്പ് കൊടുത്തിരുന്ന ഒരു പേഴ്സൺ ആണ് മസീനി. ഓക്കെ, അപ്പോൾ മസീനിയെ പോലെയുള്ള ആളുകളൊക്കെ സീക്രട്ട് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നു. അങ്ങനെ അവരെന്താണ് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. കൺസർവേറ്റീവ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നാഷണലിസ്റ്റ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഏട്ടാ നമ്മളെ 10th ആരോ വന്നു പറഞ്ഞല്ലോ, ഒന്ന് കമന്റ് ചെയ്താ. നമ്മുടെ മസീനി ഫോം ചെയ്തിട്ടുള്ള 2 സീക്രട്ട് സൊസൈറ്റീസ് ഒന്ന് കമന്റ് ചെയ്ത് കൊടുത്തടാ. 10th പഠിക്കാണ്ട് തന്നെ സാർ പറ്റിക്കൂലെന്ന് കാണിക്കാൻ കേട്ടാ. ഓക്കെ, then the coming of socialism to Europe. By the mid-19th century, Europe's socialism as well-known body of ideas that attracted widespread attention. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് യെസ് സാർ ഒന്ന് മൊസിൽ കാണിച്ചത് യാരാണ് അന്തമാതിരില്ല മപ്പിച്ചിട്ട്. യെസ്, ഓക്കെ, നാഷണലിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ നാഷണൽ സ്റ്റേറ്റ് ഫോർമേഷന് വേണ്ടി ബിഹൈൻഡ് വർക്ക് ചെയ്തിരുന്ന ആളുകളാണ്. ദേ വാണ്ട് ടു ഫോം എ നാഷണൽ സ്റ്റേറ്റ് എന്നുള്ളതായിരുന്നു. എന്താ ചെയ്യുക, പല ഷാറ്റേഡ് ആയി കിടക്കായിരുന്നു. യൂറോപ്പിലൊരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ നേഷൻസ് ഉണ്ടായിരുന്നില്ല. പല നേഷൻസും പല റൂളേഴ്സിന് അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ദേ വാണ്ട് ടു ഫോം എ സിംഗിൾ നേഷൻ അല്ലെങ്കിൽ പറയുന്ന ഒരു യുണൈറ്റഡ് നേഷൻസ് എന്നൊക്കെ പറയുന്ന ആശയങ്ങളായിരുന്നു അവർ മുമ്പോട്ട് വെച്ചിരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് നാഷണൽ സ്റ്റേറ്റ് ഫോം ചെയ്താൽ എല്ലാ ആളുകളും ഈക്വലി ട്രീറ്റ് ചെയ്യും അല്ലേ. സാറുടേത് കാതറിൻ കമന്റ് ചെയ്തു യങ് ഇറ്റലി ആൻഡ് യങ് യൂറോപ്പ് അല്ലേ. മൊസീനി ഫോം ചെയ്തുള്ള 2 സീക്രട്ട് സൊസൈറ്റീസ് ആണ് യങ് ഇറ്റലി ആൻഡ് യങ് യൂറോപ്പ്. യെസ്, ഗുഡ്. അവിടെ നമ്മൾ പറയുന്നത് കമ്മിങ് ഓഫ് സോഷ്യലിസം യൂറോപ്പ്. ദെൻ ഗ്രാജുവലി സോഷ്യലിസം കൂടി 19th സെഞ്ചുറിയിൽ mid-19th സെഞ്ചുറിയിൽ യൂറോപ്പിലെത്താണ് കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജി ആയിട്ട് എന്ത് മാറുന്നുണ്ട്, സോഷ്യലിസം മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് സോഷ്യലിസം നമുക്ക് നോക്കാം. ഓക്കെ, യെസ് സാർ. അപ്പോൾ ആർക്കാണ് മെജോറിറ്റി? റാഡിക്കൽസ് ആൻഡ് കൺസർവേറ്റീവ്സ്, ലിബറൽസ്. അങ്ങനെ ഒരു ഇലക്ഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കാണ് മെജോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഡിഫറെൻറ്റ് ആളുകൾ ഡിഫറെൻറ്റ് ഐഡിയോളജി ഫോളോ ചെയ്തു എന്നുള്ള റിയാലിറ്റി. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ഏതൊരു കോൺസെപ്റ്റ് നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ ഇതിൽ ഏത് കോൺസെപ്റ്റാണ് മെജോറിറ്റി സപ്പോർട്ട് വെച്ചാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പ്രിഡിക്റ്റബിൾ അല്ല. ഓക്കെ, yes, socialists were against private property, and so it was the root of all social ills. They wanted to society where more attention would be paid to collective social interests. Socialists had a different vision of the future. Some believed that the idea of cooperatives. So നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് എന്ന് പറയും. സോഷ്യലിസം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഒരാളുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോഷ്യൽ പ്രോപ്പർട്ടിയാണ്, എല്ലാ പ്രോപ്പർട്ടിയും സോഷ്യൽ പ്രോപ്പർട്ടിയാണ്, ഇൻഡിവിജ്വൽസ് അല്ല അത് എന്ത് ചെയ്യേണ്ടത്, ഓൺ ചെയ്യേണ്ടത് എന്ന് ഡിമാൻഡ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, യെസ്. 10th കാതറിൻ. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർ പ്രൈവറ്റ് പ്രോപ്പർട്ടീസിന് എഗെയിൻസ്റ്റ് ആണ്. പ്രൈവറ്റിസം, പ്രൈവറ്റ് പ്രോപ്പർട്ടി, പ്രൈവറ്റ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആണ്. അതുകൂടാതെ നമുക്കിവിടെ കാണാൻ പറ്റും എന്താണ് സൊസൈറ്റി എല്ലാ സോഷ്യൽ ഇൽസ് എന്ന് പറയുക, സോഷ്യൽ ഇൽസിൻ്റെയും റൂട്ട് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അതായത് നമ്മൾ കാൾ മാർക്സ് മുമ്പോട്ട് വെക്കുന്ന കോൺസെപ്റ്റ് ആണ് ഹാവ് ആൻഡ് ഹാവ് നോട്ട്. അതായത് സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്ന ഹാവ് ആൻഡ് ഹാവ് നോട്ട് തമ്മിലാണ്, അതായത് ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലാണ്. എപ്പോഴും എന്താണ് പറയുക, ഇപ്പോൾ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മുതലാളി നമുക്ക് എടുക്കാം. ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ പറയുക, ആരെയാണോ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പം ഞാൻ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാനൊരു വർക്കറിനെ എന്ത് ചെയ്യുന്നു, ഹയർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഇയാൾക്ക് കൊടുക്കുന്ന സാലറിക്ക് ഇയാളെ കൊണ്ട് ഡബിൾ പണിയെടുപ്പിച്ചിട്ട് മാക്സിമം ലാഭം എനിക്ക് ഉണ്ടാക്കണം, പ്രോഫിറ്റ് ഏൺ ചെയ്യണം. ഇനി വർക്കറെ സംബന്ധിച്ചിടത്തോളം, ലേബറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഞാൻ കുറേ കഷ്ടപ്പെടുന്നു, ഇയാൾ കുറേ പ്രോഫിറ്റ് എടുക്കുന്നു, എനിക്ക് സാലറി ഒന്നും കൂട്ടി തരുന്നില്ല. അപ്പോൾ ലേബർ വേഴ്സസ് അല്ലെങ്കിൽ വർക്കർ വേഴ്സസ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞ ഓണർ തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു
കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹാവ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറയും, ഉള്ളവരും ഇല്ലാത്തവരും നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റ് ആണ് സോഷ്യൽ ചേഞ്ചസിന് കാരണമെന്ന് ആര് പറയുന്നുണ്ട്? കാൾ മാർക്സ് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ സോഷ്യൽ ഇൽസിനും റീസൺ എന്ന് പറയുന്നത് എന്താണ്? ചില ആളുകളിലേക്ക് മാത്രം പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ യെസ്. എന്താ പറയുന്നുണ്ട്? യെസ്. ആരുടേത്? സാറിന് ഒരു ഫുൾ പേജ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആരുടെ തന്തമാരെല്ലാം വെച്ചിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എല്ലാ സോഷ്യൽ ഇൽസിനും കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നാണ് ആര് പറയുന്നത്? സോഷ്യലിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ സോഷ്യലിസ്റ്റുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വ്യൂസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാണ് റോബർട്ട് ഓവൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത്. An English manufacturer sought to able a cooperative community called the New Harmony in Indiana, USA. ഇന്ത്യാനയിൽ ഒരു ന്യൂ ഹാർമണി എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? റോബർട്ട് ഓവൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. Whereas other socialists felt that in order to build a cooperative on a wide scale they would need to initiation of government. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോഴാ ഓരോ ആളുകളുടെയും വർക്കിനനുസരിച്ച്, ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അവർക്ക് വെൽത്ത് ഈക്വലി പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അത് റോബർട്ട് ഓവൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഫ്രാൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ലൂയി ബ്ലാങ്ക് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് എന്താ പറയുക, ഗവൺമെന്റ് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ എൻകറേജ് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? ലൂയി ബ്ലാങ്ക് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ പ്രോമിനന്റ് റൈറ്റേഴ്സ് ആയിട്ടുള്ള കാൾ മാർക്സ് ആണെങ്കിലും ഫ്രെഡറിക് എംഗൽസ് ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾസോ ആഡഡ് അതർ ഐഡിയാസ്. അക്കോർഡിംഗ് ടു കാൾ മാർക്സ് സൊസൈറ്റി ഹാഡ് ടു ക്ലാസസ്. നമുക്കിവിടെ കാണുന്നത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് workers എന്നുള്ളതാണ്. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഓൺഡ് ഓൾ റിസോഴ്സ് ലൈക്ക് ലാൻഡ്, ഫാക്ടറീസ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ദ വർക്കിംഗ് ക്ലാസ്. ക്യാപിറ്റലിസ്റ്റ് accumulated all the profit produced by the working class. Marx believed that the workers could free themselves from the exploitation by constructing a radically socialist society where all property was socially controlled. This would a communist society. കാൾ മാർക്സ് ഈ പറയുന്ന രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വർക്കേഴ്സ്, ക്യാപിറ്റലിസ്റ്റ്, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ്സ് ആണ്, രണ്ട് ക്ലാസ്സസ് ആണ് സൊസൈറ്റിയിലുള്ളത്. രണ്ട് ക്ലാസ് ആണ്. ചില ഹാവ് ആൻഡ് ഹാവ് നോട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സണും വർക്ക് ചെയ്യുന്ന പേഴ്സണും. ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ ടെൻത്തിൽ പോയിട്ടു. സത്യടാ. ഓക്കെ, സത്യമാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണുള്ളത്. ഒന്ന് നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പേഴ്സൺ, ദാറ്റ് മീൻസ് ഓണർ, അതുപോലെ തന്നെ വർക്കേഴ്സ്. ഇങ്ങനെ രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണുള്ളത്. ഈ ഓണറിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് വർക്കറിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് ആണ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു 1000 rupees സ്പെൻഡ് ചെയ്യുന്നു, ഞാൻ ഒരു 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരാളെ ഹയർ ചെയ്യുന്നു, ഒരു ജോലിക്കാരനെ ഹയർ ചെയ്യുന്നു. അങ്ങനെ 1000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഹോട്ടൽ ഞാൻ തുടങ്ങുന്നു വിചാരിക്കും. 1000 rupees ഹോട്ടൽ എവിടെ തുടങ്ങുന്നു ചോദിക്കില്ല, ഒരു എമൗണ്ട് പറഞ്ഞതാണ്. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് 2000 rupees എന്ത് ചെയ്യുന്നു, ഔട്ട്കം ഇൻകം കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 1000 rupees ഞാൻ എന്ത് ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു, എനിക്ക് 2000 rupees കിട്ടി. അതിലൊരു 400 rupees ഞാൻ എന്ത് ചെയ്തു, വർക്കറിന് കൊടുത്തു. ബാക്കി 600 rupees ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടു. ഓക്കെ, ഇതൊരു 1000 rupees കേസാണ്. ഇതൊരു 1 lakh ആണ് ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. ഓക്കെ, 1 lakh ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, 2 lakh എനിക്ക് എന്ത് ചെയ്തു, പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഈ പറയുന്ന വർക്കറിന് ഓൾമോസ്റ്റ് എന്താണ് ഒരു 10,000 രൂപ 20,000 രൂപ മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കി ആ 1 lakh എന്ന് പറയുന്നത് 1 lakh ബാക്കി എമൗണ്ട്, അതായത് റെസ്റ്റ് എമൗണ്ട് 90,000 എന്ന് പറയുന്നത് ആ വർക്ക് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയത്. ഞാൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വെറുതെ ഇരുന്ന് എനിക്ക് പൈസ കിട്ടൂല. അയാൾ അതുകൊണ്ട് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അയാളുടെ വർക്കിന്റെ റിസൾട്ടാണ് എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ അതാണ് കാൾ മാർക്സ് പറയുന്നത്, ഈ പറയുന്ന വർക്കേഴ്സിന്റെ വർക്കിന്റെ റിസൾട്ടാണ് ഓണേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടാവാൻ പാടില്ല. സൊസൈറ്റിയിൽ ഈ പ്രോപ്പർട്ടി ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ഓണർ അല്ല ഓൺ ചെയ്യേണ്ടത്. പകരം എന്താണ്, സോഷ്യൽ പ്രോപ്പർട്ടി ആവണം, ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആവണം, വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പ്രോഫിറ്റ് ആണെങ്കിലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊരു ഡിമാൻഡാണ് കാൾ മാർക്സ് മുമ്പോട്ട് വെക്കുന്നത്. അത് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമാണ് പോസിബിൾ ആവുക എന്ന് കൂടി ആര് പറയുന്നുണ്ട്, കാൾ മാർക്സ് പറയുന്നുണ്ട്. ഓക്കെ, സൗണ്ട് ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്, ഒന്ന് മക്കൾ കോപ്പറേറ്റ് ചെയ്യുക. ദെൻ സപ്പോർട്ട് ഫോർ സോഷ്യലിസം ആണ് നമ്മൾ പറയുന്നത്. വിത്ത് ദ സ്പ്രെഡ് ഓഫ് സോഷ്യലിസ്റ്റ് ഐഡിയാസ്, supporters of socialism formed an international body, namely as the second international എന്നാണ് ഈ പറയുന്ന ഇന്റർനാഷണൽ ബോഡി ഓഫ് സോഷ്യലിസം നമ്മൾ അറിയപ്പെടുന്നത് സെക്കൻഡ് ഇന്റർനാഷണൽ എന്ന പേരിലാണ്. Many workers in England and Germany began forming association to fight for better living and working conditions. They set up funds to help the members of difficult times. Then also they demanded for reduction of working hours and a right to vote.
In Germany, this association worked closely to the Social Democratic Party (SPD) and helped win parliamentary seats. By 1905, Socialist and Trade Unionists formed a Labour Party in Britain and a Socialist Party in France. നമുക്ക് കാണാൻ പറ്റും Labour Party one of the most important ആയിട്ടുള്ള പാർട്ടി കേട്ടോ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിയാണ് ലേബർ പാർട്ടി എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബ്രിട്ടനിൽ ഉണ്ടാവുന്ന ലേബർ പാർട്ടി, ബ്രിട്ടനിലെ ലേബർ പാർട്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഒക്കെ ആവുന്ന സമയത്തൊക്കെ ബ്രിട്ടൻ ഗവേൺ ചെയ്തിരുന്ന പാർട്ടിയൊക്കെ ആയിരുന്നു ലേബർ പാർട്ടി. അപ്പോൾ ലേബർ പാർട്ടി ബ്രിട്ടനിൽ ഫോം ചെയ്യുന്നു, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് പാർട്ടി ഫ്രാൻസിൽ ഫോം ചെയ്യുന്നു. ഇതൊക്കെ എന്ത് ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ടാണ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പാർട്ടീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then, even though the ideas of socialists did shape legislation, but till 1914, they did not success forming their own government in Europe. അതായത് നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഒക്കെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, സപ്പോർട്ടൊക്കെ ഗെയിൻ ചെയ്യപ്പെടുന്നു. ബട്ട് നമുക്കിവിടെ കാണാൻ പറ്റും 1914 വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് യൂറോപ്പിൽ ഫോം ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. Then, the Russian Revolution. In Russia, where the industrialization was least at the socialist government, this government got controlled in Russia through October Revolution of 1917. There were two major events, February Revolution and October Revolution, normally called the Russian Revolution. നമ്മൾ പറയുന്നത് റഷ്യയിൽ രണ്ട് പ്രധാനപ്പെട്ട റെവല്യൂഷനാണ് ഉണ്ടായിട്ടുള്ളത്. സർ 10th ജിയോഗ്രഫി 100 MCQs എപ്പോഴാണ് ഉണ്ടാവുക? ജിയോഗ്രഫിൻ്റെ 100 MCQs എന്തായാലും വിത്തിൻ ഒരു 3 days ഒക്കെ ഉണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? യെസ്, ഐ തിങ്ക് മേ ബി ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ എന്തായാലും ലോഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. സാറൊരു പാട്ട് പാടാം, അത് കേട്ട് നിങ്ങളോടാം അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ലടാ. നല്ല തങ്കമാന മക്കൾ ക്ലാസ് കാണുക, അപ്പടിയേ ഇരിക്കുക, ഞാൻ ഇപ്പടിയേ ഇരുന്ന് ക്ലാസ് എടുക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് റഷ്യൻ റവല്യൂഷനിൽ മേജറായിട്ടും 2 റവല്യൂഷൻസ് ആണ് ഉണ്ടാവുന്നത്, ഫെബ്രുവരി റവല്യൂഷനും ഒക്ടോബർ റവല്യൂഷനും. അങ്ങനെ 1970 ഈ പറഞ്ഞ റഷ്യൻ റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റവല്യൂഷൻ നോർമലി ഇത് അറിയപ്പെടുന്നത് റഷ്യൻ റവല്യൂഷൻ എന്ന പേരിലാണ്. Okay, so what is the difference between socialism and communalism? Actually, socialism is an ideology. Communalism എന്ന് പറയുന്നത് it's a political version of ideology ആണ് നമ്മൾ കമ്മ്യൂണലിസം പറയട്ടാ. ഓക്കെ, കമ്മ്യൂണിസം പറയാം. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ വർഗീയതയെ കമ്മ്യൂണിസം പറയട്ടാ. ഓക്കെ, ആക്ച്വലി കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകാണ്, ഒരു വേർട്ടിക്കലേക്ക് നമ്മൾ പോവാണ്. രണ്ടും എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, ഫൈനൽ സൊസൈറ്റി ആയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയെ മാർക്സ് റെക്കമെൻഡ് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത ഒരു സൊസൈറ്റി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈക്വലി വെൽത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളിലും ഒരു കൂടുതൽ പവേഴ്സോ അല്ലെങ്കിൽ വെൽത്തോ കോൺസെൻട്രേറ്റ് ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് സൊസൈറ്റി എന്നൊക്കെയാണ് കാൾ മാർക്സ് ആർഗ്യൂ ചെയ്യുന്നത്. ഓക്കെ, റഷ്യൻ എംപയർ ഇൻ 1914, നമ്മൾ റഷ്യൻ റവല്യൂഷനിലേക്ക് എന്ത് ചെയ്യാൻ പോകട്ടോ. വലൈക്കും സ്ലാം. യെസ്, ഓക്കെ, അപ്പോൾ റഷ്യൻ എംപയർ ഇൻ 1914 നമ്മൾ പോവാണ്. ഇൻ 1914 നിക്കോളാസ് സെക്കൻഡ് റൂൾഡ് റഷ്യ ആൻഡ് ഇറ്റ്സ് എംപയർ. ബിസൈഡ്സ് ടെറിട്ടറി അറൌണ്ട് മോസ്കോ, റഷ്യൻ എംപയർ ഇൻക്ലൂഡഡ് കറന്റ് ഫിൻലാൻഡ്, ലിത്വേനിയ, എസ്റ്റോണിയ, പാർട്ട് ഓഫ് പോളണ്ട്, ഉക്രൈൻ, ബെലാറസ്, ജോർജിയ, അർമേനിയ, അസർബൈജാൻ. ഇങ്ങനെ വലിയൊരു ഏരിയ എന്തിൻ്റെ ഭാഗമായിരുന്നു? റഷ്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ ഓക്കെ യെസ്, റഷ്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then the majority religion was Russian Orthodox Christianity, although there were some other religions too. These were Catholics, Protestants, Muslims and Buddhists. അതായത് റഷ്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു റഷ്യയിലെ മെജോറിറ്റി റിലിജൻ, മെജോറിറ്റി ആളുകളും ഫോളോ ചെയ്തിരുന്ന റിലിജൻ. അതുകൂടാതെ കാത്തോലിക്സ് ഉണ്ടായിരുന്നു, പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, മുസ്ലിംസ് ഉണ്ടായിരുന്നു, ബുദ്ധിസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലിജൻ അവിടെ ഉണ്ടായിരുന്നു, റഷ്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇസ് കമ്മ്യൂണിസം ആൻഡ് സോഷ്യലിസ്റ്റ് സെയിം ആണെന്ന് പറയാൻ പറ്റൂല, ഐഡിയോളജിക്കലി ഡിഫറൻസസ് ഉണ്ട് ആക്ച്വലി. യെസ്, ഓക്കെ, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ വേർഷൻ ആണ് നമ്മൾ കമ്മ്യൂണിസം പറയുമ്പോൾ പറയാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് പറയാം. ഓക്കെ, അതായത് കമ്മ്യൂണിസം ഫോളോ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഇപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നില്ല, നമ്മുടെ കോൺഗ്രസിനകത്തും സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടായിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തും സോഷ്യലിസ്റ്റ് വ്യൂസ് ഉള്ള ആളുകളുണ്ട്. അങ്ങനെ സോഷ്യലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്മളൊരു കോമൺ ഐഡിയോളജിയാണ്. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലേക്ക് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ഓൾമോസ്റ്റ് രണ്ടും ഓൾമോസ്റ്റ് പറയുന്നത് എന്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് ഒരു സിമിലിയർ ആയിട്ടുള്ള. അപ്പം നമ്മളിപ്പോൾ ഏർലിയസ്റ്റ് ടൈമിൽ ഈ പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ ഒക്കെ ചൈനയിലൊരു ഫസ്റ്റ് വേർഷൻ എന്നൊക്കെ പറയുന്നത് മാവോയിസം ആയിരുന്നു, മാവോയിസത്തിൻ്റെ ലീഡർഷിപ്പിൽ. പക്ഷേ അത് എൻ്റെ ഡിഫറെൻ്റ് ആവുന്നുണ്ട്, കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാവോയിസം മാറുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് എന്തുണ്ടാവും, അതിൽ കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ,
യെസ്. അപ്പോൾ ഇക്കണോമി ആൻഡ് സൊസൈറ്റിയാണ് നമുക്ക് നോക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് 20th century, 85% of peoples were agriculturists. Russia was a major exporter of grain. Then mainly industries were concentrated in small areas. There were two prominent industrialist areas, Petersburg and Moscow. Usually at that time, craftsmen undertook much of the production, although there were large factories too alongside craft workshops. In 1890s, with the expansion of railway network and increase in foreign investment, many factories up in റഷ്യ. അവിടെ നമ്മൾ പറയുന്നത് മെജോറിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് 20th സെഞ്ചുറിയിലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ അഗ്രികൾച്ചറിസ്റ്റ് തന്നെയാണ് റഷ്യയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗ്രെയിൻ എക്സ്പോർട്ട് ചെയ്യലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു നേഷനായിരുന്നു റഷ്യ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡസ്ട്രീസ് ആദ്യത്തെ സമയത്തൊക്കെ ചെറിയ ഏരിയാസിൽ മാത്രമായിരുന്നു ഇൻഡസ്ട്രീസ് ഫോക്കസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നത്. പീറ്റർസ്ബർഗ് അതുപോലെ തന്നെ മോസ്കോ ആയിരുന്നു ഇൻഡസ്ട്രീസ് കൂടുതലും ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ്മെൻ ഉണ്ടായിരുന്നു, അവരും ഈ പറയുന്ന ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കാണാൻ പറ്റും 1890s റെയിൽവേ നെറ്റ്വർക്ക് ഒക്കെ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷമാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതും റഷ്യയിൽ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു കൂടുതലായിട്ട് സെറ്റപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then coal production doubled and iron and steel output got troubled. Thus by 1990s the workers in factories and craftsmen became equal in numbers. ഇവിടെ നമ്മൾ പറയുന്നത് ആദ്യം ക്രാഫ്റ്റ്സ്മെൻ ആയിരുന്നെങ്കിൽ പിന്നീട് ഫാക്ടറി വർക്കേഴ്സും ക്രാഫ്റ്റ്സ്മെൻ ഒക്കെ ഈക്വൽ നമ്പേഴ്സ് ആയി മാറുന്നു. അതിൽ തന്നെ എന്താ പറയുക അയൺ ആൻഡ് കോളിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then at the time most industries were the private property of individualisറ്റിൻ്റെ കയ്യിലായിരുന്നു, പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു കൂടുതലും ചെയ്തിരുന്നത്. ഫാക്ടറീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗവൺമെന്റ് സൂപ്പർവൈസ്ഡ് ലാർജ് ഫാക്ടറീസ് ടു എൻഷുർ മിനിമം വേജസ് ആൻഡ് ലിമിറ്റഡ് hours of work. At many times rules were broken. Usually people working in craft units would spend 15 hours whereas factory workers would work 10 to 12 hours. Accommodation varied from room to dormitories. ഇവിടെ നമ്മൾ പറയുന്നത് വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ എന്താണ് വേജസ് ഒരു മിനിമം വേജസ് എൻഷോർ ചെയ്യാനും അതുപോലെ തന്നെ പ്രൊലോങ്ഡ് അവേഴ്സ് വർക്ക് ചെയ്യുന്ന റിഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകൾ അത് പല റൂൾസും ബ്രേക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് റഷ്യയിൽ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മളിവിടെ പറയുന്നതാ 15 hours ഒക്കെ ആയിരുന്നു വർക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്. ഓക്കെ, ക്രാഫ്റ്റ് യൂണിറ്റിലൊക്കെ 15 hours ഒക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ട് വന്നിരുന്നു പറയുന്നുണ്ട്. അതിന് ഫാക്ടറി വർക്കേഴ്സിനൊക്കെ 12 hours ഒക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് അക്കോമഡേഷൻ ആണെങ്കിൽ ചില ആളുകൾക്ക് റൂം, ചില ആളുകൾക്ക് ഡോർമെറ്ററീസ്, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈക്വലൊന്നും ആയിരുന്നില്ല എല്ലാം എന്ന് നമുക്ക് കാണാൻ പറ്റും. വർക്കേഴ്സിനിടയിലും ഒരു ഡിവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സം വർക്കേഴ്സ് ഹാഡ് സ്ട്രോങ് ലിങ്ക്സ് വിത്ത് ദർ വില്ലേജ് വെയറസ് സം വർക്കേഴ്സ് സെറ്റിൽഡ് ഇൻ സിറ്റീസ് പെർമനൻ്റ്ലി. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് എന്താണ് അവരുടെ പണ്ടത്തെ കാലം മുതൽ വില്ലേജ് അവർ എന്താ പറയുക അവർ പണ്ട് ഒന്നിച്ച് താമസിച്ചിരുന്ന ആളുകൾ, നെയ്ബേഴ്സ്, ഇങ്ങനെയുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ വർക്കേഴ്സിനിടയിൽ ഉണ്ടായിരുന്നു. ദെൻ ദർ വാസ് ഡിവിഷൻ അമംഗ് വർക്കേഴ്സ് ഓൺ ദ ബേസ് ഓഫ് സ്കിൽസിന്റെ ബേസിലും വർക്കേഴ്സിനിടയിൽ എന്തുണ്ടായിരുന്നു ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഫോർ ഇൻസ്റ്റൻസ് എ മെറ്റൽ വർക്കർ ഓഫ് സെന്റ് പീറ്റർബർഗ് recalled metal workers considered themselves as aristocrats among the workers. Their occupation demanded more training and skill. മെറ്റൽ വർക്കേഴ്സ് പറയുന്നത് ആ പറയുന്ന വർക്കേഴ്സിന്റെ ഗ്രൂപ്പിൽ അരിസ്റ്റോക്രാറ്റ്സ് ആണ്, ഏറ്റവും എന്താ പറയുക ഏറ്റവും മെച്ചം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഞങ്ങളാണെന്നായിരുന്നു ആര് പറഞ്ഞിരുന്നത്? മെറ്റൽ വർക്കേഴ്സ് പറഞ്ഞിരുന്നത്. കാരണം മെറ്റൽ വർക്കേഴ്സിന് കൂടുതൽ സ്കില്ലും ട്രെയിനിങ് ഒക്കെ ആവശ്യമായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വർക്കേഴ്സിനിടയിലും അവരുടെ വർക്കിംഗ് സ്കില്ലിനനുസരിച്ചുള്ള ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ പെസൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യയിലെ പെസൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സാർ കമന്റ് ബോക്സിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ടൈം കുറച്ച് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് സ്ലൈഡ് നമ്പർ 52 വി ഹാവ് 150 സ്ലൈഡ്സ്. നമ്മൾ ഓൾമോസ്റ്റ് 1 hour and 50 minutes ആയി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കറിയാം നമ്മൾ കുറേ അധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. മേ ബി അതൊരു 12 o'clock 1 o'clock പോകും. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ബിഫോർ 11 o'clock നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കമന്റ് ബോക്സ് കുറച്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നില്ല. മക്കളൊന്നും എന്ത് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യട്ടെ. മക്കളാരും സാർ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ ഒന്നും വിചാരിക്കരുത്. നമ്മുടെ ടൈം മക്കളുടെ ടൈം മക്കൾക്ക് ക്ലാസ് എടുത്ത് തരാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റി മാത്രം സാർ ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ അല്ലടാ, സെറ്റാണ്, ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒരു റെഡ് ഹാർട്ട് മക്കളൊന്ന് കമന്റ് ബോക്സിലിട്ടെ. യെസ്, അതിനുശേഷം നമുക്ക് നേരെ എന്ത് ചെയ്യാം കമന്റ് ബോക്സ് ഒരു വലിയൊരു ചാപ്റ്റർ കണ്ടീഷൻ കമന്റ് ബോക്സിൽ ഫോക്കസ് ചെയ്യുള്ളൂ. യെസ്, ഒരു റെഡ് ഹാർട്ട് മക്കളിടാ. മക്കൾ എന്ത് ചെയ്യാം ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സാറിൻ്റെ എനർജി മക്കൾ എന്ത് ചെയ്യാം നോക്കാം. യെസ്, ഉറങ്ങിപ്പോരുത്. നാളെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നാളെ ജിയോഗ്രഫിയുടെ മാരത്തോൺ ഉണ്ട്. 3 chapters വരെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ സാറും വരും. യെസ്,
ഹാവ് അനദർ മാരത്തോൺ ഇൻ 8 CBSE. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നാളെ 2 മാരത്തോണാണുള്ളത്. അപ്പോൾ യെസ് നമുക്ക് കുറേ ടൈം ഇന്ന് പോകണ്ട അല്ലേ. യെസ്, മക്കൾ കോപ്പറേറ്റ് ചെയ്യുന്ന പറയുന്നുണ്ട്. അപ്പോൾ പെസൻസ് ഇൻ റഷ്യ ആണ് നമ്മൾ നോക്കുന്നത്. റഷ്യയിലെ പെസൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, in the countryside, peasants cultivated most of the land, but the nobility and clergy owned the large properties. Like workers, peasants too had divisions. For example, according to Lenin, some were poor and others were rich. Then some workers as laborers while others were capitalists. Moreover, these peasants were different from other European peasants. Peasants were deeply religious, but unlike France, they had no respect for the nobility. Nobles got their power and position through their services to Tsar only. ഇവിടെ നമ്മൾ പറയുന്നതാ, നമ്മൾ റഷ്യയുടെ കേസ് എടുക്കുന്ന സമയത്ത് റഷ്യയിൽ എന്താ പറയുക, കൺട്രി സൈഡ് കുറേ അധികം പെസൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ആളുകൾ എന്താ പറയുക ഓൺ ലാൻഡിലാണെങ്കിൽ കൂടുതൽ ആളുകളും നോബൽസിൻ്റെയും ക്ലേർജിൻ്റെയും ലാൻഡിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറയുന്നത് വർക്കേഴ്സിനിടയിലും ഡിവിഷൻ ഉണ്ട്. ചില ആളുകൾ പൂർ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ട്, ചില ആളുകൾ റിച്ച് ആയിട്ടുള്ള വർക്കേഴ്സ് ആണുള്ളത്. വർക്കേഴ്സിനിടയിലും ഡിവിഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് റഷ്യയിലെ വർക്കേഴ്സ് യൂറോപ്പിലെ മറ്റു വർക്കേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, അവർ ആരോട് റെസ്പെക്റ്റ് ഇല്ല, നോബൽസിനോട് റെസ്പെക്റ്റ് ഇല്ല. നോബൽസിനോട് റെസ്പെക്റ്റ് ഇല്ല ആർക്കടാ, റഷ്യയിലെ വർക്കേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. സർ, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ സയൻസിന് മാരത്തോൺ നമുക്ക് മറ്റന്നാൾ ഉണ്ടാവും. ഈ ജിയോഗ്രഫി നാളെയാണ്, ബാക്കി മറ്റന്നാൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അവിടെ നമ്മൾ പറയുന്നത് അപ്പം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ എന്നെ സഹിക്കണം മക്കളെ. ഓക്കെ, 3 ദിവസം സഹിച്ചാൽ മതി. ഓക്കെ, അവിടെ നമ്മൾ പറയുന്നതാ റഷ്യയിലെ പെസൻസ് എന്ന് പറയുന്നത് നോബൽസിനോടൊന്നും വലിയൊരു റെസ്പെക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. നോബൽസിനാണെങ്കിൽ അവർക്ക് ആ പവർ കിട്ടിയിരുന്നത് നിക്കോളാസ് സെക്കൻ എന്താ പറയുക അസാർ ഡൈനാസ്റ്റിക് എന്താ പറയുക സർവീസ് ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നോബൽസിന് ആ പവർ കിട്ടിയിരുന്നത്. നോബൽസിനോട് ആർക്കും റെസ്പെക്റ്റ് ഇല്ല, റഷ്യയിലെ പെസൻസിന് റെസ്പെക്റ്റ് ഒന്നുമില്ല. ചിലപ്പോൾ നോബൽസിന് ലാൻഡ് ലോഡ്സിനൊക്കെ കില്ല് ചെയ്തിരുന്നു പെസൻസ് നമുക്ക് കാണാൻ പറ്റും. ലാൻഡ് പിടിച്ചെടുക്കാൻ വേണ്ടി കില്ല് ചെയ്തിരുന്ന സിറ്റുവേഷൻ എടുക്കാൻ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റഷ്യയിലെ വർക്കേഴ്സ്. മറ്റ് യൂറോപ്യൻ റഷ്യയിലെ പെസൻസ് റഷ്യയിലെ പെസൻസ് മറ്റ് യൂറോപ്യൻ പെസൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ റഷ്യയിലെ പെസൻസ് എന്താണ്, കുറച്ച് അഗ്രസീവ് ആണ് നമുക്ക് കാണാൻ പറ്റും. ലാൻഡ് ലോഡ്സിനൊക്കെ കില്ല് ചെയ്തിട്ടൊക്കെ ലാൻഡ് പിടിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Socialism in Russia. Before 1914, all political parties were illegal in Russia. Although socialists founded the Russian Social Democratic Workers' Party in 1898, but the government policies made them work as an illegal organization. The party set up a newspaper, mobilized workers and organized strikes. Later, the Russian Social Democratic Labour Party got split into Mensheviks and Bolsheviks due to different thoughts. ഇവിടെ നമ്മൾ പറയുന്നത് 1914 മുമ്പ്, അതായത് നമ്മൾ ഈ പറയുന്ന റഷ്യൻ റവല്യൂഷനിലെ സോഷ്യലിസ്റ്റ് വരുന്നതിന് മുമ്പ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇല്ലീഗലായിരുന്നു. ആ സമയത്തും പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്തിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകൾ ചേർന്നതിൽ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്യുന്നു. ദെൻ എന്താ പറയുക ഗവൺമെൻറ് ഈ പറയുന്ന പാർട്ടി ഇല്ലീഗലാണെന്നൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഈ പാർട്ടി പിന്നീട് ന്യൂസ് പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ന്യൂസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഈ പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. മെൻഷെവിക്സ്, ബോൾഷെവിക്സ്. മെൻഷെവിക്സ് മൈനോറിറ്റി, ബോൾഷെവിക്സ് മെജോറിറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് ഈ ഒരു പാർട്ടി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിലെ ബോൾഷെവിക്കിന്റെ ലീഡറാണ് ലെനിൻ, മെൻഷെവിക്കിന്റെ ലീഡറാണ് കെറൻസ്കി. അത് നമ്മൾ പഠിക്കാനുണ്ട് വരുന്ന പേജസിൽ. ഓക്കെ, അക്കോർഡിംഗ് ടു സം സോഷ്യലിസ്റ്റ്, ദ കസ്റ്റംസ് ഓഫ് ഡിവൈഡിംഗ് എ ലാൻഡ് പീരിയോഡിക്കലി മെയ്ഡ് ദ പെസൻസ് നാച്ചുറൽ സോഷ്യലിസ്റ്റ്. ദെൻ therefore only they would become the main force to the revolution in Russia. Also, they felt Russia could become socialist more quickly than other countries. ഇവിടെ നമ്മൾ പറയുന്നതാ, ഇവർ പറയുന്നത് ഈ പറയുന്ന ലാൻഡ് പീരിയോഡിക്കലി എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യുന്ന ഒരു കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്താ പറയുക നാച്ചുറലി സോഷ്യലിസ്റ്റുകളാണ് റഷ്യയിലെ പെസൻസ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് മറ്റ് ഏരിയാസിനേക്കാളും ക്വിക്കായിട്ട് തന്നെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രീസ് ആയിട്ട് മാറാൻ പറ്റുമെന്ന് സോഷ്യലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർഗ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ എന്താ പരിപാടി എന്നുള്ളതാണ് കെൻസോ ഗെയിമിങ്ങിന് അറിയേണ്ടത്. റഷ്യൻ റവല്യൂഷനിൽ കുറേ ആളുകൾ മരിച്ചുപോയിടാ, കുറേ ആളുകൾ മരിച്ചുപോയി. കുറേ അധികം ബ്ലഡി സൺഡേ ഒക്കെ ഉണ്ടായിരുന്നു റഷ്യൻ റവല്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെ രക്തരൂക്ഷിതമായ ഞായറാഴ്ച അല്ലെങ്കിൽ ബ്ലഡി സൺഡേ ഒക്കെ ഉണ്ടായി സങ്കടകരമായിട്ടുള്ള കഥയൊക്കെ സാറ് പറയുമ്പോൾ വാലന്റൈൻസ് ഡേക്ക് എന്താ പരിപാടി, ആരാണത്? இந்த மாதிரி எல்லாமே കമന്റ് ബോക്സിൽ വന്നിട്ട് പേസിട്ട് ഇരിക്കുക. ഞാൻ കമന്റ് ബോക്സ് നോക്കണ്ടെന്ന് വിചാരിച്ചതാണ്. ക്ലാസ് എടുക്കുക, ഡു നത്തിങ്, അല്ല എന്താ പറയുക, ഡോണ്ട് റീഡ് കമന്റ് ബോക്സ് എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ് എന്നൊക്കെ പറയുന്ന പോലെ ക്ലാസ് മാത്രം എടുക്കുക, കമന്റ് ബോക്സ് വായിക്കാതിരിക്കാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഗെയിമിങ് സമ്മതിക്കുക.
വാലന്റൈൻസ് ഡേ എന്താ പറയുക, ആടാ ചെങ്ങായ പഠിച്ചിട്ട് 4 അക്ഷരം എഴുതാൻ നോക്ക്, എന്നിട്ട് വാലന്റൈൻസ് ഡേ. യെസ്, ഓക്കെ. അവിടെ നമ്മൾ പറയുന്നത് റഷ്യയിൽ ക്വിക്കായിട്ട് തന്നെ എന്തുണ്ടാവും, സോഷ്യലിസം എമേർജ് ചെയ്യും എന്നുള്ളതായിരുന്നു സോഷ്യലിസ്റ്റുകൾ ബിലീവ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇൻ ദ ലേറ്റ് 19th century, socialists actively worked towards the promotion of the ideas of socialism in countryside. They even formed the Socialist Revolutionary Party in 1900 നമുക്ക് കാണാൻ പറ്റും. അതായത് കൺട്രി സൈഡ് ഫാമേഴ്സിനിടയിലും എന്താണ് ഈ പറയുന്ന സോഷ്യലിസ്റ്റുകൾ Julius-Mato or Kerensky. Kerensky also the leader of Alexander Kerensky and എന്താ പറയാ എസ്-മാട്ടോ രണ്ടാളും കേട്ടോ. യെസ്, ലെനിനും ട്രോട്സ്കിയും ആയിരുന്നു നമ്മുടെ ബോൾഷെവിക്കിന്റെ ലീഡേഴ്സ്. യെസ്, കുറെ അധികം ലീഡേഴ്സ് ഉണ്ടാവില്ല. യെസ്, അല്ലെ അലക്സാണ്ടർ കെൻസ്കി ആയിരുന്നു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തത്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി 1900 എവിടെയും ഫോം ചെയ്തു, കൺട്രി സൈഡും ഫോം ചെയ്തു, വർക്കേഴ്സ് ഫാമേഴ്സിനിടയിലും ഫോം ചെയ്തു. ദിസ് പാർട്ടി സ്ട്രഗിൾ ഫോർ പെസൻസ് റൈറ്റ്സ് ആൻഡ് ഡിമാൻഡഡ് ഫോർ ദ ട്രാൻസ്ഫർ ലാൻഡ് ഓഫ് from nobles to peasants. However, the views of social democrats about peasants were different from socialist revolutionaries. Socialist revolutionaries പറയുന്നത് പെസൻസിന് എന്ത് ചെയ്യണം, നോബൽസിന് കഴിഞ്ഞും ലാൻഡ് പിടിച്ചു കൊടുക്കണം എന്നാണ്. പക്ഷെ സോഷ്യൽ ഡെമോക്രാറ്റ്സ് ഈ പറയുന്ന എന്തിനെ കംപ്ലീറ്റ് ആയിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. യെസ്, നമ്മുടെ എന്താണ് ഈ ഒരു സോഷ്യൽ റവല്യൂഷണറീസിന്റെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ലെനിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലേ, എന്താണ് യെസ് ഈ പറഞ്ഞതുപോലെ തന്നെ പെസൻസിനിടയിൽ റിച്ചും പൂവറും ഉണ്ട്. അതായത് ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള പെസൻസ് ഉണ്ട്, ലാൻഡ്ലെസ് ആയിട്ടുള്ള പെസൻസ് ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് അല്ല പെസൻസ് എന്നാണ് ലെനിൻ ആർഗ്യൂ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then a turbulent time, the 1905 revolution. In Russia, Tsar enjoyed his autocratic rule till the beginning of the 20th century. So all the groups who opposed autocracy joined their hands against such rule. For example, liberals worked with the peasants and workers during the revolution of 1905 demanded a constitution. They also got support from nationalists in Poland and jihadists in Muslim dominated areas. ഇവിടെ നമ്മൾ പറയുന്നത് 1905, അതായത് ഇവിടെ നമ്മൾ പറയുന്നത് മറ്റ് യൂറോപ്പിലെ മറ്റ് പല ഏരിയാസിലും 20th സെഞ്ചുറിന്റെ ബിഗിനിങ്ങിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് മൊണാക്സ് അല്ലെങ്കിൽ പറഞ്ഞ ഓട്ടോക്രാറ്റിക് റൂളൊക്കെ എൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ റഷ്യയുടെ സിറ്റുവേഷൻ അങ്ങനെയല്ല. റഷ്യയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 1905 1914 വരെയൊക്കെ ഈ പറയുന്ന ഓട്ടോക്രാറ്റിക് റൂൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഓട്ടോക്രാറ്റിക് റൂൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഓട്ടോക്രസി ഒപ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ ഓട്ടോക്രാറ്റിക് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, വോയിസ് റൈസ് ചെയ്തു. ലിബറൽസ് അടക്കം പെസൻസിനെ സപ്പോർട്ട് ചെയ്ത് റവല്യൂഷൻസ് ഒക്കെ ലീഡർഷിപ്പ് കൊടുത്തു. അങ്ങനെ 1905 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഡിമാൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായി, മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ജാഡിഡിസ്റ്റുകളും നാഷണലിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. In 1904, due to war, the price of essential goods increased and the real wages of workers declined. Apart from that, 4 members of the Assembly of Russian Workers were dismissed the Putilov Iron Works. As a consequence, many workers went on strike. For example, ഇവിടെ നമ്മൾ പറയുന്നത് lakhs of people, workers in St. Petersburg went on strikes demanding a reduction in the working day to 8 hours and increase in the wages and improvement in working conditions. ഇവിടെ നമ്മൾ പറയുന്നത് 1905 ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 1904 വാറും കാര്യങ്ങളൊക്കെ കാരണം എസെൻഷ്യൽ ഗൂഡ്സ്, എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ ഒക്കെ പ്രൈസ് കൂടുകയും റിയൽ വേജസ് ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മക്കൾ കൺഫ്യൂസ്ഡ് ആവണ്ട. എന്താണ് അത്, നമുക്കിപ്പോൾ 1000 രൂപയാണ് സാലറി എങ്കിൽ നമ്മുടെ സാലറി 500 ആയിട്ട് കുറഞ്ഞു. പക്ഷെ നമുക്കൊരു 100 രൂപയ്ക്ക് കിട്ടിയിരുന്ന എന്താ പറയുക സാധനങ്ങൾ 200 രൂപയായിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടി, റിയൽ വേജസ് എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൈസിസ് ആയിരുന്നു, ഇക്കണോമിക് ക്രൈസിസ് ആയിരുന്നു ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ 4 മെമ്പേഴ്സിനെ എന്ത് ചെയ്യാണ്, റഷ്യൻ വർക്കേഴ്സ് ആയിട്ടുള്ള 4 മെമ്പേഴ്സിനെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അയൺ പുട്ട് വർക്കേഴ്സിനെ എന്ത് ചെയ്യാണ്, പുട്ട്ലവ് വർക്കേഴ്സിനെ എന്ത് ചെയ്യാണ്, ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്പർ ഓഫ് വർക്കേഴ്സ് സ്ട്രൈക്ക് കണ്ടക്ട് ചെയ്യുന്നു. അവർ ഡിമാൻഡ് ചെയ്യുന്നു എന്താണ്, ഈ പറയുന്ന രീതിയിൽ എന്താണ്, അതിൽ തന്നെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു. 110,000 വർക്കേഴ്സ് ഇൻ സെന്റ് പീറ്റർബർഗ് വെന്റ് ഓൺ സ്ട്രൈക്ക് ഡിമാൻഡിങ് റിഡക്ഷൻ ഓഫ് വർക്കിംഗ് ഡേ റിഡ്യൂസ് ചെയ്യണം 8 hours ആയിട്ട്. അതുകൂടാതെ വേജസ് ഇൻക്രീസ് ചെയ്യണം, വർക്കിംഗ് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, യെസ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സർ, വാട്ട് ഇസ് മെൻഷവിക് ഐഡിയോളജി? മെൻഷവിക്സും ബോൾഷെവിക്സും
ബോൾഷെവിക്സും സെയിം പൊളിറ്റിക്കൽ എന്താ പറയുക പാർട്ടിയിൽ നിന്ന് ഐഡിയോളജിക്കലി ആയിട്ട് എന്ത് ചെയ്യാണ് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഈ പറയുന്ന ബോൾഷെവിക്സ് കംപ്ലീറ്റ് സോഷ്യലിസം ആണ്, കംപ്ലീറ്റ് പവർ എന്ത് ചെയ്യണം സോവിയറ്റ്സ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. മെൻഷെവിക് അങ്ങനെ കംപ്ലീറ്റ് പവർ എന്ത് ചെയ്തില്ല സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ പറഞ്ഞ സോവിയറ്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, യെസ്. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് CPI CPM എന്നൊക്കെ എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഐഡിയോളജിക്കൽ ഡിഫറൻസസ് വിത്തിൻ ദ പാർട്ടിയാണ് ഈ ഒരു സ്പ്ലിറ്റിനുള്ള റീസൺ കേട്ടോ. ഓക്കെ, then 1905 on January 22, 1905, enraged workers carrying a petition marched towards the Winter Palace. The procession was led by Father Gapon. However, when they reached Winter Palace, the police and Cossacks attacked on them. Over 100 workers were killed and about 300 wounded. This incident was known as Bloody Sunday, started a series of events that became known as the Revolution, 1905 Revolution. Strike took place all over the country. Students refused to attend classes and universities closed down. Then besides that, lawyers, doctors, engineers and middle class workers established union of unions and demanded for constituent assembly. But നമ്മൾ പറയുന്നതാ ഓൾമോസ്റ്റ് January 22nd 1905 സാറിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ പറയുന്ന January 22nd എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേ ആണ് എന്ത് സംഭവിക്കുന്നത്, കുറേ അധികം ഡിമാൻഡ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ഫാദർ ഗ്യാപ്പന്റെ ലീഡർഷിപ്പിൽ വിന്റർ പാലസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ഓക്കെ, ഈ ഒരു മാർച്ചിനെ കൊസാക്സും പോലീസും ചേർന്ന് അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് 100 വർക്കേഴ്സ് കില്ല് ചെയ്യപ്പെടുകയും ഓൾമോസ്റ്റ് 300 വർക്കേഴ്സ് പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് അറിയപ്പെടുന്നത് ബ്ലഡി സൺഡേ എന്ന പേരിലാണ്. ഓക്കെ, എന്താ പേരിൽ അറിയപ്പെടുന്ന ബ്ലഡി സൺഡേ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ റഷ്യയിലെ വർക്കേഴ്സ് കുറച്ചും കൂടി അഗ്രസീവ് ആവുന്നു. ഓൾ ഓവർ ദ കൺട്രീസിലും സ്ട്രൈക്സ് ഉണ്ടാവുന്നു. സ്റ്റുഡൻസ് ഒക്കെ സ്കൂൾ വിട്ടു പോകുന്നു, കോളേജ് വിട്ടു പോകുന്നു, കോളേജൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യുന്നു. ലോയേഴ്സും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മിഡിൽ ക്ലാസ് വർക്കേഴ്സൊക്കെ യൂണിയൻസും കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അവരൊക്കെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ 1905 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1905 നമ്പർ ഓഫ് സീരീസ് ഓഫ് റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതറിയപ്പെടുന്നത് 1905 റെവല്യൂഷൻ എന്ന പേരിലാണ്. 1905 റെവല്യൂഷൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. Then creation of an elected consultative parliament or Duma. By seeing situation, Tsar allowed the creation of an elected consultative parliament or Duma. However, after that, he imposed various restrictions on political activities, did not tolerate criticism and changed Duma tries. For example, Tsar dismissed the first Duma within 75 days, then re-elected second Duma within 3 months. At last, he installed the conservative politicians in third Duma. ഇവിടെ നമ്മൾ പറയുന്നത് ദ്യൂമ ഒരു ഇലക്ടഡ് കൺസൾട്ടേറ്റീവ് പാർലമെന്റ് ആണ് ദ്യൂമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്യൂമ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദ്യൂമ ഫൈനലി ദ്യൂമ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാർ എന്ത് ചെയ്യുന്നു, അലോ ചെയ്യുന്നു. പക്ഷെ എന്നാലും ദ്യൂമ അല്ലെങ്കിൽ പറഞ്ഞ ഈ ഒരു പാർലമെന്റിനെ നിക്കോളാസ് സെക്കൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പാർലമെന്റ് ഫോം ചെയ്യാൻ അലോ ചെയ്യുന്നു, പക്ഷെ പാർലമെന്റിന്റെ ഡിമാൻഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കൂടാതെ 3 times ആണ് പാർലമെന്റിന് എന്ത് ചെയ്യുന്നത്, ദ്യൂമ എന്ത് ചെയ്യുന്നത്, ഡിസ്മിസ് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 times ഡിസ്മിസ് ചെയ്യുന്നു, 3 times അതിൽ മാറ്റങ്ങൾ വരുന്നു. ഓൾമോസ്റ്റ് വിത്തിൻ 75 days ഫസ്റ്റ് ടൈം ദ്യൂമ ഡിസ്മിസ് ചെയ്യുന്നു, ദെൻ റീ എലക്ട് ചെയ്യപ്പെടുന്നു ദ്യൂമയിൽ. ദെൻ വിത്തിൻ 3 months എന്ത് ചെയ്യാണ്, വീണ്ടും എന്ത് ചെയ്യാണ്, ദ്യൂമ മാറ്റം വരുത്തുകയും അതിൽ മൊത്തം കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസ് ആണ്. കൺസർവേറ്റീവ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഓൾഡ് ട്രഡീഷണൽ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മതി എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിനെ ഫില്ല് ചെയ്തുകൊണ്ട് ദ്യൂമ എന്ത് ചെയ്യാണ്, മാറ്റുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ നിക്കോളാസ് അല്ലെങ്കിൽ സാർ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Then the First World War and the Russian Revolution, the Russian Empire. The First World War occurred in 1914. It was fought between two European alliances, the Central Powers, Germany, Austria, and Turkey, and the Allied powers, France, Britain, and Russia. Later, Italy and Romania join ചെയ്യുന്നുണ്ട്. പിന്നീട് ഇറ്റലി വീണ്ടും പുറത്ത് കളയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വേൾഡ് വാറിനെ കുറിച്ച് രസകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഒക്കെ പഠിക്കേണ്ടത് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് അത്രയും ടൈമില്ല, അതുകൊണ്ടാണ്. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ 2 ഗ്രൂപ്പ്സ് തമ്മിലായിരുന്നു വേൾഡ് വാർ ഉണ്ടായിരുന്നു. വേൾഡ് വാറിൽ റഷ്യ പാർട്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ initially the Russian people supported Tsar Nicholas II in the World War. Then, however, as the war continued, Tsar lost support due to several reasons. First one, Tsar refused to consult the main parties in Duma. Support were then besides that, German origin of Alexandra, Tsar's wife, and Rasputin, like
poor advisors made a king unpopular. Then, for example, the hatred for Germany was so much that the Russian people renamed St. Petersburg as German name Petrograd. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, രണ്ട് റീസൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ്യൂമയിൽ എന്താണ് പറയുക, ഈ പറയുന്ന മെയിൻ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മെയിൻ പാർട്ടീസിനൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ ആര് അലോ ചെയ്തില്ല, സാർ അലോ ചെയ്തില്ല എന്നുള്ളതും. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ സാറിന്റെ എന്താ പറയുക ജർമ്മൻ ഒറിജിനായിട്ടുള്ള അലക്സാണ്ട്രയാണ് ആരുടെ വൈഫ്, സാറിന്റെ വൈഫ്. ഓക്കെ, അതുപോലെ തന്നെ റാസ്പുട്ടിൻ ലൈക്ക് പൂർ അഡ്വൈസർ മേഡ് ദ കിങ് അൺപോപ്പുലർ. റാസ്പുട്ടിൻ എന്ന അഡ്വൈസർ ആണ് സാറിന്റെ. അദ്ദേഹം എന്താ പറയുക വളരെ പൂർ ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് കിങ്ങിനെ അൺപോപ്പുലർ ആക്കാണ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെന്റ് പീറ്റർബർഗിന്റെ പേര് മാറ്റി ജർമ്മൻ നെയിം ആയിട്ടുള്ള പെട്രോഗ്രാഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന റഷ്യൻ എംപററിനോടുള്ള താല്പര്യം കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ എന്താ പറയുക റഷ്യയിൽ ഈ പറയുന്ന പോലെ തന്നെ ജർമ്മൻ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു സാധനം അവിടെ വരാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൽ ഫസ്റ്റ് ഏർലിയസ്റ്റ് ടൈമിൽ ആളുകൾ സപ്പോർട്ട് ചെയ്തിരുന്നു, ഗ്രാജുവലി സപ്പോർട്ട് ചെയ്തിരുന്നു കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫ്രഞ്ച് ആർമി ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ഫോർട്ട് ഫ്രം ദ ട്രെഞ്ചസ് ദാറ്റ് ഹെൽപ്ഡ് ദം പ്രിവെന്റ് large casualties, whereas the Russian army on the eastern front fought in the open fields and faced over 7 million casualties by 1917. Another wrong move the Russian army took was to destroy the crops and buildings while retreating. Although their plan was to prevent the enemy from being able to live off the lands, but these attempts made over 3 million people refugees in Russia. Thus, the situation discredited the government and the Tsar. Then soldier did not wise to fight such a war. ഇവിടെ നമ്മൾ പറയുന്നതാ കുറേ അധികം കാര്യങ്ങൾ. അതായത് ഫ്രഞ്ച് ആർമി വെസ്റ്റേൺ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലാർജ് കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു, സക്സസ്ഫുള്ളി വിൻ ചെയ്യുന്നു. പക്ഷേ റഷ്യൻ ആർമി ഈസ്റ്റേൺ എന്താ പറയുക ഫ്രണ്ടിലുണ്ട് ഫൈറ്റ് ചെയ്യുകയും അവർ ഓപ്പൺ ഫീൽഡിൽ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 7 million കാഷ്വാലിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അത് കൂടാതെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റഷ്യൻ ആർമി ക്രോപ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് റഷ്യൻ ആർമിയുടെ സപ്പോർട്ട് ഗ്രാജുവലി ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോറി, റഷ്യൻ ആർമിയുടെ അല്ല, നിക്കോളാസിനോടുള്ള സപ്പോർട്ട് ഗ്രാജുവലി എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെയുള്ളൊരു വാറിൽ റീജോയിൻ ചെയ്യാൻ ആരും വില്ലിങ് ആവുന്നില്ല, റഷ്യൻ സോൾജേഴ്സ് വില്ലിങ് ആവുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യടാ. ഓക്കെ, then the war also had a severe impact on industry. Shortage of industrial equipment. Russia had limited industry, so mostly it relied on the foreign suppliers for industrial goods. However, when Germany blocked the route Baltic Sea, they had faced many problems. For example, by 1916, railway lines began to break down. A shortage of labor, since the able-bodied men were called up to the war. Many workshops producing essential were shut down. Then scarcity of food grains in the city, bread and flour became scarce due to large supplies of grain for Russian army. Then furthermore, riots at bread shops became common by the winter of 1916. ഇവിടെ നമ്മൾ പറയുന്ന കുറേയധികം ഫാക്ടേഴ്സ്. അത് ഫസ്റ്റ് പറയുന്നത് ഷോർട്ടേജ് ഓഫ് ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ് ആണ്. അതായത് ജർമ്മനി ഈ പറയുന്ന ബാൾട്ടിക് സീയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇൻഡസ്ട്രിയൽ എന്താ പറയുക റഷ്യൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ് ഓൾറെഡി. അത് കൂടാതെ ഇൻഡസ്ട്രിയൽ മൂവ്മെന്റ്സോ സപ്ലൈസോ എവിടെ നടക്കുന്നില്ല, റഷ്യയിൽ നടക്കുന്നില്ല. മറ്റൊന്ന് ഫുഡ് ഷോർട്ടേജ്, ലേബർ ഷോർട്ടേജ് ആണ്. ലേബർ ഷോർട്ടേജ് മീൻസ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ എവിടേക്കാണ്, ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേബേഴ്സ് ഇല്ല, വർക്ക് ചെയ്യാൻ ലേബേഴ്സ് ഇല്ല. ലേബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫാമേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ ആവശ്യത്തിനുള്ള എന്തുണ്ടാവുന്നില്ല, ഗ്രെയിൻസോ കാര്യങ്ങളോ റഷ്യയിൽ ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് സ്കേഴ്സിറ്റി അവിടെ ഉണ്ടാവുന്നു, റഷ്യയിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഈ പറയുന്ന വിൻഡോ പാലസിന് മുമ്പിലൊക്കെ റൈഡ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, ക്യൂ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ബ്രെഡ് വേണം, ഞങ്ങൾക്ക് റൊട്ടി വേണം. റഷ്യയിലൊക്കെ സിറ്റുവേഷൻ പോലെ തന്നെ വളരെ എന്താ പറയുക ഒരു ട്രാജിക് കണ്ടീഷനിലൂടെയാണ് റഷ്യയിലെ കോമൺ പീപ്പിൾസ് ഈ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയത്. The February Revolution in Petrograd. The city Petrograd was divided by the river Neva into two parts. Right bank നോക്കുകയാണെങ്കിൽ on this bank there were several factories and quarters of workers ആണ് റൈറ്റ് ബാങ്കിൽ. ലെഫ്റ്റ് ബാങ്ക് നോക്കുകയാണെങ്കിൽ this bank fashionable areas, winter palace, official buildings and palace for the meeting of Duma. അതായത് അതിൻ്റെ ലെഫ്റ്റ് ബാങ്ക് ഓഫ് ദ റിവർ നേവ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസും പാലസുകളുടെ ഏരിയാസ് ആണ്, അതുപോലെ തന്നെ ഫാഷനബിൾ ഏരിയാസുകളുടെ ഏരിയാസ് ആണ് ലെഫ്റ്റ് ബാങ്ക്. റൈറ്റ് ബാങ്ക് നോക്കുകയാണെങ്കിൽ ആരാണ്, ഫാക്ടറീസും അതുപോലെ തന്നെ വർക്കേഴ്സ് ക്വാർട്ടേഴ്സുകളാണ്
സൈഡിലാണ് റിവർ നേവയുടെ റൈറ്റ് ബാങ്ക് നമുക്ക് കാണാൻ പറ്റും. ഇൻ ഫെബ്രുവരി 1917 food shortages were deeply felt in workers quarters which were on the right bank of the river. Then to add this problem, on 22nd February a lockout took place at factory on the right bank. As a consequence, workers in 50 factories called strikes in sympathy. In many factories, women led the way to strikes, which came to be called the International Women's Day. Moreover, demonstration workers reached the center of the capital, then the Nevsky Prospect, and surrounded by the fashionable quarters and official buildings on the right bank. In response, the government imposed curfew, so demonstrators went back to their homes. ഇവിടെ നമ്മൾ പറയുന്നത് 1917 ഫെബ്രുവരി 22 ഒക്കെ ആയപ്പോൾ ഫുഡ് ഷോർട്ടേജ് ഒക്കെ കാരണം ഈ പറഞ്ഞ എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വർക്കേഴ്സിന്റെ ക്വാർട്ടേഴ്സിലേക്കാണ് ഈ ഫുഡ് ഷോർട്ടേജ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ 50 ഫാക്ടറി വർക്കേഴ്സ് എന്ത് ചെയ്യാണ് ഒരു ഈ പറയുന്ന സിമ്പതി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് സ്ട്രൈക്സ് കണ്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വിമൺ ആയിട്ടുള്ള വർക്കേഴ്സ് അതിൽ വലിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ ഡെമോൺസ്ട്രേഷൻ ഈ പറയുന്ന വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു ഈ ലെഫ്റ്റ് ബാങ്കിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന ഫാഷനബിൾ ക്വാർട്ടേഴ്സിലേക്കൊക്കെ മൂവ് ചെയ്യുന്ന കണ്ട സമയത്ത് ഗവൺമെന്റ് എന്ത് ഡിക്ലെയർ ചെയ്യുന്നു? കർഫ്യൂ ഡിക്ലെയർ ചെയ്യുന്നു. കർഫ്യൂ ഡിക്ലെയർ ചെയ്തതിന്റെ ഭാഗമായിട്ട് ആളുകൾ തിരിച്ചു പോകുന്നു. ആളുകൾ സമാധാനപരമായിട്ട് ആദ്യം തിരിച്ചു പോകുന്നു. ദെൻ however, on 24th and 25th, the workers came back on the left bank for demonstration. So the government called out cavalry and police to keep an eye on them. മീൻസ് ഡെമോൺസ്ട്രേറ്റേഴ്സിനും എന്ത് ചെയ്യണം നോക്കണം. ഡെമോൺസ്ട്രേറ്റേഴ്സ് ഒരു വയലൻസിലേക്ക് പോകാതെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാവൽറിയും പോലീസിനെക്കാരെ ഏൽപ്പിക്കുന്നു, ഗവൺമെന്റ് ഏൽപ്പിക്കുന്നു. ബിക്കോസ് വീണ്ടും ആര് വരുന്നു? ഈ പറയുന്ന സമരക്കാർ വീണ്ടും വരുന്നു. അപ്പോൾ ഗവൺമെന്റ് പറയുന്നു അവരെ കൃത്യമായിട്ട് നോക്കണം, ഒരു വയലൻസിലേക്ക് പോകാതെ നോക്കണം, അവരെ സപ്രസ് ചെയ്യണം എന്നൊക്കെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അവർ ഡോമിനേറ്റ് ചെയ്യാതെ നോക്കണം. അതായത് വയലൻസിലേക്ക് പോവുക എന്നുള്ളതിനപ്പുറം അവർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത് എന്ന് ഏൽപ്പിക്കുന്നു. ദെൻ ഓൾസോ 25th February the government suspended Duma. 25th February ആയപ്പോൾ ഗവൺമെന്റ് ദ്യൂമ കൂടി സസ്പെൻഡ് ചെയ്തു. ദെൻ on 26th, workers came out on streets, damaged police headquarters, and 27th, they raised slogans about bread, wages, and better house and democracy. Once again, the government called out the cavalry for controlling the situations. However, this time, cavalry refused to fire on the demonstrators. Instead, soldiers joined the workers and formed Soviets or councils. ഏറ്റവും വലിയൊരു മാറ്റം റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണിത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നതാ 26th വർക്കേഴ്സിന് ഇതുപോലെ വരുന്നു, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിനും വരുന്നു, 27th വരുന്നു. അവർ ബ്രെഡ് വേണം, വേജസ് വേണം, ബെറ്റർ വർക്കിംഗ് അവേഴ്സ് വേണം, ഡെമോക്രസി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? സമരം ചെയ്യുന്നു. ഈ സമയത്ത് ഗവൺമെന്റ് കാവൽറി ഏൽപ്പിക്കുന്നു ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ. ഈ സമയത്ത് കാവൽറി അല്ലെങ്കിൽ ഈ പറയുന്ന പടയാളികൾ, എന്താ പറയുക ഈ പറയുന്ന കുതിരപ്പടയാളികൾ എന്നൊക്കെ നമ്മൾ പറയും, അവരെന്ത് റിഫ്യൂസ് ചെയ്യുന്നു? ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിന് മേലെ ഞങ്ങൾ ഫയർ ചെയ്യില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യില്ല. അങ്ങനെ ഗ്രാജുവലി ഈ സോൾജേഴ്സ് കൂടി ആരുടെ കൂടെ ജോയിൻ ചെയ്യാണ്? ഈ പറയുന്ന ഡെമോൺസ്ട്രേറ്റേഴ്സിനെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റേഴ്സിനെ കൂടെ ജോയിൻ ചെയ്യണം. ആർമി കൂടി ഡെമോൺസ്ട്രേറ്റേഴ്സിനെ കൂടെ അല്ലെങ്കിൽ സമരക്കാരെ കൂടെ ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അവർ സോവിയറ്റ്സ് ഓർ കൗൺസിൽസ് എന്ത് ചെയ്യാണ്? ഫോം ചെയ്യാണ്. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് ആർമി അതിൽ ജോയിൻ ചെയ്തത്? അപ്പോൾ ഈ പറയുന്ന ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ നമ്പർ ഓഫ് സോൾജേഴ്സ് വെ കിൽഡ്. അപ്പോൾ അതിനൊക്കെ കാരണം ആരാണ്? സാറാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈനാസ്റ്റി ആണ്. അതുകൊണ്ട് തന്നെ ആർമി ആരോട് ഭയങ്കരത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു? ഈ പറയുന്ന റൂളേഴ്സിനോട് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആർമി ഓൾറെഡി ഈ പറയുന്ന ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ മെന്റലി അവർ റെഡിയായി നിൽക്കുന്ന സമയമായിരുന്നു. Then next day, military commanders went to Tsar and advised him to abdicate. Thus, on 2nd March, he abdicated the Russian throne, and on 15th March, Soviets leaders and Duma leaders formed the provisional government to run the country. അതിനുശേഷം മിലിറ്ററി കമാൻഡർ സാറോട് പറയുന്നു മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്, സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. അങ്ങനെ 2nd മാർച്ചിൽ എന്ത് ചെയ്യുന്നു? നിക്കോളാസ് സെക്കൻഡ് പൊസിഷൻ എന്ത് ചെയ്യുന്നു? മാറുന്നു. അങ്ങനെ 15th മാർച്ചിന് എന്ത് ഫോം ചെയ്യുന്നു? സോവിയറ്റ് ലീഡേഴ്സും ദ്യൂമ ലീഡേഴ്സ്, ലിബറൽസ് ആയിട്ടുള്ള ദ്യൂമ ലീഡേഴ്സും ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, റഷ്യയിൽ ഒരു താൽക്കാലിക പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഫെബ്രുവരി the provisional government took the responsibility of conducting war and governing the country
ഓൺ ടെമ്പററി ബേസിസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊവിഷണൽ ഗവൺമെന്റ് ഒരു താൽക്കാലിക ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ പ്രൊവിഷണൽ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ പറയുന്ന വാറിന്റെ റെസ്പോൺസിബിലിറ്റിയും ഗവേണിംഗ് റെസ്പോൺസിബിലിറ്റി ഒക്കെ പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. ദെൻ ദ പ്രൊവിഷണൽ ഗവൺമെന്റ് വാസ് നോട്ട് ഇലക്ടഡ് ബൈ ദ പീപ്പിൾ, ഓൺലി ദ പീപ്പിൾ ഇൻ ഹയർ പൊസിഷൻസ് വെർ ഇൻഫ്ലുവൻഷ്യൽ സച്ച് ആസ് ആർമി ഓഫീഷ്യൽസ്, ലാൻഡ് ഓണേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. സോ ദ ലിബറൽസ് ആൻഡ് സോഷ്യലിസ്റ്റ് wanted a elected government. While governing, the provisional government made several changes. Restrictions on public meetings and associations were removed. Soviets were set up everywhere, and these Soviets followed different systems of elections. ഇവിടെ നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്രൊഫഷണൽ ഗവൺമെന്റ് നമ്മൾ നോക്കുകയാണെങ്കിലും അതിൽ ആർമി ഓഫീഷ്യൽസ്, ലാൻഡ് ഓണേഴ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന ലിബറൽ ആയിട്ടുള്ള സോഷ്യലിസ്റ്റുകൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ഇലക്ടഡ് ഗവൺമെന്റ് ആയിരുന്നു. പക്ഷേ ഇലക്ടഡ് ഗവൺമെന്റ് ആയിരുന്നില്ല പ്രൊവിഷണൽ ഗവൺമെന്റ്, അതല്ലാതെ തന്നെ ഫോം ചെയ്തിട്ടുള്ളതായിരുന്നു പ്രൊവിഷണൽ ഗവൺമെന്റ്. ദെൻ പ്രൊവിഷണൽ ഗവൺമെന്റ് കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പബ്ലിക് മീറ്റിംഗ്സ്, അതുപോലെ അസോസിയേഷൻസിന്റെ മേലൊക്കെ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നു. കുറച്ചും കൂടി ഫ്രീഡം ഒക്കെ അലോ ചെയ്യുന്നു. പക്ഷേ വലിയ ഫ്രീഡം ഒന്നും അലോ ചെയ്യുന്നില്ല, പക്ഷേ ചെറിയ ഫ്രീഡം ഒക്കെ അലോ ചെയ്യുന്നു. ദെൻ സോവിയറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തു. എല്ലാ ഭാഗത്തും സോവിയറ്റ്സ് എന്ന് പറഞ്ഞാൽ വർക്കേഴ്സ് കൗൺസിൽസ് അല്ലെങ്കിൽ വർക്കേഴ്സ് യൂണിയൻസ് ആണ്. വർക്കേഴ്സ് യൂണിയൻസ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നു. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻസും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ഏരിയാസിൽ നടക്കുന്നു. ഈ സമയത്ത് ഡ്യൂറിങ് ദ ഫെബ്രുവരി റവല്യൂഷൻ ഈ പറയുന്ന സ്വിറ്റ്സർലാൻഡിലായിരുന്നു നമ്മുടെ ലെനിൻ ഉണ്ടായിരുന്നത്. ലെനിൻ തിരിച്ചു വരുന്നു. ദ ഡെത്ത് ഓഫ് ലെനിൻ ആഫ്റ്റർ ഫെബ്രുവരി. In April 8, 1917, the Bolshevik leader Vladimir Lenin returned to Russia from his exile. Bolsheviks were against the involvement of Russia in the World War since 1914. Thus, now Lenin felt it was the time for Soviets or workers to take over power. Lenin in his April thesis stated 3 demands. അതായത് ലെനിൻ തിരിച്ചു വരുന്നു. ലെനിന് ഒളിവിലായിരുന്നു. അതിനുശേഷം ലെനിൻ തിരിച്ചു വരുന്നു. ലെനിന് തിരിച്ചു വരുന്ന സമയത്തടാ ലെനിൻ ഡിസൈഡ് ചെയ്യുന്നു വേൾഡ് വാർന്ന് റഷ്യ വിദ്രോഹം ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, യെസ്, ഇത് സോവിയറ്റ്സ് അല്ലെങ്കിൽ വർക്കേഴ്സ് പവർ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. ഈ പറയുന്ന എന്താ പറയുക സോൾജർ അല്ലെങ്കിൽ ആർമി പേഴ്സൺസും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടും വർക്കേഴ്സ് പവർ തിരിച്ചു പിടിക്കാനുള്ള സമയമാണ് എന്നിട്ട് ലെനിൻ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഒരു റവല്യൂഷൻ കൂടി പോകണം. അതായത് ഇപ്പോഴും പവർ ആർക്ക് കിട്ടിയിട്ടില്ല, വർക്കേഴ്സിന് കിട്ടിയിട്ടില്ല. അപ്പോൾ വർക്കേഴ്സ് പവർ തിരിച്ചു പിടിക്കേണ്ട ഒരു സമയമാണ്. അതിന് ഭാഗമായിട്ട് ഒരു ഏപ്രിൽ തീസിസ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലെനിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൽ 3 ഡിമാൻഡ്സ് ആണ് അതിൽ മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഹി ഡിക്ലെയർഡ് that war brought to close. ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുക. ഫസ്റ്റ് വേൾഡ് വാർ റഷ്യ വിദ്രോ ചെയ്യുക. റഷ്യ വിദ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ലാൻഡ് ബി ട്രാൻസ്ഫർ ടു ദ പെസൻസ്. ലാൻഡ് ആർക്കും ട്രാൻസ്ഫർ ചെയ്യുക, പെസൻസിന് കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ബാങ്ക്സ് ടു ബി നാഷണലൈസ്ഡ്. ബാങ്കുകൾ എന്ത് ചെയ്യുക, നാഷണലൈസ് ചെയ്യുക, എന്ത് ചെയ്യുക, ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു പബ്ലിക് പ്രോപ്പർട്ടി ആക്കി മാറ്റുക. ഇങ്ങനെ ഡിമാൻഡ് ആര് മുമ്പോട്ട് വെക്കുന്നു, നമ്മുടെ ലെനിൻ മുമ്പോട്ട് വെക്കുന്നു. ദെൻ ഓൾസോ ലെനിൻ വാണ്ടഡ് ടു റിനെയിം ദ ബോൾഷെവിക് പാർട്ടി ആസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോർ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് റാഡിക്കൽ എയിംസ്. ദെൻ ഇനീഷ്യലി ദ പാർട്ടി മെമ്പേഴ്സ് ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് ദ നീഡ് ഓഫ് റാഡിക്കൽ ചേഞ്ചസ്. They were instead in favor of supporting a provisional government. Subsequently, several changes in Russia changed the attitude of members in the party. Workers' movement spread. Then the factory committees and soldiers' committees were formed. Also, trade unions grew in numbers. Then, moreover, about 500 Soviets sent representatives to the all Russian Congress of Soviets. ഇവിടെ നമ്മൾ പറയുന്നത് ലെനിൻ കുറേയധികം തീരുമാനങ്ങൾ എടുക്കുന്നു. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമ്മുടെ ബോൾഷെവിക്സിന്റെ പാർട്ടി റീനെയിം ചെയ്യണം. കുറച്ചും കൂടി റാഡിക്കൽ ആയിട്ടുള്ള എയിം, കുറച്ചും കൂടി ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ റാഡിക്കൽ ചേഞ്ചസിന് കൂടുതൽ ലീഡേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ മെമ്പേഴ്സ് ഓഫ് ദ ബോൾഷെവിക് സപ്പോർട്ട് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവരും ഡിസൈർ ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് പറയുന്നടാ, യെസ് സാർ എങ്ങനെ വെച്ചു, സാർ അബ്ഡിക്കേറ്റ് ആവട്ടെ, അതായത് സ്ഥാനം ഒഴിഞ്ഞു പോവാണ് ചെയ്തത് കേട്ടോ. യെസ്, then നമ്മളിവിടെ പറയുന്നടാ പിന്നീട് കുറച്ചധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. വർക്കേഴ്സ് മൂവ്മെന്റ്സ് സ്പ്രെഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫാക്ടറി കമ്മിറ്റീസും സോൾജേഴ്സ് കമ്മിറ്റീസും ഫോം ചെയ്യുന്നു. അതുകൂടാതെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നു. അതുകൂടാതെ എന്താ പറയുക, ഓൾമോസ്റ്റ് 500 സോവിയറ്റ്സുകളൊക്കെ ചേർന്നിട്ട്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ചേർന്നിട്ട് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ്സ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ലോട്ട്സ് ഓഫ് മൂവ്മെന്റ്സിലൂടെ എന്താണ് കുറച്ചധികം ചേഞ്ചസ്, ക്വിക്കായിട്ടുള്ള ചേഞ്ചസ് ആണ് ആരാഗ്രഹിക്കുന്നത്, ലെനിൻ ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ. Then provisional government began to observe reduction in its power. Consequently, it decided to take stern measures. Then
It resisted attempts by workers to run factories and began to arresting leaders. They also tried to repress demonstration led by Bolsheviks. As a result, many Bolshevik leaders had to go to hiding or flee. Then meanwhile, the peasants in the countryside formed the land committees and also seized the land. പിന്നീട് പ്രൊവിഷണൽ ഗവൺമെന്റ് റിയലൈസ് ചെയ്തു നമ്മുടെ റഷ്യയിൽ എന്താണ് റഷ്യയിൽ ഗ്രാജുവലി എന്ത് വന്നിട്ടുണ്ട്, ബോൾഷെവിക്സിന് സപ്പോർട്ട് കൂട്ടിയിട്ടുണ്ട്, നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കുറയുന്നുണ്ടല്ലോ, ബോൾഷെവിക്സ് ആണല്ലോ സപ്പോർട്ട് കൂടുന്നതെന്നൊക്കെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ബോൾഷെവിക്സിന്റെ മൂവ്മെന്റ്സിനെ ആര് സപ്രസ് ചെയ്യുന്നു, ഈ പറയുന്ന ഗവൺമെന്റ് സപ്രസ് ചെയ്യുന്നു. ബോൾഷെവിക്സിന്റെ ലീഡേഴ്സ് ഒക്കെ ഒളിവിൽ പോകുന്നു. ഈ സമയത്തും പെസൻസിന്റെ എന്താ പറയുക കൺട്രി സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പെസൻസ് ലാൻഡ് കമ്മിറ്റീസ് ഫോം ചെയ്യുന്നു, ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്നും ലാൻഡ് സീസ് ചെയ്യുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിരുന്നു. ഈ സമയത്താണ് ദ റവല്യൂഷൻ ഓഫ് 1917 ഒക്ടോബർ റവല്യൂഷൻ ഉണ്ടാവുന്നത്. അതായത് സിൻസ് ബോൾഷെവിക്സ് ഹാഡ് ഫിയർ ഓഫ് ഫേസിംഗ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രൊവിഷണൽ ഗവൺമെന്റ്, ദേ ബ്രോട്ട് their supporters in army, Soviets and factory together. On 16th October 1917, Lenin persuaded the Petrograd Soviets and Bolsheviks party to agree the socialist seizure of power. Bolsheviks versus provisional government ആണ് ഈ പറയുന്ന ഒക്ടോബർ റവല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ലെനിൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഗ്രാജുവലി സർവ് വേർ ദ ഗവൺമെന്റ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആഫ്റ്റർ എന്താ പറയുക നമ്മുടെ നിക്കോളാസ് സെക്കൻഡ് അല്ലെങ്കിൽ സാർ അബ്ഡിക്കേറ്റ് ആവുന്നതോടുകൂടി പ്രൊവിഷണൽ ഗവൺമെന്റ് ആണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ആക്ച്വലി അതിൽ മെൻഷെവിക്കിന്റെ ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. മെൻഷെവിക്കിന്റെ ലീഡേഴ്സ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അലക്സാണ്ടർ കെൻസിക്കിയുടെ ഒക്കെ ലീഡർഷിപ്പിലാണ് ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. പക്ഷെ പ്രൊവിഷണൽ ഗവൺമെന്റും കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അല്ല. അതിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ആർമി കമാൻഡേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് അല്ല. അത് വാർ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു, ഫസ്റ്റ് വേൾഡ് വാർ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു. ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യണം എന്നുള്ളത് ബോൾഷെവിക്സിന്റെ ഏർലിയസ്റ്റ് ടൈം മുതലുള്ള ഡിമാൻഡ് ആയിരുന്നു. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്ന പ്രൊവിഷണൽ ഗവൺമെന്റ് മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൊവിഷണൽ ഗവൺമെന്റിനെ കംപ്ലീറ്റ് ആയിട്ടും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, വർക്കേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതൊരു വർക്കേഴ്സിന്റെ ഗവൺമെന്റ് അല്ല. ഓക്കെ, ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് റഷ്യൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത വർക്കേഴ്സ് ആണെങ്കിലും ഗ്രാജുവലി കയ്യിൽ നിന്ന് പോയി, സംഭവം കയ്യിൽ നിന്ന് പോയി. വർക്കേഴ്സിന്റെ ഗവൺമെന്റ് അല്ല, മെൻഷെവിക്സ് ആണ് ലീഡർഷിപ്പ് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ് സാർ മെല്ലെ പറയുന്നുണ്ട്, ഇതിലും മെല്ലെ പറഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തീരില്ലടാ. യെസ്, ദെൻ നമ്മളിവിടെ പറയുന്നടാ ബോൾഷെവിക്സ് വിചാരിക്കുന്നത് ഈ മെൻഷെവിക് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഗ്രാജുവലി എങ്ങോട്ടേക്ക് പോകും, വീണ്ടും ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോവുകയാണോ എന്ന് ആര് പേടിക്കുന്നു, ബോൾഷെവിക്സ് പേടിക്കുന്നു. അങ്ങനെ അവർ ലെനിന്റെ ലീഡർഷിപ്പിൽ എന്ത് ചെയ്യാണ്, യെസ് ഒരു സോഷ്യലിസ്റ്റ് സീസർ ഓഫ് പവർ, അതായത് സോഷ്യലിസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും പവർ പിടിച്ചെടുക്കാം. ഇനി ഇൻഡസ്ട്രിയലിസ്റ്റുകളോ അല്ലെങ്കിൽ ഓണേഴ്സോ അല്ല ഗവേൺ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് ആയിട്ടും വർക്കേഴ്സ് ഗവേൺ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് കൊണ്ടുവരിക എന്നൊരു തീരുമാനത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് സീസർ ഓഫ് പവർ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ അതിന് ആരെയാണ് ലീഡർഷിപ്പ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ട്രോട്സ്കി ആണ് എന്ത് ചെയ്യുന്നത്, ലീഡർഷിപ്പ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ട്രോട്സ്കിയുടെ ലീഡർഷിപ്പിലാണ് സോഷ്യലിസ്റ്റ് സീസർ ഓഫ് പവറിന് വേണ്ടിയിട്ട് ഒരു എന്ത് ചെയ്യുന്നു മിലിറ്ററി ഫോം ചെയ്യുന്നു, ഒരു മിലിറ്ററി കമ്മിറ്റി ഫോം ചെയ്യുന്നു. അങ്ങനെ പവർ എന്ത് ചെയ്യുന്നു, സീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് നമ്മളെ ഒക്ടോബർ റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നമ്മളോട് പറയുന്നത് ബോൾഷെവിക്സോട് ചെയ്യുന്നത് വെച്ചാലിടാ, യെസ് the Soviets under the Leon Trotsky appointed a military revolutionary committee to recognize the seizure. The uprising began 24 October. In response, the military revolutionary committee ordered its supporters to seize government offices and arrest them. Sensing trouble, Prime Minister Kerensky went to summon troops. Then next day, in the early morning, the loyal military men of the government seized the building, and the two Bolshevik newspapers and pro-government troops took over the telephones and telegraph offices and protected the Winter Palace. In response, the Military Revolutionary Committee ordered its supporters to seize government offices and arrest ministers. After many hours of confrontation, the city was under the committee's control and the ministers had surrendered. Then finally, a meeting of Russian Congress of Soviets was convened in which the majority approved the Bolshevik action. ഇവിടെ നമ്മൾ പറയുന്നത് ഒരു മിലിറ്ററി കമ്മിറ്റി ട്രോട്സ്കിയുടെ ലീഡർഷിപ്പിൽ ഫോം ചെയ്യുന്നു. അങ്ങനെ ട്രോട്സ്കി എന്ത് ചെയ്യുന്നു, യെസ് അപ്പോൾ ആ ഒരു സമയത്ത് ആര് തിരിച്ചറിയുന്നു, അലക്സാണ്ടർ കെൻസ്കി എന്നത് പ്രൊവിഷണൽ ഗവൺമെന്റ് ലീഡർ ആയിരുന്നു അലക്സാണ്ടർ കെൻസ്കി. അപ്പോൾ അലക്സാണ്ടർ കെൻസ്കി എന്ത് തിരിച്ചറിയുന്നു, യെസ് എന്താണ് ഈ പറയുന്ന ഗവൺമെന്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അലക്സാണ്ടർ കെൻസ്കി തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യാണ്, മിലിറ്ററിനൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ അലക്സാണ്ടർ കെൻസ്കി ട്രൈ ചെയ്യുന്നു. ബട്ട് അത് പറ്റുന്നില്ല, ബിക്കോസ് കംപ്ലീറ്റ് ആയിട്ട് മിനിസ്റ്റേഴ്സിനൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എന്താ പറയുക സോവിയറ്റ് സീസർ ഓഫ് പവർ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫൈനലി ഈ പറയുന്ന ബാക്കി സോവിയറ്റ് അല്ലെങ്കിൽ ബാക്കി സോഷ്യലിസ്റ്റുകൾ കൂടി ചേർന്നിട്ട് ഈ ഒരു സോവിയറ്റ് സീസർ ഓഫ് പവറിനെ അഗ്രി ചെയ്യാണ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
ഓക്കെ. ദെൻ വാട്ട് ചേഞ്ച് ആഫ്റ്റർ ഒക്ടോബർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബറിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്? എടാ മക്കളെ, നമ്മുടെ ഈ ചാപ്റ്ററിൽ മാത്രം ലൈവ്സ് ഉണ്ടായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഈ ചാനലിൽ തന്നെ. ഇതൊരു റിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ റിവിഷനിൽ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീച്ചറിൻ്റെ ഒരു ടോപ്പിക്സ് പറയുന്നുണ്ട്. മക്കൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. ഒരു ടോപ്പിക്ക് നമ്മളവിടെ എന്ത് ചെയ്തിട്ടില്ല, മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മളവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലും സ്ലോ പോവുകയാണെങ്കിലടാ നമുക്ക് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആവില്ല. ഓക്കെ, നാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരും കേട്ടോ. യെസ്, വാട്ട് ചേഞ്ച് ആഫ്റ്റർ ഒക്ടോബർ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒക്ടോബറിന് ശേഷം എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത്? Bolsheviks after coming to power and made all those changes which Lenin demanded in the April thesis. April thesis ലെനിൻ മുമ്പോട്ട് വെച്ചുള്ള എല്ലാ ചേഞ്ചസും അവിടെ നടന്നിട്ടുണ്ട്, റഷ്യയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് നമ്മൾ പറയുന്നത് ദ ഗവൺമെന്റ് ടു കവർ ദ ഓണർഷിപ്പ് ഓഫ് ആൻഡ് മാനേജ്മെന്റ്. ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിലും ബാങ്ക്സ് ആണെങ്കിലും ഒക്കെ നാഷണലൈസ് ചെയ്തു. അതൊരു ഡിമാൻഡ് ആയിരുന്നു അല്ലേ, നമ്മുടെ ലെനിൻ മുമ്പോട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെ നാഷണലൈസ് ചെയ്തു. പിന്നീട് ലാൻഡ് വാസ് ഡിക്ലെയർ ദ സോഷ്യൽ പ്രോപ്പർട്ടി ആൻഡ് പെസൻസ് വെയർ അലൗഡ് ടു സീസ് ദ ലാൻഡ് ഓഫ് ദ നോബിൾസ്. നോബിൾസിന്റെ ലാൻഡിൽ സീസ് ചെയ്യാൻ പിടിച്ചെടുക്കാൻ പെസൻസിനെ അലോ ചെയ്തു. Then in cities, Bolsheviks enforced the partition of large houses according to the family requirement. Large houses ഒക്കെ ഉണ്ടായിരുന്നു, അന്നത്തെ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി റിക്വയർമെന്റ് അനുസരിച്ച് ഷെയർ ചെയ്തെടുക്കുന്ന രീതിയിൽ പാർട്ടീഷൻ നടന്ന രീതിയിൽ എന്ത് ചെയ്തു, പിടിച്ചെടുത്തു. അത് പാർട്ടീഷൻ ചെയ്ത് എല്ലാ ആളുകൾക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തി. അതുകൂടാതെ നമുക്ക് കാണാൻ പറ്റും ബാൻ ദ യൂസ് ഓഫ് ടൈറ്റിൽസ് ഓഫ് അരിസ്റ്റോക്രസി. അരിസ്റ്റോക്രസിന്റെ പണ്ടത്തെ ടൈറ്റിൽസും അവരുടെ പൊസിഷൻസും ഓൺ ബർത്തിലൂടെ ഉണ്ടായിട്ടുള്ള പ്രിവിലേജസ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ ബാൻ ചെയ്തു. They also designed a new uniform and Soviets hat or Mundovka then for the army and officials. Officialsനും ആർമിക്ക് വേണ്ടി ഒരു സോവിയറ്റ് ഹാറ്റ് ഒക്കെ എന്ത് ചെയ്തു കൊണ്ടുവന്നു, യൂണിഫോം ഒക്കെ എന്ത് ചെയ്തു വീണ്ടും എന്ത് ചെയ്യാണ്, ഡിസൈൻ ചെയ്യാണ് ചെയ്തത്, മാറ്റം വരുത്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ അഡീഷൻ ടു ദാറ്റ് ദ പാർട്ടി റീനെയിംഡ് ഇറ്റ് സെൽഫ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലേക്ക് പാർട്ടി റീനെയിം ചെയ്തു. അതുപോലെ തന്നെ റഷ്യ വിത്ഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, റഷ്യ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വേൾഡ് വാറിന് വിത്ഡ്രോ ചെയ്തു. ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ആഫ്റ്റർ ഒക്ടോബർ റവല്യൂഷൻ. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഇനിയൊരു എനിക്ക് തോന്നുന്നത് ഒരു 5-8 സ്ലൈഡും കൂടി ഒരു ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എന്ന് കമന്റ് ചെയ്യാം കേട്ടോ. സെറ്റ് ആണോ, ഓക്കെ ആണോ, റെഡി ആണോ ഒന്ന് കമന്റ് ചെയ്യാം. പെട്ടെന്ന് കമന്റ് ചെയ്യണേ. കമന്റ്സ് റീലോഡ് ആവുന്നില്ലേ? മെനി ഇവൻറ്റ്സ് ഓഫ് ദ 1905 റവല്യൂഷൻ വരുമ്പോൾ എന്തൊക്കെ എഴുതണം അല്ലേ? യെസ്, മെനി ഇവൻറ്റ്സ് ഓഫ് ദ 1905 റവല്യൂഷൻ വരുമ്പോഴാ യെസ് മാർച്ച് നമ്മൾ ഈ പറയുന്ന ഗ്യാപ്പോണിൻ്റെ ലീഡർഷിപ്പിലുള്ള മാർച്ചും കാര്യങ്ങളൊക്കെ എഴുതണം. ആഫ്റ്റർ ദാറ്റ് ഫെബ്രുവരി നമ്മുടെ ബ്ലഡി സൺഡേ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. ബ്ലഡി സൺഡേ കാര്യങ്ങളൊക്കെ എഴുതണം. അതുപോലെ തന്നെ സ്റ്റുഡൻസ് സ്ട്രൈക്ക് ചെയ്തതും യൂണിവേഴ്സിറ്റീസൊക്കെ എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റീസിനും ലോയേഴ്സ് ആണെങ്കിലും ഒക്കെ ഗിവ് അപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ല, ആ ഒരു ഏരിയയൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, യെസ് യെസ് സാർ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഒക്ടോബർ റവല്യൂഷന് ശേഷം ബോൾഷെവിക്സ് എന്ത് ചെയ്തു, എന്തൊക്കെയാണോ ഏപ്രിൽ തീസിസിൽ ലെനിൻ ബോർഡ് വെച്ചുള്ള ചേഞ്ചസ് അതൊക്കെ ആര് നടപ്പിലാക്കി, ബോൾഷെവിക്സ് നടപ്പിലാക്കി എന്നാണ് പറയുന്നത്. അവരുടെ പാർട്ടി പേര് മാറ്റി, എന്ത് മാറ്റി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാക്കി. അതുപോലെ മിലിറ്ററിയിലൊക്കെ യൂണിഫോംസ് ഒക്കെ എന്ത് ചെയ്തു, മാറ്റിയടാ. ഇങ്ങനെ കുറേ അധികം ചേഞ്ചസ് ആണ് കൊണ്ടുവന്നില്ല. അതുപോലെ ബാങ്ക്സ് ഒക്കെ നാഷണലൈസ് ചെയ്തു. എന്തൊക്കെയാണോ മാറ്റം കൊണ്ടുവരുന്നത് അതൊക്കെ എന്ത് ചെയ്തു, മാറ്റം കൊണ്ടുവന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്ക് തന്നെ പോവാം. മേക്കിംഗ് സോഷ്യലിസ്റ്റ് സൊസൈറ്റി എന്നുള്ളൊരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്.
ഓക്കെ, ഇലക്ഷൻസ് ടു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും എടുക്കണം. അതിൻ്റെ ശേഷം നമുക്ക് മേക്കിംഗ് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയിലേക്ക് നമുക്ക് പോകാം. ഇൻ November 1917, Bolsheviks conducted the elections of the Constituent Assembly, but they failed to gain majority support. In January 1918, the Assembly rejected Bolshevik measures and Lenin dismissed the Assembly. After that, in March, Bolsheviks made the peace with the Germany and Brest, Germany at Brest-Litovsk, then not political allies opposed it. Then later Bolsheviks became the only party to participate in the elections to all Russian Congress of Soviets or RCS was a parliament of the country. Then several other changes occurred in the country. നമ്മൾ നോക്കുകയാണെങ്കിൽ Russia became a one party state ആയി മാറുന്നു. Party kept its control on trade unions. Then the secret police called Chekhov first, later OGPU and NKVD punished those who criticized the Bolsheviks. Furthermore, the party imposed censorship. നമ്മൾ പറയുന്നത് ഗ്രാജുവലി ഈ പറയുന്ന റഷ്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടി, നമ്മുടെ ബോൾഷെവിക് പാർട്ടി കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെഷേഴ്സിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഇലക്ഷൻസ് 1917 ബോൾഷെവിക്സ് ഒരു ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു, പക്ഷേ ആ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് ഇലക്ഷനിൽ മെജോറിറ്റി സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫെയിൽഡ് ആവുകയാണ്. 1918 ജാനുവരിയിലും എന്ത് ചെയ്യാണ്, ഒരു അസംബ്ലി റിജക്റ്റഡ് ബോൾഷെവിക് മെഷേഴ്സ് ആൻഡ് ലെനിൻ ഡിസ്മിസ്ഡ് ദ അസംബ്ലി തന്നെ ലെനിൻ ഡിസ്മിസ് ചെയ്യുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻ മാർച്ച് ബോൾഷെവിക്സ് മെയ്ഡ് എ പീസ് വിത്ത് ജർമ്മനിയായിട്ട് ഒരു പീസ് അല്ലെങ്കിൽ ഒരു സമാധാന കരാറൊക്കെ ഏർപ്പെടുന്നു. Then Bolsheviks became the only party to participate in the elections to all Russian Congress of Sovietsന്റെ all Russian കോൺഗ്രസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒറ്റ പാർട്ടിയായിട്ട് ഈ പറയുന്ന ബോൾഷെവിക്സ് മാത്രമാവുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, കാരണം ബോൾഷെവിക്സിന് മാത്രമേ അത് പറ്റുള്ളൂ. റഷ്യ ഒരു വൺ പാർട്ടി സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് റഷ്യ ഫസ്റ്റ് ഒരു സോഷ്യലിസ്റ്റ് കോൺസെപ്റ്റിലേക്ക് ആയിരുന്നു വന്നെങ്കിലും റഷ്യ ഒരു വൺ പാർട്ടി സ്റ്റേറ്റ് ആയിട്ട് ഗ്രാജുവലി മാറുന്ന ഒരു ഇവൻ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ദെൻ ട്രേഡ് യൂണിയനൊക്കെ പാർട്ടിയുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നു, സീക്രട്ട് പോലീസിനെ കൊണ്ടുവരുന്നു, ആരാണോ ബോൾഷെവിക്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു. ദെൻ സെൻസർഷിപ്പ് കൊണ്ടുവരുന്നു. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മെഷറിലേക്ക് ആരും മാറുകയാണ്, റഷ്യ മാറുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് സോഷ്യലിസ്റ്റ് റവല്യൂഷണറീസ് ആർക്ക് എഗെയിൻസ്റ്റ് ആവുന്നു, നമ്മുടെ ഈ പറയുന്ന ഗവൺമെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ സിവിൽ വാർ. On hearing the news of land redistribution, many soldiers in Russian army who belonged to peasants group went back to their homes. Thus, during the civil war, Bolsheviks had faced a shortage of soldiers. Though Bolsheviks managed to control the era of Moscow and Petrograd, however, still many parts there were liberals and conservatives in power. Non-Bolshevik socialists, liberals, and supporters of Tsar did not want to Bolshevik uprisings. Thus, they organized troops fight to Bolsheviks and it led to beginning of the civil war. ഇത് സിവിൽ വാർ എന്ന് പറയുമ്പോൾ ഇന്റേണൽ വാർ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആണെന്നുള്ള ഉദ്ദേശിക്കുക, മനസ്സിലാക്കുക. ഡിഫറെന്റ് എത്നിക് ഗ്രൂപ്പ്സ് തമ്മിൽ ഉണ്ടാവുന്ന വാറാണ് സിവിൽ വാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിവിൽ വാർ റഷ്യയിൽ ഉണ്ടാവുന്നു. അതായത് സിവിൽ വാർ ഉണ്ടാവുന്ന മീൻസ് റഷ്യയിലെ ബോൾഷെവിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് റഷ്യയിൽ ഉണ്ടാവുന്നു. ഒബ്വിയസ്ലി സോഷ്യലിസ്റ്റുകൾ അടക്കം എന്താണ് ഈ പറയുന്ന ബോൾഷെവിക്സിന്റെ മൂവ്മെന്റ്സിനെതിരാണ്. സോഷ്യലിസ്റ്റിലെ ഒരു ഗ്രൂപ്പ് അടക്കം ബോൾഷെവിക്സിനെ സപ്പോർട്ട് ചെയ്യാത്ത സോഷ്യലിസ്റ്റ് അടക്കം റഷ്യയിലുണ്ട്. ഒബ്വിയസ്ലി സോഷ്യലിസ്റ്റ് വേർഷനും ബോൾഷെവിക്സ് ഗ്രാജുവലി മാറുന്നു, കുറച്ചധികം എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആർക്ക് അക്സെപ്റ്റബിൾ അല്ല, ബാക്കി സോഷ്യലിസ്റ്റുകൾക്ക് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെ അത് കൂടാതെ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ഓർഡർ വരുന്നു. ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പല സോൾജേഴ്സും ഫാമേഴ്സ് ആയിരുന്നു പണ്ട്. അപ്പോൾ അവർ വീണ്ടും നാട്ടിലേക്ക് പോകുന്നു, കാരണം ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നമുക്ക് ലാൻഡ് തിരിച്ചു കിട്ടുന്നു. അവിടെ കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സോൾജേഴ്സ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് ചെയ്യാം, ലാൻഡ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഈ പറയുന്ന റിസൈൻ ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നു, അവരുടെ വില്ലേജിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലിടാം സോൾജേഴ്സ് ഷോർട്ടേജ് അവിടെ വരുന്നു, ഈ പറയുന്ന റഷ്യൻ ആർമിയിൽ വരുന്നു. അതുകൂടാതെ ബോൾഷെവിക്സ് മാനേജ് ടു കൺട്രോൾ ഏരിയ ഓഫ് മോസ്കോ ആൻഡ് പെട്രോഗ്രാഡ്. ദെൻ ഹവർ സ്റ്റിൽ മെനി പാർട്സ്, അതായത് ലിബറൽസും കൺസർവേറ്റീവ്സും ഒക്കെ ചില ഭാഗത്ത് എന്ത് ചെയ്യുന്നു, പവർ പിടിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ നോൺ ബോൾഷെവിക് സോഷ്യലിസ്റ്റ്, ബോൾഷെവിക്സ് അല്ലാതെ കുറേ അധികം സോഷ്യലിസ്റ്റുകളുണ്ട്, അതുപോലെ ലിബറൽസ് ഉണ്ട്, അതുപോലെ തന്നെ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും ഈ ബോൾഷെവിക്സിന്റെ അപ്രൈസിംഗ്സിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബോൾഷെവിക്സിന്റെ ട്രൂപ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവരും എന്ത് ചെയ്യുന്നു, ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. ഇതൊരു ഇന്റേണൽ വാർ ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ്, എന്താ പറയുക, വിത്തിൻ എ ടെറിട്ടറിയാണ് നമ്മൾ ഇന്റേണൽ വാർ അല്ലെങ്കിൽ സിവിൽ വാർ എന്ന് പറയുന്നത്. ഇതൊരു സിവിൽ വാറിലെ കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്.
making a socialist society. Bolsheviks took different steps toward making a socialist society, such as nationalization of banks and industries, permission to peasants for confiscation of land, introducing for centralized planning and implementation of 5-year plans. India adopted 5-year plans from the Soviet Union. India പറഞ്ഞ 5-year plan എന്നുള്ള കോൺസെപ്റ്റ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സോവിയറ്റ് യൂണിയൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് സോവിയറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് സോഷ്യലിസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേണിലൂടെയാണ് സോഷ്യലിസം എവിടെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്, റഷ്യയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്, ഇൻഡസ്ട്രീസ് ഒക്കെ നാഷണലൈസ് ചെയ്യുന്നു. അവരുടെ ഫാമേഴ്സിന്, പെസൻസിന് ലാൻഡിൽ, നോബിൾസിൻ്റെ കയ്യിൽ നിന്നുള്ള ലാൻഡ് കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നു. സെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുവരുന്നു, 5-year പ്ലാൻ കൊണ്ടുവരുന്നു. ഒരു പെർട്ടിക്കുലർ 5-year അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് 5 yearsലേക്ക് ഏത് ഏരിയാസ്, ഒരു സ്പെസിഫൈഡ് ഒരു 5 yearലേക്ക് ഒരു 5 year ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഡെവലപ്മെന്റിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ആര് കൊണ്ടുവരുന്നു, റഷ്യയിൽ കൊണ്ടുവരുന്നു. ഓക്കെ, ആപ്പിൾ ക്ലാസ് വർക്ക് ആവുന്നില്ലടാ. ഓക്കെ, ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറയാം. യെസ്, നോക്കണേ, ഇൻഫോം ചെയ്തിട്ടുണ്ടാ ബാച്ചിൽ ക്ലാസ് ചെക്ക് ചെയ്തു. Yes. Okay. Then what we പറയുന്നത് during the first two plans 1927 to 1932 and 1933 to 1938 the government fixed all prices to promote industrial growth. Then furthermore the government developed an extended schooling system, made arrangement for factory workers and peasants to enter universities and opened crèches in factories for the children of women workers. Then in addition to that they provide cheap public health care. They also set up model living quarters for workers. കുറേയധികം മാറ്റങ്ങൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ. അതായത് എന്തൊക്കെ കൊണ്ടുവരുന്നു, ക്രച്ചസ് കൊണ്ടുവരുന്നു. ഈ പറയുന്ന വിമൺ ആയിട്ടുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് എന്താണ്, നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ ആണെങ്കിൽ അംഗനവാടി സിസ്റ്റം പോലെയൊക്കെ ഉണ്ടല്ലോ, പ്ലേ സ്കൂളൊക്കെ പോലെ ഉണ്ടല്ലേ, അതുപോലെ തന്നെ വിമൺ ആയിട്ടുള്ള വർക്കേഴ്സിൻ്റെ മക്കൾക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അവിടെ പഠിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് അതിനുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു, എസ്പെഷ്യലി വർക്കേഴ്സിനൊക്കെ വേണ്ടി. വർക്കേഴ്സിൻ്റെ കോട്ടേഴ്സ് കുറച്ചും കൂടി ബെറ്റർ ആക്കുന്നു, ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻ കൊണ്ടുവരുന്നു, ചീപ്പായിട്ടുള്ള ഹെൽത്ത് കെയർ കൊണ്ടുവരുന്നു. ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആര് കൊണ്ടുവരുന്നു, ഈ ഒരു ഗവൺമെൻറ് കൊണ്ടുവരുന്നു, ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി മേക്ക് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ലെഡ് ടു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട്. ഓക്കെ, ദെൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒക്കെ ഒബ്വിയസ്ലി ഇൻക്രീസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ന്യൂ ഫാക്ടറി സിറ്റീസ് കെയിം ഇൻ ടു ബീങ്. കുറേയധികം ഫാക്ടറി സിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ദെൻ ഇമ്പാക്ട് ഓഫ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ റഷ്യ നോക്കുകയാണെങ്കിൽ വർക്കേഴ്സ് ഹാഡ് ടു ലിവ് ഇൻ ദ പുവർ കണ്ടീഷൻ. ദേ ഹാഡ് ലിവ്സ് വിച്ച് റിസൾട്ടഡ് ഇൻ 550 stoppage of work in a single year. Then in a temperature below 40 degree people had to climb down from the fourth floor for using toilets. ഇങ്ങനെ എന്താ പറയുക, റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഭാഗമായിട്ട് നെഗറ്റീവ് സൈഡ്സും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ്സും ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ സ്റ്റാൻഡലൈസേഷൻ ആൻഡ് കൾട്ടിവേഷൻ ആണ് നമ്മൾ, സ്റ്റാലിനിസം ആൻഡ് കൾട്ടിവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ലെനിന് ശേഷമാണ് സ്റ്റാലിൻ വരുന്നത്. ബൈ 1927 and 28 the towns in Russia were facing an acute problems of grain supplies. In order to tackle this problem, government fixed prices of at which the peasants could sold grains. However, the peasants refused to sell their grains to government buyers at these prices. ചാപ്റ്റർ 88 ഒരു 10 മിനിറ്റ് സാറേ ബ്രേക്ക് ചെയ്തത് കേട്ടോ. ഓക്കെ, however, the peasants refused to sell their grain to government buyers at these prices. Thus, Joseph Stalin, who headed the party after the death of Lenin, introduced firm emergency measures. In 1928, party members toured the grain producing area, supervising enforced grains collections and raiding kulaks. As a shortage continued, the government took another step and implemented cultivation program. From 1929, party forced all peasants to cultivate in a collective farms or kolkhos. The bulk of land and implements were transferred to the ownership of collective farms. Peasants worked on the lands. Kolkhos profit was shared. But the peasants did not like the program and resisted the authorities. They were even destroyed their livestock, due to which the number of cattle fell by 1/3. ഇവിടെ നമ്മൾ പറയുന്നതാ
അഗ്രികൾച്ചർ സെക്ടറിൽ. അതായത് ഒരു 1927-28 സമയത്ത് ഗ്രെയിൻ സപ്ലൈസിലൊക്കെ വലിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ സമയത്ത് ഒരു ഫിക്സ്ഡ് പ്രൈസിന് ഗവൺമെന്റിന് എന്ത് ചെയ്യണം, ഗ്രെയിൻസ് സപ്ലൈ ചെയ്യണം എന്നൊരു ഡിമാൻഡ് ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നു. അങ്ങനെ അത് പോസിബിൾ ആവുന്നില്ല. പല ആളുകളും അത് ഒപ്പോസ് ചെയ്യുന്നു. 1928 സമയത്താണ് എന്ത് ചെയ്യുന്നത്, പാർട്ടി, അത് നമ്മുടെ സ്റ്റാലിന്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ലെനിൻ സ്റ്റാലിന്റെ ലീഡർഷിപ്പിലേക്ക് എന്ത് ചെയ്യുന്നു, പാർട്ടി മാറുന്നു. ആ ഒരു സമയത്ത് സ്റ്റാലിന്റെ ലീഡർഷിപ്പിലുള്ള പാർട്ടി ഒബ്വിയസ്ലി ഒരു പുതിയൊരു പോളിസി കൊണ്ടുവരുന്നു. പുതിയ പോളിസി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂടാ. എന്താണ്? ഒരു കളക്റ്റീവ് ഫാംസ്, അതായത് ഈ പറയുന്ന പൂൾ ചെയ്തുകൊണ്ട്, ഈ പറയുന്ന ലാൻഡൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ആര് കൊണ്ടുവരുന്നത്, നമ്മുടെ സ്റ്റാലിൻ്റെ ലീഡർഷിപ്പിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഒരു കളക്റ്റീവ് ഫാംസിന് പബ്ലിക്കിന് വലിയ സപ്പോർട്ട് ഉണ്ടാകുന്നില്ല. കാരണം എല്ലാ ആളുകളും ഈക്വലി വർക്ക് ചെയ്യണം എന്നില്ല. എല്ലാ ആളുകളുടെയും എന്താ പറയുക, ചില ആളുകൾക്ക് ചിലപ്പോൾ കുറേ വർക്ക് എന്ത് ചെയ്യാം, കുറേ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും, ചില ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കളക്റ്റീവ് ഫാംസിനെ പല ആളുകളും എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, കളക്റ്റീവ് ഫാംസിനെ പല ആളുകളും സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പല ആളുകൾക്കും ഈ പറയുന്ന ഈ ഒരു പറയുന്ന പോളിസിയോട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് എന്താ പറയുക, അതിനെ എഗ്രി ചെയ്യാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. പല ആളുകളും ഫോഴ്സ്ഫുള്ളി എഗ്രി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എഗ്രി ചെയ്യാത്ത ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോൺസിക്വൻസസ് സഫർ ചെയ്യേണ്ടി വരുന്നു. ഗവൺമെൻറ് അവരെ വളരെ എന്താ പറയുക, അവരെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡിലും മാറ്റങ്ങൾ വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. തന്നെ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ ആൻഡ് USSR നോക്കുകയാണെങ്കിൽ, ഗ്ലോബലി ദ സപ്പോർട്ടേഴ്സ് ഓഫ് റഷ്യ ഫോംഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ദെയർ റെസ്പെക്റ്റീവ് കൺട്രീസ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ദ ബോൾഷെവിക്സ് എൻകറേജ് ദ കൊളോണിയൽ പീപ്പിൾ ടു ഫോളോ ദെയർ എക്സ്പെരിമെന്റ്സ് ആൻഡ് മേഡ് ഓഫ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ്. ഫോർ എക്സാമ്പിൾ, മെനി നോൺ റഷ്യൻ ഫ്രം ഔട്ട്സൈഡ് ദ USSR participated in the conference of the people of East. Then the Bolsheviks founded Comintern, an international union for pro-Bolshevik Socialist പാർട്ടിയുടെ ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് എന്ത് പറയുന്നത്, കോമിൻതേൺ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ആണ്. അതുകൂടാതെ ഓൾസോ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ കോമിൻതേൺ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ USSR. കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഓഫ് ദ വർക്കേഴ്സ് ഓഫ് ദ ഈസ്റ്റിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഓഫ് വർക്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, USSR ഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് എല്ലാ ഏരിയാസിലും, അതായത് ഓൾ ഓവർ ദ വേൾഡിലും ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിയൻസ് ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടീസ് ആണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഞാൻ മക്കൾക്ക് എന്തായാലും ഒരു 10 മിനിറ്റ്സ് അല്ലടാ, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് തരാം. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് തരാം. അപ്പോൾ 10 മിനിറ്റ്സ് ബ്രേക്ക് തരുന്ന സമയത്ത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് എന്താണ് സർ ചാറ്റ് ബോക്സ് നോക്കിയിട്ട് റെസ്യൂമേ ചാറ്റ് ആപ്പിൽ ക്ലാസ് കിട്ടുന്നില്ല എന്നൊക്കെ മക്കൾ കമൻസ് ഉണ്ടല്ലോ. യെസ്, ഒരു 10 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് തരടാ. അപ്പോൾ ആപ്പിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വരട്ടാ. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെടാ, എല്ലാവരും എന്ത് ചെയ്യാ. യെസ്, ഇപ്പം നമുക്ക് എത്ര സമയമായി, 9:52 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യട്ടോ. അടുത്ത ക്ലാസ് 9:52 സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനിടയിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം, സാറിന് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ,
ഓക്കെ, അഗൈൻ സാർ വന്നിട്ടുണ്ട്, തിരുമ്പി വന്നിട്ടെങ്കിൽ. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് പുതിയൊരു ചാപ്റ്ററാണ്, ഒരു വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സമാധാനമായിട്ടാ. സാർ കുറച്ച് സമയമായി, നമ്മളിന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയതാണ് മാരത്തോൺ. 10 CBSE മാരത്തോൺ ആയിരുന്നു ഫസ്റ്റ്, അതിനുശേഷം നമ്മുടെ മാരത്തോൺ ആയി. അപ്പൊ എന്തായാലും അതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എല്ലാവർക്കും ഓഡിയബിൾ അല്ലടാ, വിസിബിൾ അല്ലടാ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഫോം ചെയ്തിട്ടുണ്ട് ആപ്പിലെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ തുടർച്ചയായിട്ട് എടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൊണ്ട ചെറുതായിട്ടൊന്ന് കിച്ച് ആയി. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗത്തേക്കൊക്കെ പോവാം. എല്ലാവരും ഉണ്ട്, കുറച്ച് ആളുകളൊക്കെ പോയി എല്ലാത്തിനിടയിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ ആണ് നമ്മൾ എടുത്തെടുക്കാൻ പോകുന്നത്. നാസിസം ആൻഡ് ദ റൈസ് ഓഫ് ഹിറ്റ്ലർ. എവിടെ അപ്പോൾ റൈസ് കണ്ടിട്ടുള്ളൂ, ഹിറ്റ്ലറെ കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. Sir, if the Petrograd Soviets were in the provisional government, then how did Lenin sought help from them? Please reply. Yes, Petrograd Soviets, അതായത് പെട്രോഗ്രാഡ് സോവിയറ്റ്സ് തന്നെ ഫോം ചെയ്യുന്ന ഏർലിയസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പറയുന്ന വർക്കേഴ്സും അതുപോലെ തന്നെ സോൾജേഴ്സൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു സോവിയറ്റ്സ് ഫോം ചെയ്യുന്നത്. അതിൽ തന്നെ ഗ്രാജുവലി ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡിനോട് എതിർപ്പുണ്ടാവുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. അതായത് ഏർലിയസ്റ്റ് ടൈമിൽ നമ്മുടെ ഫോം ഒബ്വിയസ്ലി നമ്മുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നമ്പർ ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും. ലീഡേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ ഒബ്വിയസ്ലി ഫോളോവേഴ്സ് എന്ത് ചെയ്യും, ഫോളോവേഴ്സ് ഗ്രാജുവലി ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് ചേരുകയോ അല്ലെങ്കിൽ അവര് ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഡിസയർ ചെയ്യുന്ന എന്താ പറയുക ഒരു കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്ന ആരുണ്ട് അല്ലേ. ഏത് പാർട്ടിയാണോ നിൽക്കുന്നത് അവർക്ക് എന്ത് ചെയ്യും, സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ടാണ് പെട്രോഗ്രാഡിൽ ഈ പറയുന്ന നമ്പർ ഓഫ് സോൾജിയേഴ്സിന് അല്ലെങ്കിൽ സോവിയറ്റ്സിന് സപ്പോർട്ട് ആർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ബോൾഷെവിക്സിന് അല്ലെങ്കിൽ ലെനിന് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. നാസിസം ആൻഡ് റൈസ് ഓഫ് ഹിറ്റ്ലർ ആണ് നമുക്ക് എടുക്കാനുള്ളത്. നാസിസവും റൈസ് ഓഫ് ഹിറ്റ്ലർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഹിറ്റ്ലറിന് പവർ കിട്ടിയതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ ബർത്ത് ഓഫ് വെയ്മർ റിപ്പബ്ലിക് ആണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, World War I lasted for 4 years and resulted in Allied powers' victory. After getting defeated, Germany was held responsible for the losses. German Emperor Wilhelm had to abdicate from his position due to lack of support from military and many subjects. As a result, the German National Assembly met the Weimar and established a democratic constitution with a federal structure. All the adult voters, including women, got the political right on equal basis. Then all the elected deputies legislative body sat in a German parliament or Reichstag. ഇവിടെ നമ്മൾ പറയുന്നതാ ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം വേൾഡിലെ പല എന്താ പറയുക ഭാഗത്തും ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 4 years ആയിരുന്നു വാർ ഉണ്ടായിരുന്നത്. വാറിൽ അലൈഡ് പവേഴ്സ് ജയിക്കുന്നു. അതിനുശേഷം വാർ ഗിൽഡ് ജർമ്മനി മേലെ ഇമ്പോസ് ചെയ്യുന്നു. ഈ സമയത്ത് ജർമ്മൻ ഗവേൺ ചെയ്തിരുന്ന ആരായിരുന്നു? ഈ സമയത്ത് ജർമ്മനി ഗവേൺ ചെയ്തിരുന്ന നമുക്ക് കാണാൻ പറ്റുന്നത് എംപറർ വില്യം ആയിരുന്നു ഗവേൺ ചെയ്തിരുന്നത്. പക്ഷേ അവർ എന്താ പറയുക, എംപറർ വില്യംസിന് മിലിറ്ററി സപ്പോർട്ടും അതുപോലെ തന്നെ മിലിറ്ററിയുടെ സപ്പോർട്ടൊക്കെ ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അങ്ങനെ അവിടെ ഒരു എന്താ പറയുക ഒരു ജർമ്മൻ നാഷണൽ അസംബ്ലി അവിടെ ഫോം ചെയ്യുകയാണ്. ജനങ്ങളുടെ വോട്ടോട് കൂടി ഒരു ഗവൺമെന്റ് അവിടെ വരികയാണ്. അതായത് എക്സിസ്റ്റിംഗ് ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്തുകൊണ്ട് പുതിയൊരു ഗവൺമെന്റ് അവിടെ വരുന്നു. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് അവിടെ വരുന്നു, ജർമ്മനിയിൽ വരുന്നു. അത് നമ്മളിവിടെ പറയുന്നത് വെയ്മറിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെയ്മർ റിപ്പബ്ലിക് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, However, the peace treaty at Versailles treaty മക്കളാരും നേരത്തെ ചോദിച്ചിരുന്നു, അവരെല്ലാവരും നോട്ട് ചെയ്യണേ. Peace treaty at Versailles made the Weimar Republic unpopular. പീസ് ട്രീറ്റിയിൽ അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് വെർസായിൽസിൽ സൈൻ ചെയ്തതോടുകൂടി ഈ പറഞ്ഞ വെയ്മർ റിപ്പബ്ലിക്കും അൺപോപ്പുലർ ആവുന്നു. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Treaty of Versailles. It was a harsh humiliation peace treaty between the government of Germany, Weimar Republic and Allies അല്ലെങ്കിൽ പറഞ്ഞ വിക്ടോറിയസ് പവേഴ്സ്, വേൾഡ് വാറിൽ ജയിച്ച രാജ്യങ്ങളും അതുപോലെ തന്നെ ജർമ്മനിയുടെ ഗവൺമെന്റ് തമ്മിലുണ്ടായിട്ടുള്ള ഒരു ട്രീറ്റിയാണ് ഈ പറഞ്ഞ വെർസൈൽസ് ട്രീറ്റി. അതിൽ ഹാർഷ് ട്രീറ്റിയാണ്. ജർമ്മനെ വളരെ രീതിയിൽ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന എന്താ പറയുക സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ ഒരു ട്രീറ്റിയിൽ ഉണ്ടാവുന്നത്. ഓക്കെ, this treaty made Germany lose its overseas colonies, a tenth of its population, 30% of its territories, also 75% of its iron and 26% of its coal to France, Poland, Denmark and Lithuania. Moreover, the Allied powers demilitarized the Germany to weaken its power. Then Germany became liable to pay compensation amounting almost to 6 billion. ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ പറയുന്നത് ജർമ്മനിക്ക് ലോസ് ഓഫ് ലോസസ് ആണ് ഈ പറഞ്ഞ ട്രീറ്റി ഓഫ് വെർസായിൽസിലൂടെ സൈൻ ചെയ്തിലൂടെ ഉണ്ടാവുന്നത്.
എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? യെസ്, ട്രീറ്റി ഓഫ് വേഴ്സാലിസിലൂടെ സൈൻ ചെയ്യുന്നതിലൂടെ ജർമ്മനിയുടെ അണ്ടറിലായിട്ടുള്ള കോളനീസ് ജർമ്മനീസിന് എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ജർമ്മനിയുടെ അണ്ടറിലായിട്ടുള്ള കോളനി ജർമ്മനിക്ക് നഷ്ടപ്പെടുന്നു. പിന്നീട് 13% ഓഫ് ഇറ്റ്സ് ടെറിട്ടറീസ് ജർമ്മനിക്ക് നഷ്ടപ്പെടുന്നു. ടോട്ടൽ പോപ്പുലേഷൻ 10th ഓഫ് പോപ്പുലേഷൻ ജർമ്മനിക്ക് നഷ്ടപ്പെടുന്നു. ഓക്കെ, then 75 of its iron എന്താ പറയുക ഏരിയാസും 26% ഓഫ് ഇറ്റ്സ് കോൾ ഏരിയാസും എന്ത് ചെയ്യുന്നു? ഫ്രാൻസും പോളണ്ടും ഡെൻമാർക്കും ലിത്വാനിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതുകൂടാതെ ജർമ്മനിയുടെ മിലിറ്ററി ഡീമിലിറ്ററൈസ് ചെയ്യുന്നു. ജർമ്മനിയുടെ എന്താ പറയുക വെപ്പൺസ് ഒക്കെ നിന്ന് പിടിച്ചെടുക്കുന്നു. ഓക്കെ, കാരണം ഇനിയും ഇത് ജർമ്മനി ഒരു വാറിനൊക്കെ കാരണമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈനലി നമ്മൾ പറയുന്നത് വാർ കോമ്പൻസേഷൻ ജർമ്മനി പേ ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ വാർ ഗിൽട്ട് കംപ്ലീറ്റ് ആയിട്ടും ജർമ്മനിയുടെ മേലെ ഇമ്പോസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. യെസ്, ഈ പറയുന്ന ട്രീറ്റി ഓഫ് വേഴ്സാലിസിലൂടെ ചെയ്യുന്നത്. അത് ആർക്കും അക്സെപ്റ്റബിൾ അല്ല. ലോട്ട്സ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ ജർമ്മൻ പീപ്പിൾസിന് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് വീമർ റിപ്പബ്ലിക് ബിക്കം അൺപോപ്പുലർ. അതിനുള്ള റീസൺ എന്താണ്? ട്രീറ്റി ഓഫ് വേഴ്സാലിസ് കാരണമാണ് വീമർ റിപ്പബ്ലിക് എന്താവുന്നടാ അൺപോപ്പുലർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വീമർ റിപ്പബ്ലിക് അൺപോപ്പുലർ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലടാ? അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ജർമ്മനി വളരെ എക്സ്ട്രീം ലെവൽ ഓഫ് പോവേർട്ടി, അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. കാരണം ജർമ്മനിയുടെ മെയിൻ ഏരിയാസ് ഒക്കെ പിടിച്ചു, ജർമ്മനിയുടെ മൈൻ ഏരിയാസ് പിടിച്ചു, ജർമ്മനിയുടെ റിച്ച് ആയിട്ടുള്ള ലാൻഡ് പിടിച്ചു, എല്ലാം പിടിച്ചു. ജർമ്മനി കോളനീസ് ഒക്കെ പിടിച്ചു. ജർമ്മനി ഭയങ്കര പൂർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് പോകുന്നു. അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് പോകുന്നു. അതുകൂടാതെ വാറിന്റെ കോമ്പൻസേഷൻ ജർമ്മനി കൊടുക്കണം. ഇങ്ങനെ ടോട്ടലി ജർമ്മനി എന്താണ് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? Americans helped with Dave's plan. Charles G. Davis, an American banker, played a key role in creating and promoting the Dave's plan to help Germany's economic recovery. ജർമ്മനിയുടെ ഇക്കണോമിക് റിക്കവറിയെ ആര് ഹെൽപ്പ് ചെയ്യാണ്? അമേരിക്ക ഹെൽപ്പ് ചെയ്യാണ്. ചാൾസ് ജി ഡേവ്സ് പ്ലാനിലൂടെ എന്ത് ചെയ്യാണ്? അമേരിക്ക എന്തിനെ ഹെൽപ്പ് ചെയ്യാണ്? യെസ്, സാർ കമൻറ്റ് നോക്കുന്നുണ്ടാ, മക്കൾ പറഞ്ഞ കാര്യം സാർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാറിന് ഡ്യൂറിങ് ദ ലൈവ് സെഷൻ ലിമിറ്റേഷൻസ് ഉണ്ട്. സാർ ഇൻഫോം ചെയ്യാൻ പറ്റുന്ന സാധനം ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, യെസ്, അതിൽ സാറിന് ഡ്യൂറിങ് ദ ലൈവ് സെഷൻ പറ്റുള്ളൂ. ബിക്കോസ് ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അതർ ആക്ടിവിറ്റീസ് പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് കമൻറ്റ് കണ്ടു, ബാച്ചിൽ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ബാക്കി ടെക്നിക്കൽ എന്താണ് അതിൻ്റെ എന്താണ് ഇപ്പോൾ എന്താ പറയുക അവരെന്താണ് ചെയ്യുന്നതെന്നുള്ള സെക്കൻഡ് അവർ ചെയ്യും. ഓക്കെ, യെസ്, ഐ തിങ്ക് അതൊരു ഷെഡ്യൂൾഡ് ക്ലാസ് ആയിരിക്കാം. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഹെൽപ്പ് ആൻഡ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഈ പറഞ്ഞ ഡേവ്സ് പ്ലാനിലൂടെ ജർമ്മനി ഇക്കണോമിക് റിക്കവറിയെ ആരെ ഹെൽപ്പ് ചെയ്യാണ്? അമേരിക്ക അസിസ്റ്റ് ചെയ്യാണെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്, അതിൽ നമ്മൾ എടുത്തു പറയുന്നത് ഡേവ്സ് പ്ലാൻ ചേഞ്ച്ഡ് ഹൗ മെനി പെയ്ഡ് ഡെബ്റ്റ്സ്, മേഡ് തിങ്സ് ഈസിയർ, തിങ്സ് ഗോട്ട് ബെറ്റർ, ഇക്കണോമി സ്റ്റെബിലൈസ്. ഡേവ്സ് പ്ലാനിലൂടെ ജർമ്മനി കുറച്ചും കൂടി റിക്കവർ ആയി നിൽക്കുന്ന ഒരു സമയത്താണ് അൺഫോർച്ചുനേറ്റ്ലി ജർമ്മനി ഏറ്റവും കൂടുതൽ ട്രാജിക് കണ്ടീഷനിലേക്ക് എത്തുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇയർ ഓഫ് ഡിപ്രഷൻ. Fragile stability, 1924 to 28. From the 1924 to 28, things seemed calm, but the foundation was weak. Germany growth relied on short loans from US, which was risky. Big crash triggers troubles in 1929. In 1929, the US experienced a major crash crowned as the Wall Street Exchange crash, which had significant impact. This sudden event caused the panic selling and marked beginning of the Great Economic Depression. അതായത് ജർമ്മനിയെ അസിസ്റ്റ് ചെയ്തിരുന്ന ആരായിരുന്നു? അമേരിക്കയായിരുന്നു. 1928 വരെയൊക്കെ കാര്യങ്ങൾ ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വലിയൊരു പ്രോബ്ലം ഇല്ലാതെ പോയിരുന്നു. 1929 ആയപ്പോഴാണ് വാൾ സ്ട്രീറ്റ് എക്സ്ചേഞ്ചിൽ ഉണ്ടാകുന്ന ഒരു ക്രാഷ് ഉണ്ടാകുന്നത്, ഇക്കണോമിക് ഡിപ്രഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അങ്ങനെ കുറേ അധികം ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അത് എന്ത് ചെയ്യുന്നു, ആളുകൾ എന്താ പറയുക പെട്ടെന്ന് വിറ്റഴിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അതിൽ വലിയൊരു ക്രാഷ് ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള റൂമറും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നു. Then challenges for Germany. This trouble spread all over the world and Germany hit hard by the Great Depression. By 1932, the factories started making only 40% of what they used to. അതായത് ഓൾ ഓവർ ദ വേൾഡിന് ഈ പറഞ്ഞ ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ ബാധിക്കുന്നുണ്ട്. കാരണം അത് ജർമ്മനി മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ അമേരിക്കയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആരെയാണ്? ജർമ്മനിയാണ്. ബിക്കോസ് ജർമ്മനി അസിസ്റ്റ് ചെയ്തിരുന്ന ആരായിരുന്നു? ഫിനാൻഷ്യലി അമേരിക്ക ആയിരുന്നു. അങ്ങനെ നമ്മൾ പറയുന്നുണ്ട് ജർമ്മനിയുടെ ഫാക്ടറീസിലൊന്നും ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരുന്നു. ദെൻ കോമൺ ചാലഞ്ചസ് ഫോർ എവരി വൺ. പീപ്പിൾ ഹൂ വെർ മിഡിൽ ക്ലാസ് ഹാഡ് ലെസ് മണി ആസ് ദ
worthless. Small business owners and self-employed people lost monies too. Then many people were scared becoming poor and even workers had hard time. ഇവിടെ നമ്മൾ പറയുന്ന സാധാരണക്കാരടക്കം വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം ഫേസ് ചെയ്യുന്നു. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ അവരുടെ പൈസക്ക് വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ സ്മോൾ ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ഗ്രൂപ്പ്സ് ആണെങ്കിലും അവർക്കും പൈസ നഷ്ടപ്പെടുന്നു. അതുകൂടാതെ പല ആളുകളും പൂറാവുന്നു. എന്താ പറയുക, പാപ്പരിസത്തിലേക്കൊക്കെ ഗ്രാജുവലി കാര്യങ്ങൾ മാറുന്നു. Okay, then government vulnerability and major issues. The government of the Weimar Republic was not strong and had problems. For example, it was 20 different cabinets lasting on average 239 days. The Weimar Republic's government had to collaborate because winning awards was difficult due to proportional representation system. The president had unique powers with Article 48, but using them brought uncertainty. Since the crisis persisted, people lost confidence in the democratic parliamentary system. അതായത് ഈ വിമർ റിപ്പബ്ലിക്കിന് ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇക്കണോമിക് ക്രൈസിസ് ഒന്നും സോൾവ് ചെയ്യാൻ വിമർ റിപ്പബ്ലിക്കിന് പറ്റുന്നില്ല. ബേസിക്കലി നമ്മൾ പറയുന്നത് ഇതൊരു ന്യൂ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഡെമോക്രസി. അവിടെ ഡെമോക്രസി ഇസ് നോട്ട് എന്താ പറയുക, ഒരു ഫിറ്റ് അല്ല, ഇക്കണോമിക് റിക്കവറിക്കൊന്നും ഫിറ്റ് അല്ല എന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാക്കുന്നു. അതുകൂടാതെ പ്രസിഡന്റിന്റെ യുണീക് പവേഴ്സ് ഈ സമയത്ത് പ്രസിഡന്റ് ഇത് യൂസ് ചെയ്യുന്നു ഈ അൺസർട്ടനിറ്റി ഓവർകം ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 5 minutes കഴിഞ്ഞിട്ടുണ്ടാവും. യെസ്. അതുകൂടാതെ ഡെമോക്രസിക്ക് ഒരു രീതിയിലും പബ്ലിക്കിന്റെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനോ അത് സോർട്ട് ഔട്ട് ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ജനങ്ങൾ അതായത് ഗവൺമെന്റ് ട്രീറ്റി ഓഫ് വേഴ്സാലിസിൽ സൈൻ ചെയ്തപ്പോൾ പിന്നെ ജനങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി. ഭയങ്കരത്തിൽ എന്ത് ചെയ്തു, എന്താ പറയുക, ഈ ഗവൺമെന്റ് ഒന്നിനും പോരപ്പ, നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ സൈൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് ഓക്കെ അല്ല. അതിനിടയിലാണ് ഇക്കണോമിക് പ്രോബ്ലം വരുന്നത്. അതും ഓവർകം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല, ഗവൺമെന്റിന് പറ്റുന്നില്ല. ഒരു ഇക്കണോമിക് ക്രൈസിസ് വരുമ്പോൾ ഒബ്വിയസ്ലി ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മളിവിടെ കൊറോണ സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എൻഷുർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വന്നുടാ, ഇവിടെ നമുക്ക് ഒരു ഫ്ലഡ് വന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക, ഇവിടെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എൻഷുർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിനുണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്യാനോ അത് എൻഷുർ ചെയ്യാനോ ആർക്കും പറ്റുന്നില്ല. ഈ പറഞ്ഞ വിമർ റിപ്പബ്ലിക്കിന് പറ്റുന്നില്ല. അപ്പോൾ വിമർ റിപ്പബ്ലിക്കിനോടുള്ള ട്രസ്റ്റ് ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുന്നു പബ്ലിക്കിന്. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ആര് വന്നാലും ജയിപ്പിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഹിറ്റ്ലേഴ്സ് റൈസ് ടു പവർ. Background of crisis, the economy, politics and society in crisis at a stage of Hitler's rise to power. Hitler, born in 1889 in Austria, experienced poverty during his youth. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു സാഹചര്യം, അതായത് ഞാൻ സിമ്പിളായിട്ട് പറയട്ടെ, ഹിറ്റ്ലറിനെ എങ്ങനെ പവർ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ട് പറയാം. അതായത് ഇപ്പോൾ ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ ബാച്ചിലർ മക്കൾക്കെല്ലാം ഓർമ്മ ഉണ്ടാവും. അതിപ്പോൾ നമ്മളൊരു കുഴിയിൽ വീണ് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരാൾ ആരുമില്ല, രക്ഷിക്കാൻ ആരുമില്ല, കൂരിട്ട് നമ്മളൊരു കുഴിയിൽ വീണ് കിടക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ രക്ഷിക്കുമ്പോൾ അയാളോട് നിങ്ങൾ ഏത് മതം, നിങ്ങൾ ഏത് ജാതി, നിങ്ങൾ കൊലയാളിയാണോ, നിങ്ങൾ കള്ളനാണോ എന്നൊന്നും നമ്മൾ ചോദിക്കൂല. നമ്മളെ മനസ്സിടത്തോളം അവരിന്ന് എന്ത് ചെയ്യണം, സർവൈവ് ചെയ്യണം. അവിടെ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അവരെ നമ്മൾ കൈ കൊടുക്കും, അല്ലേ? അവിടെ നമ്മൾക്ക് എന്താണ്, നമുക്ക് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമാണ്. അപ്പോൾ അതേപോലെ ഈ ഒരു സിറ്റുവേഷൻ ജർമ്മൻ പീപ്പിൾസ് അത്രയും എന്താ പറയുക എക്സ്ട്രീം ലെവൽ ഓഫ് പോവർട്ടി നമ്മളിവിടെ പറയുന്നുണ്ട്. ജർമ്മൻ പീപ്പിൾസ് ലൈക്ക് ഇങ്ങനെയാണ്, പ്ലക്കാർഡൊക്കെ പിടിച്ച് നിൽക്കാട്ടെ, യൂത്തൊക്കെ റോഡിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വി ആർ വില്ലിങ് ടു ഡു എനിത്തിങ് ഫോർ ബ്രെഡ് അല്ലെങ്കിൽ ഫോർ ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ നിൽക്കാം. ആലോചിച്ച് നോക്ക്, ഞങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തരുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്തൊക്കെ നിൽക്കുകയാണ്. ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, ആ ഒരു സമയത്ത് എന്താണ്, ആര് വന്നാലും ജയിപ്പിക്കുമെന്നൊരു സമയമായി. ആ ഒരു സമയത്താണ് ആരാണോ നമ്മളെ രക്ഷിക്കാൻ വരുന്ന അവരെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞൊരു സമയമായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു ലീഡറിന് കൂടുതൽ പോസിബിലിറ്റി ഉണ്ടാവുന്നത് നമ്മൾക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാം. വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഹിറ്റ്ലർ enlisted served as a messenger and became a colporteur. Then German defeated and Versailles Treaty angered him, leading to his involvement with the German Workers' Party. ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിൽ ഫസ്റ്റ് ഈ പറയുന്ന മിലിറ്ററിയിലൊക്കെ ആയിരുന്നു ആര് വർക്ക് ചെയ്തിരുന്നത്, ഈ പറഞ്ഞ ഹിറ്റ്ലർ വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് ജർമ്മനി ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്തു, ട്രീറ്റി ഓഫ് വേഴ്സാലിസിലൊക്കെ സൈൻ ചെയ്തു. അപ്പോൾ അതിൽ ആരും വളരെ വലിയ രീതിയിൽ രോഷാകുലനായിരുന്നു. നമ്മുടെ ഹിറ്റ്ലറും വളരെ രോഷാകുലനായിരുന്നു നമുക്ക് കാണാൻ പറ്റും. തന്നെ ഹിറ്റ്ലർ ഒരു പാർട്ടിയിൽ ജോയിൻ ചെയ്യുന്നു.
ഫോർമേഷൻ ഓഫ് ദ നാസി പാർട്ടി നോക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ ട്രാൻസ്ഫോംഡ് ദ ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ഇൻ ടു നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി ദെൻ നാസി പാർട്ടി. ആൻഡ് അറ്റംപ്റ്റ്സ് ടു സീസ് പവർ ഇൻ 1923 ഫെയിൽഡ്, ലീഡിംഗ് ടു ഹിസ് അറസ്റ്റ് ആൻഡ് സബ്സിക്വൻസ് റിലീസ്. നമ്മൾ പറയുന്നത് ഹിറ്റ്ലർ ആദ്യം ഈ പറയുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ജോയിൻ ചെയ്യുന്നത്. പിന്നീട് അതിന്റെ പാർട്ടി പേര് മാറ്റുന്നു, നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നാക്കുന്നു. ദെൻ ഗ്രാജുവലി അത് എന്തായി മാറുന്നു, നാസി പാർട്ടി എന്നായിട്ട് മാറും. ഹിറ്റ്ലർ പവർ സീസ് ചെയ്യാൻ വേണ്ടി 1923 ഒരു ശ്രമം നടത്തി, പക്ഷെ അത് ഫെയിലിയറായി, അറസ്റ്റ് ചെയ്തു, ജയിലിലായിരുന്നു. ദെൻ തിരിച്ചു വരുന്നു. Nazism growth and amid crisis. The Great Depression turned Nazism into a mass movement. After 1929, the economic collapse caused the banks and business to shut down, leading to unemployment and threat to all middle classes, Nazi propaganda and hope. Nazi propaganda generated optimism for a better future and the circumstances. Then in 1928, Nazi party had just 2.6 votes, but 1932 became the largest two-party with 37% of votes. അതായത് നമ്മളിവിടെ പറയുന്നത് ഈ പറഞ്ഞ ഗ്രേറ്റ് ഇക്കണോമിക് ഡിപ്രഷൻ നാസി പാർട്ടിക്ക് ഒരു ഹോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇക്കണോമിക് ഡിപ്രഷനിലൂടെ പുതിയൊരു പാർട്ടി വരട്ടെ, പവറിലേക്ക് വരട്ടെ എന്നൊക്കെ ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവാൻ തുടങ്ങുന്നു. ഓക്കെ, സൂയിസൈഡ് ആയിരുന്നുടാ. യെസ്, ഓക്കെ, പുതിയൊരു പാർട്ടി വരട്ടെ, ഒരു പാർട്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാവുന്നൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആദ്യം നാസി പാർട്ടിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിലും 1932 ആയപ്പോൾ നാസി പാർട്ടിക്ക് വലിയൊരു പോപ്പുലർ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുന്നു. ദെൻ politics and charisma. Hitler compiling speeches promised to rebuild the nation, undo the Versailles Treaty and justice, and restore German dignity. He assured employment, a secure future, and resistance against foreign influence and conspiracies. ഏറ്റവും ജർമ്മൻ പീപ്പിൾസിന്റെ എല്ലാ ഡിമാൻഡ്സും ഇവിടെ ഉണ്ട്. അതായത് ഹിറ്റ്ലർ എന്ന് പറയുന്നത് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരെ കയ്യിലെടുക്കാനുള്ള രീതിയിൽ പ്രസംഗിക്കാൻ അറിയുന്ന ഒരാളായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? യെസ്, റീബിൽഡ് ചെയ്യും നാഷനെ. അത് ഇക്കണോമിക്കലി ഫുൾഫിൽ എന്താ പറയുക, എല്ലാ രീതിയിലും നമ്മൾ സ്റ്റേബിൾ ആക്കും, എല്ലാ ആളുകൾക്കും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും, ഒരു സെക്യൂർ ആയിട്ടുള്ള ഫ്യൂച്ചർ എൻഷുർ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ ഫോറിൻ ഇൻഫ്ലുവൻസും നമ്മൾ എന്ത് ചെയ്യും, ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ ഫൈനലി എന്താണ്? യെസ്, ട്രീറ്റി ഓഫ് വേഴ്സാലിസ്. ജർമ്മൻ പീപ്പിൾസിന് ഇത്രത്തോളം ഹ്യൂമിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ട്രീറ്റി ഓഫ് വേഴ്സാലിസ് ആണ്. ആ ട്രീറ്റി ഓഫ് വേഴ്സാലിസ് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ടും എന്ത് ചെയ്യും, യെസ്, നമ്മളത് അൺഡു ചെയ്യും. അതായത് ട്രീറ്റി ഓഫ് വേഴ്സാലിസിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ നിൽക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ആരോ പറയുന്നത്, ഹിറ്റ്ലർ പറയുന്നത്. അത് ഒബ്വിയസ്ലി ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അത് ഒബ്വിയസ്ലി ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഹിറ്റ്ലറുടെ ഈ ഒരു പ്രോമിസ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അല്ലേ. യെസ്, നോക്കട്ടെടാ, സ്റ്റിൽ മകൾ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഒറ്റ മിനിറ്റ്, നോക്കട്ടെടാ. സ്റ്റുഡിയോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കരിസ്മാറ്റിക് പേഴ്സൺ ആയിരുന്നു. അതുകൂടാതെ നല്ല രീതിയിൽ എന്താണ് കുറേ അധികം പ്രോമിസസ് പബ്ലിക്കിന് ആര് കൊടുത്തിരുന്നു, ഹിറ്റ്ലറോട്. ബാച്ചിൽ കഴിഞ്ഞില്ലായിരുന്നു, വർക്കാവുന്നില്ല. ഓക്കേടാ, നോക്കുന്നുണ്ട്. ദെൻ ന്യൂ പൊളിറ്റിക്സ് ആൻഡ് സ്പെക്ടാക്കിൾസ് നമ്മൾ നോക്കണം. അപ്പോൾ ഹിറ്റ്ലർ കുറേയധികം പ്രോമിസസ് കൊടുക്കുന്നു, അതിലൂടെ പബ്ലിക്കിന്റെ മാക്സിമം സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ ആർക്ക് പറ്റുന്നു, ഹിറ്റ്ലറിന് പറ്റുന്നു. അപ്പോൾ ജനങ്ങളുടെ എന്താണോ ഡിമാൻഡ്സ് അത് ഫുൾഫിൽ ചെയ്യാൻ ആർക്ക് പറ്റുന്നു, ഹിറ്റ്ലറിന് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ന്യൂ പൊളിറ്റിക്സ് ആൻഡ് സ്പെക്ടാക്കിൾസ് നോക്കുകയാണെങ്കിൽ ഹിറ്റ്ലർ ഇൻട്രൊഡ്യൂസ്ഡ് ഇന്നോവേറ്റീവ് പൊളിറ്റിക്കൽ ടാക്ടിക്സ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ പവർ ഓഫ് റിച്വൽസ് ആൻഡ് സ്പെക്ടാക്കിൾസ്, Nazi rallies, meetings, red banners, swastika, Nazi salutes and applause created a spectacle. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ്സിലാവട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇവന്റ്സിലാവട്ടെ മാക്സിമം പോപ്പുലർ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾക്കിടയിൽ ഒരു അടയാളങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലൈക്ക് ഒരു മേ ബി അതൊരു ഫ്ലാഗ് ആവാം അല്ലെങ്കിൽ പാർട്ടി സിമ്പിൾസ് ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ജനങ്ങൾക്കിടയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻജക്ട് ചെയ്യാൻ ആയിട്ട് ട്രൈ ചെയ്യുന്നു. ഹിറ്റ്ലർ ട്രൈ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സ്വാസ്തിക, ഒരു നാസി ഒരു സല്യൂട്ട് ഒരു അവരുടെ ഒരു എന്തുണ്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ മാക്സിമം ജനങ്ങൾക്കിടയിലേക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് എന്താണ് അവരുടെ ഒരു ഇമോഷണലി അവരെ കണക്ട് ചെയ്യാനാണ് ആര് ശ്രമിക്കുന്നത്, നാസികൾ ശ്രമിക്കുന്നത്. ഓക്കെ, യെസ്, ആപ്പിൾ സെറ്റല്ലേ നോക്കിക്കോട്ടെ മക്കളെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കോടാ.
ആപ്പിൽ ഓക്കെ ആണെന്ന് നോക്കണേ. ഒന്ന് കമന്റ് ചെയ്തോ, ബാച്ചിലെ മക്കൾ ഒന്ന് കമന്റ് ചെയ്യണേ. യെസ്. ഓക്കെ, ഒന്ന് കമന്റ് ചെയ്തു മക്കൾ. ഓക്കെ, ദെൻ നമ്മളോട് പറയുന്നത് ഹിറ്റ്ലേഴ്സ് മിഷ്യ ഇമേജ്, അതായത് ഒരു Nazi propaganda portrayed Hitler as a savior who arrived to relieve people from their hardship. This image resonated with those whose dignity was shattered due to the acute economic and political crisis. അതുകൂടെ അതൊരു എന്താ പറയുക, ഒരു മിഷ്യ ഇമാജ് ആയിരിക്കും കൊടുക്കുകയാണ്, ഹിറ്റ്ലറിന് കൊടുക്കണം. അതെന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, ഒരു എല്ലാ പ്രോബ്ലംസിന്റെയും സൊല്യൂഷൻ ആയിട്ടുള്ള, ഓക്കെ, എസ് സെറ്റ് ആണ് അല്ലേ. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ആയിട്ടാണ് ആര് വന്നിട്ടുള്ളത്? ഹിറ്റ്ലർ വന്നിട്ടുള്ളത്. ഓക്കെ, എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആര് തരും? ഹിറ്റ്ലർ തരും എന്നൊക്കെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട്സ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഹിറ്റ്ലറിന് പറ്റുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഹാർഡ്ഷിപ്പിനെ ഓവർകെയിം ചെയ്യാൻ, അവർ ഈ പറയുന്ന എല്ലാ രീതിയിലും അവർ സഫർ ചെയ്യുന്ന പ്രോബ്ലംസിനെ ഓവർകെയിം ചെയ്യാൻ ഒരു ബെസ്റ്റ് റൂളറാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതായിട്ട് ആര് മാറുന്നു? ഹിറ്റ്ലർ മാറുന്നു. ദെൻ ഗ്രാജുവലി ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? പോളിസിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ടും ഓവർത്രോ ചെയ്തുകൊണ്ട്, ഡെമോക്രസിയെ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് അവിടെ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് റൂളിലേക്ക് ഹിറ്റ്ലർ മാറുന്നു. ഹിറ്റ്ലറിൽ മാത്രം, അതായത് എല്ലാ പവറും ഹിറ്റ്ലറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ വരുന്നു. ഡെമോക്രസിയെ കംപ്ലീറ്റ് ആയിട്ട് ഓവർത്രോ ചെയ്യുന്നു. പബ്ലിക് സപ്പോർട്ടോട് കൂടി പവറിലേക്ക് വരുന്നു, അധികാരത്തിലേക്ക് വരുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് ആയിട്ടും ഡെമോക്രസിയെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഹിറ്റ്ലർ കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇനി ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ഇനീഷ്യേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് റിസ്ട്രക്ഷൻ ആണ്. നമ്മൾ പറയുന്നത് എസ്പെഷ്യലി ഇക്കണോമിക് എന്താ പറയുക, റിക്കവറിയാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. കാരണം ഹിറ്റ്ലറുടെ ഏറ്റവും വലിയ ഒരു പ്രോമിസ് ആയിരുന്നു ഇക്കണോമിക്കലി ജർമ്മനി റിക്കവർ ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയ ആണ് പോകുന്നത്. ഇക്കണോമിക് റിക്കവറിന് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് ഹാമർ ഷാച്നിയാണ്. നമുക്ക് കാണാൻ പറ്റും. ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹാമർ ഷാച്നിയാണ് ഹിറ്റ്ലർ എന്ത് ഏൽപ്പിക്കുന്നത്? ഇക്കണോമിക് റിക്കവറിക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹാമർ ഷാച്ചിന്റെ ലീഡർഷിപ്പിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് റിക്കവറിയാണ് ഹാമർ ഷാറ്റ് മുമ്പോട്ട് വെക്കുന്നത്. ഫുൾ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തതിലൂടെ ഇക്കണോമിക് റിക്കവറി ഫുൾ ആവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവും, ഫുൾഫിൽഡ് ആവും എന്ന് ആര് പറയുന്നു? ഹാമർ ഷാറ്റ് പറയുന്നു. അതിന്റെ ഭാഗമായിട്ടാ ജർമ്മൻ സൂപ്പർ ഹൈവേസ് ആൻഡ് വോൾസ് വാഗൻ കാർസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫുൾ പ്രൊഡക്ഷനിലൂടെ എംപ്ലോയ്മെന്റ് ത്രൂ എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ഫണ്ടഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുക? ഫുൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ കൂടുതൽ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അതിലൂടെ ഇക്കണോമിക് റിക്കവറി പോസിബിൾ ആവുന്ന ഹാമർ ഷാച്ച് പറയുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു വോൾസ് വാഗൻ കാർസിന്റെ പ്രൊഡക്ഷനും ഒക്കെ എന്ത് ചെയ്യുന്നു? ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഫണ്ട് വേണം. സ്റ്റേറ്റ് ഫണ്ടഡ് പ്രോഗ്രാംസിന് ഫണ്ട് വേണം. അതിന്റെ ഹിറ്റ്ലറുടെ ഫോറിൻ പോളിസി ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ്. ഹിറ്റ്ലേഴ്സ് ഫോറിൻ പോളിസി achieved swift triumphs. He withdrew from the League of Nations in 1933. League of Nations എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ഫോം ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിരുന്നു ലീഗ് ഓഫ് നാഷൻസ്. ലീഗ് ഓഫ് നാഷൻസും ഹിറ്റ്ലർ വിത്ഡ്രോ ചെയ്യുന്നു. ബിക്കോസ് ലീഗ് ഓഫ് നാഷൻ എന്ന് പറയുന്നത് ഇനി വേൾഡിൽ ഒരു വാർ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ലീഗ് ഓഫ് നാഷൻസ് ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നത്? യുഎൻഒ ഫോം ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഫോം ചെയ്ത് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറാണ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഫോം ചെയ്തായിരുന്നു ലീഗ് ഓഫ് നാഷൻസ്. പക്ഷേ ലീഗ് ഓഫ് നാഷൻസ് ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ലീഗ് ഓഫ് നാഷൻസ് ഒന്നും എന്ത് ചെയ്യാണ്? ഹിറ്റ്ലർ വിത്ഡ്രോ ചെയ്യുന്നു. ലീഗ് ഓഫ് നാഷൻസിൽ പറയുന്നത് ഇതിനൊരു വാർ ഉണ്ടാവരുതെന്നാണ്. ഒബ്വിയസ്ലി ഹിറ്റ്ലറുടെ എയിം എന്ന് പറയുന്നത് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആണ്, നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് കോൺഗോ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലീഗ് ഓഫ് നാഷൻസും ഹിറ്റ്ലർ വിത്ഡ്രോ ചെയ്യുന്നു. ദെൻ റീക്ലൈംഡ് ദ റീലാൻഡ് ഇൻ 1936. ഹിറ്റ്ലർക്ക് നഷ്ടപ്പെട്ട, ജർമ്മനിക്ക് നഷ്ടപ്പെട്ട റീൻലാൻഡ് തിരിച്ചു പിടിക്കുന്നു 1936. കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയിലേക്ക് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? ഗ്രാജുവലി മൂവ് ചെയ്യുന്നു. ദെൻ ഇൻറ്റഗ്രേറ്റഡ് ഓസ്ട്രിയ ആൻഡ് ജർമ്മനി ഇൻ 1938 അണ്ടർ ദ വൺ പീപ്പിൾ വൺ എംപയർ ആൻഡ് വൺ ലീഡർ സ്ലോഗൻ. ഓസ്ട്രിയയും ജർമ്മനിയും എന്ത് ചെയ്യുന്നു? ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. വൺ പീപ്പിൾ വൺ എംപയർ ആൻഡ് വൺ പീപ്പിൾ എന്താ പറയുക, വൺ ലീഡർ എന്നൊരു സ്ലോഗൻ മുമ്പോട്ട് വെച്ചുകൊണ്ട് ജർമ്മൻ പീപ്പിൾസ് ആരുടെ അണ്ടറിലാണ്? യെസ്, ഈ പറയുന്ന ഹിറ്റ്ലറുടെ അണ്ടറിലുള്ള ഒരു കോമൺ പീപ്പിൾസ് ആണ് ജർമ്മനിയും അതുപോലെ തന്നെ ഓസ്ട്രിയൻ പീപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡിക്ലറേഷൻ കൊണ്ടുവരുന്നു. ദെൻ ഒബ്റ്റെയിൻഡ് ജർമ്മൻ സ്പീക്കിംഗ് സഡൻ ലാൻഡ് ഫ്രം ചെക്കോസ്ലോവാക്യ ആൻഡ് എക്സ്റ്റെൻഡ് ദ കൺട്രോൾ ഓവർ ദ എൻറ്റയർ കൺട്രി. അപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് ഈ പറഞ്ഞ ജർമ്മൻ സ്പീക്കിംഗ് പീപ്പിൾസ് ഉള്ള സഡൻ ലാൻഡ് എന്ത് ചെയ്യുന്നു? ചെക്കോസ്ലോവാക്യ എന്ന് പിടിച്ചെടുക്കുന്നു. പിന്നീട് ആ ഒരു ഏരിയ തന്നെ, ആ ഒരു രാജ്യത്ത് തന്നെ ആര് പിടിച്ചെടുക്കുന്നു? ഹിറ്റ്ലർ പിടിച്ചെടുക്കുന്നു. അങ്ങനെ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പോളിസിയിലേക്ക് ഗ്രാജുവലി ആര് പോകുന്നു? നമ്മുടെ ഹിറ്റ്ലർ പോകുന്നു.
Support and expansion നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടാം ഇംഗ്ലണ്ട് സൈലന്റ്ലി ബാക്ക്ഡ് ഹിറ്റ്ലേഴ്സ് ആക്ഷൻസ് ഡ്യൂ ടു perceived harshness and of the Versailles Treaty. Quick success boosted Germany prospects. Then path to war and eastern expansion നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും such cautious approaches to rearmament led to him leaving his position. Hitler's persuaded war was as a solution to approaching economic crisis. Invasion of Poland in 1939 led to the war with France and England. Tripartite Pact in 1940 with Germany, Italy and Japan enhanced Hitler's international standing. Puppet regimes aligned with Nazi Germany established across Europe. ഇവിടെ നമ്മൾ പറയുന്നതാ ഏർലിയസ്റ്റ് ടൈമിൽ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ സൈലന്റ്ലി സപ്പോർട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഈ പറയുന്ന ഏർലിയസ്റ്റ് ടൈമിൽ. ദെൻ നമുക്ക് കാണാൻ പറ്റുന്നത് പോളണ്ട് എന്ത് ചെയ്യുന്നു, പിടിച്ചെടുക്കുന്നു. പോളണ്ട് പിടിച്ചെടുക്കുന്നതാണ് വേൾഡ് വാറിന്റെ സ്റ്റാർട്ടിങ്, ബിഗിനിങ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ സിറ്റുവേഷൻസിലെ കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് ജപ്പാനുമായിട്ടും ഇറ്റലിയുമായിട്ടൊക്കെ ഒരു അലയൻസും കാര്യങ്ങളൊക്കെ ആര് ക്രിയേറ്റ് ചെയ്യുന്നു, ഈ പറയുന്ന നമ്മുടെ ഹിറ്റ്ലർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ജപ്പാനുമായിട്ടും അതുപോലെ തന്നെ ഇറ്റലിയുമായിട്ടൊക്കെ ഒരു അലയൻസ് നമ്മുടെ ഹിറ്റ്ലർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, മറ്റ് പപ്പറ്റ് ആയിട്ടുള്ള റെജിംസിന്റെ അല്ലെങ്കിൽ പറയുന്ന ഹിറ്റ്ലറെ ഫോളോ ചെയ്യുന്നു, ഹിറ്റ്ലറുടെ ഐഡിയോളജിയെ ഫോളോ ചെയ്യുന്നു. സാർ ഹൗ ആർ യു? സാർ നന്നായിട്ടിരിക്കുന്നുണ്ടോ? യെസ്. സ്റ്റിൽ നോട്ട് വർക്കിംഗ് ആണോ? യെസ്. നോക്കട്ടെ. ഓക്കെ, ഡൗട്ട് കമന്റ് ചെയ്യടാ. ഐമാൻ ഡൗട്ട് കമന്റ് ചെയ്യും. യെസ്. ബാച്ചിൽ എന്താ അവസ്ഥ? രോഹിത് സാർ എവിടെ? രോഹിത് സാറ് മാത്സ് ക്ലാസ് വരും. യെസ്. അലയൻസ് മീൻസ് ഒരു സഖ്യം ഉണ്ടാക്കുക, അതായത് ഒരു ഗ്രൂപ്പായി മാറുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. സോ വാട്ട് ഇസ് നാസിസം മെയിൻ പോയിന്റ്സ് ആണ് മക്കൾ ചോദിക്കുന്നത് അല്ലേ? നാസിസം മെയിൻ പോയിന്റ്സ് മാത്രമാണ്. എനിക്ക് ഒന്നൊരു 30 സ്ലൈഡ്സ് മാത്രമേ പഠിക്കും. ഈ സ്ലൈഡ്സ് തന്നെ മക്കൾ നോട്ട് ചെയ്താൽ മതി. ഈ സ്ലൈഡ്സ് തന്നെ മക്കൾ പഠിച്ചാൽ മതി. യെസ്, മെയിൻ പോയിന്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെ സ്ലൈഡ്സിലുണ്ട്. ഒരു 30 സ്ലൈഡ്സേ ഉണ്ടാവുള്ളൂ. അത്ര പഠിക്കാൻ പറഞ്ഞാൽ വളരെ വലിയൊരു ടാസ്ക് ഒന്നുമില്ല. യെസ്. ഹിറ്റ്ലർ ജ്യൂസിനെ മാത്രമേ കൊന്നുള്ളൂ. അല്ലടാ, ഹിറ്റ്ലർ ജ്യൂസിനെ മാത്രമല്ല കൊന്നത്. ജ്യൂസുകളെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. എനിമീസിനൊക്കെ ഇതിൻ്റെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഐഡിയോളജിക്കൽ എനിമീസിനൊക്കെ ഇതിൻ്റെ കൊന്നൊടുക്കിയിട്ടുണ്ട് കേട്ടോ. യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? Then Soviet invasion and setbacks. Hitler aimed to conquer Eastern Europe, invaded the Soviet Union in 1941. The invasion faced a significant challenge due to the strong resistance from Soviet Red Army. Germany faced a defeat at Stalingrad and Soviet forces advanced towards Berlin. US entry and war end. US initially avoided the involvement in the war due to past economic troubles. Japan's expansion and aggression led to the US involvement after the bombing of Pearl Harbor. The war concluded in May 1945. Hitler's defeat and atomic bombing of Hiroshima and Nagasaki. ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഈ വേൾഡ് വാറിന്റെ സ്റ്റേജസ് ആണ് പറയുന്നത്. പോളണ്ട് ഇൻവാഡ് ചെയ്യുന്നതോട് അല്ലെങ്കിൽ പോളണ്ടിനെ ഹിറ്റ്ലർ പിടിച്ചെടുക്കുന്നതോടുകൂടി ജർമ്മനി പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ് വേൾഡ് വാർ ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഈ വേൾഡ് വാർ ഗ്രാജുവലി മുമ്പോട്ട് പോകുന്നു. ഈ സമയത്തും ആദ്യം റഷ്യ പിടിച്ചെടുക്കുക, റഷ്യയും ഈ പറയുന്ന യു എസ് എന്നും ആദ്യം വാറിൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല സെക്കൻഡ് വേൾഡ് വാറിൽ. ഓക്കെ, റഷ്യ ഓൾമോസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാറിൽ വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിൽ റഷ്യയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ റഷ്യയുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ റഷ്യ റിയാക്ട് ചെയ്യുന്നു. റഷ്യയുടെ റിയാക്ഷൻ ഹിറ്റ്ലറിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. ദെൻ അമേരിക്ക ആ സമയത്ത് സൈലന്റ്, ബിക്കോസ് അമേരിക്കക്ക് അറിയാം ഓൾമോസ്റ്റ് ഫസ്റ്റ് വേൾഡ് വാറിൽ അമേരിക്കക്ക് വലിയ കോൺസിക്വൻസസോ കാര്യങ്ങളോ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് വേൾഡ് വാർ യൂറോപ്പിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് അമേരിക്ക വലിയ സേഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഫ്റ്റർ ദ വേൾഡ് വാർ അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ജർമ്മനിയെ ഫിനാൻഷ്യലി എയ്ഡ് ചെയ്യാൻ പറ്റിയതും ഡേവ്സ് പ്ലാനിലൂടെ ജർമ്മനിക്ക് എന്താ പറയുക ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയതും. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അമേരിക്ക റിയലൈസ് ചെയ്യുന്നു ഇനി വാറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഫിനാൻഷ്യലി എന്തുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. അവിടെ തന്നെ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നാസത്തിന്റെ അതാണ് ഞാൻ പറഞ്ഞ മക്കളെ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഈ സ്ലൈഡ് നോക്കിയാൽ മതിടാ. യെസ് ഐമാൻ, ഈ സ്ലൈഡ് നോക്കിയാൽ മതി. ഈ സ്ലൈഡിൽ ഒരു 30 പേജൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. യെസ്, അത് നോക്കിയാൽ മതി. ഇതിലുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്.
ഓക്കെ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആദ്യം അമേരിക്ക വില്ലിങ് ആവുന്നില്ല. പക്ഷേ ജപ്പാൻ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, ചൊറിയുന്നു. അല്ലെങ്കിൽ പേൾ ഹാർബറിൽ എന്ത് ചെയ്യുന്നു, ബോംബിങ് നടന്നു ജപ്പാൻ. അപ്പോൾ അത് അമേരിക്കയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ഇനി തിരിച്ചടിച്ചില്ലെങ്കിൽ മോശമല്ലേ. അമേരിക്ക എന്ത് ചെയ്യുന്നു, ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്ത് ചെയ്യുന്നു, ആറ്റോമിക് ബോംബ് വർഷിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫൈനലി ജപ്പാൻ കൂടി എന്ത് ചെയ്യുന്നു, കീഴടങ്ങാണ് ചെയ്യുന്നത്. ഓക്കെ. സാർ മലപ്പുറമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലടാ, ഞാൻ കാസർഗോഡാടാ, ബേസിക്കലി കാസർഗോഡ്. പക്ഷേ എൻ്റെ വൈഫ് ഹൗസ് മലപ്പുറത്താണ്, കോട്ടക്കലാണ്. ഇപ്പോൾ കാസർഗോഡും മലപ്പുറവും, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ കാലിക്കറ്റും അങ്ങനെ കണ്ണൂരും അങ്ങനെ എല്ലാ ഏരിയാസിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട് കേട്ടാ. യെസ്. അപ്പോൾ വേൾഡ് വാറിൽ നമ്മുടെ ജർമ്മനിയുടെ റോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂടാ. അതായത് ജർമ്മനി, ഞാൻ സിമ്പിളായിട്ട് പറയാം, മക്കളെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന കുറച്ച് മക്കളിൽ സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മുടെ ഹിറ്റ്ലർ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫോറിൻ പോളിസിയാണ് ഹിറ്റ്ലർ എടുക്കുന്നത്. ഹിറ്റ്ലറിന് എന്താ വേണ്ടത്, ഹിറ്റ്ലറിന് ഓൾറെഡി എന്ത് ചെയ്തു, ജർമ്മനിയെ ഹ്യൂമിലേറ്റ് ചെയ്തു, ജർമ്മനിക്ക് അവരുടെ പവർ നഷ്ടപ്പെട്ടു അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജർമ്മനി എന്ത് ചെയ്തു, നിയറസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയാസിനും എന്ത് ചെയ്യുക, പിടിച്ചെടുക്കുക. അഗ്രസീവാ ഫോറിൻ പോളിസി എന്നാൽ അഗ്രസീവാ, കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യുക, പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഫോറിൻ പോളിസിയാണ്. ഇത് ഒബ്വിയസ്ലി ഗ്രാജുവലി എന്തിലേക്ക് എത്തും, ഒരു സെക്കൻഡ് വേൾഡ് വാർ സിറ്റുവേഷനിലേക്ക് എത്തും എന്ന് ജർമ്മനിക്ക് പറയാം. ഓക്കെ. അതുകൊണ്ട് തന്നെ വേൾഡിലെ പല നേഷൻസും ഈ പറയുന്ന ഈ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. യെസ്. ഓക്കെ. ഈ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് പോളണ്ടിനെ ആര് പിടിച്ചെടുക്കുന്നത്, ഹിറ്റ്ലർ പിടിച്ചെടുക്കുന്നത്. ഹിറ്റ്ലർ പിടിച്ചെടുത്തോടുകൂടി റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ. പക്ഷേ ആ സമയത്ത് ഹിറ്റ്ലർ ഒറ്റയ്ക്കല്ല, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനൊക്കെ ചേർന്നിട്ടാണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇംഗ്ലണ്ട്, ഫ്രാൻസും ചൈനയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഔട്ട് സൈഡിൽ നിന്നുണ്ട് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ ആക്സിസ് പവേഴ്സ് വേഴ്സസ് അലൈഡ് പവേഴ്സ് എന്നൊക്കെയാണ് ഈ ഒരു വേൾഡ് വാർ അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജർമ്മനി പോളണ്ട് പിടിച്ചെടുക്കുന്നതോട് കൂടിയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 1939 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത്. 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, ആദ്യം ഹിറ്റ്ലർ കീഴടങ്ങുന്നൊന്നുമില്ല. ഫൈനലി ഹിറ്റ്ലറും കീഴടങ്ങുന്നു, മുസോളിനിയും കീഴടങ്ങുന്നു. ഇറ്റലിയിൽ മുസോളിനി ആയിരുന്നു, നാസിസത്തിന് പകരം ഫാസിസം ആയിരുന്നു. ജർമ്മനിയിൽ നാസിസം ആയിരുന്നു ഹിറ്റ്ലറുടെ ലീഡർഷിപ്പിൽ. അപ്പോഴും ആര് കീഴടങ്ങുന്നില്ല, നമ്മുടെ ജപ്പാൻ കീഴടങ്ങുന്നില്ല. ഫൈനലി ജപ്പാൻ എന്ത് ചെയ്യുന്നു, ബോംബ് ഇടുന്നു, നാഗസാക്കി, ഹിരോഷിമ. അതിലൂടെ ജപ്പാൻ കൂടി കീഴടങ്ങുന്നു. ഇതോടുകൂടി വേൾഡ് വാർ എൻഡ് ചെയ്യുന്നു. ഇതാണ് വേൾഡ് വാർ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നാസിസം പോയി, നമ്മുടെ ഹിറ്റ്ലർ പോയി, എല്ലാം പോയി. ഓക്കെ. ഇനി നമ്മൾ നാസിസത്തെ കുറിച്ചുള്ള ബാക്കി വേർഷൻ നമുക്ക് നോക്കാം. ഇത് വേൾഡ് വാർ സിറ്റുവേഷൻ പറഞ്ഞു. ഇനി നാസി വേൾഡ് വ്യൂ ആണ് നമുക്ക് നോക്കാം. Foundation of crimes. Nazi crimes were rooted in a belief system and creation certain actions. Nazi ideology closely aligned with the Hitler's perspective. Hierarchy and racism നമ്മൾ നോക്കുകയാണ്. നാസി എന്ന് നമ്മൾ പറയുന്നത് തന്നെ ബിലീഫ് സിസ്റ്റംസ്, certain actions ആണ്. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹിറ്റ്ലേഴ്സ് പെർസ്പെക്റ്റീവിലാണ് നാസി ഐഡിയോളജി. എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറയാം, യെസ്, നമ്മുടെ റേസിസം പോലുള്ള കോൺസെപ്റ്റാണ് നാസി ഐഡിയോളജിയുടെ റൂട്ട് എന്ന് പറയുന്നത് റേസിസമാണ്. ഓക്കെ. സാർ ക്ലാസ് സ്ട്രെങ്ത് കൂട്ടണടാ. സെക്ഷൻ രാത്രി ആയില്ല, മക്കളെല്ലാവരും ഉറങ്ങുന്നുണ്ടാവും കേട്ടോ. യെസ്. ഓക്കെ. സ്റ്റിൽ മക്കൾക്ക് കിട്ടുന്നില്ലല്ലോ. ഓക്കെ. Then hierarchy and racism നോക്കുകയാണെങ്കിൽ നാസി ഐഡിയോളജി റിജക്റ്റഡ് ഇക്വാലിറ്റി, എംഫസൈസിങ് റേഷ്യൽ ഹൈറാർക്കിയാണ്. അതായത് ഈ പറയുന്ന ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ആരാണ്, ആര്യൻസ് ആണ്. ഏറ്റവും ലീസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഏറ്റവും ലോ പൊസിഷനിൽ ആരാണ്, ജ്യൂസ് ആണ്. ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് നാസിസം മുമ്പോട്ട് വെക്കുന്നത്. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് അത്രത്തോളം ക്രൂവൽ ആയിട്ടാണ് ഹിറ്റ്ലർ ബാക്കിയുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഒബ്വിയസ്ലി ഹിറ്റ്ലറിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹിറ്റ്ലർ എന്ത് ചെയ്യും, അത്രയും ക്രൂവൽ ആയിട്ടായിരിക്കും ഹിറ്റ്ലറെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു. യെസ്. ഓക്കെ. അപ്പോൾ ഇക്വാലിറ്റിയെ റിജക്ട് ചെയ്യുന്നുണ്ട്. റേഷ്യൽ ഹൈറാർക്കിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ജർമ്മൻ ആര്യൻസ് വെർ കൺസിഡർഡ് സുപ്പീരിയർ വൈൽ ജൂസ് വെർ വിലിഫൈഡ്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ആര്യൻസും ഏറ്റവും ലോ പൊസിഷനിൽ ആരുമാണ്, യെസ്,
നമ്മുടെ ജ്യൂസുമാണ് ആര് കാണുന്നത്, ഹിറ്റ്ലർ കാണുന്നത്. ദെൻ അതർ ഗ്രൂപ്പ്സ് റാങ്ക് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ബാക്കി ഗ്രൂപ്പ്സ് ഒക്കെ ഫിസിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിനിടയിലായിരിക്കും പെടുന്നത്. ദെൻ നാസി റൈസിസം ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ദ ചാൾസ് ഡാർവിൻ ആൻഡ് ഹെർബർട്ട് സ്പെൻസേഴ്സ് ഐഡിയാസ് ഓഫ് ഇവല്യൂഷൻസ് ആൻഡ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ഹിറ്റ്ലേഴ്സ് മിസ്യൂസ്ഡ് ഡാർവിൻസ് തിയറീസ് ടു ജസ്റ്റിഫൈ ഇമ്പീരിയൽ കൺട്രോൾ. അപ്പോൾ നമ്മുടെ ഡാർവിൻ്റെ തിയറിയൊക്കെ ഇല്ലടാ, എവല്യൂഷണറി തിയറി പോലുള്ള തിയറിയൊക്കെ ഇല്ലേ, ആ ഒരു തിയറിയെ ഹ്യൂമൻ ബീയിങ്സിന്റെ സോഷ്യൽ ബീയിങ്സിലേക്ക് അപ്ലൈ ചെയ്യാണ് ഹിറ്റ്ലർ അപ്ലൈ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് നിങ്ങൾ ആലോചിക്കുക, അതായത് ഈ പറയുന്ന എന്താണ് നമ്മുടെ എവല്യൂഷൻ തിയറീനൊക്കെ ഹ്യൂമൻ അതായത് ആരാണോ സ്വാഭാവിക ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അർഹതയുള്ളവരാണ് അതിജീവിക്കുക എന്നൊരു കോൺസെപ്റ്റിനെ എന്താണ് ഇവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക അവിടെ ജീവിക്കാൻ അർഹത എന്ന രീതിയിലേക്ക് ആരും ഹിറ്റ്ലർ മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിറ്റ്ലറുടെ ഇമ്പീരിയൽ കൺട്രോൾ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് നാസി അജണ്ട അല്ലെങ്കിൽ നാസി പ്രൊപ്പഗണ്ട ഒക്കെ ഹിറ്റ്ലർ നടപ്പിലാക്കിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ നാസി അജണ്ട ഫോർ റേഷ്യൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ നാസി എയിം ടു ക്രിയേറ്റ് എ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി ഓഫ് പ്യൂർ ജർമൻസ്, എലിമിനേഷൻ ഓഫ് ദോസ് കൺസിഡേർഡ് അൺഡിസറബിൾ ഫ്രം സൊസൈറ്റി. സൊസൈറ്റിയിൽ അൺഡിസറബിൾ ആണെന്ന് തോന്നുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. അതായത് ആര്യൻസ് അല്ലാത്ത അല്ലെങ്കിൽ ഇവിടെ ജർമ്മനിയിൽ താമസിക്കാൻ ഫിറ്റ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാരെ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നൊരു പോളിസിയാണ് ഹിറ്റ്ലർ മുമ്പോട്ട് വെക്കുന്നത്. Then Aryans population. Nazis favored healthy Nordic Aryans as the ideal population and excluded undesirable groups from prosperity and growth. Extermination of undesirable Germans who seems to be impure or abnormal also targeted for elimination. അതുപോലെ തന്നെ ഇന്തോനാസിയ പ്രോഗ്രാംസ് ലെഡ് ടു ഡെത്ത്സ് ഓഫ് ദിസ് സീംഡ് അൺഫിറ്റ്. അതായത് ഈ പറയുന്ന ആര്യൻസ് അല്ലാന്ന് തോന്നുന്ന ആൾക്കാർ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആര്യൻസ് മാത്രമാണ് ജർമ്മനിയിൽ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. ആര്യൻസ് അല്ലാത്ത എന്താ പറയുക ജ്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അതർ ഗ്രൂപ്പ്സ് ജിപ്സീസ് ആവട്ടെ അതർ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾസ് ആവട്ടെ അവരൊക്കെ അൺഡിസൈറബിൾ ആയിട്ടാണ് ഹിറ്റ്ലർ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആര്യൻസിനെ മാത്രമാണ് അവിടെ ഫിറ്റ് ആയിട്ടുള്ള ആര്യൻസാണ്, ജർമ്മൻ ആര്യൻസ് മാത്രമാണ് പ്യൂർ ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് ഏറ്റവും, അതായത് ഹിറ്റ്ലർ പറയുന്നത് ഇങ്ങനെയാണ്, ആര്യൻസാണ് ലോകം ഭരിക്കേണ്ടത്, വേൾഡ് ഗവേൺ ചെയ്യേണ്ടത് ആര്യൻസ് ആണ് എന്നാണ് ഹിറ്റ്ലർ പറയുന്നത്. അപ്പോൾ അവരാണ് ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ ഡിസൈറബിൾ എന്നും അതല്ലാത്ത ആളുകൾ അൺഡിസൈറബിൾ ആയിട്ടാണ് കണ്ടിരുന്നത്. എസ്പെഷ്യലി നമ്മളിവിടെ പറയുകയാണെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള മക്കൾ ജനിക്കുന്ന പാരൻസ് അടക്കം ടെൻസ്ഡാണ്. എന്തുകൊണ്ടാണ്? ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ അടക്കം ഈ രീതിയിൽ കൺസിഡർ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ആളുകൾ എന്താണ് പുറത്താക്കുന്ന ഒരു പോളിസി ആയിരുന്നു ആര് കൊണ്ടിരുന്നത്, ഹിറ്റ്ലർ കണ്ടിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പെർസിക്യൂഷൻസ് ഓഫ് അതർ ഗ്രൂപ്പ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജിപ്സീസ്, ബ്ലാക്സ്, റഷ്യൻസ്, പോൾസ് ലേബിൾഡ് ആസ് റേഷ്യൽ ഇൻഫീരിയേഴ്സ് ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇപ്പോൾ റഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പോളണ്ട് റീജിയൻസും അവിടെ പിടിച്ചു വന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് എന്താണ് ഇൻഫീരിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. വൈഡ് സ്പ്രെഡ് പെർസിക്യൂഷൻസ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ ഫോർ ഓക്യുപ്പൈഡ് പോപ്പുലേഷൻ. ദെൻ ഫോക്കസ് ഓൺ Jews suffered the most. Hitler anti-Semitic belief rooted the pseudo-scientific racial theories ആണ്. ഹേറ്റഡ് ബിയോണ്ട് റിലീജിയസ് സ്റ്റീരിയോടൈപ്പ് ആണ്. ഈ ഒരു എന്താ പറയുക സ്യൂഡോ സയന്റിഫിക് തിയറീസിലൂടെയൊക്കെയാണ് ഹിറ്റ്ലർ മുമ്പോട്ട് വന്നത്. അതായത് എന്താ പറയുക നമ്മൾ ഫാൾസ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള സയൻസ് ആണ് ഫ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറീസിലൂടെയൊക്കെയാണ് ഹിറ്റ്ലർ എന്ത് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. വാറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ മെൻ ആണെങ്കിൽ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊരു കോൺസെപ്റ്റ് ഹിറ്റ്ലർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, മെൻ ആണെങ്കിൽ എന്താ പറയുക മസിൽഡ് ആയിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ ലൈക്ക് റോക്ക് പോലെയൊക്കെയുള്ള എന്താണ് അത്രയും പരുക്കൻ സ്വഭാവം വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, ഇതൊന്നും നമുക്ക് ഇപ്പോൾ അക്സെപ്റ്റബിൾ അല്ല, പക്ഷെ ഇങ്ങനെയുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. വാറിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. വാറാണ് ബെറ്റർ, മെൻ ആണെങ്കിൽ വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ ഹിറ്റ്ലർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഒരു സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് ജൂസ് നോക്കുകയാണെങ്കിൽ നാസി ടെററൈസ്ഡ് ഇംപ്രൊവിഷൻഡ് ആൻഡ് ഐസൊലേറ്റഡ് ജൂസ് ഫോഴ്സ്ഡ് ദം ടു ലീവ് ദ കൺട്രി. എക്സ്ട്രീം ഫേസിലേക്ക് നമ്മൾ പോകുമ്പോൾ കോൺസെൻട്രേറ്റഡ് ജൂസ് ഇൻ എ സ്പെസിഫിക് ഏരിയാസ്, എസ്റ്റാബ്ലിഷ് ഗ്യാസ് ചേമ്പേഴ്സ് ഇൻ പോളണ്ട് ആൻഡ് ഫോർ മാസ് കില്ലിങ്സ്. ജ്യൂസുകളെ കൊന്നൊടുക്കുക, മാസ് കില്ലിംഗ് ആയിരുന്നു അവർ നടത്തിയിരുന്നത്, ഹിറ്റ്ലർ നടത്തിയിരുന്നത്. അവർ ഈ പറയുന്ന രീതിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ഒരു അല്ലെങ്കിൽ പറയുന്ന എന്താണ് ഗ്യാസ് ചേമ്പേഴ്സിലേക്ക് കൊണ്ടുപോയി കൊന്നൊടുക്കുന്ന പ്രോസസ്സായിരുന്നു ഹിറ്റ്ലർ ചെയ്തിരുന്നത്. ഇത്രയേ ഉള്ളൂടാ. ഹിറ്റ്ലർ ആരെയാണോ എനിമീസ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്, ആര്യൻസ് അല്ലാത്ത ബാക്കി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ജിപ്സീസ് ആവട്ടെ അല്ലെങ്കിൽ പോൾസ് ആവട്ടെ അല്ലെങ്കിൽ റഷ്യൻസ് ആവട്ടെ, അവരൊക്കെ ഈ പറഞ്ഞ ലൈക്ക് സ്ലേവ്സിനെ പോലെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, വർക്കേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്തിരുന്നത് ജ്യൂസുകളെയാണ് നമുക്ക് കാണാൻ പറ്റും. കുറേ ഫാക്ടേഴ്സ് പറയുന്നുണ്ട് അതിന് ബിഹൈൻഡ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും പോകുന്നില്ല. അത് ഹിസ്റ്റോറിക്കലി കുറേയധികം കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹിറ്റ്ലർ എന്തുകൊണ്ടാണ് ഇത്രത്തോളം എന്താ പറയുക വെറുക്കുന്നത്? അതിൽ സ്യൂഡോ സയൻസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത്. അതായത് ഒരു റേസ് ആണ് ഏറ്റവും വലുത്, ഈ പറയുന്ന ഈ ഒരു വിഭാഗമാണ് ഏറ്റവും വലുത്, ബാക്കിയെല്ലാം താഴെയാണ് എന്നൊരു പേഴ്സ്പെക്റ്റീവ് ആർക്ക് ഉണ്ടായിരുന്നു? ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. Racial utopia. Germany divided Poland and took over the northwest. Poles had to leave their homes for ethnic Germans. Polish intellectuals were killed to control other peoples. Kids who looked Aryans were taken from Polish mothers and tested. Those passing the test were raised in German families, others in orphanage. In general, government was killing zone with the ghettos and gas chambers, especially for Jews. ഇവിടെ നിങ്ങൾ നോക്കടാ, പോളണ്ട് റീജിയൻ ജർമ്മനി പിടിച്ചെടുത്ത സമയത്ത് അവിടുന്ന് പോളണ്ടിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവരും. പോളണ്ടിൽ നിന്നും ആര്യൻസ് എന്ന് തോന്നുന്ന കുട്ടികളെ പിക്ക് ചെയ്യുന്നു. എന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ടെസ്റ്റ് നടത്തുന്നു. അവർ ആര്യൻസ് ആണോ അല്ലയെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, റേസ് ടെസ്റ്റ് നടന്നു. അതിലൂടെ ആര്യൻസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ബാക്കിയുള്ള പാരൻസിന് ഈ പറയുന്ന രീതിയിൽ ആർക്കെങ്കിലൊക്കെ എന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജർമ്മൻ ഫാമിലീസിൽ കൊടുക്കും. ആര്യൻസ് അല്ലെങ്കിൽ അവരെ ഓഫനേജിലേക്ക് ആക്കും. ഓക്കെ, ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സൈക്കോ മെന്റാലിറ്റി എന്നൊക്കെ നമ്മൾ പറയും അല്ലേ, നമ്മൾ അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനൊരു മെന്റാലിറ്റി ആയിരുന്നു ആ സമയത്ത് ഹിറ്റ്ലറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ജ്യൂസുകളായിരുന്നു കൊന്നടക്കിയിരുന്നത്. ദെൻ യൂത്ത് ഇൻ നാസി ജർമ്മനിയിലേക്ക് നമ്മൾ പോകുമ്പോഴാ കാസർഗോഡ് സ്ലാങ് അറിഞ്ഞൂടെ? കാസർഗോഡ് എന്തിനാ? കാസർഗോഡ് നല്ല പാസടാ. കാസർഗോഡ് നമ്മളെ ബിസി അല്ല പറയുമ്പോൾ ഇപ്പൊ നിങ്ങളെ ചോറിച്ചിട്ട് ഉറങ്ങേണ്ട സമയത്ത് ക്ലാസ് നോക്കിയിട്ട് നിൽക്കുന്നതാന്നല്ലേ നമ്മൾ കാസർഗോഡ് ഭാഷയിൽ ചോദിക്കും. കാസർഗോഡ് നമ്മൾ ഇങ്ങനെയൊക്കെ ബിസിയും പറയില്ലേ? എല്ലാവരും ചോറിച്ചാ ചോറിൽ വെച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങണ്ട, നല്ല ക്ലാസ് ഒക്കെ നോക്കിയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഉസ്സാറാക്കിയിട്ട് പഠിച്ചിട്ട് പോവാപ്പാ. ക്ലാസ്സിലൊക്കെ എന്നെ നോക്കിപ്പാ, കമന്റ് ബോക്സിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണ്ടപ്പാ. ക്ലാസ്സിലൊക്കെ എന്നെ നോക്കി എല്ലാവരും. ഏട്രാ ക്ലാസ്സിൽ ആരും ഇല്ലേ? കമന്റ് ഒന്നും കാണുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാസർഗോഡ് സംസാരിക്കുക. യെസ്, അപ്പോൾ കാസർഗോഡ് ടീംസ് ഉണ്ടെങ്കിൽ കണക്ട് ആയിട്ടുണ്ടാവും. അത് മറ്റുള്ള ആൾക്കാർ ഈ സാറിന് എന്ത് പറ്റി ഇതുവരെ നേരെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഭാഷ ഇങ്ങനെയാണ്, ഒരു കിള്ളം ഭാഷയാണ്, ഒരു എന്താ പറയാ, ഒരു കിണ്ണം കാച്ച ഭാഷ കേട്ടോ. യെസ്, ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോസ് വരാണ്ടടാ. ഓക്കെ, യെസ്, അപ്പോൾ തിരിച്ചു വരണം നമുക്ക്. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഫോക്കസ് യൂത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ബിലീവ് ദാറ്റ് ദ മോൾഡിംഗ് സ്ട്രോങ് നാസി സൊസൈറ്റി ബൈ ഷേപ്പിംഗ് യങ് മൈൻഡ്സ്. അപ്പോൾ സ്കൂൾ മുതൽ തന്നെ കുട്ടികളിൽ എന്ത് ഇൻജെക്ട് ചെയ്യുക? നാസി ഐഡിയോളജിക്ക് ഇൻജെക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ, അതായത് നമ്മൾ പറയില്ല ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയും അല്ലേ. അപ്പൊ അങ്ങനെ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ടുവരാ? സർ PKD ആണ്, ചിലത് മനസ്സിലാകുന്നില്ല. വേൾഡ് വ്യൂ വൺസ് മോർ എന്ന് പറയുന്നുണ്ട്. ഒരു മിനിറ്റ് സെറ്റാക്കാ. നാസി വേൾഡ് വ്യൂ നമ്മൾ പറഞ്ഞിടാ. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഹിറ്റ്ലർ കൂടുതലും എന്താണ്, ഹിറ്റ്ലറിന്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയായിരുന്നു, റേസിസം പോലുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെയായിരുന്നു കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ആര്യൻസ് ആയിരുന്നു സുപ്പീരിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. അത് കൂടാതെ ഈ പറഞ്ഞ ചാൾസ് ഡാർവിന്റെ തിയറി അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസറിന് മുമ്പോട്ട് ഐഡിയാസ്, ഇതിനൊക്കെ ഒരു സോഷ്യൽ ബീയിങ്സിനിടയിലേക്ക് ഇൻജെക്ട് ചെയ്യാണ് ആര് ചെയ്തത്, നാസികൾ ചെയ്തത്. അതായത് അവർ ചെയ്യുന്ന കാര്യത്തെ എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അതിജീവിതമുള്ളവനെ എന്താ പറയുക, അർഹതയുള്ളവനെ അതിജീവിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് ആര്യൻസ് ആണ്, അവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ വേൾഡിൽ എന്നൊരു പെർസ്പെക്റ്റീവാണ് ആര് മുമ്പോട്ട് വെച്ചത്, ഹിറ്റ്ലർ മുമ്പോട്ട് വെച്ചത്. അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ചിൽഡ്രൻസ് ആയിരിക്കും തന്നെ സ്കൂൾ ടൈമിൽ തന്നെ കുട്ടികൾക്കിടയിൽ എന്ത് ഇൻജെക്ട് ചെയ്യുക, നാസി ഐഡിയോളജി ഇൻജെക്ട് ചെയ്യുക എന്നുള്ളതിലായിരുന്നു ആര് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്, യെസ്, ഹിറ്റ്ലർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ controlling children's beliefs in and out of the schools. School transformation നോക്കുകയാണെങ്കിൽ schools were purified and cleansed by Nazi authorities. Teachers considered as undesirable or Jews were removed. Germans and Jewish children were kept apart and undesirable children were expelled. Some of these children tragically met at their fate in gas chambers. ഇവിടെ നമ്മൾ പറയുന്നത് സ്കൂളിലാണെങ്കിലോ എന്ത് നാസി ഐഡിയോളജി ഇൻജെക്ട് ചെയ്യാൻ തുടങ്ങി.
ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്കൂളിൽ ഈ പറഞ്ഞ ജ്യൂസ് ടീച്ചേഴ്സിനൊക്കെ റിമൂവ് ചെയ്തു, അൺഡിസൈറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെ മാറ്റി. അതുപോലെ തന്നെ ജർമ്മൻസിനെയും അല്ലെങ്കിൽ ആര്യൻസിനെയും അതുപോലെ തന്നെ ജ്യൂസുകളെയും സെപ്പറേറ്റ്, ജർമ്മൻ ചിൽഡ്രൻസിനെയും ജ്യൂസ് ചിൽഡ്രൻസിനെയും സെപ്പറേറ്റ് ഇരുത്താനൊക്കെ തുടങ്ങി, സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവരെ സ്കൂളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടും പുറന്തള്ളുകയും ചെയ്തു. ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ തന്നെയാണ് ഹിറ്റ്ലറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന ഒരു പോളിസി ആയിരുന്നു ഹിറ്റ്ലർ മുമ്പോട്ട് വെച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ നാസി സ്കൂൾ ടാക്ടിക്സ് നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻസ് കൺസിഡേർഡ് ഗുഡ് ജർമൻസ് ആൻഡ് വെന്റ് നാസി സ്കൂളിംഗ്സ്. ദെൻ ദേ വെർ ഗിവൺ പ്രൊലോങ്ഡ് ഐഡിയോളജിക്കൽ ട്രെയിനിങ്. ടെക്സ്റ്റ് ബുക്സ് വെർ റിട്ടൺ ടു മാച്ച് നാസി ഐഡിയാസ്. റേഷ്യൽ സയൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ജസ്റ്റിഫൈ നാസി ബിലീഫ്സ്. ഈവൻ ഇൻ മാത്സ് ഹാർംഫുൾ സ്റ്റീരിയോടൈപ്പ് അബൌട്ട് ജ്യൂസ് വെർ തൗട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് പിന്നീട് ബുക്സിലൊക്കെ എന്ത് കൊണ്ടുവന്നു, നാസി ഐഡിയോളജീസ് മാക്സിമം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങിയ ടെക്സ്റ്റ് ബുക്കൊക്കെ വീണ്ടും റീറൈറ്റ് ചെയ്തു, നാസി ഐഡിയോളജി നാസി പെർസ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു. അത് കൂടാതെ ഇവൺ എല്ലാ സബ്ജക്ട്സിലും ഈ പറയുന്ന റേഷ്യൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ ടീച്ചിങ് ആൻഡ് സപ്പോർട്ട് ചിൽഡ്രൻസ് വെർ ടോട്ട് ലോയാലിറ്റി, സബ്മിഷൻ ആൻഡ് ദ ഹേറ്റ് ഓഫ് ജ്യൂസ് വൈൽ വെനറിംഗ് ഹിറ്റ്ലർ. അഗ്രസീവ് സ്പോർട്സ് വെർ യൂസ് ടു ഡെവലപ്പ് വയലൻസ് ആൻഡ് അഗ്രഷൻ. ബോക്സിംഗ് വാസ് taught to make children strong and resolute. അവിടെ പറയുന്നത് ജ്യൂസുകളെ വെറുക്കാനൊക്കെ കുട്ടികളെ കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നു, ചെറിയ പ്രായത്തിൽ തന്നെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ടുള്ള സ്പോർട്സ് ഐറ്റംസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, ഗെയിംസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു, ബോക്സിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹിറ്റ്ലർ ഫോളോ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹിറ്റ്ലേഴ്സ് യൂത്ത് ആൻഡ് മോർ നമ്മൾ നോക്കുന്ന സമയത്ത് യൂത്ത് ഗ്രൂപ്പ്സ് പ്ലേഡ് എ റോൾ ഇൻ സ്പ്രെഡിങ് നാഷണൽ സോഷ്യലിസ്റ്റ് സ്പിരിറ്റ്. നിങ്ങൾക്ക് എല്ലാ മക്കളൊന്ന് കമന്റ് ചെയ്യുക, ഇത്രയും ചാപ്റ്റേഴ്സ് ആണോ നിങ്ങൾക്ക് സ്കൂളിലുള്ളത്, അല്ലെങ്കിൽ റിമൈൻഡ് 2 ചാപ്റ്റേഴ്സ് കൂടി ഉണ്ടോ, ഫോർ സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം അതുപോലെ തന്നെ പാസ്റ്റോറലിസം മോഡേൺ വേൾഡ്, ഈ 2 ചാപ്റ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് ബോത്ത് ആപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും മക്കൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ജങ് വോക്ക് അറ്റ് 10 years ആൻഡ് ഹിറ്റ്ലേഴ്സ് യൂത്ത് അറ്റ് 14 years. ജങ് വോക്ക് എന്ന് പറയുന്ന ഒരു ഏറ്റവും ചെറിയ പ്രായത്തിൽ ജങ് വോക്ക് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ ഏറ്റവും ചെറിയൊരു പെർസ്പെക്റ്റീവാണ്, ചെറിയൊരു വേർഷൻ ആണിത് ഈ ജങ് വോക്ക് എന്ന് പറയുന്നത്. അതിൽ 10 വയസ്സായാലും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ജങ് വോക്കിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ 14 വയസ്സായാലും എന്തിൽ ജോയിൻ ചെയ്യണം, യെസ് 14 വയസ്സായാലും നമുക്ക് കാണാൻ പറ്റും എന്തിൽ ജോയിൻ ചെയ്യണോടാ, ഈ പറയുന്ന യങ് യൂത്ത് അറ്റ് 14 ഹിറ്റ്ലേഴ്സ് യൂത്തിൽ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ദെൻ ട്രെയിനിങ് എംഫസൈസ്ഡ് വർഷിപ്പ്, അഗ്രഷൻ, ഗ്ലോറിഫിക്കേഷൻ ആൻഡ് ഡെമോക്രസി റിജക്ഷൻ. അതുപോലെ തന്നെ റിഗറസ് ട്രെയിനിങ് ഫോളോഡ് ബൈ ലേബർ സർവീസ് അറ്റ് 18 years. ദെൻ സർവീസ് ഇൻ ആർമഡ് ഫോഴ്സസ് ആൻഡ് അവർ നാസി ഗ്രൂപ്പ്സ് ഫോളോഡ്. ഇവിടെ നമ്മൾ പറയുന്നത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, അഗ്രഷൻ ആയിട്ടുള്ള പോളിസീസ്, അതുപോലെ തന്നെ വാറിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോളിസീസ്, ഇതൊക്കെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തിരുന്നു, വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. അത് കൂടാതെ നമ്മൾ പറയുന്നത് ലേബർ സർവീസിലേക്ക് 18 years ആയ ലേബർ സർവീസിലേക്ക് ജോയിൻ ചെയ്യണം. അതിനുശേഷം ആർമിയിലേക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞ ആർമഡ് ഫോഴ്സസിലേക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണം. ഈ ഒരു പോളിസി ആയിരുന്നു നാസി ചിൽഡ്രൻസിന് ഹിറ്റ്ലർ കൊടുത്തിരുന്നത്. ദെൻ ഫോർമേഷൻ ആൻഡ് കൺട്രോൾ നോക്കുകയാണെങ്കിൽ ഇൻ 1922 നാസി യൂത്ത് ഫോംഡ് ലേറ്റർ നെയ്മഡ് ഹിറ്റ്ലേഴ്സ് യൂത്ത്. ആദ്യം അത് പറഞ്ഞ 1922 നാസി യൂത്ത് എന്നുള്ളായിരുന്നു പേര്, പിന്നീട് അതിന്റെ പേര് മാറ്റി നാസി യൂത്തിലേക്ക് എന്താക്കി മാറ്റി, ഹിറ്റ്ലേഴ്സ് യൂത്ത് എന്ന രീതിയിലേക്ക് റീനെയിം ചെയ്യുന്നതിന്റെ പേര് മാറ്റുന്നു. ദെൻ അതർ യങ് ഗ്രൂപ്പ്സ് വെർ സിസ്റ്റമാറ്റിക്കലി ഡിസോൾവ്സ് ഫോർ യൂണിഫൈഡ് നാസി കൺട്രോൾ. ഈ പറഞ്ഞ നാസി കൺട്രോൾ യൂണിഫൈ ചെയ്യാൻ വേണ്ടി മറ്റ് യൂത്ത് ഗ്രൂപ്പ്സിനൊക്കെ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ തന്നെ നാസി ഐഡിയോളജി പഠിക്കുക, കുട്ടികൾ പഠിച്ച് പോവുക. വലുതാവുന്ന സമയത്ത് നാസി പെർസ്പെക്റ്റീവിലേക്ക് മാത്രം കുട്ടികൾ മാറുക എന്നാണ്. എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ അന്നത്തെ പല ആളുകൾക്കിടയിലും ജ്യൂസുകളെ വെറുക്കുന്ന, ഈവൻ ജ്യൂസിനിടയിൽ അടക്കം ഞങ്ങൾ എന്താണ് പറയുക, ഇൻഫീരിയേഴ്സ് ആണ് അല്ലെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കേണ്ടവരാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്, ഹിറ്റ്ലറിന് പറ്റിയിട്ടുണ്ട്. ഇനി നാസി എന്താ പറയുക, നാസി കൾട്ട് ഓഫ് മദർഹുഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നാസി ജർമ്മനി ഇൻസ്റ്റിൽഡ് എ ഫേം ജെൻഡർ ഡിസ്റ്റിങ്സ് ഇൻ ചിൽഡ്രൻസ് ഇൻ മൈൻഡ്, ഈക്വൽ റൈറ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഡെമോക്രാറ്റിക് സ്ട്രഗിൾസ് റിജക്റ്റഡ് ആസ് ഹാംഫുൾ, വൈൽ ബോയ്സ് ട്രെയിൻഡ് അഗ്രഷൻ ആൻഡ് മസുലിനിറ്റി, ഗേൾസ് പ്രൈംഡ് ടു ഫോർ മദർഹുഡ്. ഇവിടെ നമ്മൾ പറയുന്നത് നാസി ഒബ്വിയസ്ലി ബോയ്സിനോട് ഈ പറഞ്ഞ വാറിനെ കുറിച്ചും അതുപോലെ തന്നെ മസുലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഗേൾസിന് പറയുന്നത് എങ്ങനെയാണ് നല്ലൊരു മദർ ആവുക, എങ്ങനെയാണ് ഈ പറഞ്ഞ ആര്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം
മാത്രം ജന്മം നൽകുക, ആര്യൻസ് ആയിട്ടുള്ള കുട്ടികളെ മാക്സിമം ഈ പറഞ്ഞ നാസി ഐഡിയോളജി പഠിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു ഹിറ്റ്ലർ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഗേൾസ് indoctrinated to become Aryans mothers for pure-blooded offspring, priority placed on upholding racial purity and distancing from Jews. Then their duties encompassed then making, instilling Nazi values and nurturing Aryan culture. അപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കുക, അതുകൂടാതെ നാസി കൾച്ചർ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക, ആര്യൻ സൈഡിലെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു ഹിറ്റ്ലർ കൂടുതൽ പ്രൊമോട്ട് ചെയ്തിരുന്നത്. ആരാണോ ജ്യൂസുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത് കണക്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ പോൾസുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളത്, അവരെ വളരെ എന്താ പറയുക മോശമായിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. ഇവിടെ അവരുടെ മുടി മൊട്ടയടിക്കുകയും കരി ഓയിലൊക്കെ തലയിൽ ഒഴിക്കുകയും അതിനുശേഷം അവരെന്ത് ചെയ്യണം നെക്കിലൊക്കെ ഈ പ്ലക്കാർഡൊക്കെ വെച്ച് ഞങ്ങൾ രാജ്യത്തിന് ദ്രോഹം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു വളരെ മോശമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരു സമയത്ത് ഉണ്ടായിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമ്മൾ പറയുന്നുണ്ട് ചൈൽഡ് ബർത്ത് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഹോണേഴ്സ് ഒക്കെ കൊടുത്തിരുന്നു. എന്താ പറയുക ബ്രോൺസ്, സിൽവർ, ഗോൾഡ് പോലുള്ള ഹോണേഴ്സ് ഒക്കെ കൊടുത്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്യൂർ ആയിട്ടുള്ള ആര്യൻസിന് ജന്മം നൽകുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ രീതിയിലും കൺസെഷൻസ് ഒക്കെ കൊടുത്തിരുന്നു. സ്കൂളിലാണെങ്കിലും തിയേറ്റേഴ്സിലാണെങ്കിലും ഒക്കെ കൺസെഷൻസ് കൊടുത്തിരുന്നു. ആര്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ജന്മം നൽകുന്ന മദേഴ്സിന് നമുക്ക് കാണാൻ പറ്റും. then the art of propaganda നമ്മൾ നോക്കുകയാണെങ്കിൽ deceptive and misleading terminology ആണ്. നാസി റെജിം യൂസ്ഡ് ലാംഗ്വേജ് ആൻഡ് മീഡിയ carefully and effectively. അതായത് ഇൻ ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ വേൾഡിന് നാസികളുടെ ക്രൈമിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ക്രൂവാലിറ്റിയെ കുറിച്ചോ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി എന്താക്കി മാറ്റിയടാ? എന്താക്കി മാറ്റി? ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്താണ് കില്ലിങ് അല്ലെങ്കിൽ ഈ പറയുന്ന ലാർജ് എമൗണ്ട് ഓഫ് കില്ലിങ്ങിനൊക്കെ പേര് മാറ്റി കൊടുക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് കോയിൻ ടേംസ് വെർ നോട്ട് ജസ്റ്റ് മിസ്ലീഡിങ് ബട്ട് ഓൾസോ ചില്ലിങ്. അവോയ്ഡഡ് ദ ടേംസ് ലൈക്ക് കിൽ ഓർ മർഡർ ഇൻ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. മാസ് കില്ലിങ്സ് ഡിസ്ക്യൂസ്ഡ് ആസ് എ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഫൈനൽ സൊല്യൂഷൻ, ഇൻഥുനാസിയ, ദെൻ സെലക്ഷൻ, ഡിസ്ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള മാസ് കില്ലിങ്ങിനൊക്കെ ഇങ്ങനത്തെ പേരുകളൊക്കെ കൊടുക്കുന്നത്. ഫൈനൽ സൊല്യൂഷന്, അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്, ഡിസ്ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് മാസ് കില്ലിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഇപ്പോൾ നമ്മൾ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ കമന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ട് അല്ലേ, അത് ആൾക്കാർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ആയിരുന്നു മാസ് കില്ലിങ്ങിനൊക്കെ ആര് കൊടുത്തിരുന്നത്? ഹിറ്റ്ലർ കൊടുത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. Then evacuation referred to the deporting people from gas chambers, and gas chambers were labeled disinfection areas with fake shower heads ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്ഇൻഫെക്ഷൻ ഏരിയ എന്നാണ് ഈ പറഞ്ഞ ഗ്യാസ് ചേമ്പേഴ്സിന് പേരിട്ട് വിളിച്ചിരുന്നത്. ആൾക്കാരെ കൊല്ലുന്നതിനൊക്കെ പറയുന്നത് എന്താണ്? സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. ഓക്കെ, സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് എന്നൊക്കെയാണ് ആൾക്കാരെ കൊല്ലുന്ന പ്രോസസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ മീഡിയ ആണെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും മൂവീസ് ആണെങ്കിലും ഒക്കെ നാസി ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതുമാണ് കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫിലിംസ് ആണെങ്കിലും മീഡിയാസ് ആണെങ്കിലും വിഷ്വൽ ഇമാജസ് ആണെങ്കിലും സ്ലോഗൻസ് ആണെങ്കിലും ഒക്കെ നാസി കോൺസെപ്റ്റിന് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് നോളജ് അബൌട്ട് ദ ഹോളോകോസ്റ്റ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലാസ്റ്റ് ടോപ്പിക്. അവിടെ നമ്മൾ പറയുന്നത് റിവേഷൻ ഓഫ് നാസി ആക്ഷൻസ്. നാസി പ്രാക്ടീസസ് ബിക്കം നോൺ ഔട്ട്സൈഡ് ജർമ്മനി ഇൻ ദ റെജിം ഫൈനൽ ഇയേഴ്സ്. എസ്പെഷ്യലി നമ്മൾ വേൾഡ് വാറിന്റെ സമയത്താണ് നാസികൾ എത്രത്തോളം ക്രൂവൽ ആയിട്ടാണ് ഈ പറയുന്ന ജ്യൂസുകൾ ട്രീറ്റ് ചെയ്തെന്നൊക്കെ അറിയുന്നത്. ഹോളോകോസ്റ്റ് കോൾ ടു റിമെമ്പർ. പോസ്റ്റ് വാർ ജ്യൂസ് ഓർ ടു ഗ്ലോബൽ റിക്കഗ്നേഷൻ ടു of Nazi atrocities. Holocaust victims aim to have their stories acknowledged. ഹോളോകോസ്റ്റിനൊക്കെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിച്ച കാര്യങ്ങൾ വേൾഡ് അറിയണമെന്നായിരുന്നു. പക്ഷെ നാസികൾ അവരെ കുറിച്ചുള്ള മൊത്തം ഫയൽസും മൊത്തം ഡോക്യുമെന്റ്സും മൊത്തം ഡയറീസും കത്തിച്ച് ഡിസ്ട്രോയ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന സമയത്ത് അവർ പിടിക്കുമെന്നായ സമയത്തൊക്കെ വലിയ രീതിയിൽ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും പല ആളുകളുടെയും എഴുത്തിലൂടെയും പല ആളുകളും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം വേൾഡ് അറിയണം, നമ്മൾ എത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ടോർച്ചർ സഫർ ചെയ്തിട്ടുണ്ട്, ഓക്കെ, എത്രത്തോളം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ട്രാജിക് കണ്ടീഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വേൾഡ് അറിയണമെന്ന് ആഗ്രഹിച്ചിരുന്നു? നമ്മുടെ ഈ പറയുന്ന വിക്ടിംസ് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ഡിസ്ട്രോയ് ചെയ്യാനാണ് ആ വിവരങ്ങളടക്കം, അതായത് ഓൾറെഡി ജ്യൂസിനൊക്കെ കില്ല് ചെയ്തു, വളരെ ഒരു മാസ് കില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ വളരെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്തു. അത് കൂടാതെ നമുക്ക് കാണാൻ പറ്റുന്നത് അവരുടെ കയ്യിലുണ്ടായിട്ടുള്ള ഇൻഫോർമേഷൻ അബൌട്ട് എന്താ പറയുക സഫറിങ്ങും കൂടി എന്ത് ചെയ്യാണ് അവിടെ പെട്രോൾ ഒഴിച്ചിട്ടും അല്ലെങ്കിൽ കത്തിച്ച് കളയുന്ന ഒരു സിസ്റ്റം ആയിരുന്നുണ്ടായിരുന്നു. എന്നാലും
വേൾഡ് പിന്നീട് തിരിച്ചറിഞ്ഞു എത്രത്തോളം ക്രൂവൽ ആയിട്ടാണ് നാസികൾ ആരെ ട്രീറ്റ് ചെയ്തത്, ജ്യൂസുകളെ ട്രീറ്റ് ചെയ്തത്, അൺഡിസറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും ലോകം എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാനുള്ളത്. ദെൻ ഫൈനൽ 2 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ വളരെ കുറച്ച് സ്ലൈഡ്സേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ ഉള്ളൂ. എസ്പെഷ്യലി ഈ 2 ചാപ്റ്റേഴ്സും ഫൈനൽ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ 2 ചാപ്റ്റേഴ്സും നമുക്ക് മേജർ ആയിട്ടും വരുന്നത് നമ്മുടെ CBSEയിൽ എന്താ പറയുക ഇന്റേണൽ അസസ്മെന്റിന് മാത്രം വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വിത്തിൻ ഹാഫ് അവർ നമുക്ക് ഈ 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും മക്കളുടെ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ മക്കളെ ഫസ്റ്റ് ഉണ്ടായ എനർജി കുറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. മക്കളെല്ലാവരും ഒരു ഫയർ ഇടുക കമന്റ് ബോക്സിൽ. അതുപോലെ തന്നെ സ്റ്റിൽ ലൈക്ക് അടിക്കാതെ മക്കളുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അടിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഫോർ സൊസൈറ്റി ആൻഡ് കൊളോണിയലിസത്തിലേക്ക് നമുക്ക് പോകാം. സെറ്റ് ആണെങ്കിൽ, ഓക്കെ ആണെങ്കിൽ, റെഡി ആണെങ്കിൽ ഒരു ഫയർ കൂടി മക്കൾ കമന്റ് ബോക്സിൽ ഇട്ടേ. Yes, it's deleted portion. Some students are commented. Okay, yes. ഇനി ബ്രേക്ക് ഇല്ല, ഇനി നമുക്ക് എന്തായാലും ഒരു ഹാഫ് അവറിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നോ പ്രോബ്ലം. മക്കൾ ക്ലാസ് കാണുക എന്നുള്ളത്, അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ നമുക്ക് പ്രശ്നമില്ല. കാണുന്ന മക്കളൊക്കെ കൃത്യമായി ക്ലാസ്സസ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫോർ സൊസൈറ്റി ആൻഡ് കൊളോണിയലിസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് why deforestation. The loss for forest is known as deforestation, and it's long been an issue. Although it started several centuries ago, it expanded and became more organized throughout the colonial era. നമ്മളോട് പറയുന്നുണ്ട് large amount of forest areas cut down ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറേ വർഷമായിട്ട് ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൊളോണിയൽ ഇര ടൈമിലാണ്, കൊളോണിയൽ പീരീഡ് ടൈമിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇല്ലാത്ത മക്കൾ ഫുഡ് കഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ സമയത്ത് നമ്മുടെ പാസ്റ്ററലിസ്റ്റ് എന്ന മോഡേൺ വേൾഡ് എന്നുള്ള നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, യെസ് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അവർ വന്ന് കാണുക. പാസ്റ്ററലിസ്റ്റ് മോഡേൺ വേൾഡ് 2 ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ ഓവർ ദ ഏജസ് പെസൻസ് ബിഗാൻ ടു, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 30 സ്ലൈഡ്സ്, മാക്സിമം 2 ചാപ്റ്റേഴ്സിനും കൂടി 30 സ്ലൈഡ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ, അത്ര ഷോർട്ട് ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പോൾ ഓവർ ദ ഏജസ് പെസൻസ് ബിഗാൻ ടു ക്ലിയറിംഗ് ഫോറസ്റ്റ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂ ഗ്രൗണ്ട്സ് ആസ് ദ population increased and the need for food increased. The British promoted the cultivation of economic crops as the cotton, sugar and wheat and jute. The demand for these crops during the 1800s and in the early 19th century. The colonial stage believed that the woodlands were unproductive. Thus, there was progress in the cultivated lands with the expansion of cultivation between 1880s and 1920. അതായത് ഈ പറഞ്ഞ വുഡ്ലാൻഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് അൺപ്രൊഡക്റ്റീവ് ആണ്. അത് മാക്സിമം കൾട്ടിവേഷൻ ഏരിയാസ് ആക്കിക്കൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നൊരു പോളിസി തന്നെയായിരുന്നു ഒരു ടൈമിൽ ഉണ്ടായിരുന്നത്. ഒബ്വിയസ്ലി നമ്പർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, അതിനനുസരിച്ച് കൾട്ടിവേഷൻ വേണം, അഗ്രികൾച്ചർ ലാൻഡ് വേണം. അതിനുവേണ്ടി കുറേ ഫോറസ്റ്റ് ഏരിയാസ് ക്ലിയർ ചെയ്തിരുന്നു. എസ്പെഷ്യലി 1880s 1920 ടൈമിലൊക്കെ ഇത് വലിയ രീതിയിലുണ്ടായിരുന്നു. ദെൻ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായിട്ടുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിരുന്നു അവർ കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നോട് പറയുന്നത് സ്ലീപ്പേഴ്സ് ഓൺ ദ ട്രാക്സ്, അതിൽ റെയിൽവേ ട്രാക്സിന് അതുപോലെ തന്നെ ഷിപ്സിന്റെ കൺസ്ട്രക്ഷനൊക്കെ വേണ്ടി സ്ലീപ്പേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞ ടിമ്പേഴ്സ് ആവശ്യമായിരുന്നു. അപ്പോൾ ബൈ ദ 1800s ഓക്ക് വുഡ്സ് വെയർ ബിക്കമിങ് എക്സ്റ്റെൻസ് ഇൻ ഇംഗ്ലണ്ട് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ ഇന്ത്യ. Such groups were dispatched in the 1850s, saw the expansion of railroads, the transportation of imperial armies and colonial trade depended heavily railroads. Beginning in the 1860s, the railway network grew quickly. Trees began to fall as railway tracks extended across India. Individuals were awarded contracts by the government to provide necessary amounts. The forest that surrounded by the railway network began to disappear. അപ്പോൾ റെയിൽവേ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാ നമ്പർ ഓഫ് ടിമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ എന്താക്കി മാറ്റിയിട്ടുണ്ട്, സ്ലീപ്പേഴ്സ് ആയിട്ട് റെയിൽവേയുടെ സ്ലീപ്പേഴ്സ് ആയിട്ട് റെയിൽവേ കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, സ്ലീപ്പേഴ്സ് അല്ല റെയിൽവേ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, അപ്പോൾ റെയിൽവേ ലൈനിനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ അല്ലേ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ധാരാളം സ്ലീപ്പേഴ്സ് ആക്കി മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ കോൺട്രാക്ട് ഒക്കെ വെച്ചുകൊണ്ട് എടുത്തിരുന്നു. അങ്ങനെ ഫോറസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ്, അല്ലെ സോറി റെയിൽവേക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഏരിയാസ് ഓൾമോസ്റ്റ് ഡിസപ്പേർഡ് ആയിരുന്നു. ഓൾമോസ്റ്റ് ആ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിരുന്നു, നശിച്ചിരുന്നു നമുക്ക്
കാണാൻ പറ്റും. ഈ സമയത്ത് തന്നെയാണ് പ്ലാന്റേഷനും വരുന്നത്. ടു അക്കോമഡേറ്റ് യൂറോപ്സ് എക്സ്പാൻഡിങ് നീഡ് ഫോർ ടീ, കോഫി ആൻഡ് റബ്ബർ, ലാർജ് ട്രാക്ട്സ് ഓഫ് നാച്ചുറൽ ഫോറസ്റ്റ് വെർ റിമൂവ്ഡ് ഫോർ പ്ലാന്റേഷൻ. അതായത് നാച്ചുറൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രീസ് ഉണ്ടാവും. അതിനൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ റീപ്ലാൻ ചെയ്യാണ്, പ്ലാന്റേഷൻസ് കൊണ്ടുവരാണ്. അവർ ആവശ്യമുള്ള ഒരു പെർട്ടിക്കുലർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റേഷൻ ഏരിയ ആയിട്ട് എന്തിനു മാറ്റാണ്, ഈ പറയുന്ന ഫോറസ്റ്റ് ഏരിയാസിന് മാറ്റുകയാണ് ആര് ചെയ്ത്, ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് കൂടുതൽ എന്തായിരുന്നു, കൊമേഴ്ഷ്യൽ ഫോറസ്ട്രി ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവരുന്നു. The rise of commercial forestry നമ്മൾ നോക്കുന്ന സമയത്ത് the British were concerned that the local peoples and traders careless use of trees would cause the forest to be destroyed. A German specialist Dietrich Brandis was appointed India's first inspector of general of forest. First general ആയിട്ടുള്ള ഫസ്റ്റ് ഇൻസ്പെക്ടർ ആയിട്ട് ആരെയാണ്, ഡയട്രിക് ബ്രാൻഡിസിനെയാണ്, ജർമ്മൻ എന്താ പറയുക സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡയട്രിക് ബ്രാൻഡിസിനെയാണ് ഏൽപ്പിക്കുന്നത്. അയാൾ കൃത്യമായിട്ടും ഫോറസ്റ്റിനെ സയന്റിഫിക് ആയിട്ട് യൂസ് ചെയ്യണം, സയന്റിഫിക് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റിനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ പറയുന്ന വളരെ കെയർലെസ് ആയിട്ടാണ് ഇന്ത്യൻസ് ഫോറസ്റ്റ് ഏരിയാസിനെ യൂസ് ചെയ്യുന്നതാണ് ബ്രിട്ടീഷേഴ്സിന്റെ ഒരു വ്യൂ. അത് ഇത്രയേ ഉള്ളൂടാ. നമ്മുടെ ഇവിടെ ജം കൾട്ടിവേഷൻ ഒക്കെ നിങ്ങൾ 8th മുതൽ പഠിക്കുന്നുണ്ട്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ജം കൾട്ടിവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഏരിയാസിനെ ഈ ട്രൈബൽസ് ആണെങ്കിലും വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. ഫോറസ്റ്റ് ഏരിയാസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രീസ് നമ്മൾ ട്രീസ് കളക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് കളക്ട് ചെയ്തിരുന്നു, ഫ്രൂട്ട്സ് കളക്ട് ചെയ്തിരുന്നു. നമ്മൾ ഫോറസ്റ്റ് ഏരിയാസിലേക്ക് എൻജോയ് ചെയ്തിരുന്നു. ഇതൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി കുറേ അധികം ലോസും കാര്യങ്ങളൊക്കെ ആര് കൊണ്ടുവരുന്നു, ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റ് ആക്ട് പാസ്ഡ് ഇൻ 1906 ആൻഡ് സബ്സിക്വന്റ്ലി റിവൈസ്ഡ് twice in 1878 and 1927. Village protected and reserved forest were the 3 divisions of forest formed by the Act of 1878. Reserved forest were the best forest. അപ്പോൾ ഫോറസ്റ്റിനെ 3 കാറ്റഗറി ആയിട്ട് മാറ്റുന്നു. വില്ലേജ് ഫോറസ്റ്റ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ആൻഡ് റിസർവ്ഡ് ഫോറസ്റ്റ് എന്നിങ്ങനെ 3 ഏരിയാസ് ആക്കി മാറ്റുന്നു. ഫോറസ്റ്റിനകത്തേക്കുള്ള പബ്ലിക്കിന്റെ എൻട്രിയിൽ എന്ത് കൊണ്ടുവരുന്നു, കൺസ്ട്രൈൻസ് അല്ലെങ്കിൽ കൺട്രോൾസ് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഹൗ വേർ ദ ലീവ്സ് ഓഫ് പീപ്പിൾ അഫക്റ്റഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഫോറസ്റ്റ് ആക്ട് അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് അവർ എൻജോയ് ചെയ്തിരുന്ന അവരുടെ റൈറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിനായ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ദ വില്ലേജസ് വാണ്ട് ഫോറസ്റ്റ് വിത്ത് എ വെറൈറ്റി ഓഫ് സ്പൈസസ് ടു മീറ്റ് ദെയർ നീഡ്സ് ഫോർ ലീവ്സ്, ഫ്യൂവൽസ്, ഫോഡർ, അങ്ങനെ പല ആവശ്യങ്ങൾക്കാണ് ഫോറസ്റ്റിനെ ആര് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, വില്ലേജസ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം തേക്ക് പോലുള്ള വളരെ എന്താ പറയുക, വളരെ വില കൂടിയ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന വില കൂടിയ ട്രീസ് ഒക്കെ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട ട്രീസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള റെയിൽ റോഡിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ട്രീസ് അതിന് മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്തത്. പക്ഷെ കോമൺ പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് എന്ന് പറയുന്നത് മെഡിസിൻസ് ആണെങ്കിലും ബാബൂസ് ആണെങ്കിലും യോക്സ് ആണെങ്കിലും എല്ലാം ഉള്ള എന്താ പറയുക ഹെർബ്സ് ആണെങ്കിലും ഓയിൽസ് എല്ലാം കിട്ടുന്ന ഏരിയ ആണ് കോമൺ പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ്. പക്ഷേ ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ട്രീസ് കട്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫോറസ്റ്റിലേക്ക് എന്ത് ചെയ്യരുത്, കോമൺ പീപ്പിൾസ് എൻഡോസ് ചെയ്യരുത്, അതുപോലെ തന്നെ ഫോറസ്റ്റിലുള്ള ഗുഡ്സ് കളക്ട് ചെയ്യരുത് എന്നൊക്കെ കുറേ അധികം കൺസ്ട്രൈൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഫോറസ്റ്റ് ആക്ടിലൂടെ കൊണ്ടുവന്നു. അതിലൂടെ ഫോറസ്റ്റ് പീപ്പിൾസ് അവരുടെ ട്രഡീഷണൽ ആയിട്ട് എൻജോയ് ചെയ്തിരുന്ന കുറേ അധികം റൈറ്റ്സും അവരുടെ അവർ എന്താ പറയുക അവരുടെ ഒക്യുപ്പേഷൻ തന്നെ ഫോറസ്റ്റിന് റിലേറ്റഡ് ആയിട്ടായിരുന്നു, ഫോറസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുകയാണ് ആർക്ക് ചെയ്തത്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിന് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനൊക്കെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പറഞ്ഞ ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ് എന്താ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ബസാർ ഇസ് എ റീജിയൻ ഓഫ് സദേൺ ഛത്തീസ്ഗഡ്, ഹാസ് എ ബോർഡർ വിത്ത് മഹാരാഷ്ട്ര, ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ്. ദ ഛത്തീസ്ഗഡ് പ്ലെയിൻ ലൈസ് ടു ദ നോർത്ത് ഓഫ് ദ സെൻട്രൽ റീജിയൻ ഓഫ് ബസാർ, while the Godavari plains lies to the south. The region of Batsar is plateau. Batsar is home of variety of communities including the Halbas, Durwas, Batras, Maria, Muria, Gons, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന ഒരു ഏരിയ ആണ് ബത്സാർ എന്ന് പറയുന്നത്. അവിടുത്തെ ഈ പറയുന്ന ഫോറസ്റ്റ് ആക്ടിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ആളുകൾ വില്ലേജ് അവരെന്താ പറയുക, അവിടുത്തെ വില്ലേജേഴ്സ് ഫോറസ്റ്റിനെ അവരെന്ത് ചെയ്യും, കുറേ അധികം ഫോറസ്റ്റിനെ അവർ വളരെ എന്താ പറയുക റെസ്പെക്റ്റോട് കൂടിയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത്രയേ ഉള്ളൂടാ, അവർ വിചാരിക്കുന്നത് ഫോറസ്റ്റിനെ അവർ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ, ഫോറസ്റ്റിനെ അവർ എന്താ പറയുക റെസ്പെക്ട്ഫുള്ളി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കെല്ലാം നൽകുന്നത് ഭൂമിയാണ്. ഓക്കെ, അവർക്ക് ആവശ്യമുള്ള എന്താ പറയുക എല്ലാം നൽകുന്നത് നമ്മുടെ ഏർത്താണ്. അതുകൊണ്ട് തന്നെ ഏർത്തിന് എന്ത് ചെയ്യാണ് കുറേ അധികം ഈ പറയുന്ന അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ആവട്ടെ അല്ലെങ്കിൽ ആനുവൽ ഡേയ്സിലേക്ക് ഓരോ രീതിയിൽ അവർ റെസ്പെക്ട്ഫുള്ളി എന്ത് ചെയ്യാണ് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ എർത്താണ് നമുക്കെല്ലാം നൽകുന്നത്. അപ്പോൾ ഏർത്തിനെ തിരിച്ചു നമ്മൾ അതുപോലെ തന്നെ റെസ്പെക്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ആളുകൾ. പക്ഷേ ഇവിടെ കുറേ അധികം റെസ്ട്രിക്ഷൻസ് ആര് കൊണ്ടുവരുന്നു, ഈ പറഞ്ഞ ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവരുന്നതോടുകൂടി ഇവിടുത്തെ ആളുകൾ ബ്രിട്ടീഷേഴ്സിനെ അഗേൻസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദ കൊളോണിയൽ അതോറിറ്റീസ് സജസ്റ്റഡ് ഇൻ 1905
setting aside 2/3 of the forest and ceasing to engage shifting cultivation, hunting and the gathering of forest products കളക്ട് ചെയ്യാൻ പാടില്ല, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിനെ കൂടുതൽ ഫോറസ്റ്റ് ഏരിയാസ് പ്രൊട്ടക്ട് ചെയ്യണം എന്നൊക്കെ കൊണ്ടുവന്നപ്പോൾ ഫോറസ്റ്റ് വില്ലേജസ് ലിവ് ദ ഫോറസ്റ്റ് ആൻഡ് വർക്ക്ഡ് ഫോർ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സ്ചേഞ്ച് ഫോർ ഫ്രീ. ഓവർ ടൈം വില്ലേജ് സഫേർഡ് ഫ്രം ദ റൈസിംഗ് ആൻഡ് ലാൻഡ് റെന്റ് ആൻഡ് ദ കോൺസ്റ്റന്റ് ലേബർ ആൻഡ് പ്രൊഡക്റ്റ് ഡിമാൻഡ്സ്. People began to talking about this topic at local bazaars, festivals, bazaars and village on sales. അതായത് ഈ പറയുന്ന ചില ആളുകൾക്ക് എന്ത് കൊടുത്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, എൻഡോസ് ചെയ്യാം. ചില എന്ത് ചെയ്തു, ഇളവുകൾ കൊടുത്തു. പക്ഷെ കൂടുതൽ ആളുകളും ഫോറസ്റ്റിനകത്തേക്ക് എന്ത് ചെയ്യണം, എൻഡോസ് ചെയ്യണമെങ്കിൽ റെന്റ് കുറേ അധികം കൺസ്ട്രൈൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇവരെല്ലാ ആളുകളും കൂടുന്ന സ്ഥലങ്ങളിലേക്ക് ഇവർ സംസാരിക്കാനൊക്കെ തുടങ്ങി. Then where reservation were first made, then the Durwas of the Kangar forest took the lead. Grain was redistributed, schools and police stations were burned and robbed, bazaars were looted and the homes authorities and traders were broken into. The British forces were dispatched to end the uprising. The same policy of keeping people out of the forest and reserving them for industrial purposes persisted after independence. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഓക്കെ സുജാ ബോയ്, അത് ഞാൻ എന്താടാ പറയാ, യെസ്, ഓക്കെ അവിടെ നമ്മൾ പറയുന്നത് ഫോറസ്റ്റിനകത്തേക്ക് എൻഡേർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഇതിന് അഗേൻസ്റ്റ് ആയിട്ട് ഫോറസ്റ്റ് പീപ്പിൾസ്, ഈ പറയുന്ന ദുർവാസ്, കാങ്കസ് പോലുള്ള ഫോറസ്റ്റ് പീപ്പിൾസ് എന്ത് ചെയ്തു, ആ പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്യുകയും സ്കൂൾസ് ഒക്കെ എന്താണ് അറ്റാക്ക് ചെയ്യുകയും അതിനുശേഷം ബസാസ് ഒക്കെ ലൂട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അതായത് ഈ ബ്രിട്ടീഷ് പോളിസീസിന് അഗേൻസ്റ്റ് ആയിട്ട് അത് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് അവരെ ഭയങ്കര ബ്രൂട്ടലായിട്ട് ട്രീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇന്ത്യയുടെ സിറ്റുവേഷൻ ആണ്. ഇന്ത്യയിൽ പിന്നീടും ഈ പറഞ്ഞ ഫോറസ്റ്റ് ഡിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ ദാറ്റും ഫോറസ്റ്റ് ഡിലേഴ്സിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ചില ഫോറസ്റ്റ് ഇപ്പോഴും റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്, പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. Then the wood cutters of ജാവയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാവ കലിംഗ് പീപ്പിൾ വിത്ത് എക്സ്പെർട്ട് ഫോറസ്റ്റ് കട്ടേഴ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് ഫാമേഴ്സ്, ദേ ആർ സ്കിൽഡ് ആൻഡ് ഇൻ ഗാദറിംഗ് തേക്ക് വിച്ച് ഈസ് നീഡഡ് ബൈ മൊണാക്സ് ടു കൺസ്ട്രക്ട് ദെയർ പാലസസ്. അപ്പോൾ ഈ പറഞ്ഞ തേക്ക് പോലുള്ള എന്താ പറയുക പാലസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താ പറയുക വുഡ്സിന്റെ വുഡ് കട്ടേഴ്സ് ആയിരുന്നു, ഫേമസ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വുഡ് കട്ടേഴ്സ് ആയിരുന്നു കലങ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. അതിൽ ഈ പറയുന്ന കലങ്സ് വെർ ഫോഴ്സ്ഡ് ലേബർ ടു ദ ഡച്ച് ആസ് ദേ started control of the forest in the 18th century. The Kalangs revolted in 1770 and attacked the Dutch fort at Joanna, but the uprising was put down. Kalangs എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വുഡ് കട്ടേഴ്സ് ആയിരുന്നു. വുഡ് കട്ടേഴ്സ് ആയിട്ടുള്ള കലങ്സിനെ ഫോഴ്സ്ഡ് ലേബേഴ്സ് ആക്കിയിട്ട് ഡച്ച് മാറ്റുന്നു. പക്ഷെ ഡച്ചിന്റെ ഈ ഒരു പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കലങ്സ് എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നടന്നു, ഒരു അപ്രൈസിങ്സും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിന് ആര്, ജാവയാണ് നമ്മൾ പറഞ്ഞ ഇന്തോനേഷ്യയുടെ കേസാണ് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു കലങ്സിന്റെ അപ്രൈസിങ്സിനെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്, സപ്രസ് ചെയ്യാണ് ആര് ചെയ്യുന്നത്, ഗവൺമെന്റ് ചെയ്യുന്നത്. Then Dutch scientific forestryയിലേക്ക് നമ്മൾ പോകുമ്പോൾ the Dutch placed restrictions on peasants' access to forest in Java throughout the 1800s. The only purpose for cutting wood was built to houses or over riverboats, cattle grazing, unauthorized wood transportation, and using horse-drawn carriage or livestock to traverse forest routes were all grounds for punishment for villages. അതായത് വീടുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹൗസ് എന്താ പറയുക റിവർ ബോട്ട്സ് ഉണ്ടാക്കാനൊക്കെ മാത്രമേ വുഡ് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വുഡ് കട്ട് ചെയ്യുന്ന പണിഷ്മെന്റ് കൊടുത്തിരുന്നു വില്ലേജസിനൊക്കെ ആര്, ഈ പറഞ്ഞ ഡച്ച്. പക്ഷെ ഡച്ച് ഫസ്റ്റ് levied rents on the forest land that was being farmed, but they also released some towns from this levied provides by they bonded together to supply free labor and buffaloes for the transportation and cutting of woods. The Blandongton system that the name given to this. അപ്പോൾ ഫസ്റ്റ് ഡച്ച് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്തിരുന്നു, ഫസ്റ്റ് ഡച്ച് പറഞ്ഞ രീതിയിൽ ഫോറസ്റ്റിനകത്തേക്ക് എന്താ പറയുക എല്ലാ ആളുകളും റെന്റും കാര്യങ്ങളൊക്കെ ഇതാക്കിയിരുന്നു. ഫോറസ്റ്റിനകത്തേക്ക് ആയിരിക്കും കയറണമെങ്കിൽ അവർ പേ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിൽ മാറ്റം വരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ അവരുടെ വുഡ് കട്ട് ചെയ്യാനും അവർക്ക് ഈ പറഞ്ഞ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അവരെ ഹെൽപ്പ് ചെയ്യാനും ബഫലോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് മാത്രം എന്ത് കൊടുത്തു, അവർക്ക് മാത്രം ചെറിയ ഒരു ഇളവും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവർക്ക് അവിടെ എന്ത് ചെയ്യാം, താമസിക്കും. ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക പരസ്പരം മ്യൂച്വലി എന്താ പറയുക
ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, പകരം അവർക്ക് അവിടെ താമസിക്കാനുള്ള എന്ത് കൊടുക്കുന്നു, ഇളവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ സാമൺസ് ചാലഞ്ച്. ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സാം വരാണെങ്കിൽ, ഈ ഒരു ചാപ്റ്റർ മെജോറിറ്റി പോർഷനും ഇല്ല, കാരണം NCERT CBSE NCERT ഈ ചാപ്റ്റർ എക്സാമിനേഷനുള്ള ഏരിയ അല്ല. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് വരികയാണെങ്കിൽ ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ സാമൺസ് ചാലഞ്ച് ആണ്. Okay, the state ownership of the forest was questioned by the Surondiko Salmon. Surondiko Salmon എന്താ പറയാണ്, സ്റ്റേറ്റിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ്, സോറി ഈ പറയുന്ന ലാൻഡ് ഫോറസ്റ്റിന്റെ ഓണർഷിപ്പ് എങ്ങനെയാണ് സ്റ്റേറ്റിന് കിട്ടുന്നത്. ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെയും എന്താ പറയുക, ഒരാളുടെയും അണ്ടർ ഉള്ളതല്ലല്ലോ, അത് നമ്മുടെ നാച്ചുറൽ നമുക്ക് നൽകുന്നതല്ലേ എന്നാണ് ആര് പറയുന്നത്, സാമൻ പറയുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആര് പറയുന്നത്, സാമൻ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ സാമൻ പറയുന്നത് വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ തേക്ക് ഫോറസ്റ്റ്. സാമൻ കണ്ടംഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഡിഡ് നോട്ട് ക്രിയേറ്റ് വിൻഡ്, വാട്ടർ, എർത്ത് ഓർ വുഡ്. സ്റ്റേറ്റ് അല്ല ഈ പറഞ്ഞ വിൻഡ് ആണ്, വാട്ടർ ആണെങ്കിലും വുഡ് ആണെങ്കിലും എർത്ത് ആണെങ്കിലും ഒന്നും ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് അല്ല. പിന്നെ എങ്ങനെയാണ് സ്റ്റേറ്റിന് ഇതിന് ഓണർഷിപ്പ് കിട്ടുക എന്നാണ് ആര് ചോദിക്കുന്നത്, സാമൻ ചോദിക്കുന്നത്. എ ബ്രൂഡ് മൂവ്മെന്റ് ക്വിക്ലി എമേർജ്ഡ് വെൻ ദ ഡച്ച് കെയിം ടു സർവേ ദെയർ ലാൻഡ്. സം സാമനിസ്റ്റ് പ്രൊട്ടസ്റ്റഡ് ബൈ ലേയിങ് ഡൗൺ വൈൽ അതേഴ്സ് റിഫ്യൂസ് ടു വർക്ക് ഓർ പേ ടാക്സസ് ഓർ ഫൈൻസ്. സാമൻസിന് വലിയ സാമന്റെ ഈ കോൺസെപ്റ്റിന് വലിയ സപ്പോർട്ട് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീട് ഡച്ച് ഈ പറഞ്ഞ ലാൻഡ് സർവേ ചെയ്യാൻ വരുമ്പോൾ, ലാൻഡ് അളക്കാൻ വരുന്ന സമയത്ത് സാമനിസ്റ്റുകൾ, സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ്, സുറോണ്ടിക്കോ സാമിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയാണ് സാമനിസ്റ്റുകൾ എന്ന് പറയുക. സാമനിസ്റ്റുകൾ അവിടെ ഭൂമിയിൽ കിടക്കാണ്, അവിടെ ലാൻഡിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൂടാതെ ചില ആളുകൾ വർക്ക് ചെയ്യാതൊക്കെ, ടാക്സ് പേ ചെയ്യാതൊക്കെ എന്ത് ചെയ്യാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഏരിയാസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മാത്രം നോക്കിയാൽ മതി നമുക്ക്, ബിക്കോസ് ഈ ചാപ്റ്റർ ഒന്നും എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ് അല്ല ബേസിക്കലി, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ പാസ്റ്റോറലിസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ്, ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഹിസ്റ്ററിയിലെ. ഇത് നമുക്ക് വളരെ ഒരു 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് പാസ്റ്റോറലിസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ്. ഇവിടെ പക്ഷേ നമുക്ക് പഠിക്കാൻ കൺഫ്യൂസ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, ക്ലാസ്സിലുണ്ടോടോ മക്കളെ? എന്തെടുച്ചോ ഇപ്പം മലബറില്. യെസ്, ക്ലാസ്സിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫയർ ഇട്ടടാ. യെസ്, എല്ലാം കമന്റ് ബോക്സിലാണ്. ഇവിടെ 9 CBSE തന്നെയല്ലടാ. നമുക്ക് നോക്കാം. പാസ്റ്ററലിസ്റ്റ് ഇൻ ദ മോഡേൺ വേൾഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദ മൗണ്ടൻസ് Guja Bakwals of Jammu and Kashmir moved to the mountains in the 18th century to find pastures for their livestock. They relocated to the Siwalik ranges of low hills of the over the winter. അതായത് നമ്മൾ പറഞ്ഞ പാസ്റ്ററലിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ പ്രധാനമായിട്ടും പറയുന്നത് ഈ പറഞ്ഞ ആനിമൽസിനൊക്കെ റിയർ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ പാസ്റ്ററലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആനിമൽസിനെ കേർഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആനിമൽ റിയറിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഏർണിങ്സ് ഉണ്ടാക്കുന്നത്. ആഫ്രിക്കയിലും ഇന്ത്യയിലും ഈ പറയുന്ന പാസ്റ്ററലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പാസ്റ്ററലിസ്റ്റുകൾ കൂടുതലും ഈ പറഞ്ഞ വൺ പ്ലേസ് ടു സീസണൽ മൂവ്മെന്റ്സ് ആണ് അവർ കൂടുതലും. കാരണം അവരുടെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള പാസ്റ്ററൽ ഫീൽഡും അതിനാവശ്യമായിട്ടുള്ള ഗ്രീൻ ഏരിയാസും അതുപോലെ തന്നെ ക്ലൈമറ്റ് റീസൺസ് കാരണം ഒരു വൺ ഏരിയാസ് ടു അനദർ ഏരിയാസിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഗുജ ബക്വാസ് ജമ്മു കാശ്മീരിലുള്ളതാണ്. അവർ ഈ പറഞ്ഞ മൗണ്ടൻസും മൂവ് ചെയ്യുന്നത്. ഇതിൽ മക്കൾ പ്രധാനമായിട്ടും പാസ്റ്ററലിസ്റ്റുകളുടെ പേരാണ് പഠിക്കേണ്ടത്. ഈ ചാപ്റ്ററിലുള്ള മക്കളൊന്ന് ജസ്റ്റ് എസ് പറഞ്ഞേ. എസ് അല്ലെങ്കിൽ പാസ്റ്ററലിസ്റ്റുകളുടെ പേര് മാത്രമാണ് ഈ ഒരു ഏരിയ നമുക്ക് മേജറായിട്ടും പഠിക്കാനുള്ളത്. It's both YouTube and batch. Pastoralism in the modern world. If you have this chapter, just on India. Yes, sir. On the come here. If you don't have, just know on the India. Yes. അല്ലാതെ വെറുതെ മക്കൾ കഷ്ടപ്പെട്ട് ക്ലാസ് കാണരുത് അല്ലേ? If you have this chapter, just മക്കൾ എന്ത് yes എന്നൊന്ന് കമന്റ് ചെയ്യടാ. No. Yes, Priya. Then no. Not ready for. Yes. No, sir. No. ഓക്കെ, അപ്പോൾ ഇതിൽ മേജർ ആയിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണെന്നാണ് മക്കൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. ഓക്കെ, യെസ്. നോ 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 ക്ലാസ് മനസ്സിലാവുന്നില്ലേ? യെസ്. ഈ ടോപ്പിക് ഏതാണെന്ന് കമന്റ് ചെയ്യട്ടോ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഗുജർ ബക്കവാൾസ് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു പാസ്റ്ററലിസ്റ്റ് സൊസൈറ്റിയാണ്. ഒന്ന് രണ്ട് നമുക്ക് ലെസ് പറഞ്ഞിട്ട് ബാക്കി കൂടുതലും നോ ആണ് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുക 18th സെഞ്ചുറിയിലൊക്കെ എന്താ പറയുക പാസ്റ്ററൽ ഫീൽഡൊക്കെ വേണ്ടി വൺ ഏരിയാസ് ടു അനദർ ഏരിയാസിലേക്ക് മൂവ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക പാസ്റ്ററലിസ്റ്റുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദർ റിലൊക്കേറ്റഡ് ടു സിവാലിക് റേഞ്ചസ് ലോ ഹിൽസ് ഓവർ ദ വിന്ററിലാണെങ്കിൽ സിവാലിക് റേഞ്ചസിന്റെ ലോ ഹിൽസ് ആയിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത് താമസിച്ചിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ദേ സ്റ്റാർട്ടഡ് ദർ നോർത്തേൺ മാർച്ച് ടുവേർഡ്സ് ദ സമ്മർ ഗ്രാസിംഗ് പാസ്റ്റോർ ആസ് ദ എൻഡ് ഓഫ് ഏപ്രിൽ. ദെൻ വി കാൾ ദിസ് വോയാക്സ് കാഫില എന്നാണ് നമ്മൾ അതിനെ വിളിച്ചിരുന്നത്. ബൈ ദ എൻഡ് ഓഫ് ദ സെപ്റ്റംബർ ദ വെർ മാർച്ചിങ് വൺസ് മോർ. ദിസ് ടൈം ദർ വിന്റർ ബേസ്. There was similar seasonal migratory pattern among the Gaddi herders of ഹിമാചൽ പ്രദേശ്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഗഡ്ഡി ഹെഡേഴ്സും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഗുജർ ബക്വാൾസ് ഒക്കെ ഈ സീസണൽ ആയിട്ടുള്ള മൈഗ്രൻസ് ആയിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മൈഗ്രേറ്റ് ചെയ്തിരുന്ന ഒരു പാസ്റ്ററൽ ഗ്രൂപ്പ്സ് ആയിരുന്നു. മൈഗ്രേറ്ററി പാറ്റേൺ ഫോളോ ചെയ്തിരുന്ന പാസ്റ്ററൽ ഗ്രൂപ്പ്സ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റും. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അവരുടെ ആനിമൽസിനെ ക്ലൈമറ്റിനെ എന്ത് ചെയ്യണം, ആനിമൽസിനെ എഫക്ട് ചെയ്യുന്ന ക്ലൈമറ്റ് ഉണ്ടാവും, അതിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ക്ലൈമറ്റ് ഉണ്ടാവും. പ്ലസ് പാസ്റ്ററൽ ഫീൽഡും അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. പാസ്റ്ററൽ ഫീൽഡ് എന്ന് പറയുന്നത് ഈ മെച്ചിൽ പുറങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. Then the Gujar gouse herds from the even further east travel up to the high meadows known as bugyas in the summer and down in the dry forest of the barber in the winterle barber അതുപോലെ തന്നെ എന്താ പറയുക സമ്മറിൽ ബുഗ്യാൽസ് ആയിരുന്നു. The numerous Himalayan pastoral cultures such as ബോട്ടിയാസ്, ഷെർപ്പാസ്, കിനോരിയാസ് followed this pattern. ഇതേ പാറ്റേൺ തന്നെയാണ് ബോട്ടിയാസും ഷെർപ്പാസും അതുപോലെ തന്നെ കിനാരിസ് ഒക്കെ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ കുറേ അധികം പാസ്റ്ററൽ സൊസൈറ്റി ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഈ പറയുന്ന വൺ ഏരിയ ടു അനദർ ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റൂ. ഇനി ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് എങ്ങനെയാണ് കൊളോണിയൽ റൂൾ പാസ്റ്ററലിസ്റ്റ് സൊസൈറ്റിയെ അഫക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ, ചാപ്റ്റർ എക്സാമിന് വരാണെങ്കിൽ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോറസ്റ്റ് സൊസൈറ്റി എങ്ങനെയാണ് കൊളോണിയൽ റൂൾ എങ്ങനെയാണ് ഫോറസ്റ്റ് സൊസൈറ്റി അഫക്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പാസ്റ്ററലിസ്റ്റ് സൊസൈറ്റി എങ്ങനെയാണ് കൊളോണിയൽ റൂൾ അഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അണ്ടർ ദ കൊളോണിയൽ കൺട്രോൾ ദ ലൈഫ്സ് ഓഫ് പാസ്റ്ററലിസ്റ്റ് വെർ ഡ്രാസ്റ്റിക്കലി അൾട്ടേർഡ്. ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് വാസ് റെസ്ട്രിക്റ്റഡ്. പാസ്റ്ററലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ അവർക്ക് അവരുടെ എന്താ പറയുക അവരുടെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള എന്ത് കിട്ടില്ല, ഫോർഡേഴ്സും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് ആര് റെസ്ട്രിക്റ്റ് ചെയ്യാണ്, കൊളോണിയൽ ഗവൺമെന്റ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ദെൻ their access to grazing areas was limited and their required payment rose. Then their skills and trades suffered and even their agriculture stocks decreased. It took a place of for the reason listed below. ഇവിടെ നമ്മൾ പറയുന്നത് അവർക്ക് ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യപ്പെട്ടു, റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടു. അതോടുകൂടി അവരുടെ ഏരിയാസ് എന്ത് ചെയ്തു, വളരെ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഏരിയ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, അവരുടെ ഗ്രാസിംഗ് ഫീൽഡായിട്ട് അവർക്ക് എടുക്കാൻ പറ്റിയത് നമുക്ക് കാണാൻ പറ്റും. വൺ ഓഫ് ദ കൊളോണിയൽ സ്റ്റേറ്റ് പ്രൈമറി സോഴ്സ് ഓഫ് ഫണ്ടിങ് വാസ് ലാൻഡ് റവന്യൂ. അപ്പോൾ കൊളോണിയൽ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മേജർ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ലാൻഡ് റവന്യൂ ആണ്. Therefore the colonial authorities sought to convert all grazing area into a farmed area. അതായത് ഫാർമഡ് ലാൻഡ് ആക്കി മാറ്റുക. ഈ പറയുന്ന ഗ്രാസിംഗ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് വേസ്റ്റ് ലാൻഡാണ്, അവിടെ പ്രൊഡക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഈ ലാൻഡിൽ നിന്ന് അവർക്ക് ഒരു പ്രോഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ അതിന് പകരം കൾട്ടിവേറ്റഡ് ലാൻഡ് ആണെങ്കിൽ അവർക്ക് അവിടെ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അവർക്ക് ഏറ്റവും ബെറ്റർ എന്താണ്, ആ ഒരു ലാൻഡിൽ കൾട്ടിവേഷൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ വേസ്റ്റ് ലാൻഡ് ആക്കാതെ അതിനെ കൾട്ടിവേറ്റഡ് ലാൻഡ് ആക്കി മാറ്റാനാണ് ആര് പ്രൊമോട്ട് ചെയ്തത്, കൊളോണിയൽ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടിടാ അവരെന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ ഗ്രാസിംഗ് ലാൻഡ്സ് എന്താണ് കൺട്രോൾ ചെയ്യുകയും അവിടെ ഈ പറയുന്ന പാസ്റ്ററലിസ്റ്റുകളുടെ മൂവ്മെന്റ്സിനെ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ പറയുന്നുണ്ട് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ റിസർവ്ഡ് ഫോറസ്റ്റ് പോലുള്ള ഒരു ആക്ട് കൊണ്ടുവന്നതോടെ എന്താണ് ആ ഫോറസ്റ്റിനകത്തേക്ക് ആർക്ക് എൻഡേഴ്സ് ചെയ്യാൻ പറ്റില്ല, പാസ്റ്ററലിസ്റ്റുകൾക്കും എൻഡേഴ്സ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ആനിമൽസിന് അവിടുന്ന് ഫോർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വന്നു. ദെൻ നൊമാഡ്സ് അറൗസ്ഡ് ദ സസ്പീഷ്യൻസ് ഓഫ് ദ ബ്രിട്ടീഷ് അതോറിറ്റി ഓവർസീയിങ് ദ സെറ്റിൽഡ് പോപ്പുലേഷൻ. അതായത് ക്രിമിനൽ ട്രൈബൽ ആക്ട് കൊണ്ടുവന്നു. ഈ പറയുന്ന നൊമാഡ്സ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടൊരു ബെനിഫിറ്റും ഗവൺമെന്റിനില്ല. കാരണം അവരൊരു ഏരിയയിൽ എന്ത് ചെയ്യുന്നില്ല, സൈഡ് ചെയ്യുക, അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കാത്ത ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ഒരു ബെനിഫിറ്റും ഇല്ല, അവരുന്നൊരു ഇൻകോ അല്ലെങ്കിൽ ഒരു ടാക്സോ ഗവൺമെന്റിന് കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നൊമാഡ്സ് ആയിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകളെ ക്രിമിനൽ ട്രൈബ്സ് ആയിട്ടായിരുന്നു ആര് കൺസിഡർ ചെയ്തിട്ടുള്ള ഗവൺമെന്റ്. നമ്മൾ നോക്കണേ, നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലുള്ള നൊമാഡിക്സ് ആയിട്ടുള്ള ആളുകളെ എന്തായിട്ട് കൺസിഡർ ചെയ്ത്, ക്രിമിനൽസ് ആയിട്ട് സസ്പീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്. അവരിങ്ങനെ ഒരു ഏരിയയിൽ മാത്രം താമസിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാർ. അപ്പോൾ അവരെ സസ്പീഷ്യസ് ആയിട്ട് കാണിക്കുകയും ക്രിമിനൽ ട്രൈബ്സ് ആക്ടിലൂടെ അവരുടെ മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then it was claimed that they were born criminals. Then land, canal, water, salt, trade items എല്ലാത്തിനും എന്ത് ചെയ്തു, ടാക്സ് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഈവൻ ഗ്രാസിംഗ് ടാക്സ് അടക്കം ആര് കൊണ്ടുവന്നു, ബ്രിട്ടീഷ് കൊണ്ടുവന്നു. ഓക്കെ.
ഗ്രാസിംഗ് ടാക്സ് അടക്കാരും ഉണ്ടെന്ന് ബ്രിട്ടീഷേഴ്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതായത് അവിടുത്തെ ഓൺ പീപ്പിൾസ്, നമ്മുടെ ഇന്ത്യയിലെ ഓൺ പീപ്പിൾസ്, നൊമാഡ്സ് ആയിട്ടുള്ള ഓൺ പീപ്പിൾസിനെ ക്രിമിനൽസ് ആയിട്ട് കണ്ടു, ട്രൈബൽ എന്താ പറയുക ക്രിമിനൽ ട്രൈബ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. അത് കൂടാതെ ഇവൻ ഗ്രാസിംഗ് ടാക്സ് അടക്കം കൊണ്ടുവന്നു. ഗ്രാസിംഗ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടുന്ന് നമ്മൾ ഈ പറയുന്ന പുല്ലെടുക്കണം അടക്കം ടാക്സ് കൊടുക്കണം എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അത്രത്തോളം എന്താണ് കൺസ്ട്രൈൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആര് കൊണ്ടുവന്നു, കൊളോണിയൽ ഗവൺമെന്റ് കൊണ്ടുവന്നു. ദെൻ ഹൗ ഡിഡ് ദീസ് ചേഞ്ചസ് അഫക്ട് ദ ലൈഫ്സ് ഓഫ് പാസ്റ്ററലിസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാ പാസ്റ്ററലിസ്റ്റുകളെയും ഒരേപോലെ അഫക്ട് ചെയ്തു നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പാസ്റ്ററലിസ്റ്റുകളുടെ ലൈഫിന് അത് എന്ത് ചെയ്തു, നെഗറ്റീവായിട്ട് തന്നെ അഫക്ട് ചെയ്തു. അപ്പോൾ ദർ ആർ നോട്ട് ഇനഫ് പാസ്റ്റോർ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ഷൻ. ദ എമൗണ്ട് ഓഫ് pastoral land was available decreased when grazing areas were taken over, land or converted to agriculture field. The remaining grazing land was the left over the animal population. It as pastoralists vanished beneath the plow. ഇവിടെ നമ്മൾ പറയുന്നത് ഗ്രാസിംഗ് ലാൻഡ് അഗ്രികൾച്ചർ ലാൻഡ് ആക്കി മാറ്റി. ഇനി ഒരേ ഗ്രാസിംഗ് ലാൻഡിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാണ്, അത് ഗ്രാസിംഗ് ലാൻഡ് എന്താ പറയുക, ഈ പറയുന്ന പാസ്റ്ററൽ ഫീൽഡായിട്ട് യൂസ് ചെയ്തതോടുകൂടി ഒരേ സ്ഥലത്ത് തന്നെ കുറേ സമയം പുല്ലെടുത്താൽ എന്ത് ചെയ്യും, ആ സ്ഥലം കൂടി എന്ത് ചെയ്യും, നശിക്കും അല്ലേ. അപ്പോൾ ആ ലാൻഡിൻ്റെയും ക്വാളിറ്റിയും ആ ലാൻഡിലെയും പുല്ലിൻ്റെ അളവും ഒക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അങ്ങനെ അവരുടെ അവരുടെ എന്താ പറയുക അവരുടെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള പാസ്റ്ററൽ ഫീൽഡ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആർക്കുണ്ടായി, ഈ പറഞ്ഞ പാസ്റ്ററൽ ആളുകൾക്കുണ്ടായി. ദെൻ ദ ക്വാളിറ്റി ഓഫ് പാസ്റ്ററൽ ഡിഗ്രീസ്, ദ ഗ്രാസിംഗ് ഫീൽഡ്സ് വെർ യൂസ്ഡ് കണ്ടിന്യൂസ്ലി ആഫ്റ്റർ റെസ്ട്രിക്ഷൻസ് ഓൺ പാസ്റ്ററൽ മൂവ്മെന്റ് വെർ പുട്ട് ഇൻ പ്ലേസ്. ദിസ് ഫർദർ റെഡ്യൂസ്ഡ് ദ എമൗണ്ട് ഓഫ് ഫോറേജ് അവൈലബിൾ ആനിമൽസ് വിച്ച് ഫർദർ ഡിപ്ലേറ്റഡ് ദ ആനിമൽ പോപ്പുലേഷൻ. അപ്പോൾ ആനിമൽസ് ആവശ്യമായിട്ടുള്ള ഫുഡ് ഇല്ല, ഫുഡേഴ്സ് ഇല്ല. അത് ഒബ്വിയസ്ലി എന്ത് ചെയ്തു, ആനിമൽ പോപ്പുലേഷനും എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്യാൻ എന്ത് കാരണമായിട്ടുണ്ട്, ഈ പറഞ്ഞ പാസ്റ്റോറലിസ്റ്റ് അല്ലെങ്കിൽ ഈ കൊളോണിയൽ റൂളിൽ കാരണമായിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി എല്ലാ ആളുകളും ഒരേപോലെ തന്നെയാണോ വാദിച്ചതെന്ന് വെച്ചാൽ ചില ആളുകൾ റിച്ച് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ എന്ത് ചെയ്തു, അവരത് ഓവർകം ചെയ്തു. ഹൗ ഡിഡ് പാസ്റ്ററലിസ്റ്റ് കോപ്പ് വിത്ത് ദീസ് ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ചില ആളുകൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ചില ആളുകൾ പാസ്റ്ററലിസ്റ്റ് റെസ്പോണ്ട് ഡിഫറെൻ്റ്ലി ആണ് നമ്മൾ പറയുന്നത്. ചില ആളുകൾ ന്യൂ പാസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ കാറ്റിൽസ് ഒക്കെ നഷ്ടപ്പെട്ടു. അതോടുകൂടി അവരെന്ത് ചെയ്തു, അവർക്ക് ലോട്ട്സ് ഓഫ് എന്താ പറയുക ലോസസ് ഉണ്ടായി. ചില ആളുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ ഫാമേഴ്സായിട്ട് മാറുന്നു, ചില ആളുകൾ വർക്കേഴ്സായിട്ട് മാറുന്നു, ചില ആളുകൾ ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എക്സ്ട്രീം ലെവൽ സിറ്റുവേഷനിലേക്ക് പോയി, അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി. അപ്പോൾ ഓരോ രീതിയിലായിരുന്നു ഓരോ ആളുകളും ഈ പറഞ്ഞ പാസ്റ്ററലിസ്റ്റ് അല്ലെങ്കിൽ കൊളോണിയൽ റെസ്ട്രിക്ഷൻസ്, കൊളോണിയൽ എഫക്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ആഫ്രിക്കയിലും ഇതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പാസ്റ്ററലിസം ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ മോർ ദാൻ 22 million Africans still rely on pastoral work as their primarily source of income. 22 million ആളുകൾ ഈ പറയുന്ന പാസ്റ്ററലിസം ആണ് അവരുടെ പ്രൈമറി വർക്ക് ആയിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആഫ്രിക്കൻ പാസ്റ്ററലിസ്റ്റ് ലിവ് അണ്ടർഗോൺ സിഗ്നിഫിക്കന്റ് ആൾട്ടർനേഷൻ ഓവർ ദ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇറാസ് മച്ച് ലൈക്ക് ദ ഓഫ് ദ പാസ്റ്ററലിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പോലെ തന്നെ പാസ്റ്ററലിസ്റ്റ് ലൈഫിനെ കൊളോണിയൽ ഇരയും അപ്പോൾ തന്നെ ഈ പറയുന്ന പോസ്റ്റ് കൊളോണിയൽ ഏരിയയും എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്റ്ററലിസ്റ്റ് ഫീൽഡിനെയും പാസ്റ്ററലിസ്റ്റ് ലൈഫിനെയും ആഫ്രിക്കയിലും ബാധിച്ചിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ആഫ്രിക്കയിലെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അതോടുകൂടി ചാപ്റ്റർ കഴിഞ്ഞു. Where have the grazing lands gone? Masai land ആയിരുന്നു പ്രധാനപ്പെട്ട. ബിഫോർ colonization covered wide regional span from northern Kenya to the steppes of northern Tanzania വരെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു മസായി ലാൻഡ് എന്ന് പറയുന്നത്. മസായി ലാൻഡ് Okay, it was divided in half in 1885 by the international boundary that separated German Tanganyika from the British Kenya. അതുപോലെ തന്നെ following the cut, white settlers progressively occupied the best grazing pastures, driving the Masai into Tini region in northern Tanzania and southern Kenya. ഇവിടെ നമ്മൾ പറയുന്നത് വൈറ്റ് സെറ്റിലേഴ്സ് അല്ലെങ്കിൽ പറഞ്ഞ യൂറോപ്യൻ കോളനൈസേഷൻ വന്നതോടുകൂടി ഈ പറഞ്ഞ ഏറ്റവും ഫെർട്ടൈൽ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക പ്രോസ്പെറസ് ആയിട്ടുള്ള അവരുടെ ഗ്രാസിംഗ് ലാൻഡ് അവർ എന്ത് ചെയ്തു, വൈറ്റ് സെറ്റിലേഴ്സ് അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾസിന്റെ വീടുകളായിട്ടും അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഏരിയാസ് ആയിട്ടും അവർ മാറ്റുന്നു. അതോടുകൂടി ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റി ഇൻ ഈസ്റ്റ് ആഫ്രിക്ക എൻകറേജ്ഡ് ദ ഇൻഡിജിനസ് peasants populations to increase their agricultural outputs starting in the late 19th century. The Masai pastoralists held political and economic dominance over their agricultural neighbors before colonization. The Masai were forced to live on a tiny amount of land which was put under strain by laws, the best grazing fields and water resources. അപ്പോൾ മാസായി എന്ന് പറഞ്ഞാൽ വളരെ പൊളിറ്റിക്കലിയും എക്കണോമിക്കലൊക്കെ എന്താ പറയുക ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ്
പാസ്റ്ററലിസ്റ്റുകളായിരുന്നു. പക്ഷേ കൊളോണിയൽ റൂൾ വന്നതിന് ശേഷം ഇൻഡിജിനസ് ആയിട്ടുള്ള പെസൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ മാസായി ലാൻഡ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലാൻഡ് കൾട്ടിവേറ്റഡ് ലാൻഡായി മാറുന്നു. കൾട്ടിവേറ്റഡ് ലാൻഡിൽ ഒരിക്കലും എന്ത് പോസിബിൾ അല്ല, പാസ്റ്റോറൽ ഫീൽഡ് ആക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരുടെ ലാൻഡും ഗ്രാജുവലി എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യാണ് ചെയ്യുന്നത്. Then the borders are closed. African pastoralists may travel across great distance in coast pastoral in the 19th century. ലോങ് ഏരിയാസിലേക്കൊക്കെ അവർ എന്ത് ചെയ്തിരുന്നു, ട്രാവൽ ചെയ്തിരുന്നു അവരുടെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള ഫോർഡേഴ്സ് ചെയ്തുകൊണ്ട്. ബട്ട് ഹൗവർ സ്റ്റാർട്ടിംഗ് ഇൻ ദ late 1800s, the colonial authorities started putting certain limitations on the freedom of movement. അപ്പോൾ ഈ പറഞ്ഞ അവരുടെ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. ഈ ഫ്രീ ആയിട്ട് അവർക്ക് ആദ്യത്തെ പോലെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, വൺ ഏരിയാസ് ടു അനദർ ഏരിയ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് കുറേയധികം റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. അതോടുകൂടി പാസ്റ്ററലിസ്റ്റുകൾക്ക് അവർ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു. അത് ഗ്രാജുവലി അവരെന്ത് ചെയ്യുന്നു, റെസ്ട്രിക്റ്റഡ് ഏരിയാസിന് മാത്രം ഈ പറയുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള കളക്ഷൻ കാരണം അത് എന്ത് ചെയ്യുന്നു, അവരുടെ പാസ്റ്ററൽ ഫീൽഡുകളൊക്കെ ഡ്രൈ ആയി പോകുന്ന സിറ്റുവേഷൻ വരുന്നു. വെൻ പാസ്റ്റേഴ്സ് ഡ്രൈ, ഡ്രാഫ്റ്റ് അഫക്റ്റഡ് pastoralists lived worldwide. For this reason, pastoralists have historically relocated to wealthier, difficult times and avert emergencies. However, starting with the colonial era, the Masai were forced to live in a reserve restricted to set a region and not allowed to go search of pastures. The negative affected the drought got worse at that area. Grazing areas decreased. അപ്പോൾ ഈ ഡ്രോട്ട് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, വരൾച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, വൺ ഏരിയ ടു അനദർ ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കടാ, നമ്മളിപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പം നമുക്ക് ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ, ആ തെങ്ങിന്ന് തേങ്ങ പറിച്ചാൽ തേങ്ങ തീരൂലേ, അതേപോലെ തന്നെയാണ് ഒരേ സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് പുല്ലിങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ അവരുടെ ആനിമൽസിന് ആവശ്യമായിട്ടുള്ള ഫോഡേഴ്സ് അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ മൂവ് ചെയ്യാനും പറ്റുന്നില്ല, അവരെന്ത് ചെയ്യുന്നില്ല, അലോ ചെയ്യുന്നില്ല. ചില ഏരിയാസിലേക്ക് അവരെന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ട് ചെയ്യുന്നു, അവർക്ക് പോകാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നെഗറ്റീവായിട്ട് ആരും അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അഫക്ട് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ആഫ്രിക്കൻ പാസ്റ്ററലിസ്റ്റുകളും ഇത് അഫക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. Not all were equally affected. Not every pastoralist in Masai land was equally impacted by the ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ കൊളോണിയലിസത്തിലൂടെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് എല്ലാ ആളുകളും ഒരേപോലെ എല്ലാം അഫക്റ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് മസായ് സൊസൈറ്റി നമ്മൾ ആദ്യത്തെ കാലഘട്ടത്തിൽ രണ്ടായിട്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്തിരുന്നത്. വേരിയസ് ആൻഡ് യങ്ങേഴ്സ്, അല്ലെങ്കിൽ പറയുന്ന എന്താണ് വേരിയസ് ആൻഡ് എൽഡേഴ്സ് എന്നുള്ളായിരുന്നു ഈ പറയുന്ന എന്താ പറയുക. വേരിയസ് എന്ന് പറയുന്ന യൂത്ത് ആയിട്ടുള്ള ആളുകളും എൽഡേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രായമായിട്ടുള്ള ആളുകളാണ്. എൽഡേഴ്സ് ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, വേരിയസ് ആയിരുന്നു ഡിഫൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. ഇങ്ങനെയായിരുന്നു ഏർലിയസ്റ്റ് ടൈമിൽ എന്തുണ്ടായിരുന്നത്, നമ്മുടെ മാസായി സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ ഏജ് ആയിരുന്നു മാസായി സൊസൈറ്റി ഡിവൈഡ് ചെയ്തിരുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ദ കമ്മ്യൂണിറ്റി ഗവേണിംഗ് ബോഡി വാസ് കമ്പോസ്ഡ് ബൈ ദ എൽഡേഴ്സ് ആൻഡ് ദ കൺവെന്റ് റെഗുലർലി ഡിസൈഡ് ടു മാറ്റേഴ്സ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്. ദെൻ യങ്ങേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വേരിയേഴ്സ് ആയിട്ടാണ് അവരുണ്ടായിരുന്നത്, നമുക്ക് കാണാൻ പറ്റും. യെസ്, ദെൻ ഹൂ വെയർ മോസ്റ്റ്ലി ഇൻ ചാർജ് ഓഫ് ഗാർഡിങ് ദ ട്രൈബ്, അതുപോലെ തന്നെ ഡിഫെൻഡിങ് ദ നെയ്ബർഹുഡ് ആൻഡ് പ്ലാന്റിങ് ദ കാറ്റിൽ റൈഡ്സ് ഒക്കെ ആയിരുന്നു യങ്ങേഴ്സ് നടത്തിയിരുന്നത്. യങ്ങേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന ലൈക്ക് ഡിഫൻഡേഴ്സ് പോലെ ആയിരുന്നു, യൂത്ത് ആയിരുന്നു, ഡിഫൻഡേഴ്സ് ആയിരുന്നു. അതേസമയം തന്നെ വേരിയേഴ്സ് സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയൊക്കെ സോർട്ട് ഔട്ട് ചെയ്തിരുന്നത് വേരിയേഴ്സ് ആയിരുന്നു ആദ്യത്തെ സമയത്ത് മാസായിൽ. പക്ഷേ several policies implemented by the British had significant impact on how the Masai were. ലാസ്റ്റ് പേജ് ആണ്. മാസായി പീപ്പിൾസിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ കൊളോണിയൽ റൂൾ അഫക്ട് ചെയ്തതെന്ന് വെച്ചാൽ മാസായി എന്താ പറയുക ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡിവിഷൻ മാറ്റുന്നു. അതിനുശേഷം സെവറൽ സബ് ഗ്രൂപ്പ്സ് വരുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് വെർ ഗിവൻ കമാൻഡ് ഓവർ ദ ട്രൈബ്സ് ഓപ്പറേഷൻ, വാർഫെയർ ആൻഡ് എന്താ പറയുക റെയ്ഡിംഗ് വെർ ഓൾസോ സബ്ജക്ട് ടു ലിമിറ്റേഷൻസ്. ദ ചീഫ്സ് ഹാവ് സർവൈവഡ് ടു റെസ്ട്രിക്ഷൻസ് കോസ്ഡ് ബൈ ബോത്ത് ദ drought and war. Then, however, the impoverished pastoralist life stories were distinct. They lost almost everything during the times of conflict and famine. They had lived to the towns in search of employment. Some used to make living in burning charcoal, and while some did not odd jobs. ഇവിടെ നമ്മൾ പറയുന്നത് മസായി സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയ അല്ല. പിന്നീട് ഈ പറഞ്ഞ ഏജ് ബേസ്ഡ് ഡിവിഷൻ മാറ്റുന്നു, പകരം എന്താക്കി മാറ്റുന്നു, പകരം ഈ പറയുന്ന രീതിയിൽ എന്താണ് ലൈക്ക് എന്താ പറയുക റിച്ച് വെൽത്തി ആയിട്ടുള്ള പാസ്റ്ററലിസ്റ്റും അതുപോലെ തന്നെ അല്ലാതെ പാസ്റ്ററലിസ്റ്റ് എന്ന രീതിയിലേക്ക് ഒരു ഡിവിഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ബ്രിട്ടീഷേഴ്സ് അവർ എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാരെ എന്ത് ഏൽപ്പിക്കുന്നു, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുണ്ടായാലും, എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും, ഡ്രോട്ട് ഉണ്ടായാലും, എന്താ പറയുക ഒരു വാർ ഉണ്ടായാലും അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർ റിച്ച് ആണ്, അവരെ സംബന്ധിച്ചിടത്തോളം അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ ആദ്യത്തെ സമയമാണെങ്കിൽ എല്ലാ ആളുകളും
ഏർലിയസ്റ്റ് ടൈമിലാണെങ്കിൽ എല്ലാ ആളുകളും സംബന്ധിച്ചിടത്തോളം ഒരേപോലെ, അതായത് ഇപ്പോൾ മസായി ലാൻഡിലുള്ള പാസ്റ്ററലിസ്റ്റുകളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം എല്ലാ ആളുകൾക്കും ഒരേപോലെ ആയിരുന്നു അഫക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ വെൽത്തിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെങ്കിലും വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഈ റൂളിംഗ് എന്താ പറയുക ലൈറ്റ് ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെങ്കിലും അഫക്ട് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം പുവർ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നു അഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മസായി ലാൻഡിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു, ബേസ്ഡ് ഓൺ ഏജ് ആയിരുന്നു. അവർ മ്യൂച്വലി റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു ഡിവിഷൻ ആയിരുന്നു. പക്ഷെ അത് മാറുന്നു. ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് സം ആളുകൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഈ പറയുന്ന നമ്മുടെ ജമീൻദാസിനൊക്കെ ഏൽപ്പിക്കുന്നില്ലേ, അതങ്ങനെ ചില ആളുകൾ ഏൽപ്പിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പാസ്റ്ററലിസ്റ്റ് ഫീൽഡിലുണ്ടായിട്ടുള്ള ഒരു ലോസസും അവരെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള പാസ്റ്ററലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നു. ന്യൂ ഡിവൈഡ് എമേർജ്ഡ് ബിറ്റ്വീൻ പാസ്റ്ററലിസ്റ്റ് ഹു വെർ വെൽത്തി ആൻഡ് ദോസ് ഹു വെർ നോട്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഡ്രോട്ടും എന്ത് ഇതിനെ അഫക്ട് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ആണ്. ദെൻ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മുടെ NCERT തന്നെ പറയുന്നുണ്ട്, എന്താ പറയുക ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് കാണുക. സ്കൂൾ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക. അപ്പോൾ എന്തായാലും നമ്മളൊരു 4 hours എടുത്തു. 4 hours എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മക്കളും അത്യാവശ്യം ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നാളത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താ കുറച്ച് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നാളെ നമുക്ക് ജിയോഗ്രഫിൻ്റെ ചാപ്റ്റേഴ്സ് ആണ്. ഞാനും നിങ്ങളുടെ MFK സാറുമായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താണ് എനർജി, രണ്ടാളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി എനർജി ഉണ്ടാവും അല്ലേ. സാർ ഐ ഹാവ് ഡൗട്ട് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ എന്ത് ഡൗട്ട് കമന്റ് ചെയ്യടാ. ഡൗട്ട് കമന്റ് ചെയ്യും മക്കളെ. കഴിഞ്ഞു കേട്ടോ. ചെറിയ മിനിറ്റ് കൂടി നമുക്ക് മാത്സ് ക്ലാസ്സിന് പതിക്കും. അയ്യോ യെസ് കൃഷ്ണ എന്തോ ഡൗട്ട് കമന്റ് ചെയ്യൂ. യെസ് മുഹമ്മദ് യമാൻ യെസ് ഡൗട്ട് കമന്റ് ചെയ്യൂ. യെസ് ഹൈഡ സിദ്ധാർത്ഥ് യെസ്. ഓക്കെ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആഫ്റ്റർ ദ ലൈവ് സെഷൻ കമന്റ് ചെയ്യുക. ആരും കമന്റ് ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, നമ്മളിവിടെ തന്നെ ഉണ്ട്. യെസ് ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.